Good day to all of you. നമ്മുടെ റിവിഷൻ ടെസ്റ്റ് ഡിസ്കഷൻ ഫുൾ ടോപ്പിക്കിൻ്റെ ZEOTS-ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. When a particle executes simple harmonic motion, there is always a constant ratio between displacement and what? Simple harmonic motion ആണ്. Simple harmonic motionൽ displacement connected acceleration ആണ് minus omega squared x. So acceleration by x ആണ് constant. So there is a constant ratio between acceleration and displacement. Acceleration ഈ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, കാരണം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒറ്റ ഫ്രീക്വൻസിയേ ഉള്ളൂ. ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ ഫ്രീക്വൻസി കാണും, പക്ഷേ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒറ്റ ഫ്രീക്വൻസി ഉള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ ചോയ്സ് 2. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ height of a mountain and depth of a the height of a depth of a mine, the depth d, idana h. If a pendulum swings with the same period, pendulum t is equal to 2 pi into root of L by g. അപ്പോൾ പീരിയഡ് സെയിം എന്ന് പറഞ്ഞാൽ ജിയും സെയിം. എവിടെ ജി സെയിം? G at the height h is the same as G at the depth h. Height ile depth ile same. G at a height എന്ന് പറയുമ്പോൾ G at the surface into 1 minus 2h by r. R is the radius of the earth, അല്ലേ? Acceleration due to gravity, variation with height. So G at a height എന്ന് പറയുമ്പോൾ G on the surface into 1 minus 2h by r. Depth എന്ന് പറയുമ്പോൾ formula for depth is G on the surface multiplied by 1 minus d by r. ആ d ആണ് ഇവിടെ h. So that is G on the surface into 1 minus d by r. d in small h by r. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ട് ഈക്വൽ എന്ന് പറയുമ്പോൾ ജി എസും പോയി 1 പോയി. 2h by r ഇസ് ഈക്വൽ ടു h by r. അപ്പോൾ 2h ഇസ് ഈക്വൽ ടു സ്മോൾ h. കാണാൻ പറഞ്ഞിരിക്കുന്ന ആരും ബിഗ് എച്ച് ബൈ സ്മോൾ എച്ച്. സോ ബിഗ് എച്ച് ബൈ സ്മോൾ എച്ച് ഇസ് 1/2. ചോയ്സ് 1. ക്ലിയർ? ഗ്രാവിറ്റേഷനും പെൻഡുലത്തിൻ്റെ ആക്സിലറേഷനും കൂടെയുള്ള മൾട്ടിപ്പിൾ കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ, നമ്പർ 3. 2 vessels ഓഫ് ഈക്വൽ വോളിയം. അപ്പോൾ വോളിയം സെയിം ആണ്. കണ്ടെയ്ൻ മോളിക്കുലർ ഹൈഡ്രജൻ. മോളിക്കുലർ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ മോളിക്കുലർ വെയിറ്റ് 2 grams ആൻഡ് ഹീലിയത്തിൻ്റെ 4 grams. പിന്നെ പ്രഷർ 1 atmosphere in 2 atmosphere ആണെങ്കിലും ദ RMS വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പ്രഷർ, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പ്രഷർ. ഓക്കെ, അപ്പോൾ ബോത്ത് സാമ്പിൾസ് ആർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. RMS വെലോസിറ്റി ക്യാപിറ്റൽ എം വെച്ചിട്ട് റൂട്ട് ഓഫ് 3RT divided by m. ഓക്കെ, സെയിം വോളിയം എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി മാസ് ബൈ വോളിയം, ഡെൻസിറ്റി പ്രപ്പോർഷണൽ ടു മാസ് വരും. വോളിയം സെയിം ആണല്ലോ. പിന്നെ ഈ ഫോമിൽ അറിയാം ടെമ്പറേച്ചർ സെയിം ആണ്. സോ RMS വെലോസിറ്റി പ്രപ്പോർഷണൽ ടു 1/√m. ഇവിടെ ആരാണ്? ഹൈഡ്രജൻ. അപ്പോൾ RMS ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ RMS ഓഫ് ഹീലിയം എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് molecular mass of helium divided by molecular mass of hydrogen. ഹീലിയത്തിൻ്റെ 4ഉം ഹൈഡ്രജൻ്റെ 2ഉം. അപ്പോൾ 2 റൂട്ട്. സോ ചോദിച്ചിരിക്കുന്ന RMS ഓഫ് ഹൈഡ്രജൻ ആണ്. സോ RMS ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ √2 ടൈംസ് RMS ഓഫ് ഹീലിയം. √2 ടൈംസ് RMS ഓഫ് ഹീലിയം. സോ ചോയ്സ് 4. All right, clear ആയല്ലോ?
RMS velocity, same temperature ആണ്. So inversely proportional to root of molecular mass. ഹൈഡ്രജനും ഹീലിയത്തിൻ്റെ molecular mass നമ്മൾ അറിഞ്ഞിരിക്കണം. All right. അടുത്ത question. Next one. Number 4. Frequency of vibration of a string is increased by a factor 2. Tension എങ്ങനെ? Frequency. ഒരു സ്ട്രിങ്ങിൻ്റെ 1/2L root of T by mu. L length of the vibrating string, mu linear density. This is when the string is vibrating in one segment. അല്ലേ? അപ്പോൾ എന്തായാലും F 1 segment ആണെങ്കിലും അല്ലെങ്കിലും ഇവിടെ P വരും, നമ്പർ ഓഫ് ലൂപ്സ് P. ഇവിടെ P is equal to 1 എന്നേ ഉള്ളൂ. സോ ഏത് നമ്പർ ഓഫ് ലൂപ്സ് ആയാലും F is proportional to root T ആണ്. That means F squared proportional to T. So frequency increased by 2. So T2 by T1 will be F2 by F1 the whole square. Frequency 2 times I, upper 2 squared, that is 4. So pudhiya tension T2 becomes 4T1. T2 becomes 4T1. Okay. So frequency tension F is 1/2L root of T by mu for one segment. P is the number of loops, P by 2L root of T by mu. Mu എന്ന് പറയുന്നത് ലീനിയർ ഡെൻസിറ്റി, മാസ് ഓഫ് ദ വയർ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ വയർ. ഇവിടെ അത് വേണ്ടെങ്കിലും വേറെയും ക്വസ്റ്റ്യൻസ് വരാമല്ലോ. നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ കണക്റ്റഡ് കാര്യങ്ങൾ അറിയണം, അതുകൊണ്ടാണ്. സോ ഇവിടെ ആൻസർ ചോയ്സ് 4. നെക്സ്റ്റ് വൺ, റെസനേറ്റിംഗ് കോളം. അപ്പോൾ ക്ലോസ് പൈപ്പ് ആയാലും ഓപ്പൺ പൈപ്പ് ആയാലും ഉണ്ടാവുന്നത് the waves that is being used is stationary, longitudinal waves ആണ്. longitudinal stationary waves ആണ് ഉണ്ടാവുന്നത്. longitudinal stationary waves ആണ്. നമ്മൾ ഇങ്ങനെ പടം ഇങ്ങനെ വരയ്ക്കും. യു ആർ ഡ്രോയിങ് ഇറ്റ് ആസ് ദോ ഇറ്റ് ഇസ് എ ട്രാൻസ്വേഴ്സ് വേവ് പോലെ വരയ്ക്കും. ബിക്കോസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഡയഗ്രാമായിട്ട് വരയ്ക്കാൻ പറ്റൂല. അതുകൊണ്ട് റെപ്രസെൻറ്റഡ് ഡയഗ്രമാറ്റിക്കലി ലൈക്ക് എ ട്രാൻസ്വേഴ്സ് വേവ്. പക്ഷേ സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് ആൻഡ് ഇറ്റ്സ് എ സ്റ്റേഷനറി വേവ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റേഷനറി വേവ് ആണ്. ഡയഗ്രാമായിട്ട് വരയ്ക്കുമ്പോൾ അത് ട്രാൻസ്വേഴ്സ് ആയിട്ട് വരയ്ക്കണമെന്നേ ഉള്ളൂ. എടുത്ത് പറയുന്നുണ്ട് ദ വേവ്സ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ. സോ സ്റ്റേഷനറി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ചോയ്സ് 1. ഓക്കെ. നെക്സ്റ്റ് വൺ, നമ്പർ 6. Energy gap is much more in silicon than in germanium. So energy gap in silicon is much more in silicon than in germanium. അപ്പോൾ എന്തുകൊണ്ടാണ്? It has less number of electrons അല്ല, high atomic mass number അല്ല. Crystal has much stronger bonds called ionic bonds. Ionic bonds അല്ല, അത് covalent bonds ആണ്. അപ്പോൾ അത് തെറ്റ്. പിന്നെ valence electrons are more tightly bound to the parent nuclei. അതാണ്. സോ ദ ഔട്ടർ ഓർബിറ്റിൻ്റെ എലക്ട്രോൺസ് പേരൻറ്റ് ന്യൂക്ലിയൻ്റെ കൂടുതൽ ബൈൻഡിങ് ആണ് കമ്പയർഡ് ടു ജെർമേനിയം. അതുകൊണ്ട് വാലൻസ് ബാൻഡിൽ നിന്ന് ഫോർബിഡൻ എനർജി ഗ്യാപ്പിൽ പോകാൻ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണമെങ്കിൽ ദ എനർജി ഗ്യാപ്പ് ഇസ് മോർ ഫോർ സിലിക്കോൺ ദാൻ ഫോർ ജെർമേനിയം. ഓക്കെ. ജെർമേനിയത്തിന് 0.7 ഉള്ളൂ, ഇതാകുമ്പോൾ 1.1 ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് വൺ, the force between 2 point charges placed in a material medium of permittivity epsilon. Permittivity epsilon എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പെർമിറ്റിവിറ്റി. ആക്ച്വൽ പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ, വിച്ച് ഇസ് epsilon 0 epsilon r. Permittivity. Relative permittivity epsilon r. So force F is 1/4 pi epsilon 0 epsilon r. പിന്നെ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഇനി ഇത് ഇൻ എ മീഡിയം ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ. മെറ്റീരിയൽ റിമൂവ്ഡ് ആയ പിന്നെ അവിടെ മീഡിയം എയർ ഓർ വാക്യൂം ആണ്. മെറ്റീരിയൽ റിമൂവ്ഡ്. അപ്പോൾ ഇത് മീഡിയം വെച്ചിട്ടാണ്. അടുത്തത് എയർ വെച്ചിട്ട്. എയർ വയ്ക്കുമ്പോൾ 1/4 pi epsilon 0 epsilon r 1 ആണല്ലോ. എയറിന് epsilon r is 1 into Q1 Q2 by d squared r. So that means F medium divided by F air.
എന്ന് പറയുമ്പോൾ F medium 1 by epsilon r ഇവിടെ okay 1 by epsilon r ഇവിടെ മീഡിയത്തിന് that's all, it becomes 1 by epsilon r. So that means what is asked, if the material is medium then the force becomes what? So material removed ആകുമ്പോൾ it's a force in air. Force in air എന്ന് പറയുമ്പോൾ epsilon r multiplied by force in medium. Force in mediumത്തിന് F എന്ന് വിളിച്ചിരിക്കുന്നു. So epsilon r multiplied by F. Choice 2. ഇത് നമ്മൾ സൂക്ഷിച്ച് വായിച്ചില്ലെങ്കിൽ എപ്സിലോൺ ആറിന് പകരം എപ്സിലോൺ എന്നൊക്കെ ഇടും. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 എപ്സിലോൺ ആറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ പക്ഷേ തെറ്റാൻ ചാൻസ് ഉണ്ട്. ആ തെറ്റാൻ ചാൻസ് ഉള്ളത് മിക്കവാറും ചോയ്സ് 1 കിടക്കും. അപ്പം നമ്മളിപ്പോൾ ആദ്യം കാണുന്ന ചോയ്സ് മാർക്ക് ചെയ്യും. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ആൻസർ ചോയ്സ് 2. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് എനർജി. എനർജി അപ്പോൾ ജൂളാണ്. ജൂൾ ഇസ് ദ യൂണിറ്റ് ഓഫ് എനർജി. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്ന പവറാണ് അല്ലേ. ഇറ്റ് ഈസ് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് മീൻസ് അത് പവറാണ്. അപ്പോൾ ആദ്യത്തെ തെറ്റാണ്. നമ്പർ 1 ഇസ് റോങ്. നമ്പർ 2 വാട്ട് ഇൻ ടു ഡേ. വാട്ട് എന്ന് പറയുമ്പോൾ പവർ, പവർ മൾട്ടിപ്ലൈഡ് ബൈ ഡേ എന്ന് പറയുന്ന ടൈമാണ്. ഇത് എനർജി ശരിയാണ്, ബിക്കോസ് പവർ എന്ന് പറയുമ്പോൾ എനർജി ബൈ ടൈം. പവർ ഇസ് വർക്ക് ഡൺ ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈമാണ്. സോ എനർജി ഈസ് പവർ മൾട്ടിപ്ലൈഡ് ബൈ ടൈം. സോ വാട്ട് ഇൻ ടു ഡേ ആണ് ആൻസർ. കിലോ വാട്ട് ഇസ് അഗൈൻ യൂണിറ്റ് ഓഫ് പവറാണ്. പിന്നെ ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന മാസ് ലെങ്ത് T⁻². ഇത് ഫോഴ്സാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ചോയ്സ് 2. ചോയ്സ് 2. അടുത്തത് നമ്പർ 9. 9 into 10⁻⁶ field lines enter a closed surface. Electric flux is a measure of number of field lines penetrating the surface. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ് മെഷർ. അപ്പോൾ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് 5(1). എൻറ്ററിങ് ലൈൻസ് എൻ്റർ ചെയ്യണത് എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇസ് ദ ലൈൻ അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ട്രാവൽസ്. അപ്പോൾ അകത്ത് കയറുന്ന ലൈൻസ് അകത്തോട്ട് കയറുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അകത്ത് നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട്. ഈ പോസിറ്റീവ് ഫീൽഡ് ലൈൻസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് എ നെഗറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് അത് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ ആ കയറുന്ന ലൈൻസാണ് 5(1), വിച്ച് ഇസ് 9 into 10⁻⁶. ഇനി 6 into 10⁻⁶ ഇറങ്ങിപ്പോകണം. ഇറങ്ങണ എന്താ? പോസിറ്റീവ് ഫീൽഡ് ലൈൻ ഇസ് എ മെഷർ ഓഫ് ഫീൽഡ് ഇസ് ദ മെഷർ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇറങ്ങിപ്പോണെങ്കിൽ അകത്തുള്ള പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യണം. പോസിറ്റീവ് ചാർജ് ഇസ് റിപ്പല്ലിങ്. അതുകൊണ്ടാണ് ഇവിടെ നമ്പർ ഓഫ് ലൈൻസ് ഇറങ്ങുന്നത് 5(2). 6 into 10⁻⁶. അപ്പോൾ കയറുന്ന ലൈൻസാണ് ഇറങ്ങണതിനെക്കാട്ടിയും കൂടുതൽ. ദാറ്റ് മീൻസ് നെറ്റ് ചാർജ് ഇൻസൈഡ് ഇസ് ഗോയിങ് ടു ബി നെഗറ്റീവ്. സോ നെറ്റ് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് കയറുന്നത് 9 into 10⁻⁶, ഇറങ്ങണത് 6 into 10⁻⁶. അപ്പം 9 - 6 into 10⁻⁶, അതായത് 3 into 10⁻⁶ ആണ് നമ്പർ ഓഫ് ലൈൻസ് എൻറ്ററിങ്. അപ്പോൾ എൻറ്ററിങ് കൂടുതലെന്ന് പറയുമ്പോൾ ചാർജ് ഇൻസൈഡ് ഇസ് നെഗറ്റീവ്. ചാർജ് ഇൻസൈഡ് ഇസ് നെഗറ്റീവ്. നെറ്റ് ചാർജ് ഇൻസൈഡ് നെഗറ്റീവ് ആണ്. ഓക്കെ, സോ നെറ്റ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇത് 1/ε0 ടൈംസ് ചാർജ് ഇൻസൈഡ്. ചാർജ് ഇൻസൈഡ് നെഗറ്റീവ് ആണ്. സോ ചാർജ് ഇൻസൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ε0 ഇൻറ്റു ഇലക്ട്രിക് ഫ്ലക്സ്. സോ ε0 ഇൻറ്റു നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് 3 into 10⁻⁶ ആണ്. ആൻഡ് അത് നെഗറ്റീവ് ആണ്. ബിക്കോസ് ദ ചാർജ് ഇസ് നെഗറ്റീവ്. കാരണം കയറുന്ന ലൈൻസ് ഇസ് മോർ ദാൻ ഇറങ്ങുന്ന ലൈൻസ്. കയറുന്ന ലൈൻസ് ഇസ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു നെഗറ്റീവ് ചാർജ്. ഇറങ്ങുന്ന ലൈൻസ് ഇസ് ഗെറ്റിംഗ് റിപ്പൽഡ് ബൈ പോസിറ്റീവ് ചാർജ്. ഓക്കെ, സോ നെറ്റ് ചാർജ് നെഗറ്റീവ്. സോ ആൻസർ -ε0 into 3 into 10⁻⁶. ചോയ്സ് 3. ചോയ്സ് 3. മനസ്സിലായല്ലോ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് എ മെഷർ ഓഫ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പെനിട്രേറ്റിംഗ് എ സർഫസ്.
അപ്പോൾ അകത്ത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ഫീൽഡ് ലൈൻസ് അകത്തോട്ട് പോവും, അകത്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറങ്ങി വരും. അപ്പോൾ കയറുന്ന ലൈൻസ് ആണ് കൂടുതൽ. ദാറ്റ് മീൻസ് നെറ്റ് ചാർജസ് നെഗറ്റീവ്. പിന്നെ ഈ ഗോസസ് തിയറം ഫോർമുല യൂസ് ചെയ്തു, നെറ്റ് ചാർജ് കിട്ടി. ചോയ്സ് 3. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. A condenser is the same as capacitor, is charged through a potential difference of 200 volts and possess a charge of 0.1 coulomb. When discharge, energy etra? Energy in terms of Q and V, half QV. നമുക്ക് എനർജിയുടെ എന്തൊക്കെ ഫോർമുല അറിയാം? എനർജി ഹാഫ് CV സ്ക്വയർ ഉണ്ട്, ഹാഫ് QV ഉണ്ട്, പിന്നെ Q²/2C. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാഫ് QV. സോ ഹാഫ് ഇൻറ്റു Q is 0.1, V is 200. So 2 and 200 become 100. So 0.1 into 100 ഒരു സ്ഥാനം പോയി എന്ന് പറയുമ്പോൾ 10 joules. So answer is choice 3. Formula in terms of Q and V. All right. Next one. Two wires A and B, equal mass. മാസ് കോൺസ്റ്റൻ്റ് ആണ്. സെയിം മെറ്റൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സെയിം മാസും സെയിം റെസിസ്റ്റിവിറ്റി. ആൻഡ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ. അപ്പോൾ റെസിസ്റ്റൻസ്, ബേസിക് ഫോർമുല റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ρl/A. ഓക്കെ, ആൻഡ് in terms of length വെച്ചിട്ട് this can also be written as R is proportional to L²/M. അതായത് വയറിനെ വലിച്ചു, അല്ലെങ്കിൽ സെയിം മാസ് ഓഫ് വയർ എടുത്തു, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് എങ്കിൽ R proportional to L². ഒരേ മെറ്റീരിയൽ പല മാസ് പല ലെങ്ത് R proportional to L²/M. ഇവിടെ പക്ഷേ ഡയമീറ്ററാണ് തന്നിരിക്കുന്നത്, അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫോർമുല. ദിസ് ഈസ് ഇൻ ടേംസ് ഓഫ് എൽ ആൻഡ് മാസ്. സെയിം മെറ്റീരിയൽ പക്ഷേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നാൽ R പ്രപ്പോർഷണൽ ടു M/A². ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് രണ്ടിനും സെയിം മെറ്റീരിയൽ ആയിരിക്കണം. വൺ ഇസ് ഇൻ ടേംസ് ഓഫ് M and L, ദി അതർ ഇസ് ഇൻ ടേംസ് ഓഫ് M and ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ കണക്കിൽ ഈക്വൽ മാസും സെയിം മെറ്റീരിയലാണ്. So that means R proportional to 1/A². Area of cross section. Area of cross section is πr². That means proportional to radius squared. Radius and diameter directly proportional ആണ്. Diameter is 2r. So proportional to diameter squared. That's area. So area squared എന്ന് പറയുമ്പോൾ 1/diameter raised to 4. Area diameter squared ആണ്. അപ്പോൾ ഇത് diameter raised to 4. So ഇവിടെ മാസ് സെയിം. സോ R പ്രപ്പോർഷണൽ ടു 1/diameter raised to 4. നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് വയർ B വേണം. സോ ഫോർമുല RB ഡിവൈഡഡ് ബൈ RA എന്ന് പറയുന്നത് ഡയമീറ്റർ എൻ്റെ മുകളിൽ ഡയമീറ്റർ B താഴെ പ്രപ്പോർഷണൽ ടു 4. because inversely proportional to diameter raised to 4. ഇനി RB/RA, diameter of wire A is half that of B. So DA is half DB. So that means half raised to 4. ഇനി resistance of A is given 32. So RB divided by 32 ആണ് ഇത്. So RB divided by 32 എന്ന് പറയുന്നത് 1/2 into 2 into 2 into 2. അപ്പോൾ എത്ര? 1/16. So RB becomes 32 divided by 16. That means answer is 2 ohm. Choice 1. Okay. So ഇതാണ് question. R in terms of mass and area of cross section. R proportional to M divided by area of cross section squared. Next one.
magnetic induction along the axis of a air solenoid. So B, solenoid inde agatha medium air aambo, solenoid basic formula mu 0 number of turns by length into I if it is air medium, and where a material undengil it is mu 0 mu r n by L into I. ഇവിടെ എന്നും എല്ലും n ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, L ലെങ്ത്, I കറണ്ട്, അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ സെയിം കണ്ടീഷനാണ്. സോ ഹിയർ ബി മെറ്റീരിയൽ എം എന്നിടാം, ഡിവൈഡഡ് ബൈ ബി എയർ എന്ന് പറയുമ്പോൾ എന്താ വരും? mu 0 mu r ഡിവൈഡഡ് ബൈ mu 0, അതായത് mu r എന്ന് വരും. സോ എയർ സോളിനോയിഡ് mu 0 അതിന് 0.02. സോ ബി മീഡിയം ആൻഡ് iron core വയ്ക്കുമ്പോൾ 10 Tesla. So B medium is 10 and B air is 0.02. ഇതാണ് mu r. ഡെസിമൽ കളയണമെങ്കിൽ 0.2നെ 2 ആക്കണമെങ്കിൽ 2 0 ആഡ് ചെയ്യണം. So answer becomes 500. So mu r is equal to 500. Relative permeability unit ഇല്ല. So iron core has a high permeability. So mu r is equal to 500. Choice 2. അടുത്ത question. The ratio of secondary to primary turns in a transformer ns divided by np എന്ന് പറയുന്നത് 7/4. That means it is a step up transformer. Step up transformer. Number of secondary turns more ആണെങ്കിൽ output secondary voltage is more than primary voltage. ഇവിടെ പക്ഷെ അതൊന്നും ചോദിച്ചില്ല. ഇൻപുട്ട് പവർ പി ആണ്, ഇൻപുട്ട് പവർ പി ആണ്. പിന്നെ അവിടുത്തെ കീ വേർഡ് ഏതാ? അവിടെ മെയിൻ ആയിട്ട് ഇതിരിക്കണം, അത് മാത്രമേ അവിടെ വായിക്കാനുള്ളൂ. അവിടെ എന്താ? നിഗ്ലെക്റ്റിംഗ് ഓൾ ലോസസ്, നിഗ്ലെക്റ്റിംഗ് ഓൾ ലോസസ്. സോ ദാറ്റ് മീൻസ് ഇത് നോ ലോസ്. നോ ലോസ് ആണെങ്കിൽ ഐഡിയൽ കേസാണ്. ലോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. അപ്പോൾ ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഇസ് ഈക്വൽ ടു പി. അപ്പോൾ ആ നമ്പർ ഓഫ് ടേൺസിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ആകെ ഒറ്റ വേർഡേ ഉള്ളൂ, നിഗ്ലെക്റ്റിംഗ് ഓൾ ലോസസ്. സാധാരണ കോപ്പർ ലോസ്, അയൺ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ലോസസ് ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചാൽ എഫിഷ്യൻസി 100% ആണ്. ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. സോ ആൻസർ ഇസ് പി, പി ഇറ്റ് സെൽഫ്. ചോയ്സ് 3. ഓൾ റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is incorrect? ഈ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് നേരെ വായിക്കണം. ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് തെറ്റ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റിംഗ് ചാർജസ്. ഓസിലേറ്റിംഗ് ചാർജസ്, ദാറ്റ് ഈസ് ഓസിലേറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിലറേറ്റിംഗ് ചാർജ് ആണ്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. They travel with the same speed in all media. അത് false ആണ്. വാക്യൂമിലാണ്, വാക്യൂമിലാണെങ്കിൽ എല്ലാ കളേഴ്സിനും വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് എല്ലാവരുടെയും വെലോസിറ്റി 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വാക്യൂമിൽ ഓൾ കളേഴ്സിന് സെയിം വെലോസിറ്റി ആണ്. പക്ഷേ മീഡിയം വരുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് is more than refractive index of red. Other colors come in between. So velocity of the wave, violet color, is less than velocity of red color. അപ്പോൾ പല മീഡിയയിൽ പല സ്പീഡാണ്. സോ ദാറ്റ് ഈസ് റോങ്. പിന്നെ ട്രാവൽ ഇൻ ഫ്രീ സ്പേസ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. യെസ്, ഫ്രീ സ്പേസിൽ എല്ലാ കളറിനും ഒരേ സ്പീഡേ ഉള്ളൂ, വിച്ച് ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ദാറ്റ്സ് ഓൾസോ ട്രൂ. അപ്പോൾ ഇവിടെ തെറ്റ് നമ്പർ 3 മാത്രം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിൽ എപ്പോഴും അതിൽ ഒരു ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, ദാറ്റ്സ് വൈ. നെക്സ്റ്റ് വൺ. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ എനർജി ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡും എനർജി ഡെൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് 12ε0 E², എനർജി ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് B²/2 μ0. രണ്ട് എനർജി ഡെൻസിറ്റിയും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് എനർജി ഈസ് ഈക്വലി ഷെയർഡ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ,
The points are all very important for electromagnetic waves. പിന്നെ ഏതൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഷോർട്ടസ്റ്റ് ലോങ്ങസ്റ്റും അതിൻ്റെ ആപ്ലിക്കേഷനും ഡിറ്റക്ഷനും ആ പാർട്ടൊക്കെ നല്ലോണം പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. A double convex lens, that is this lens, made of a material of refractive index. അപ്പോൾ refractive index of the lens ആണ് 1.5 and focal length of the lens എന്ന് പറഞ്ഞാൽ അത് focal length of the lens in air 10 centimeter is immersed in a liquid. അപ്പോൾ surrounding liquid അത് surrounding medium, mu medium is 3. So lens is surrounded by a denser medium. Lens in the refractive index 1.5 surrounded by denser medium. അപ്പോൾ ഇതിൻ്റെ this is ഈ ചുറ്റുമുള്ള മീഡിയം ഡെൻസർ ആണ്. ലെൻസ് സറൗണ്ടഡ് ബൈ എ ഡെൻസർ മീഡിയം ആകുമ്പോൾ ഈ പാർട്ട് എപ്പോഴും ചോദിക്കും ഈ കൺസെപ്റ്റിൻ്റെ. ലെൻസ് സറൗണ്ടഡ് ബൈ എ ഡെൻസർ മീഡിയം എന്താ പറ്റും? നേച്ചർ ഓഫ് ദ ലെൻസ് ചേഞ്ചസ്. ആ മാറിയ ഫോക്കൽ ലെങ്ത് കൂടാം കുറയാം സെയിം ആകാം, അത് നമ്പേഴ്സ് കിട്ടിയാലേ പറയാൻ പറ്റൂ. പക്ഷെ നേച്ചർ ഓഫ് ദ ലെൻസ് മാറും. കോൺവെക്സ് വിൽ ബിക്കം കോൺകേവ്, കോൺകേവ് വിൽ ബിക്കം കോൺവെക്സ്. പിന്നെ ആ സറൗണ്ടിങ് മീഡിയം വെച്ചിട്ട് അതിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ ഫോർമുല ഇറ്റ്സ് കമ്മിങ് ഫ്രം ഈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണവരെ ഇങ്ങനെ ചെയ്തോളൂ. ദാറ്റ് മീൻസ് 1 by ഫോക്കൽ ലെങ്ത് ഇൻ എയർ എന്ന് പറയുമ്പോൾ n-1 n ലെൻസ് -1 ഇൻറ്റു 1/r1 + 1/r2 മാറില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ മീഡിയം ആവുമ്പോൾ ഇറ്റ് ഈസ് n ലെൻസ് ഡിവൈഡഡ് ബൈ n മീഡിയം -1 ഇൻറ്റു പിന്നെയും 1/r1 + 1/r2. ഇത് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് 1/r1 1/r2 പോവും. സോ 1/fr ഡിവൈഡഡ് ബൈ 1/fm എന്ന് പറയുമ്പോൾ n ലെൻസ് -1 ഡിവൈഡഡ് ബൈ ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷനാണ് കാൽക്കുലേഷൻ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഒരു റിസൾട്ടുണ്ട്, അത് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ്. എഫ് മീഡിയം ഡിവൈഡഡ് ബൈ എഫ് എയർ എന്ന് പറയുന്നത് NL -1 ഇൻറ്റു NM ഡിവൈഡഡ് ബൈ NL - NM. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഈ എന്ന് വെച്ചാൽ ഈ ടൈപ്പ് എപ്പോഴും ചോദിക്കും. എയറിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ട് സറൗണ്ടിങ് മീഡിയം ആകുമ്പോൾ എത്ര എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ എഴുതി ഡിവൈഡ് ചെയ്യാനൊന്നും നമുക്ക് സമയം കാണില്ല. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇഫ് യു റിമെമ്പർ ദിസ് റിസൾട്ട് ഓട്ടോമാറ്റിക്കലി പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊക്കെ വന്നോളും. ഓക്കെ, NL എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്. NL is refractive index of lens in the refractive index. NM is refractive index of the surrounding medium. FM is focal length of the lens when surrounded by medium. FR focal length of the lens when surrounded by air. Convex lens ആണെങ്കിൽ focal length in air plus ആയിരിക്കും. Concave lens ആണെങ്കിൽ focal length in air നെഗറ്റീവ് ആയിരിക്കും. ഈ ടൈപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ a double convex lens made of a material of refractive index 1.5. So refractive index of lens ഇവിടെ 1.5 and അതിൻ്റെ focal length. So focal length of lens in air is convex lens and അത് +10 centimeter is immersed in a liquid. അപ്പോൾ surrounding medium in the refractive index 3. അപ്പോൾ അതിൻ്റെ focal length എന്താണ്? we know that nature of the lens മാറും. അപ്പോൾ ആൻസർ കോൺകേവ് ആയിരിക്കും എന്നറിയാം, അതായത് ഡൈവേർജിങ് ലെൻസാണ്. അപ്പോൾ 1 ആണോ 2 ആണോ ആൻസർ എന്ന് എന്തായാലും ക്ലിയർ ആയി. ഇനി ബാക്കി കാൽക്കുലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. സോ എഫ് മീഡിയം അറിഞ്ഞുകൂടാ, ഡിവൈഡഡ് ബൈ എഫ് എയർ 10 യെസ് NL -1 1.5 - 1.5 ഇൻറ്റു NM 3 ഡിവൈഡഡ് ബൈ NL - NM. NL - NM എന്ന് പറയുമ്പോൾ 1.5 - 3 1.5 - 3 എന്ന് പറയുമ്പോൾ -1.5. സോ -1.5. സോ ആൻസർ മൈനസ് ഡെസിമൽ കളഞ്ഞാൽ 5 മുകളിലാക്കിയാൽ താഴെ 15 ആക്കാം ഇൻറ്റു 3. അപ്പോൾ എന്താ 15/15 -1. സോ FM ഡിവൈഡഡ് ബൈ 10 ഇസ് -1. അപ്പോൾ FM എന്താണ്? -10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ദ ലെൻസ് മാറും.
തുടക്കത്തിൽ കോൺവെക്സ് ആയിരുന്നു, ഇപ്പോൾ കോൺകേവ് ആയി. നേച്ചർ ഓഫ് ദ ലെൻസ് മാറി. ഫോക്കൽ ലെങ്ത് -10, നേരത്തെ +10 ആയിരുന്നു. ഐ ടോൾഡ് യു വെൻ ദ ലെൻസ് is surrounded by a denser medium, ആ സറൗണ്ടിങ് മീഡിയവും NLൻ്റെയും വാല്യൂ അനുസരിച്ച് ഫോക്കൽ ലെങ്ത് കൂടുകയോ കുറയുകയോ സെയിം മാഗ്നിറ്റ്യൂഡ് ആകുകയോ ചെയ്യും. ഇപ്പോൾ കണ്ടോ, സെയിം മാഗ്നിറ്റ്യൂഡാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പേഴ്സ് NL, NM. ഓക്കെ, സോ വെറാസ് ഇഫ് ദ ലെൻസ് is surrounded by a rarer medium, ഫോക്കൽ ലെങ്ത് കൂടും. rarer medium അതർ ദാൻ എയർ അല്ലാതെ വേറെ ഏതെങ്കിലും rarer medium ആണെങ്കിൽ നേച്ചർ മാറൂല, പക്ഷേ ഫോക്കൽ ലെങ്ത് കൂടും. പക്ഷേ ഡെൻസർ മീഡിയ ആണെങ്കിൽ നേച്ചർ മാറും, ഫോക്കൽ ലെങ്ത് കൂടുതലാണോ കുറവാണോ ഈക്വൽ ആണോ എന്ന് നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൻസർ -10. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഡൈവേർജിങ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 cm. ചോയ്സ് 1. സോ അഗൈൻ ഇമ്പോർട്ടൻറ്റ്, ഓൾ ഇങ്ങനത്തെ ഈ റിവിഷൻ ടെസ്റ്റിന് തരുന്ന എല്ലാം പ്രോബബിളായിട്ട് വരാൻ പറ്റുന്ന കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെല്ലാം ഓൾ ദീസ് RT ക്വസ്റ്റ്യൻസ് തറോ ആയിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. എക്രോമാറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എക്രോമാറ്റ് കോമ്പിനേഷൻ ഓഫ് എ കോൺവെക്സ് ലെൻസ് ആൻഡ് എ തിൻ കോൺവെക്സ് ലെൻസ് ആൻഡ് എ തിൻ കോൺകേവ് ലെൻസ് ടു എലിമിനേറ്റ് ക്രോമാറ്റിക് ആബറേഷൻ. അപ്പോൾ ഡിസ്പേഴ്സീവ് പാസ് ഓഫ് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. അപ്പോൾ ω1 ω2 ഡിസ്പേഴ്സീവ് പാർ ഇസ് ഓൾവേസ് പോസിറ്റീവ്. ω1/ω2 എന്ന് പറഞ്ഞാൽ 1/2. എക്രോമാറ്റിക് കോമ്പിനേഷൻ കോൺവെക്സിൻ്റെ ഫോക്കൽ ലെങ്ത് 120, കോൺകേവിൻ്റെ എത്ര? സോ ഫോർമുല എക്രോമാറ്റിൻ്റെ കണ്ടീഷൻ ഫോർ എ ലെൻസ് ω1/f1 പ്ലസ് ω2/f2 = 0. ഇതാണ് ഫോർമുല. പിന്നെ എക്രോമാറ്റിൻ്റെ ഫോക്കൽ ലെങ്ത് ഇവിടെ ചോദിച്ചിട്ടില്ല. ഫോക്കൽ ലെങ്ത് എക്രോമാറ്റ് കാണണമെങ്കിൽ ഫോർമുല 1/f1 പ്ലസ് 1/f2. അതിൽ f1 പ്ലസ് സൈനും f2 മൈനസ് സൈനും ആണ്. ഒരാൾ കോൺവെക്സ്, മറ്റേ ആൾ കോൺകേവ്. ക്ലിയർ? അപ്പോൾ ഇവിടെ കോൺവെക്സിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. സോ ഫ്രം ഹിയർ ω1/f1 is equal to minus ω2/f2. But omega is always positive. Dispersive part is always positive. It's a constant for a given material. So ω1/ω2 എന്ന് പറയുമ്പോൾ അത് -f1/f2. ഇങ്ങനെയൊക്കെ എഴുതാൻ പ്രയാസമാണെങ്കിൽ സാരമില്ല. യു ടേക്ക് ω1 as 1, ω2 is 2 ഇട്ട് ചെയ്താലും മതി. ഓക്കെ, പുട്ട് ω1 1, ω2 2. സോ ω1/ω2 ഇവിടെ 1/2 യെസ് മൈനസ് കോൺവെക്സ് ലെൻസ് പ്ലസ് ആണ് ഡിവൈഡഡ് ബൈ f2. അപ്പോൾ f2 എന്താ വരും? f2 is equal to -240 cm. ആൻസറിൽ മൈനസ് എഴുതാത്തത് ബിക്കോസ് they asked you what is the focal length of the concave lens. അപ്പോൾ കോൺകേവ് എന്ന് പറയുന്നുണ്ട്. ചില ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ലെൻസ് എന്ന് ചോദിക്കും. കോൺകേവ് എന്ന് കോൺവെക്സ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ദെൻ യു മസ്റ്റ് റൈറ്റ് -240. ഇവിടെ മൈനസ് സൈൻ മീൻസ് ഇറ്റ് ഈസ് കോൺകേവ് ലെൻസ്, അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഇടാത്തത്. സോ അപ്പോൾ ഇവിടെ ചോയ്സസ് 3. ചോയ്സ് 3. ഓക്കെ, ക്ലിയർ ആയല്ലോ? എക്രോമാറ്റ്, ഓൾ ദീസ് ഐ ടോൾഡ് യു, ഐ റിപ്പീറ്റഡ്. പല വളരെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ നോർമലി വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കവർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഫോളിങ് ഓൺ ദ മെറ്റൽ സർഫസ് കൂടുമ്പോൾ, നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുമ്പോൾ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടി എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുമ്പോൾ. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടിയാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടും. ഓരോ ഫോട്ടോണും ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ മേളിലാണെങ്കിൽ ഓരോ ഇലക്ട്രോണിനെ ഇറക്കി വരും. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബൈ ടൈം ആണ് കറണ്ട്. So current depends on the intensity of incident light, that is the number of photons falling on the metal surface. Okay, energy ആണ് ഇതിലെ ബേസിക് ഫോർമുല. Kinetic energy maximum depends on frequency. Frequency should be above the threshold frequency. h nu must be greater than or equal to work function. Work function എന്ന് പറയുന്നത് h nu 0, nu 0 എന്ന് പറയുന്നത് threshold frequency. Clear?
അപ്പോൾ ഇവിടെ കറണ്ടാണ്. കറണ്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഫ്രീക്വൻസി, ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഫോട്ടോൺസ്. ഇനി നോക്കാം. അപ്പോൾ ഫോട്ടോ കറണ്ട് ഇൻക്രീസസ് വിത്ത് ഫ്രീക്വൻസി, ഫാൾസ് ആണ്, തെറ്റ്. ഡിക്രീസസ് വിത്ത് ഇൻക്രീസ്, ഇല്ല, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡൻ്റ് അല്ല. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഫ്രീക്വൻസി, ട്രൂ, ഫ്രീക്വൻസി ബന്ധമില്ല. ഡിപ്പെൻഡ്സ് ബോത്ത് ഓൺ ഇൻറ്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി, തെറ്റ്. ഫ്രീക്വൻസി ഭാഗം തെറ്റ്, ഡിപ്പെൻഡ്സ് ഓൺ ഇൻറ്റൻസിറ്റി മാത്രം ശരി. അപ്പോൾ ഇവിടെ കറക്റ്റ് ചോയ്സ് 3 ആണ്. ചോയ്സ് 3. കൈനറ്റിക് എനർജി മാക്സിമം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ആൻഡ് ഓൾസോ ദ നേച്ചർ ഓഫ് ദ മെറ്റൽ. കാരണം വർക്ക് ഫങ്ഷൻ, മെറ്റൽ മാറുമ്പോൾ വർക്ക് ഫങ്ഷൻ മാറും. അടുത്ത്, what energy photon is necessary to raise an electron in the hydrogen atom from n is equal to 1 to n is equal to 3? Hydrogen ആണ്. ഹൈഡ്രജൻ്റെ എനർജി ഇൻ ദി nth orbit is given by the formula minus 13.6 divided by n squared in eV. n is the number of the orbit. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ എനർജി minus 13.6 by 1 squared ആണ്, that's 1. ആൻഡ് പിന്നെ അത് തേർഡ് എനർജി ലെവലിൽ പോയി minus 13.6 by 3 square. സോ എത്ര വേണം? സോ E3 minus E1. E3 minus E1 എന്ന് പറയുമ്പോൾ ഇത് മൈനസ് തന്നെ ഇരിക്കും, ഇത് പ്ലസ് ഇരിക്കും. അപ്പോൾ minus 13.6 by 3 squared മൈനസ് പ്ലസ് 13.6 by 1 squared. അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ ഫോർമുലയായിട്ട് പഠിക്കുക എന്താണ്? 13.6 into 1 by, ജനറൽ ഫോർമുല 1 by n1 squared minus 1 by n2 squared. ഈ ഫോർമുല ഓർക്കാമെങ്കിൽ അത് തന്നെ എഴുതാം, അല്ലെങ്കിൽ ഞാൻ ഈ കാണിച്ച പോലെ. അപ്പോൾ ഇവിടെ 13.6 into 1 by 1 squared is 1 minus 1 by 3 squared, 1 by 9. 1 minus 1 by 9 is 8 by 9. So it is 13.6 multiplied by 8 by 9. അതിനെ സിംപ്ലിഫൈ ചെയ്യണം. 13.6 multiplied by 8 by 9. 8 6 are 48, carry 4, 24, 28 carry 2, 10 by 9. Okay, 9 1s are 9, 9 2s are 18, പിന്നെ ഇത് പോവില്ല, 9 ഏകദേശം 9. അപ്പോൾ ആൻസർ ഇസ് നിയർലി 12.1 EV. കാൽക്കുലേഷൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സോ ദാറ്റ് ആൻസർ ഇസ് 12.1 EV. അടുത്ത ക്വസ്റ്റ്യൻ, interference was observed in an interference chamber when air is present. അപ്പോൾ ആദ്യം എയർ ആണ്, ആൻഡ് ചേംബർ വാസ് ഇവാക്വേറ്റഡ് ആൻഡ് ദ സെയിം ലൈറ്റ് ഇസ് യൂസ്. അപ്പോൾ ആദ്യം എയർ, ബാൻഡ് വിഡ്ത്ത് ബീറ്റ എയർ ആണ്. ബീറ്റ എയർ ബിഗ് ഡി ലാംഡ എയർ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. അത് കഴിഞ്ഞിട്ട് വാക്യൂമിലിട്ടു. അപ്പോൾ ബീറ്റ ഇൻ വാക്യൂം എന്ന് പറയുമ്പോൾ ബിഗ് ഡി ലാംഡ വാക്യൂം ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. വി നോ ദാറ്റ് എന്തോ അറിയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്, സത്യം പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്യൂം ആണ് 1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 1 എടുക്കും, ബട്ട് ഇറ്റ് ഈസ് വെരി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് വെരി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് മീൻസ് lambda in air is very slightly less than lambda in vacuum. സാധാരണഗതിയിൽ 2 ഈക്വലിന് എടുക്കും, പക്ഷേ ഈ കണക്കിൽ എയറും വാക്യൂമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എയർ ഇസ് ഡെൻസർ കമ്പയർഡ് ടു വാക്യൂം. ഡെൻസർ മീഡിയത്തിൽ വേവ് ലെങ്ത് കുറവാണ്. സോ വേവ് ലെങ്ത് ഇൻ എയർ ഇസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ വേവ് ലെങ്ത് ഇൻ വാക്യൂം. ബീറ്റ പ്രപ്പോർഷണൽ ടു ലാംഡയാണ്. അപ്പോൾ ലാംഡ കുറയുമ്പോൾ ബീറ്റയും കുറയും. അപ്പോൾ ബീറ്റ ഇൻ എയർ ഇസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ബീറ്റ ഇൻ വാക്യൂം. ഇവിടെ ആദ്യം എയർ ആണ് ഉണ്ടായിരുന്നത്, പിന്നെയാണ് വാക്യൂം ഉണ്ടായത്. അപ്പോൾ രണ്ടാമത്തെ കേസിലാണ് ബീറ്റ വാക്യൂം മോർ ദാൻ ബീറ്റ എയർ. അപ്പം ഇൻറ്റർഫറൻസ് ഫ്രിഞ്ച് സ്ലൈറ്റ്ലി ഇൻക്രീസ്, കാരണം രണ്ടാമത്തെ കേസാണ് വാക്യൂമിലെ ബാൻഡ് വിഡ്ത്ത് ഇസ് മോർ ദാൻ ബാൻഡ് വിഡ്ത്ത് ഇൻ എയർ. സോ ആൻസർ ചോയ്സ് 4. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ബിക്കോസ് എയറും വാക്യൂമും, നമ്മൾ സാധാരണ എയറും വാക്യൂമും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 എന്ന് എടുക്കും. പക്ഷേ എയറും വാക്യൂമിനെ പറ്റി പറഞ്ഞാൽ
vacuum ആണ് refractive index 1, air may be 1.000 something. പക്ഷേ എന്നാലും medium, that is air in the refractive index is very slightly more than 1. Refractive index കൂടുമ്പോൾ wavelength കുറയും. Wavelength and beta directly proportional. Alright? So answer 4. Next one, number 20. Two junction diodes, one of germanium, the other of silicon. Oh, germanium 0.3 electron volt ആണ് energy gap, മറ്റേത് silicon 0.7 eV ആണ്. നേരത്തെ തെറ്റ് പറഞ്ഞു വന്നോ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. ജർമേനിയത്തിനാണെങ്കിൽ this forbidden energy gap is 0.3 eV and silicon forbidden energy gap is 0.7 eV. We did a question where silicon forbidden energy gap കൂടുതലാണ്. എന്തുകൊണ്ട്? Because the energy gap is more, because the valence electrons are more firmly bound to the nucleus. Okay, അപ്പോൾ സിലിക്കോണിൻ്റെ 0.7 ജർമേനിയത്തിൻ്റെ 0.3. അപ്പോൾ ഇവിടെ two junction diodes, one of germanium, the other of silicon are connected as shown to a battery of EMF 12 volt. Load resistance ഉണ്ട്, ഇവിടെ earth ചെയ്തിട്ടുണ്ട്. Germanium diode conducts at 0.3, silicon at 0.7. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. 0.3, 0.7, it may not be given in the question. We are supposed to know it. Okay. Current flows. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് 0.3 0.7 ആകുമ്പോൾ ഈ രണ്ട് ബ്രാഞ്ചിൽ കൂടെ ഇറ്റ് വിൽ നോട്ട് സ്പ്ലിറ്റ്, കറണ്ട് വിൽ നോട്ട് സ്പ്ലിറ്റ് ഇൻ ടു. ഈസിയർ ഏതാണ്, ഏത് ഓവർകം ചെയ്യാനാണ് എളുപ്പം? 0.3. സോ ആ ഫുൾ കറണ്ട് ഇവിടെ കൂടെ പോകും. ഈ ജർമേനിയത്തിൽ കൂടെയാണ് ഫുൾ കറണ്ട് പോകുന്നത്. ക്ലിയർ? സോ ദാറ്റ് മീൻസ് 12 വോൾട്ടിൽ നിന്ന് ജർമേനിയം ക്രോസ് ചെയ്യുമ്പോൾ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഓഫ് 0.3. അപ്പോൾ ബാക്കി ഇവിടെ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് 12 മൈനസ് 0.3. സോ ദാറ്റ് ഈസ് 11.7 വോൾട്ട്. അങ്ങനെയാണ് തിരികെ എത്തുമ്പോൾ ഇവിടെ 0 ആണല്ലോ, അപ്പോൾ 11.7 മൈനസ് 0. സോ ദ പി ഡി അക്രോസ് 10 ohm is 11.7 വോൾട്ട്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യണത്. എപ്പോഴും രണ്ട് ഡിഫറെൻറ്റ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് തന്നാൽ ആ ഈസിയർ വഴിയാണ് കറണ്ട് ഫ്ലോസ്. അല്ലാതെ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി പോലെ ഇപ്പോൾ ഒരു 10 ohm ഒരു 20 ohm ഉണ്ടെങ്കിൽ അത് രണ്ടിലും പോകും. ലെസർ കറണ്ട് വിൽ ഫ്ലോ ഇൻ ഹയർ റെസിസ്റ്റൻസ്. ഇവിടെ അങ്ങനെയല്ല, കറണ്ട് ഫ്ലോ, ദ ഫുൾ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ലെസർ ബാരിയർ. സോ ജർമേനിയത്തിൽ കൂടെ തന്നെ പോവും. അതുകൊണ്ട് ദ ഡ്രോപ്പ് ഇസ് 0.3 വോൾട്ടേ ഉള്ളൂ, സിലിക്കോണിൽ കൂടെ പോവേയില്ല. ആൻഡ് ദ ഇമേർജിംഗ് വോൾട്ടേജ് ഇസ് 11.7. അടുത്ത ക്വസ്റ്റ്യൻ. The dominant mechanism for motion of charge carriers, forward bias theory, forward bias diode la forward bias Pn, Vp minus Vn is positive, adana forward bias. Adile majority charge carriers go from P to N, that is holes to electrons inside a pole. That process is diffusion. Okay, holes ingottu പോകും, ഇലക്ട്രോൺസ് ആണ് എൻ സൈഡിൽ ഇങ്ങോട്ട് വരും, കറണ്ട് ഇങ്ങോട്ട്. കറണ്ട് ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. സോ ദാറ്റ് പ്രോസസ് ഇസ് ഡിഫ്യൂഷൻ. റിവേഴ്സ് ബയസ് എന്ന് പറയുമ്പോൾ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ക്രോസ് ദ ജംഗ്ഷൻ. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്, അതാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയസിൽ. അപ്പോൾ പി സൈഡിൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്. സോ ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ electrons cross from P to N and N side minority എന്ന് പറഞ്ഞ holes ആണ്, holes cross from N to P. So drift current is opposite diffusion current, in the direction of holes and opposite to the direction of electrons. And under equilibrium diffusion current is numerically equal to drift current. So PN junction, net current at the PN junction 0. അപ്പോഴാണ് PN junction is formed. Okay, so ഇവിടെ ഫോർവേഡ് ബയസിൽ ഡിഫ്യൂഷനും ഡ്രിഫ്റ്റ് റിവേഴ്സ് ബയസ്. ഡ്രിഫ്റ്റ് കറണ്ട് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് അക്രോസ് ദ ജംഗ്ഷൻ. Here choice is 2.
അടുത്ത ക്വസ്റ്റ്യൻ. Two vessels of different materials, similar in size, അപ്പോൾ വോളിയം സെയിം, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ഇവിടെ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി K1 and K2. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, സെയിം ക്വാണ്ടിറ്റി ഓഫ് ഐസ് ഫിൽഡ് ഇൻ ദം ഗെറ്റ്സ് മെൽറ്റഡ്. സോ വെസലിൻ്റെ അകത്ത് ഐസ് ഉണ്ട്. ഒരാളുടെ തെർമൽ കണ്ടക്ടിവിറ്റി K1, മറ്റേ വെസലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K2. അപ്പോൾ the ice is melting because you are supplying heat. Basic formula for heat passing through a conductor of coefficient of thermal conductivity K, Q by T is equal to Ka d theta divided by dx. ഇവിടെ similar in size in every as respect. Similar in size എന്ന് പറയുമ്പോൾ ഏരിയയും തിക്നെസ്സും ഒക്കെ സെയിം ആണ്. സോ ഏരിയ ആൻഡ് തിക്നെസ് സെയിം, അത് പറയാനാണ് സിമിലർ ഇൻ സൈസ്. K മാത്രം ഡിഫറെൻ്റ് ആണ്. Clear? So Q by T. Q എന്താണ്? Q is you are melting the ice. So same quantity of ice, m into latent heat of ice. And mass of both cases, mass is the same quantity of ice filled in them. So Q is also constant. Q is a constant ഈ കണക്കിൽ. അപ്പോൾ ബാക്കി എന്തുകൊണ്ട്? Q constant ആണ്. K d theta is also same because ഇവിടെ d theta അല്ല, that ice is melting that amount of heat. So that means you are supplying heat to reach the melting point. Okay, heat is supplied so that ice, you are supplying heat so that Q is equal to ml ആണ്. അതുകൊണ്ട് d theta കാര്യമില്ല. So Q d theta a dx എല്ലാം കോൺസ്റ്റൻസ് ആണ്. Q d theta a dx എല്ലാം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? 1/t പ്രപ്പോർഷണൽ ടു K. ടൈമും കെയും മാത്രം തമ്മിലുള്ള ബന്ധമുണ്ട്. സോ യു ആർ ആസ്കിങ് K1 by K2. സോ K1 by K2 വിൽ ബി T2 divided by T1. ദാറ്റ്സ് ഓൾ. T2 by T1. T2 എന്ന് പറയുന്നത് 27, T1 എന്ന് പറയുന്നത് 18. സോ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 3s are 27, 9 2s are 18. സോ ആൻസർ 3:2, ചോയ്സ് 2. K1 and K2, T and K inversely proportional to time. ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. ദാറ്റ്സ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ CP by CV എന്ന് പറഞ്ഞാൽ ഗാമ. CP by CV is gamma. CP is specific heat at constant pressure, CV is specific heat at constant volume for a perfect gas. Perfect gas. പെർഫെക്റ്റ് ഗ്യാസിൻ്റെ ഗാമ എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് ഗ്യാസസ് അല്ല എന്നർത്ഥം. സോ ദ ഗ്യാസസ് ഇസ് ഐദർ മോണോ അറ്റോമിക്, ഡയറ്റോമിക് അല്ലെങ്കിൽ ട്രൈ ഓർ പോളി. സോ ഗാമ മോണോ അറ്റോമിക്കിന് ഗാമയുടെ ബേസിക് ഫോമുല 1 + 2/f ആണ്. സോ മോണോ അറ്റോമിക്കിന് ഗാമ ഇസ് F is 3. സോ ഇറ്റ് ഈസ് ഗാമ ബിക്കംസ് 1 + 2/3 വിച്ച് ഈസ് 5/3. ഡയറ്റോമിക്കിന് ഗാമ ഇസ് 5 degrees of freedom, 1 + 2/5, that is 7/5. 7/5 എന്ന് പറഞ്ഞാൽ 1.4, 5/3 എന്ന് പറഞ്ഞാൽ 1.67. ട്രൈ അല്ലെങ്കിൽ പോളി നോൺ ലീനിയറെ നമുക്ക് പഠിക്കാനുള്ളൂ ഫിസിക്സിൽ. സോ ഗാമ എന്ന് പറയുന്നത് 1 + 2/6, ദാറ്റ് ഈസ് 4/3 എന്ന് പറയുന്നത് 1.33. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിന് ദ ബിഗസ്റ്റ് വാല്യൂ ഫോർ ഗാമ ഇസ് 1.67, that means 5/3. മിക്സ്ചർ അല്ല, മിക്സിംഗ് ഓഫ് ഗ്യാസസ് അല്ല, ഒരു പെർഫെക്റ്റ് ഗ്യാസിൻ്റെ കാര്യം. ഫോർ എനി പെർഫെക്റ്റ് ഗ്യാസ്. സോ ഇറ്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ 5/3. കനോട്ട് ബി ഗ്രേറ്റർ ദാൻ 5/3. ഓക്കെ. നോർമൽ ടെമ്പറേച്ചേഴ്സിൽ വൈബ്രേഷൻ എനർജി നിഗ്ലക്റ്റഡ് ആണ്. വൈബ്രേഷൻ എനർജി ഇസ് ഓൺലി അറ്റ് വെരി ഹൈ ടെമ്പറേച്ചേഴ്സ്. അതൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നോർമൽ ഗതിയിൽ യു നിഗ്ലക്ട് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അടുത്തത് a soap bubble has a radius r. Bubble has two free surfaces. Drop ആകുമ്പോൾ ഒരു free surface. Work done to increase the radius to 3 times. So that means initial energy, surface tension ഞാൻ surface tension T എന്ന് വിളിച്ചാൽ
energy is surface tension multiplied by change in surface area. അപ്പോൾ initial energy T into 2 into 4 pi r1 square. കാരണം ബബിൾ ആകുമ്പോൾ 2 ഫ്രീ സർഫസ്. ഫൈനൽ എനർജി T into 2 into 4 pi r2 square. That means work done എന്ന് പറയുമ്പോഴത്തേക്ക് U2 minus U1. So it is 8 pi T അല്ലേ, 8 pi T R2 squared minus R1 squared. So 8 pi T, what is R2? 3 times R1. So R2 is 3 times R1. So 3R1 the whole squared minus R1 squared. 9R1 squared minus R1 squared will be 8R1 squared. So 8 pi T into 8R1 squared, that is 64 pi T R1 squared. ഇവിടെ R1 ആണ് R എന്ന് വിളിച്ചിരിക്കുന്നത്. Here R1 is equal to R, R2 is equal to 3R. So answer is 64 pi T R squared. Choice 3. Bubble. ഇതേ ക്വസ്റ്റ്യൻ ഡ്രോപ്പിന് വന്ന ഒരു ഫ്രീ സർഫസേ ഉള്ളൂ. സോ ഇറ്റ് ബിക്കംസ് T into 4 pi R squared വരും. ഓക്കെ, പിന്നെ ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷർ എന്ന് പറയുമ്പോൾ 2T by Rഉം ബബിളിൻ്റെ എക്സ്ട്രാ പ്രഷർ എന്ന് പറയുമ്പോൾ 4T by R. അടുത്ത ക്വസ്റ്റ്യൻ, a solid cylinder rolls down an inclined plane which has friction sufficient to prevent sliding. അപ്പോൾ ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ റോൾ ചെയ്യുമ്പോഴത്തേക്ക് സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിനിൽ റോളിംഗ് പറ്റൂല. ഇഫ് യു ഓൺലി ഡിപ്പെൻഡ് ഓൺ ഗ്രാവിറ്റി, ഫ്രിക്ഷൻ വേണം, എന്നാലേ ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ ഫോർ റോളിംഗ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ടു ടോട്ടൽ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി. ഫോർമുല റൊട്ടേഷൻ്റെ കെ സ്ക്വയർഡും ടോട്ടലിൻ്റെ കെ സ്ക്വയർഡ് പ്ലസ് ആർ സ്ക്വയർഡ്. അതായത് ലീനിയർ കൈനറ്റിക് എനർജി മെഷർ ഓഫ് ആർ സ്ക്വയർഡും റൊട്ടേഷൻ കെ സ്ക്വയറും. ഇനി സോളിഡ് സിലിണ്ടർ ഈസ് ഇക്വലൻ ടു എ ഡിസ്ക്. സോളിഡ് സിലിണ്ടറിൻ്റെ കെ സ്ക്വയർഡ് ബൈ ആർ സ്ക്വയർഡ് ഡിസ്കിനെ പോലെ ദറ്റ് ഇസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സസ് 1/2. അപ്പോൾ ഇങ്ങനെ എടുക്കണം, കെ സ്ക്വയർഡ് 1 എന്നെടുത്താൽ ആർ സ്ക്വയർഡ് 2 എന്നെടുക്കും. സോ ദിസ് ബിക്കംസ് കെ സ്ക്വയർഡ് 1 എന്നെടുത്തു, R squared 2, അപ്പോൾ 1 plus 2. So answer is 1 divided by 3. You should know k squared by R squared of ring, k squared by R squared. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിങ്ങിൻ്റെ k squared by R squared 1, ഡിസ്ക് അല്ലെങ്കിൽ സോളിഡ് സിലിണ്ടർ 1/2. ഈ ഓർഡറിൽ പറയാം. ഏറ്റവും വലുത് റിങ്ങിന് 1. പിന്നെ വരുന്നത് ഹോളോസ്ഫിയർ, ഹോളോസ്ഫിയറിന് 2/3. പിന്നെയാണ് ഡിസ്ക് അല്ലെങ്കിൽ സോളിഡ് സിലിണ്ടർ, അത് 1/2. അവസാനം വരുന്നത് സോളിഡ് സ്ഫിയർ, സോളിഡ് സ്ഫിയറിന് 2/5. ഐ എം റൈറ്റിംഗ് ഇൻ ദി ഓർഡർ ഓഫ് ഡിക്രീസിങ് വാല്യൂസ് ഓഫ് കെ സ്ക്വയർഡ് ബൈ ആർ സ്ക്വയർ. ഇത് അറിഞ്ഞിരിക്കണം, ബിക്കോസ് ഇത് വെച്ചിട്ട് ടോട്ടൽ കൈനറ്റിക് എനർജി, വെലോസിറ്റി അറ്റ് ദ ബോട്ടം, പിന്നെ എനി കൈൻഡ് റൊട്ടേഷൻ ബൈ ടോട്ടൽ, rotation by linear. അപ്പോൾ rotation term is k square, linear term is r square. ഇവിടെ ആൻസർ 1/3. പെർസെൻറ്റേജ് ചോദിച്ചാൽ മൾട്ടിപ്ലൈ ബൈ 100. നെക്സ്റ്റ് വൺ, when 100 joules of work is done upon a flywheel, angular speed increases from this value to this value. So work done എന്ന് പറയുന്ന change in rotational kinetic energy. That means half I omega 2 squared minus omega 1 squared. I കാണണം. ഓക്കെ, അപ്പോൾ ഒമേഗ ആംഗുലർ വെലോസിറ്റിയുടെ ബേസിക് ഫോർമുല 2 pi n divided by t. n is the number of rotations made in t seconds. Number of rotations in t seconds. So ഇവിടെ ഒമേഗ 1 എന്ന് പറയുന്നത് 2 pi into 60 ടൈം 1 minute ആണ്. അപ്പോൾ 60, that is 2 pi. So many radians per second. Omega 2 pi 180 divided by 60. 16 180 3. അപ്പോൾ 6 pi.
radians per second. So work done is given by 100 joules, half I omega 2 squared minus omega 1 squared, omega 2 squared minus omega 1 squared, 36 pi squared minus 4 pi squared, that becomes 32 pi squared. So 32 pi squared. Okay, so I becomes, adine simplify as you like, 2 um 32 um poyittu 16 pi squared varum, 16 pi squared I. So I becomes 100 divided by 16 pi squared. Pi squared is approximately 10, nearly 9.9 ആണ്, 10 എന്ന് എടുക്കും എൻട്രൻസിന്. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ ഒരു 0 പോയി, അപ്പോൾ 10 by 16 എന്ന് വരും. 10 by 16 എന്ന് പറയുമ്പോൾ 5 by 8 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 6 are 48, 20 ഏകദേശം 0.63 എന്ന് വരും. സോ I is equal to 0.63 kilogram meter squared. 0.63 kilogram meter squared. Choice 3. Choice 3. Clear? அடுத்த question 27. Which of the following statement is true? ഇത് കൊളിഷൻ്റെ കേസാണ്. കൊളിഷൻ എന്താ അറിയാം, ഏത് കൊളിഷൻ ആണെങ്കിലും ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻറ്റ്. എനി കൊളിഷൻ ലീനിയർ മൊമെൻറ്റം ഇസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്, അതായത് കൺസേർവ്ഡ്. പക്ഷേ ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ്. ലീനിയർ മൊമെൻറ്റം എന്തായാലും കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ്. പക്ഷേ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 1 ആണ്. ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടാകും. അതുകൊണ്ട് ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. സോ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ? മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ് ഇൻ ഇലാസ്റ്റിക് ബട്ട് നോട്ട്, അത് തെറ്റ്. Momentum is conserved also in inelastic collision, false. Total kinetic energy is not conserved, but momentum is conserved in inelastic collision, yes, because inelastic ആയാലും ഇലാസ്റ്റിക് ആയാലും മൊമെൻറ്റം എന്തായാലും കൺസേർവ്ഡ് ആണ്. പക്ഷേ ഇൻഇലാസ്റ്റിക്കിൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടാകും. അപ്പോൾ ഇതാണ് ട്രൂ. ബാക്കി നോക്കാം. ടോട്ടൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ട്രൂ, പക്ഷേ മൊമെൻറ്റം നോട്ട് കൺസേർവ്ഡ്, അത് ഫാൾസ് ആണ്. Both momentum and kinetic energy conserved in all types of collision, theta, only momentum is conserved. So choice 2. Next question 28. The frequency for which a 5 mu f capacitor, so capacity is 5 mu f. Reactance എന്ന് പറഞ്ഞാൽ capacitive reactance XC 1000 ohms. XC എന്ന് പറയുന്നത് 1/C ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് 2πf. എഫ് ആണ് കാണേണ്ടത്. 1/C ഇൻറ്റു 2πf. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഫ് മോളിൽ പോയാൽ XC താഴെ വരും. 1/C 2πXC. ഓൾറൈറ്റ്. സോ എഫ് മോളിൽ പോയാൽ XC താഴെ വരും. അപ്പോൾ 1/C 2πXC സബ്സ്റ്റിറ്റ്യൂട്ട്. സോ 1/C 5 into 10 raised to minus 6 2pi XC 1000 10 raised to 3. So minus 6 plus 3 ആകുമ്പോൾ minus 3 മോളിൽ പോയാൽ plus 3 divided by 10 pi. അപ്പോൾ ഈ 10 കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 10 raised to 2 വരും. 100 divided by pi, so many hertz അല്ലെങ്കിൽ so many cycles per second. So answer 100 by pi cycles per second. Choice 2. Calculation സൂക്ഷിക്കണം, കണക്ക് സിമ്പിളാണ്. അടുത്തത് 29. എററിൻ്റെ കണക്ക്. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ ഇൻ റെസിസ്റ്റൻസ് ഡെൽറ്റ R by R എന്നാണ് അർത്ഥം. സോ R1 6 kilo ohm, delta R1 by R1 ആണ് 10%, 10 by 100. So delta R1 becomes 10 by 100 എന്ന് പറയുമ്പോൾ 1/10. So 1/10 of R1 6. So it is 0.6 kilo ohm.
Similarly, delta R2 by R2, relative error in R2, adana അതും 10% ആണ്. 10 by 100 which is 1 by 10. So delta R2 becomes 1 by 10 into R2. R2 is 4 kilo ohm. So that's 0.4. Relative error of the combination when they are in series. Series delta R nu parayunnathu because R is equal to R1 plus R2. So delta R is equal to delta R1 plus delta R2. Addition anengilum subtraction anengilum the error adds up. So delta R by R aanu relative error. Yes, delta R1 plus delta R2 divided by R1 plus R2. Delta R1 plus delta R2 divided by R1 plus R2 series. Delta R1 plus delta R2 0.6 plus 0.4 എല്ലാം കിലോ ഓം ആണ്. Divided by R1 plus R2 6 plus 4 into 100 പെർസെൻറ്റേജിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. So 0.6 plus 0.4 1 by 10 into 100. So answer is 10%. Okay, so that is the relative error in percentage ആണ് ഇട്ടിരിക്കുന്നത് 10%. അടുത്ത question. Next one. It's a very good question. A positive charge plus Q is located at the center O of a thin metallic spherical shell. അപ്പോൾ കണ്ടക്റ്റിംഗ് ഷെല്ലാണ്. തിൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹോളോ ആണ്, അകത്ത് കംപ്ലീറ്റ് ഹോളോ ആണ്. ഈ ഔട്ടർ കവറിങ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ക്യാപിറ്റൽ ക്യൂ വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ ക്യാപിറ്റൽ ക്യൂ വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ആ സ്ഫിയറിന് ചാർജ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെയൊക്കെ വാക്യൂമാണ്, എം ടി ആണ്. സെൻറ്ററിൽ കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അപ്പോൾ സെൻറ്ററിൽ കൊടുക്കുമ്പോൾ എനി പോയിൻ്റ് ഇൻസൈഡ്, ഇപ്പോൾ പി ഇൻസൈഡ്, എനി പോയിൻ്റ് ഇൻസൈഡ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദിസ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി എന്ന് പറയുമ്പോൾ 0 അല്ല, ഇറ്റ്സ് 1/4πε0 Q by R² ഉണ്ട്. സർഫസിലാവുമ്പോൾ ഇറ്റ് ഈസ് ഈ സർഫസ് ആകുമ്പോൾ 1/4πε0 Q by big R² ഉണ്ട്. ഔട്ട്സൈഡ് ആകുമ്പോൾ 1/4πε0 Q by that distance square ഉണ്ട്. പൊട്ടൻഷ്യൽ ആണെങ്കിൽ എന്താ പറ്റും? പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ആണെങ്കിൽ ഇറ്റ്സ് എ കേസ് ഓഫ് എ പോയിന്റ് ചാർജ് ആൻഡ് ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസ് അവേ. സോ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് എന്ന് പറയുന്നത് 1/4πε0 Q by R. That means any point on the surface has the same potential. So the surface is an equipotential surface. Okay, ഇനി വായിച്ചു നോക്കാം. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ 0 അല്ല. ഔട്ട്സൈഡ് ദ ഷെൽ വരുമ്പോൾ ഈ ഡിസ്റ്റൻസ് d ആണെങ്കിൽ 1/4πε0 Q by d² വരും. അപ്പോൾ തെറ്റ്. അപ്പോൾ ഇത് ഫോൾസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ ഇസ് എ കോൺസ്റ്റൻ്റ് അല്ല, ഡിസ്റ്റൻസ് അനുസരിച്ച്. ഈ പോയിന്റിലാകുമ്പോൾ ഇറ്റ്സ് k into Q by d. ഇവിടെ വേറൊരു പോയിന്റ് ഡിസ്റ്റൻസ് d1 ആണെങ്കിൽ k into Q by d1. അപ്പോൾ ഡിസ്റ്റൻസ് അനുസരിച്ച് പൊട്ടൻഷ്യൽ മാറും. ഔട്ടർ സർഫസ് ഓഫ് ദ സ്ഫെറിക്കൽ ഷെൽ ഇസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അത് ട്രൂ ആണ്, ബിക്കോസ് അവിടെ ഫോർമുല ഇതാണ്. ആൻഡ് സർഫസ് ആകുമ്പം എല്ലാവരും സെയിം ഡിസ്റ്റൻസ് ബിഗാർ ഫ്രം ദ സെൻറ്റർ. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എവറി പോയിന്റ് ഓൺ ദ സർഫസ് ഇസ് ദ സെയിം. സോ ദാറ്റ് സർഫസ് ഇസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സെയിം പൊട്ടൻഷ്യൽ. അപ്പോൾ അത് ശരിയാണ്. നാലാമത്തെ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ ഇസ് 0. അപ്പോൾ ഈ പോയിന്റിൽ ചാർജ് ക്യൂ ഉണ്ട്. എനി പോയിന്റ് ഇൻസൈഡ് യു ആർ നോട്ട് ഗിവിംഗ് ദ ചാർജ് ടു ദ ഷെൽ, യു ആർ ഗിവിംഗ് ദ ചാർജ് ടു ദ സെൻറ്റർ. ആൻഡ് അകത്ത് ഹോളോ ആണ്. സോളിഡ് കണ്ടക്ടർ ആണെങ്കിൽ അകത്ത് ചാർജ് കൊടുത്താൽ അത് സർഫസിൽ പോകും കണ്ടക്ട് ചെയ്തിട്ട്. പക്ഷേ ഇത് ഹോളോ ആയതുകൊണ്ട് കണ്ടക്ട് ചെയ്യാനൊന്നും ഇല്ല. അതുകൊണ്ട് ഹോളോ ആയതുകൊണ്ട് അകത്ത് ഫീൽഡ് ഇസ് ദ ഡ്യൂ ടു ക്യൂ. അകത്ത് ഫീൽഡ് ഇതാണ്. അപ്പോൾ ഫീൽഡ് 0 അല്ല, ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് ഇതും ഫോൾസ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ചോയ്സ് 3 മാത്രമേ കറക്റ്റ് ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 31. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റൻറ്റ്. സിമിലർലി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആർ പ്രൊഡ്യൂസ്ഡ് പോയിൻറ്റിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ വെക്റ്റർ ഇയും
വെക്റ്റർ ബിയും സെയിം ഡയറക്ഷനിലാണ്. ആൻഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ്. ഇറ്റ്സ് ലൈക്ക് മൈനസ് ക്യൂ പ്രൊജക്റ്റഡ് വിത്ത് ഇറ്റ്സ് വെലോസിറ്റി. അപ്പോൾ അതിനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, അതും ആ ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒന്നും ഉണ്ടാവില്ല, ബിക്കോസ് വെലോസിറ്റി പാരലൽ ടു ബി θ0. ഓക്കെ, ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ QVB sin θ ആണ്. അപ്പോൾ ഇവിടെ ഇറ്റ് ബിക്കംസ് QVB sin 0, ദാറ്റ് ഇസ് 0. സോ θ0 or 180 ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇരിക്കണതും ഇല്ലാത്തതും ഒരേപോലെയാണ്. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഒരു നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആകുമ്പോൾ ഇങ്ങോട്ടുള്ള ഫോഴ്സ് F is equal to minus QE ആണ്. F is minus QE. So A is equal to minus QE by L. അതിൻ്റെ അർത്ഥം എന്താ? A is negative എന്ന് പറയുമ്പോൾ അത് റിട്ടാർഡേഷനാണ്. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി കുറയും. ബിക്കോസ് ഇനിഷ്യൽ വെലോസിറ്റി u, it is undergoing retardation. So in the formula V is equal to U plus AT, A നെഗറ്റീവ്, വെലോസിറ്റി കുറയും. അപ്പോൾ അതേ ഡയറക്ഷനിൽ തന്നെ പോവും, ബിക്കോസ് U is initially parallel to E, but velocity decreases because it's a negatively charged particle. പോസിറ്റീവ്ലി ചാർജ് ആണെങ്കിൽ അത് ആക്സിലറേറ്റ് ചെയ്ത് പോയണം. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ടേൺ ടു ഇറ്റ്സ് റൈറ്റ് തെറ്റാണ്, ടേൺ ടു ഇറ്റ്സ് ലെഫ്റ്റ് തെറ്റാണ്. ഇലക്ട്രോൺ വെലോസിറ്റി വിൽ ഇൻക്രീസ് ഇൻ മാഗ്നിറ്റ്യൂഡ് തെറ്റാണ്, ഇലക്ട്രോൺ വെലോസിറ്റി വിൽ ഡിക്രീസ് ഇൻ മാഗ്നിറ്റ്യൂഡ്. സോ ചോയ്സ് 4. അത്രയും കൺസെപ്ച്വലാണ് മോസ്റ്റ്ലി വരുന്നത്. ചോയ്സ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് റെസ്പെക്ട് ടു എയർ, ക്രിട്ടിക്കൽ ആംഗിൾ ഇൻ എ മീഡിയം ഫോർ റെഡ് ലൈറ്റ്. അപ്പോൾ അത് ക്രിട്ടിക്കൽ ആംഗിളും വേവ് ലെങ്തും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾക്കറിയാലോ, സൈൻ ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത് ഓഫ് ദ മീഡിയം. ബിക്കോസ് യു നോ ക്രിട്ടിക്കൽ ആംഗിൾ വരുന്ന വെൻ ദ റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയറർ. സൈൻ ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ മീഡിയം ആണ്. എയർ തന്നെ വേണമെന്നില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ മീഡിയം ഡിവൈഡഡ് ബൈ ഡെൻസർ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ, വെലോസിറ്റി ഇട്ട വെലോസിറ്റി ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻ എയർ. വെലോസിറ്റിയും വേവ് ലെങ്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ലാംഡ ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ എയർ. ക്രിട്ടിക്കൽ ആംഗിളും ഡെൻസർ മീഡിയം ആണ്. അതുകൊണ്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, സൈൻ ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഇൻ ദ ഡെൻസർ മീഡിയം is directly proportional to the wavelength in that denser medium. Critical angle in a medium, lambda ആ മീഡിയത്തിലും sin c proportional to lambda. sin c കൂടിയാൽ സിയും കൂടും. ഇനി അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ഇൻ എ മീഡിയം ഫോർ ലൈറ്റ് ഓഫ് റെഡ് കളറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ sin തീറ്റയാണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു ലാംഡ റെഡ് ആണ്. ഇനി other factors remaining same, critical angle for light of yellow color, lambda yellow, critical angle sin c ആണെങ്കിൽ c എന്താണ്? നമുക്കറിയാം, ഇൻ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ലാംഡ റെഡ് ആണ് വലുത്, ലാംഡ വയലറ്റ് ആണ് മിനിമം. സോ ലാംഡ റെഡ് ഇസ് ഗ്രേറ്റർ ദാൻ ലാംഡ യെല്ലോ. സോ ലാംഡ യെല്ലോ കുറവ്, ലാംഡ യെല്ലോ ഇസ് ലെസ്. അപ്പോൾ this c is also less compared to theta. So that means c is less than theta. So the new critical angle will be less than theta. Choice 4 ആണ്. അത് ക്ലിയർ ആയി കാണും. ഇവിടെ ലെസ് ദാൻ തീറ്റ. രണ്ടാമത്തെ കേസ്, ഈ ചോയ്സ് 4ൽ എഴുതിയിരിക്കണ ദി ആൻസർ ഇസ് തീറ്റ ഇൻറ്റു ലാംഡ 1 ബൈ ലാംഡ 2. അപ്പോൾ ഇവിടെ ഇതാണ് ആൻസർ, ലെസ് ദാൻ തീറ്റ. ഇത് ചോയ്സ് 4 ആണ്. So it is less than theta. Okay, sine of the critical angle directly proportional to wavelength. Yellow light in the wavelength is smaller than red light in the. അപ്പോൾ wavelength കുറയുമ്പോൾ sin തീറ്റയും കുറയും, sin തീറ്റ കുറഞ്ഞാൽ തീറ്റയും കുറയും. So the angle now is smaller than theta. Next question, 33. The condition for Fraunhofer diffraction from a single slit. Fraunhofer diffraction from a single slit എന്താണ്? Parallel rays fall on a slit of width a. Parallel rays ആകുമ്പോൾ that wavefront is plane wavefront ആണ്. അത്രേ ചോദിച്ചോളൂ, plane wavefront. So is that the light wavefronts incident on the slit should be
plane. So planar. Choice 3. Next one. ഇതിൻ്റെ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രോൺഹോഫറിൻ്റെ 34. ഹാഫ് ലൈഫ് ഓഫ് റേഡിയം is given 1622 radioactivity years. How long will it take for 7/8 of the sample to decay? 7/8 decay ചെയ്താൽ ബാക്കി എത്രയുണ്ട്? 1/8 parent remains. 1/8 parent remains. That means 1/8 of N0. N0 ആണ് original parent. At t is equal to 0, parent N0 ആണെങ്കിൽ 7/8 N0 daughter ആയി, ബാക്കി parent 1/8 N0. ഇനി നമുക്കൊരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട് ടൈമിന്. എന്താണ്? n/n0 എന്ന് പറയുന്നത് you studied it as how have you studied? n0/n is equal to 2 raised to n. അല്ലേ? അല്ലെങ്കിൽ n/n0 1/2 raised to n. നിങ്ങൾ എങ്ങനെ പഠിച്ചോ അത്. ഇവിടെ എന്താണ്? n എന്ന് പറയുന്നത് 1/8 N0. n stands for number of parent that is remaining. So n0/n എന്ന് പറയുമ്പോൾ 8 ആണ്. n is n0/8. So n0/n is 8 is 2 raised to n. 8 can be written as 2 raised to 3. So n is equal to 3. What is n? Number of half lives. That is small t divided by t half. So time എത്ര? Time എന്ന് പറയുമ്പോൾ 3 into t half. That means 3 multiplied by, what is half life? 1622. So answer is 3 2s are 6, 3 2s are 6, 3 6 are 18, carry 1. So 4866 years. Choice 3. Choice 3. Radioactivity simple but important question. അത് decay ആണോ ബാക്കി ആണോ undecayed ആണോ? undecayed എന്ന് പറയുമ്പോൾ parent, decay എന്ന് പറഞ്ഞാൽ ഡോട്ടറായി. നമ്മുടെ ഫോർമുല ഇൻ ടേംസ് ഓഫ് parent ആണ്. N0 original parent at t is equal to 0, n the parent at time t ആണ്. Next one, 35. Energy required to be spent by a satellite of mass m and velocity v and orbital radius r. അപ്പോൾ സാറ്റലൈറ്റ് ഒരു സർക്കുലർ ഓർബിറ്റിൽ പോകുമ്പോൾ എനർജി സ്പെൻഡ് എത്ര? സർക്കുലർ ഓർബിറ്റിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ നോ എനർജി സ്പെൻഡ്. എന്തുകൊണ്ട്? ബിക്കോസ് വെൻ ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ദാറ്റ് full force of attraction between the satellite and the earth is fully converted to centripetal force. അപ്പോൾ വേറെ no free force is available. Work done is 0 അല്ലേ? വെലോസിറ്റി ഇങ്ങോട്ട് at any point വെലോസിറ്റിയും centripetal forceും perpendicular to each other ആണ്. work done is 0. അപ്പോൾ energy spent is 0. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന energy spent is for it to go from one orbit to the other. one orbit to the other. ഇവിടെ what is the energy required to be spent to make it rotate എന്നാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി no energy is required. Energy is required only to make it move from one orbit to another. Be very very careful. Okay. So ഇത് എനർജി, എത്ര എനർജി ആ സാറ്റലൈറ്റിൻ്റെ പുറത്ത് നമ്മൾ എത്ര വർക്ക് ചെയ്യണം എന്നാണ് അതിനെ കറക്കാൻ. ഒരു ഓർബിറ്റിൽ നിന്ന് കറങ്ങാൻ അതിൻ്റെ ജോലിയില്ല. പക്ഷേ ആസ് ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് സാറ്റലൈറ്റിന് ഒരു എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, ടോട്ടൽ എനർജി ഉണ്ട്. പക്ഷേ വാട്ട് ഈസ് ദ വർക്ക് വി ആർ ഡൂയിങ് ടു മേക്ക് ഇറ്റ് റൊട്ടേറ്റ്? നോ വർക്ക് ഇസ് ഡൺ. ബിക്കോസ് സെൻട്രിപെറ്റൽ ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണ്. വർക്ക് ഡൺ ഇസ് 0, പവർ ഇസ് 0. ബി വെരി വെരി കെയർഫുൾ. അടുത്ത ക്വസ്റ്റ്യൻ 36. അപ്പോൾ ഇതുവരെ സെക്ഷൻ എ ആയിരുന്നു. ഇനി ഇതിൽ നെക്സ്റ്റ് വൺ, an object producing a pitch, that means frequency 400 hertz, approaches a stationary person. So listener at rest, velocity of listener 0, waves indiana, and object is approaching. Object ana sound undakana, that means that object is the source. So source is the object that is moving towards a listener. Velocity of the source is 200 meter per second. Listener velocity 0. Basic formula,
apparent frequency in the formula f into v minus vl divided by v minus vs. പിന്നെ ഓരോ കേസിന് നമ്മൾ സൈൻ ഇട്ട് ചെയ്യണം. ഇവിടെ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് v is given 300 meter per second. The person, that is the listener, will note a change in frequency as the object flies past him. Change in frequency ആണ് നമുക്ക് കാണേണ്ടത്. Change in frequency എന്ന് പറഞ്ഞാൽ change in apparent frequency. Be careful. So that means ആദ്യത്തെ apparent frequency is the case where ഈ കേസ് source is moving towards the listener ആ ഫ്രീക്വൻസിയും, രണ്ടാമത്തെ കേസ് സോഴ്സ് ലിസ്ണറിനെ ക്രോസ് ചെയ്തു ആൻഡ് സോഴ്സ് ഇസ് മൂവിങ് എവേ ഫ്രം ദ ലിസ്ണർ. ഇതാണ് രണ്ടാമത്തെ കേസ്. എന്നിട്ട് ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ പേഴ്സൺ വിൽ നോട്ട് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആസ് ദി ഓബ്ജെക്ട് ഫ്ലൈസ് പാസ്റ്റ് ഹിം. അപ്പോൾ ഓബ്ജക്റ്റ് അയാളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രീക്വൻസിയും ക്രോസ് ചെയ്ത് ഫ്ലൈ പാസ്റ്റ് ഹിം പോകുമ്പോൾ വേറെ ഫ്രീക്വൻസിയും, ആ രണ്ട് ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സോഴ്സ് മൂവിങ് ടുവേർഡ്സ് ദ ലിസണർ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. F1ൻ്റെ ഫോർമുല എഫ് ഇൻറ്റു ലിസണർ അറ്റ് റെസ്റ്റ് ആണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ ഡിനോമിനേറ്റർ കുറയും, അപ്പോൾ വി മൈനസ് വി എസ് ആണ്. സോ എഫ് ഇസ് ഗിവൺ ആസ് 400 ഇൻറ്റു വി ഇസ് രണ്ടും ഒരുമിച്ച് കുറച്ചൊക്കെ ചെയ്യാം. യു ക്യാൻ ഡു ആസ് യു ലൈക്ക്. വി ഇസ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇസ് 300 ഡിവൈഡഡ് ബൈ v minus vs. That means 300 minus 200. Appo that's 100. So 400 into 3, 1200. ഒറ്റ സ്റ്റെപ്പിൽ രണ്ടും കൂടെ ചെയ്യാമേ. യു ഡു വാട്ട് യു വോണ്ട്. ഇതാണ് F1. F2 ഏത് കേസ്? വെൻ ദ സോഴ്സ് ഇസ് ഗോയിങ് അവേ ഫ്രം ദ ലിസണർ. അപ്പോൾ ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കുറയുമ്പോൾ ഡിനോമിനേറ്റർ കൂടും, v പ്ലസ് വി എസ്. So it is 400 into 300 divided by 300 plus 200, that is 500. So that is 400 multiplied by 3 divided by 5. So 80 into 3, 240. തമ്മിലുള്ള ഡിഫറൻസ്. സോ F1 മൈനസ് F2. ഒറ്റ സ്റ്റെപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം. 1200 നിന്ന് 240 പോയാൽ 0, 10 minus 4, 9. 960. So answer is 960, choice 4. ഇതിൽ എഫും വിയും കോമൺ ആണ് ആക്ച്വലി. അപ്പോൾ ഒന്ന് 1/v മൈനസ് വി എസും മറ്റത് 1/v പ്ലസ് വി എസും ചെയ്താലും മതി. കുറച്ചും കൂടെ സമയം ലാഭിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ മാത്സ്. എത്ര കംഫർട്ടബിൾ ആണ് അതനുസരിച്ച് ചെയ്തോളൂ. സോ ആൻസർ ഇസ് 960, ചോയ്സ് 4. അടുത്ത ക്വസ്റ്റ്യൻ. In the figure given below, a fuse in one of the bulbs. പല ബൾബ്സ് ഉണ്ട്, പക്ഷെ ഒരു ബൾബ് ഫ്യൂസ് ആയാൽ എല്ലാ ബൾബും അണഞ്ഞു പോകും. ഏതാണ്? ക്ലിയർലി 1 ആണ്, ബിക്കോസ് ഈ ബൾബാണ്. ബിക്കോസ് ഇവിടെ നിന്ന് കയറുന്ന കറണ്ട് ഇവിടെ കൂടെ കറണ്ട് പാസ് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെയൊക്കെ സ്പ്ലിറ്റപ്പ് ചെയ്യണം, പിന്നെ ഉള്ളൂ സ്പ്ലിറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഈ സാധനം സർക്യൂട്ട് ബ്രേക്ക് ആയാൽ പിന്നെ കറണ്ട് മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് ആദ്യത്തെ ബൾബ് ഫ്യൂസ് ആയാൽ എല്ലാ ബൾബും പോകും. പക്ഷേ 4 മാത്രം ഫ്യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. 1 കത്തും, പിന്നെ 2 കത്തും, 3ഉം 5ഉം എല്ലാം കത്തും, അങ്ങനെ. ഓക്കെ, പക്ഷേ ഈ 1ൽ കൂടെയാണ് എല്ലായിടത്തും പോണത്. അതുകൊണ്ട് 1 ഫ്യൂസായി പോയാൽ എല്ലാ ബൾബ്സും അണഞ്ഞു പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 38. At a place, angle of dip. Simple question on dip. Angle of dip 30 degree ആണ്. BH, horizontal intensity is given as H. Total intensity B എത്ര? അപ്പോൾ ബേസിക് ഫോർമുല BH is equal to B cos theta. You just remember, ഇത് BH ആണ്, ഇത് BV ആണ്, ഇത് B ആണ് അല്ലേ? എന്നിട്ട് ഈ ആംഗിൾ തീറ്റ. ഈ ഡയഗ്രാം നോക്കി എഴുതിയാൽ മതിയല്ലോ. BH is equal to adjacent component B cos theta, BV is B sin theta, tan theta എന്ന് പറയുന്നത് BV by BH, പിന്നെ B squared is equal to BH squared plus BB squared. അതിൻ്റെ കണക്കുകളെ വരും. അപ്പോൾ ഇവിടെ BH is equal to B cos theta, BH is H, B അറിഞ്ഞൂടാ, cos 30, cos 30 √3/2. സോ B എന്ന് പറയുന്നത് H divided by √3/2 മോളിൽ പോകും. സോ ആൻസർ 2H divided by √3, choice 2.
Simple question. Simple ആണെങ്കിലും ഡിപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 39. ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ കൺസെപ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ്. ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റിൻ്റെ ആ ബാൻഡ്സ് എങ്ങനെയാണ്? റിമെമ്പർ നമ്മൾ ഇൻറ്റൻസിറ്റി പാറ്റേൺ ഫോർ ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ് പഠിച്ചപ്പോൾ ഇത് ഇൻറ്റൻസിറ്റിയും ഇത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ, ഇത് θ0 സെൻട്രൽ ബാൻഡ്. എങ്ങനെ വരച്ചു? ഈ സെൻറ്ററിലാണ്, ഇതാണ് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. പിന്നെ a few diffraction bands of decreasing ഇൻറ്റൻസിറ്റിയും അൺഈക്വൽ വിഡ്സും ആയിരിക്കും. ഇങ്ങനെയാണ് പോണം. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് എ സിംഗിൾ സ്ലിറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ ബാൻഡ്. അപ്പോൾ സെൻട്രൽ ബാൻഡ് എന്താണ്? നാരോ അല്ല. അപ്പോൾ അത് വൈഡറാണ്, ബ്രൈറ്റാണ്. വൈഡറാണ്, വെരി ബ്രൈറ്റാണ്. പക്ഷേ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഓഫ് ഈക്വൽ ഇൻറ്റൻസിറ്റി അല്ല. ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു പോകും. അപ്പോൾ ഇതും ഫോൾസാണ്. അപ്പോൾ വൈഡ്, ബ്രൈറ്റ് ആൻഡ് അക്കമ്പനീഡ് ബൈ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഓഫ് ഡിക്രീസിങ് ഇൻറ്റൻസിറ്റി. ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഫ്യൂ ബാൻഡ്സേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ട്രൂ. ഡാർക്ക് അല്ല, സെൻട്രൽ ബാൻഡ് ബ്രൈറ്റ് ആണ് വിത്ത് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക്. അപ്പോൾ അത് തെറ്റ്. അതുകൊണ്ട് ചോയ്സ് 3 ആണ് ശരി. ഓൾറൈറ്റ്, നെക്സ്റ്റ് വൺ 40. It is required to determine the logical output of the circuit shown in figure by using NAND gate. NAND gate പഠിക്കണതാണ്. അപ്പോൾ ഇത് NAND ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും ജോയിൻ ചെയ്തപ്പോൾ അതിനെ ഷോർട്ട് ചെയ്തപ്പോൾ അത് നോട്ട് ഗേറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ അത് A ബാറാണ്. ഇതും അതുപോലെ നാൻഡിനെ ഷോർട്ട് ചെയ്തപ്പോൾ അത് നോട്ടായി. അപ്പോൾ ഇത് B ബാറാണ്. ദാറ്റ് ഈസ് നോട്ട് A നോട്ട് B. നോട്ട് A നോട്ട് B ഒരു നാൻഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്താ വരും? സോ Y ബിക്കംസ് A ബാർ, ദാറ്റ് ഈസ് നോട്ട് A ആൻഡ് B ബാർ. പക്ഷേ അത് നാൻഡാണ്. ഇത് നിങ്ങൾ തിയറി പഠിക്കണം. ദിസ് ഈസ് A പ്ലസ് B അല്ലേ? സോ വിച്ച് ഈസ് വാട്ട്? ഇറ്റ്സ് ആൻ OR ഗേറ്റ്. ദാറ്റ് ഈസ് നാൻഡിൽ നിന്ന് ഓർ എങ്ങനെ കിട്ടും എന്ന് പഠിക്കുന്ന ഡയഗ്രാമാണ് ഇത്. നാൻഡിൽ നിന്ന് നോട്ട് എങ്ങനെ കിട്ടും, ഓർ എങ്ങനെ കിട്ടും, ആൻഡ് എങ്ങനെ കിട്ടും, അതുപോലെ തന്നെ നോറിൽ നിന്ന് ആ 3 കിട്ടണം. ആ ഡയഗ്രാംസ് ആണ്, അതിൻ്റെ ക്വസ്റ്റ്യനാണ് ഇത്. സോ ഇവിടെ ചോയ്സ് 2 OR ഗേറ്റ്. നെക്സ്റ്റ് വൺ 41. സ്പെക്ട്രൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ wavelength for which energy emitted is a maximum and that temperature, Wien's displacement law, lambda m proportional to 1/T. So lambda m into T is a constant. So ആദ്യം lambda m എന്ന് പറയുന്നത് 4753 ആങ്സ്ട്രോം യൂണിറ്റ് ആണ്. യൂണിറ്റ് മാറ്റണില്ല, ബിക്കോസ് രണ്ടിടത്തും ആങ്സ്ട്രോം യൂണിറ്റ് തന്നെയാണ്, ഇവിടെയും ഇൻറ്റു ആ ടെമ്പറേച്ചർ ഇസ് 6050. Temperature should be in Kelvin is equal to T എത്ര? രണ്ടാമത്തെ കേസിലെ ലാംഡ എം 9506. സോ ടി എന്ന് പറയുന്ന 4753 മൾട്ടിപ്ലൈഡ് ബൈ 6050 ഡിവൈഡഡ് ബൈ 9506. 4753 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. മൾട്ടിപ്ലൈ ആൻഡ് സി. 2 3s are 6, 2 5s are 10, carry 1, 2 7s are 14, 15 carry 1, 2 5s are 10, 9. അപ്പോൾ 6050 by 2 എന്ന് പറയുമ്പോൾ 3025 കെൽവിൻ. സോ ആൻസർ ഇസ് കെൽവിൻ. ചിലപ്പോൾ ഒരു സെൽഷ്യസിൽ തരും, അങ്ങനെയാണെങ്കിൽ സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യണം. പക്ഷേ കിട്ടുന്ന ആൻസർ കെൽവിനിലാണ്. ലാംഡ എം ഇൻറ്റു ടി ഇസ് എ കോൺസ്റ്റൻറ്റ്, വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. സോ ചോയ്സ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഫോർമുലയാണ്. In a room where temperature is 30 degrees, body cools from 61 to 59 in 4 minutes. എന്താണ് അതിൻ്റെ ഫോർമുല? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബോഡി കൂൾസ് ഫ്രം θ1 to θ2 in t seconds. Rate of cooling is directly proportional to mean difference in temperature between the body and the surroundings. തീറ്റയാണ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. K is a constant. ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യണത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിന്. ദാറ്റ് ഈസ് ബോഡിയുടെ ടെമ്പറേച്ചർ നമ്മുടെ റൂം ടെമ്പറേച്ചറിനെ കാട്ടി ഒരുപാട് കൂടുതലാണെങ്കിൽ വേഗം കൂൾ ചെയ്യും. ദാറ്റ് മീൻസ് ടൈം ടേക്കൺ ലെസ്സർ. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്.
സോ ആദ്യത്തെ കേസ് ഇതിൻ്റെ 2 കേസ് എടുത്ത് സോൾവ് ചെയ്യണം. In a room where the temperature is 30, that is theta is 30, body cools from 61 to 59. So 61 minus 59 എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതാം 61 minus 59 എന്ന് പറയുമ്പോൾ 2 and that is in 4 minutes. So 2 divided by 4. Yes, 2 മിനിറ്റ് ആയിട്ട് തന്നെ വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട. K into 61 and 59 average. 61 plus 59 by 2 will become 60. So 60 minus surrounding temperature 30. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. അപ്പോൾ 2 by 4 എന്ന് പറഞ്ഞാൽ 1 by 2 is K into 30. ഇക്വേഷൻ 1. രണ്ടാമത്തെ കേസ് time taken to cool from 51 to 49. So 51 minus 49 divided by T minutes ആണ് is K into 51 plus 49 by 2 എന്ന് പറയുമ്പോൾ 50 minus surrounding temperature 30. അപ്പോൾ രണ്ടാമത്തെ കേസ് 51 minus 49 2 by T is K into 50 minus 30 20. Equation 2. Divide. Equation 1 divided by equation 2. This Newton's law of cooling is again important question. So 1 by 2 divided by 2 by T molipole. Right side 30 by 20, that is 3 by 2. So T becomes 3 into 4 by 2. Up answer and the 6 minutes. So answer is 6 minutes, choice 2. Newton's law of cooling in the problem, this formula പഠിച്ചാൽ മതി. അടുത്ത question 43. An ideal heat engine exhaust heat at 77 degrees Celsius. Exhaust heat എന്ന് പറഞ്ഞാൽ സിംഗിലോട്ട് കൊടുത്തു അല്ലേ. source is at temperature T1 Kelvin. Working substance absorbs heat Q1 at temperature T1. എന്നിട്ട് അത് ജോലി ചെയ്തിട്ട് it gives out heat Q2 to the sink at T2 Kelvin. ഇതാണല്ലോ കാർനോട്ട്സ് എൻജിൻ്റെ T2 Kelvin. T1 more than T2. അപ്പോൾ exhaust heat at 27 degrees Celsius. That means ഈ തിരികെ കൊടുക്കുന്ന ഹീറ്റാണ് 77 degrees Celsius. So T2 എന്ന് പറയുന്ന കെൽവിൻ ആയിരിക്കണം. 273 77 കൂട്ടുമ്പോൾ 10 15 350 കെൽവിൻ. So T2 എന്ന് പറയുന്ന 350 കെൽവിൻ. എഫിഷ്യൻസി 30%. That means 30 by 100 0.3. It must take heat at T1. Absorb ചെയ്യുന്ന ടെമ്പറേച്ചർ എത്ര? എഫിഷ്യൻസി ഫോർമുല T1 minus T2 by T1. It's easier to write it as 1 minus T2 by T1. So 0.3 is equal to 1 minus T2 350 divided by T1. അപ്പോൾ 350 divided by T1 എന്ന് പറയുന്നതാണ് 1 minus 0.3 which is 0.7. So T1 becomes 350 divided by 0.7, that is 3500 divided by 7. That means 7 5s are 35, 500 Kelvin. So answer is 500 Kelvin. പക്ഷേ ഇവിടെ ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കണം. അപ്പോൾ 500 കെൽവിനെ സെൽഷ്യസ് ആക്കാൻ 273 കുറയ്ക്കണം. 10 to 1. അപ്പോൾ ആൻസർ ബിക്കംസ് 10 to 1 അല്ലല്ലോ. 500 നിന്ന് 273 കുറച്ചാൽ 9 minus 7 2, 4 minus 2 2. So answer is 227 degree Celsius. Carnot's engine. Okay, so answer, the formula should be in Kelvin. Avare Kelvin and Celsius mix cheyidu tharum soochchu. Next question 44. For a particle, it's a very good question. For a particle moving according to the equation x is equal to a cos pi t. Simple harmonic motion ആണ് a cos omega t. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് പൈ ആണ്. ഒമേഗ ഇസ് 2 pi by t. So t is equal to 2 seconds. ടൈം പീരിയഡ് 2 seconds കിട്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഡിസ്റ്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്താണ് എന്ന് മാത്രമല്ല. The equation is x is equal to a cos omega t. X is equal to a cos omega t എന്ന് പറഞ്ഞാൽ at t is equal to 0
Particle evade? Particle is at one extreme position. Ivadeyaanu particle. Particle is at, I'll call it some P or something. Particle is at P at t is equal to 0. One extreme position. ഇനി ഒരു കംപ്ലീറ്റ് പീരിയഡ് ആകുമ്പോൾ അതെവിടെ പോയി? ഇതിവിടെ തൊട്ട് ഇവിടം വരെ പോയി. ദാറ്റ് മീൻസ് ആംപ്ലിറ്റ്യൂഡ് ആണ് എ. ആംപ്ലിറ്റ്യൂഡ് ഡിനോട്ടഡ് ബൈ സ്മോൾ എ. ആംപ്ലിറ്റ്യൂഡ് ഇസ് എ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് എ. ഇതും എ ആണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ അത് ഇവിടം തൊട്ട് ഇവിടം വരെ പോയി തിരികെ ഇവിടം വരെ വന്നു. ദാറ്റ് മീൻസ് ഒരു കംപ്ലീറ്റ് ആംപ്ലിറ്റ്യൂഡിൽ ഒരു കംപ്ലീറ്റ് ടൈം പീരീഡിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് 4a. 4 times the ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അത് ഒരു കംപ്ലീറ്റ് ടൈം പീരീഡിൽ. അത് 2 seconds. നമുക്ക് വേണ്ട 3 seconds എന്ന് പറഞ്ഞാൽ ഇനി 1 സെക്കൻഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി പകുതി സമയം. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ നിന്ന് ഇവിടം വരെ പോയി തിരികെ വന്നു. അത് 2 സെക്കൻഡ് എടുത്തു. പിന്നെയും ഇവിടെ എത്തി. ഇനി ആ 1 സെക്കൻഡ് കൊണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെ പോകും എന്ന് പറഞ്ഞാൽ ഇനിയും a+a പോയി. അപ്പോൾ 4a ഇനി ഒരു 2a പോയി. അപ്പോൾ എല്ലാം കൂടെ 6a. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. സോറി, ദാറ്റ്സ് എ ഡിസ്റ്റൻസ് ട്രാവൽ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ 6a ആണ്. ക്ലിയർ? ഡിസ്റ്റൻസ് ട്രാവൽഡ് 6a. അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചിരുന്നെങ്കിൽ ഒരു കംപ്ലീറ്റ് പീരിയഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0. പിന്നെ ബാക്കി 1 സെക്കൻഡിൽ അത് ഒരു എക്സ്ട്രീമിൽ നിന്ന് മറ്റേ എക്സ്ട്രീം വരെ പോകും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചെങ്കിൽ ആൻസർ 2a ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. സോ ആൻസർ 6a. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ട്രൂ സൈൻ കൺവെൻഷൻ. നമ്മുടെ ലെൻസിൻ്റെ സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ എന്താ? ഇഫ് ദ ഇമേജ് ഇസ് റിയൽ വിത്ത് റെസ്പെക്ട് ടു ദി ഓബ്ജെക്ട്, റിയൽ ഇമേജസ് ആർ ഓൾ ഇൻവേർട്ടഡ് ആണ്. ഫോർ എ റിയൽ ഓബ്ജെക്ട്, we are talking about a real object. For a real object, real images are inverted with respect to object, are inverted. Real image inverted എന്ന് പറഞ്ഞാൽ m is negative. Okay, m negative ആണ്. Virtual images are erect. Virtual images erect ആണ്. That means m is plus. ഇനി ബാക്കി ഓരോന്നും നോക്കാം. Magnification for virtual image formed by a convex lens. Virtual images are erect. അപ്പോൾ ഇറക്റ്റ് ആകുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് തെറ്റ്. അപ്പോൾ ഇത് ഫോൾസ്. ഇനി ഹൈറ്റ് മെഷർ ചെയ്യണത് എങ്ങനെയാണ്? ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണെങ്കിൽ ഈ മേളിലോട്ടുള്ള ഹൈറ്റ് പോസിറ്റീവും താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ് എന്നാണ്. ഇതാണ് സൈൻ കൺവെൻഷൻ. സോ ദ ഹൈറ്റ് മെഷർഡ് നോർമൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് അപ്വേർഡ് ഇസ് നെഗറ്റീവ്. തെറ്റ്. അത് പോസിറ്റീവാണ് വരേണ്ടത്. അപ്പോൾ അത് തെറ്റ്. ഇനി ഡിസ്റ്റൻസസ് മെഷർഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ പോസിറ്റീവ്. ഇല്ല, നമ്മുടെ റൂൾ എന്താണ്? ഇത് ഓബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ആണ് പോസിറ്റീവ്. അപ്പോൾ ഓപ്പോസിറ്റ് ടു ദ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അതും ഫാൾസ് ആണ്. ഇനി മാഗ്നിഫിക്കേഷൻ ഫോർ വെർച്വൽ ഇമേജ് ഫോം ബൈ എ കോൺകേവ് ലെൻസ്. നിങ്ങൾ കോൺകേവ് ലെൻസ് നോക്കണ്ട. വെർച്വൽ ഇമേജ് കോൺവെക്സ് ആയാലും കോൺകേവ് ആയാലും ഇറ്റ് ഈസ് ഇറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഓബ്ജെക്റ്റ്. ആൻഡ് ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേളിലോട്ടാണ്. മേളിലോട്ടാകുമ്പോൾ അത് m പ്ലസ് ആണ്. ബിക്കോസ് ഓബ്ജെക്റ്റ് ഇസ് ഓൾസോ ഇറക്റ്റ്, ഇമേജ് ഇസ് ഓൾസോ ഇറക്റ്റ്. അപ്പോൾ m is hi/ho, so that is plus. So the magnification for a virtual image formed by a concave lens is positive. That is true. So choice 4 ആണ്. ഓക്കെ, നല്ല തറവായിട്ട് പഠിച്ചില്ലെങ്കിൽ തെറ്റാൻ നല്ല ചാൻസ് ആണ്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെങ്കിലും. അടുത്ത ക്വസ്റ്റ്യൻ 46. A negatively charged particle, അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ലൈക്ക് an electron -q is in equilibrium. പാർട്ടിക്കിൾ ഓഫ് മാസ് m. അപ്പോൾ മാസ് m എന്ന് പറയുമ്പോൾ എന്തായാലും എൻ്റെ mg പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിലും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിലും വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി അപ്വേർഡ് അല്ലേ? സോ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ q × E ആണ്. അപ്പോൾ ഇവിടെ -q × E ആണ്. -q × E upward ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് -q × E upward ആകുമ്പോൾ E എങ്ങോട്ടായിരിക്കണം? ചാർജ് ആണ് നെഗറ്റീവ്. അപ്പോൾ E ഹാസ് ടു ബി ഡൗൺ. ബിക്കോസ് നെഗറ്റീവ് ചാർജ് ഈസ് എക്സേർട്ടിങ് എ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ബിക്കോസ് F എന്ന് പറയുന്നത് -q × E ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് താഴോട്ട് ആക്ട് ചെയ്താലേ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ എക്സേർട്സ് എ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്.
സോ ഇക്വിലിബ്രിയം വരണമെങ്കിൽ എം ജിയും ക്യു ഇയും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനും ആയിരിക്കണം. അപ്പോൾ ക്യു ഇ മുകളിലോട്ടാണെങ്കിൽ അത് നെഗറ്റീവ് ചാർജ് കാരണം ദാറ്റ് മീൻസ് ഇ ഈസ് ഡൗൺവേർഡ്. സോ ദാറ്റ് മീൻസ് ദ direction of E is vertically downward. It's very, very important. Negatively charged. Positively charged ആണെങ്കിൽ എം ജി താഴോട്ട് ക്യു ഇ മേളിലോട്ട്, അപ്പോൾ ഇയും മേളിലോട്ടാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആകുമ്പോൾ ഫോഴ്സും ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഇവിടെ ആൻസർ ഇസ് ചോയ്സ് 2. 47 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഐ ടോൾഡ് യു ചെറിയ ടോപ്പിക് ആണെങ്കിലും ക്വസ്റ്റ്യൻ വരും. Oscillating electric and magnetic vectors of an electromagnetic wave. അപ്പോൾ എന്താണ്, ഇലക്ട്രിക് വെക്ടറും മാഗ്നറ്റിക് വെക്ടറും ഒരേ ഫേസ് ആണ്, സെയിം ഫേസ് ആണ്. പക്ഷേ വെലോസിറ്റിയും വെക്ടർ ഇയും വെക്ടർ ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ എല്ലാവരും ഒരേ ഫേസ് ആണ്. PHAC, ഫേസ് ഡിഫറൻസ് 0. ഓക്കെ, അപ്പോൾ ഓൾ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. So all the three are mu, that is the direction of velocity is along E cross B. Magnitude of E cross B, direction is along E cross B. That means V and E and B are all mutually perpendicular. പക്ഷേ 3 പേരും in phase ആണ്. So choice 3. 47. അടുത്തത് 48. The image of an object is formed 80 centimeters from the object. So object തൊട്ട് ഇമേജ് വരെയുള്ള ദൂരമാണ് 80 centimeters. Image of an object is 80 centimeters from the object. Convex lens ആണ് സംഭവം. So object ഇവിടെ, image ഇവിടെ, convex lens exactly between എന്ന് പറഞ്ഞാൽ ഇത് 40 ഇതും 40. ഇതെപ്പോൾ ഓബ്ജക്റ്റ് ഇമേജ് ഒരേ ദൂരമാണെങ്കിൽ ഓബ്ജക്റ്റ് അറ്റ് 2f, ഇമേജ് ഇസ് ഓൾസോ അറ്റ് 2f, സെയിം ഹൈറ്റ്, റിയൽ ഇമേജ് സെയിം സൈസാണ് അല്ലേ, പവർ ഓഫ് ദ ലെൻസ്. സോ ദാറ്റ് മീൻസ് ഓബ്ജക്റ്റ് ഇസ് അറ്റ് 2f. സോ 2f ആണ് 40. സോ ഫോക്കൽ ലെങ്ത് ഇസ് 20 centimeter. ഫോക്കൽ ലെങ്ത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ പവർ ഇസ് ഗിവൺ ബൈ 100/f. എഫ് സെൻറ്റിമീറ്ററിലാണെങ്കിൽ power is 100/f. So 100 by convex lens ആണ് പ്ലസ് ആണ്. So plus 5d. So it is plus 5 diopters because it's a convex lens. Power is positive. Concave lens ന് power negative. Next one, 49. Consider the nuclear reaction. X mass number ആണ് എഴുതണ, A ആണ് എഴുതണ 200. because it is ZXAR. അപ്പോൾ they are talking about mass number. A 200, ഇതും A 110, B 90. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് തന്നിരിക്കുന്നത്. എനർജി റിലീസ്ഡ്, അപ്പോൾ ഇതിൻ്റെ എന്താ, ഇനിഷ്യൽ ബൈൻഡിങ് എനർജി B1, ഫൈനൽ ബൈൻഡിങ് എനർജി B2 ആണെങ്കിൽ എനർജി റിലീസ്ഡ് എന്ന് പറയുന്ന ഫോർമുല, energy released is given by the formula B2 minus B1. B2 minus B1 പോസിറ്റീവ് ആണെങ്കിൽ എനർജി റിലീസ്ഡ്, നെഗറ്റീവ് ആണെങ്കിൽ എനർജി ഈസ് അബ്സോർബ്ഡ്. അപ്പോൾ നമുക്ക് B1 ആദ്യം കാണണം. B1 പെർ എക്സിൻ്റെ പെർ ന്യൂക്ലിയോൺ ആണ്, പെർ ന്യൂക്ലിയോൺ. യെസ്, എക്സിൻ്റെ ആണ് ആദ്യം തന്നിരിക്കുന്നത്, എക്സിൻ്റെ ആണ് 7.4, ദാറ്റ് ഈസ് ഫോർ 1 ന്യൂക്ലിയോൺ. അപ്പോൾ അത് 7.4 × 200 ആണ്. ഇനി B2 എന്ന് പറയുന്നത് എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ എയിൻ്റെ ആണ് 8.2, എയിൻ്റെ 8.2 ആൻഡ് ബി ഈസ് ഓൾസോ 8.2 തന്നെ. എയിൻ്റെയും ബിൻ്റെയും രണ്ടും 8.2 തന്നെ. സോ ഇറ്റ് ഈസ് 8.2 × 110 പ്ലസ് 8.2 × 90. അപ്പോൾ 8.2 കോമൺ ആയതുകൊണ്ട് 8.2 × 110 പ്ലസ് 90 വിച്ച് ഈസ് 8.2 മൾട്ടിപ്ലൈഡ് ബൈ 200. സിംപ്ലിഫൈഡ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. സോ B2 മൈനസ് B1 എന്ന് പറയുമ്പോൾ 8.2 × 200 മൈനസ്
7.4 into 200. അപ്പോൾ സമയം ലാഭിക്കാൻ നമുക്ക് 200 വെളിയിലെടുത്താൽ 8.2 minus 7.4. 8.2 minus 7.4 എന്ന് പറയുമ്പോൾ 0.8. 0.8 into 200. 200 into 0.8. That is 20 into 8, which is 160 MeV. 160 MeV. So energy release ആണ്. So it's plus 160 MeV. So energy is released. Again, binding energy problem also important. അടുത്ത last question. Collector current in an NPN transistor. Collector current is 19 mA. Collector current. Base current എത്ര? If 95%, അപ്പോൾ NPN transistor ആണ്. NPN ആകുമ്പോൾ electrons ആണ്, majority charge carriers ഇവിടെ. Electrons, 95% of the electrons emitted reach the collector. അപ്പോൾ ഇത് emitter, ഇത് base, ഇത് collector. അപ്പോൾ 95% of emitter current ആണ് collector current. 95% of emitter current ആണ് collector current. അപ്പോൾ എമിറ്റർ കറണ്ടിന് 95% കളക്ടറിൽ എത്തണമെങ്കിൽ ബാക്കി 5% എവിടെ പോയി? ബാക്കി 5% കളക്ടറിൽ പോയി. സോ ദാറ്റ് മീൻസ് 95% of emitter current reaches the collector means 5% of emitter current will be reaching the base. നമുക്ക് ബേസ് കറണ്ട് ആണ് വേണ്ടത്, അതുകൊണ്ടാണ് ഐ എം ടെല്ലിങ്. ഓക്കെ, 95% കളക്ടറിൽ എത്തിയെങ്കിൽ ബാക്കി 5% ബേസിലെത്തി. സോ നമുക്ക് 5% ഓഫ് ഐ ആണ് ഐ ബി. ഇനി കളക്ടർ കറണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1 ഉണ്ട്, ഇക്വേഷൻ 2 ഉണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്ത് എടുക്കണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റയടിക്ക് ചെയ്യണം. അപ്പോൾ 2 ഹൺഡ്രഡ്സും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്താൽ 95 ഐ ക്യാൻസൽ ചെയ്തു, 100 ക്യാൻസൽ ചെയ്തു. 95/5 ആണ് ഐ സി ഡിവൈഡഡ് ബൈ ഐ ബി. ഐ സി തന്നിട്ടുണ്ട്. സോ 95/5 എന്ന് പറയുമ്പോൾ 19 അല്ലേ? സോ 19 IB is equal to IC. What is IC? IC is 19 mA. So what is IB? 19 mA divided by 19. So answer is 1 mA. So ബേസിൽ എത്തണ കറണ്ട് 1 mA. പോയിൻ്റ് ഓക്കെ. ഇതിപ്പോൾ ഞാൻ ഒറ്റ അടിക്ക് ചെയ്തു. ഇഫ് യു വാണ്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഐ ഇ ഫ്രം ഹിയർ. എന്നിട്ട് ഐ ബി വിൽ ബി ഐ ബി എന്ന് പറയുന്നത് ഐ ഇ മൈനസ് ഐ സി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. യു ഡു ആസ് യു ലൈക്ക്. ഞാനിപ്പോൾ ഒറ്റ അടിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ക്ലിയർ? സോ ആൻസർ ഇസ് 1 mA. സോ ക്ലിയർ പ്രോബ്ലംസ്? നല്ലോണം എക്സാം ചെയ്ത് കാണുമല്ലോ. ഇനിയിപ്പോൾ ഹാർഡ്ലി എ വീക്ക് ഉണ്ട്, 1 വീക്ക് ഇല്ല. Okay, so all the best, do well, clear. So all the best for your exams. Thank you. Good morning, my dear students. We are going to discuss the questions in your whole topic examination. Question number 1. 1.78 gram of a neutral amino acid is treated with NaNO2HCl at 0 degrees centigrade. 448 ml of nitrogen gas phosphorus at STP is evolved. Molar mass of the amino acid is. Neutral amino acid means there must be one NH2 group and there must be one carboxylic acid group. One NH2 group means that NH2 group is treated with NaNO2 and HCl called diazotization. NaNO2 plus H2Cl, so that nitrous acid will be liberated, HONO, and the product is nitrogen gas plus OH. If it is aromatic NH2, you will get N2Cl, that is diazotization. Here NH2 will be converted to OH. From this it is clear that this is 1 mole of the amino acid. This is
1 mole of nitrogen. അപ്പോൾ 1 മോൾ അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ 1 മോൾ നൈട്രജൻ കിട്ടും. ഈ N2-ലെ 1 നൈട്രജൻ അമിനോ ആസിഡിലെയാണ്, 1 നൈട്രജൻ നൈട്രസ് ആസിഡിലെയുമാണ്. അപ്പോൾ 1 മോൾ അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ 1 മോൾ നൈട്രജൻ കിട്ടും. 1 മോൾ നൈട്രജൻ അറ്റ് STPയുടെ വോളിയം 22,400 ml അറ്റ് STP. അത് കിട്ടാൻ 1 മോള് വേണം. 1 മോളിൻ്റെ ഭാരമാണ് മോളാർ മാസ് m grams. അപ്പോൾ 22,400 ml നൈട്രജൻ അറ്റ് STP ഉണ്ടാകുവാൻ എത്ര ഗ്രാം അമിനോ ആസിഡ് വേണം? ആ മാസ് ഓഫ് അമിനോ ആസിഡിൻ്റെ പേരാ മോളാർ മാസ്. ദ ക്വസ്റ്റ്യനിൽ 448 ml അറ്റ് STP കിട്ടുവാൻ 1.78 ഗ്രാം വേണം. 1 ml കിട്ടുവാൻ 1.78 by 448 ഗ്രാം വേണം. 22,400 ml അറ്റ് STP കിട്ടുവാൻ 1.78 by 448 into 22,400 ഗ്രാം വേണം. ആ കിട്ടുന്ന മാസാണ് ഈ ന്യൂട്രൽ അമിനോ ആസിഡിൻ്റെ മോളാർ മാസ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും ആൻസർ 89. Therefore, answer is option 1. 89 is the answer. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, 1 മോൾ അമിനോ ആസിഡിൽ നിന്നും 1 മോൾ നൈട്രജൻ കിട്ടും. അതുകൊണ്ട് അതിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് 448 ml വേണ്ടി 1.78 ഗ്രാം എടുത്തുവെങ്കിൽ 1 ml വേണ്ടി എത്ര ഗ്രാം എടുത്തു? 22,400 ml വേണ്ടി എത്ര ഗ്രാം എടുക്കണം? അതാണ് അതിൻ്റെ മോളാർ മാസ്, which is 89. Next question. 2 particles A and B are in motion. If the wavelength associated with A is 33.33 nanometers, the wavelength associated with B, whose momentum is 1/3 of A, is. What is the equation for the wavelength and momentum of a particle? Lambda is equal to h by p, where p is momentum. Lambda A is PA, lambda B is h by PB. Momentum of B is PB. But in the problem it is given PB is equal to 1/3 of PA. Substitute lambda B is h by PA by 3 means 3h by PA. Take the ratio. Lambda A by lambda B is equal to h by PA by 3h by PA. PA cancels, h cancels. Therefore, this is 1/3. But lambda A is given 33.33 nanometer. Therefore, lambda A is 33.33 nanometer. From this equation, lambda B is equal to 3 into 33.33, which is 100 nanometers. 99.99, which is 100 nanometers. But in the answer, all the units are meter. നാനോമീറ്ററിനെ മീറ്റർ ആക്കണം, which is 100 into 10⁻⁻⁹ meter, whose answer is 1 into 10⁻⁻⁷ meter. Therefore, answer is option 2, 1 into 10⁻⁻⁷ meters. Next question.
First ionization enthalpy of the following elements are in the order. Only 4 elements are given. Carbon, silicon in the 14th group, nitrogen and phosphorus in the 15th group. When we go from left to right, ionization enthalpy increases. When we go from top to bottom, ionization enthalpy decreases. Therefore, maximum ionization enthalpy is for nitrogen. Then comes carbon. Then comes silicon. Then comes, phosphorus. Then comes silicon. Therefore, maximum for nitrogen. Then comes carbon. Then comes phosphorus. Then comes silicon. Therefore, answer is option 2. Option 2 is the answer. Next, match list 1 and list 2 regarding hybridization. ഓരോരുത്തരുടെയും hybridization നമുക്കൊന്ന് കാണാം. ICl4-1. Number of hybridized orbital is half into valence electron of the central atom 7. Number of monovalent atoms connected to the central atom is 4. Plus charges on the anion is 1. Therefore, this is 6. Hybridization is sp3d2. Therefore, its hybridization is sp3d2. Next, FeCO5. It is a coordination compound containing 5 ligands. 5 ലിഗാൻഡുള്ള മോളിക്യൂളുകളിൽ എപ്പോഴും ഹൈബ്രിഡൈസേഷൻ sp3d ആയിരിക്കും. Therefore, its hybridization is sp3d. Next one, SnCl2. Half into valence electron of tin. 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് carbon, silicon, germanium, tin and lead. Therefore, tin in the outermost shell is 4 electron, valence electron is 4 plus monovalent atoms 2. Answer is 3. Hybridization is sp2. Therefore, SnCl2 hybridization sp2. Next one, a complex NiCN4-2. Its hybridization, this is square planar and the hybridization is dsp2. Therefore, answer is P, that is P, sp2 hybridization 3. So, P3 and therefore answer is option 4. sp3d2, that is applicable for whom? sp3d2 applicable for whom? That is 1. Therefore, answer is option 4. Next, given that C plus O2 gives CO2, delta H is minus x kilojoules. 2CO plus O2 gives 2CO2, delta H is minus 5 kilojoule. Enthalpy of formation of carbon monoxide will be. ആദ്യത്തെ സ്റ്റെപ്പ്, കാർബൺ മോണോക്സൈഡിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഒരു ഇക്വേഷൻ എഴുതണം. കാർബൺ പ്ലസ് oxygen gives carbon monoxide. Oxygen is diatomic. C plus half O2 gives CO, semicolon, delta H is equal to, that is called enthalpy of formation of carbon monoxide. അതിനുവേണ്ടി ആദ്യം ഇവിടേക്ക് നോക്കണം. 1 mole carbon left side. 1 mole carbon left സൈഡിലുണ്ട്. ഇവിടെയുമുണ്ട് 1 മോൾ കാർബൺ ലെഫ്റ്റ് സൈഡ്. അതുകൊണ്ട് ഒന്നാമത്തെ ഇക്വേഷനെ ഒന്നും ചെയ്യണ്ട, അതുപോലെ എഴുതുന്നു. C plus O2 gives CO2, semicolon, delta H is minus X.
ഇനി ഓക്സിജൻ നോക്കണ്ട, കാരണം രണ്ട് റിയാക്ഷനിലും ഓക്സിജൻ ഉണ്ട്. CO 1 മോൾ റൈറ്റ് സൈഡ്, ഇവിടെ CO 2 മോൾ ലെഫ്റ്റ് സൈഡ്. 1 മോൾ CO റൈറ്റ് സൈഡിലാക്കുവാൻ എന്ത് ചെയ്യണം? ആ ഇക്വേഷനെ റിവേഴ്സ് ചെയ്ത് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Therefore, second equation is reversed and divided by 2. Therefore, the equation becomes CO2 gives CO plus half 2. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്യുമ്പോൾ -y എന്നുള്ളത് +y ആകും. അതിൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് y/2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇത് വന്നിരിക്കും. CO2 ക്യാൻസൽസ്. C പ്ലസ് ഇവിടെ 1O2 ഉണ്ട്, ഇവിടെ ½ O2 ഉണ്ട്. C plus ½ O2 gives CO. ഡെൽറ്റ എച്ച് ഈസ് സം ഓഫ് ദീസ് 2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. -x + y/2 എന്ന് പറഞ്ഞാൽ -2x + y/2 എന്ന് പറഞ്ഞാൽ y -2x/2. Answer is option 1. That is the enthalpy of formation of carbon monoxide. Next problem. On decomposition of NH4HS ammonium bisulfide, the following equilibrium is established. Equation is NH4HS solid, reversible arrow mark, NH3 gas plus H2S gas. In this equation, the total equilibrium pressure is P. This is solid, this is gas, this is gas. അപ്പോൾ ഇക്വിലിബ്രിയം പ്രഷർ എന്ന് P എന്ന് പറയുന്നത് 1 മോൾ അമോണിയയുടെയും 1 മോൾ H2Sൻ്റെയും പ്രഷറാണ്. രണ്ടും ഓരോ മോൾസാണ്. മോൾസ് ഈക്വൽ ആണെങ്കിൽ രണ്ടു പേരുടെയും പ്രഷറും തുല്യമാണ്. ഇതിൽ നിന്ന് നമുക്കതിൻ്റെ KP കണ്ടുപിടിക്കണം. KP ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് H2S ബൈ ഒന്നുമില്ല, കാരണം ഇത് സോളിഡാണ്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പ്രഷർ ഈക്വലാണ്. അതിൻ്റെ കാരണം 1 മോൾ ഗ്യാസ് 1 മോൾ ഗ്യാസ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രഷർ P/2, ഇതിൻ്റെ പ്രഷർ P/2. കാരണം രണ്ടിൻ്റെയും സം എത്ര? P. രണ്ടുപേരുടെ പ്രഷറും ഈക്വലാണ്, കാരണം ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ P/2, ഇതിൻ്റെ പ്രഷർ P/2, ഇതിൻ്റെ സമ്മാണ് P. അപ്പോൾ ആൻസർ കിട്ടി. പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ ഈസ് P/2, partial pressure of H2S is P/2. Answer is P²/4. Therefore, Kp is given by P²/4. Option 3. Next question. Which of the following is not a redox reaction? റിഡോക്സ് റിയാക്ഷനുകളിൽ ആരുടെയും ഓക്സിഡേഷൻ നമ്പറിന് ചേഞ്ച് ഉണ്ടാവരുത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിന് ഒരു ചേഞ്ചുമില്ലാത്ത ഒറ്റ റിയാക്ഷനേ ഇവിടെയുള്ളൂ. In AgCl, oxidation number of Ag is +1. Here also oxidation number of Ag is +1. Chlorine, oxidation number is -1. Chlorine here, oxidation number is -1. That means no change in the oxidation number. Ammonia molecule exists as ligand here. Therefore, answer is option 4. Why it is not a redox reaction? There is no change in the oxidation number. Next,
A gaseous mixture contains three gases A, B, and C. A is a gas, B is a gas, C is a gas. With the total number of moles of 10 and the total pressure 10 atmosphere. Partial pressure of A and B are 3 and 1 atmosphere. What is Dalton's law? Total pressure is equal to PA plus PB plus PC. Partial pressure of A is 3, partial pressure of B is 1. Therefore, partial pressure of C will be 6 because this sum is equal to 10. Total pressure is 10 എന്ന് പറഞ്ഞിരിക്കുന്നു. മൊത്തമുള്ള പ്രഷർ 10 ആകണമെങ്കിൽ PC 6 ആകണം. അപ്പോൾ partial pressure of A is 3, partial pressure of B is 1 and then total sum is 10. Therefore, partial pressure of C is 6. ഇനി what is partial pressure of C? Mole fraction of C into total pressure. What is mole fraction of C? Number of moles of C by number of moles of A plus number of moles of B plus number of moles of C into total pressure. Partial pressure of C is 6 equal to number of moles of C by total number of moles. Total number of moles is 10. Therefore, by 10 into P total is 10. P total is also 10. Total number of moles is also 10. 10 and 10 cancels. Therefore, number of moles of C is 6. What is number of moles of C? Weight of C by molar mass of C is 6. And molar mass of C is given in the problem 2 grams per mole. Therefore, weight of C by 2 is equal to 6. Therefore, weight of C is 12. Thus, weight of C is 12 grams, option 2. Next question. Oxidation number of most electronegative element in the product obtained by the reaction between barium peroxide and dilute sulfuric acid is. This is the method for the preparation of hydrogen peroxide. Barium peroxide, when treated with dilute sulfuric acid, the products are barium sulfate plus hydrogen peroxide. Question. Oxidation number of the most electronegative element in the products. These are the products. ഈ രണ്ട് പ്രോഡക്റ്റുകളിലെയും ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായ എലമെൻ്റ് ആരാണ്? ഓക്സിജനാണ്. ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ പെറോക്സൈഡുകളിൽ -1. ഇത് ബേരിയം സൾഫേറ്റാ. ഇത് സാധാരണ ഓക്സിജനാ. സാധാരണ ഓക്സിജന് -2 ആണ്. അപ്പോൾ ബേരിയം സൾഫേറ്റിലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2, ഹൈഡ്രജൻ പെറോക്സൈഡിലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1. Therefore, answer is -1 and -2. That is the oxidation number of the most electronegative element in the products. Answer option 2. Next question. Which of the following alkaline earth metal sulfate has hydration enthalpy is very much greater than lattice enthalpy? You know, beryllium, magnesium, calcium, strontium, barium. ഇവരുടെ സൾഫേറ്റുകളിൽ താഴോട്ട് വരും തോറും ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരും, ലാറ്റിസ് എൻതാൽപ്പി കൂടി വരും. ഇതിനകത്ത് ബെറിലിയം സൾഫേറ്റാണ് മോസ്റ്റ് സോളുബിൾ.
ബേരിയം സൾഫേറ്റ് ആണ് ലീസ്റ്റ് സോളുബിൾ. ഇത് ഇൻസോളുബിൾ ഇൻ വാട്ടർ കാരണം ഹൈഡ്രേഷൻ എൻതാൾപ്പി കുറവാണ് ലാറ്റിസ് എൻതാൾപ്പിയേക്കാൾ. ഈ ഫാമിലിയിൽ ബെറിലിയം സൾഫേറ്റ് ആണ് മോസ്റ്റ് സോളുബിൾ ബിക്കോസ് ഹൈഡ്രേഷൻ എൻതാൾപ്പി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലാറ്റിസ് എൻതാൾപ്പി. Therefore, answer is beryllium sulfate. ഈ ഫാമിലിയിലെ ഹൈഡ്രേഷൻ എൻതാൾപ്പി ഏറ്റവും കൂടുതലും ലാറ്റിസ് എൻതാൾപ്പി കുറവും വരുന്നത് ബെറിലിയം സൾഫേറ്റിനാണ്. ഇറ്റ് ഈസ് സോളുബിൾ ഇൻ വാട്ടർ. Therefore, answer option 2. Next, match the product gas after the given hydrolysis reaction in list 1. ലിസ്റ്റ് 1ഉം 2ഉം തന്നിരിക്കുന്നു. അവിടെ നടക്കുന്ന റിയാക്ഷൻ ഒന്ന് എഴുതാം. ഡൈബൊറൈൻ വെൻ റിയാക്ട് വിത്ത് വാട്ടർ പ്രോഡക്ട്സ് ആർ ബോറിക് ആസിഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. പൊട്ടാസ്യം സൂപ്പറോക്സൈഡ് പ്ലസ് വാട്ടർ, you will get potassium hydroxide plus hydrogen peroxide plus oxygen. എല്ലാ സൂപ്പർ ഓക്സൈഡുകളും വാട്ടറുമായി ട്രീറ്റ് ചെയ്താൽ ഹൈഡ്രജൻ പെറോക്സൈഡും ഓക്സിജനും കിട്ടും. അങ്ങനെ ഇവിടെ വന്ന ഗ്യാസ് ഹൈഡ്രജൻ, ഇവിടെ വന്ന ഗ്യാസ് ഓക്സിജൻ. അടുത്തത് Al4C3 plus water, aluminum chloride on hydrolysis gives the gas called methane gas. Calcium carbide plus water, ഇത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അസറ്റലീൻ. കാൽസ്യം കാർബൈഡിലേക്ക് വെള്ളം കോരി ഒഴിക്കുമ്പോൾ പുറത്തു വരുന്ന ഗ്യാസിൻ്റെ പേരാണ് അസറ്റലീൻ, C2H2. അപ്പോൾ വേഗം പറയൂ, B2H6ൽ നിന്ന് വന്ന ഗ്യാസ് ഹൈഡ്രജനാണ്. അപ്പോൾ Pക്ക് നേരെ 3 ആണ്. KO2 പ്ലസ് H2O ഓക്സിജനാണ്. അലൂമിനിയം കാർബൈഡിൽ നിന്ന് വന്ന ഗ്യാസ് മീഥെയിനാണ്, 2 ആണ്. കാൽസ്യം കാർബൈഡിൽ നിന്ന് വന്ന ഗ്യാസ് C2H2 ആണ്, 1 ആണ്. 3, 4, 2, 1. Therefore, answer is option 4. Next one, when rain is accompanied by thunderstorm, the collected rainwater will have a pH value. Normally, pure water means pH is equal to 7. Pure water, pH is 7. പക്ഷേ ഇടിവെട്ടുമ്പോൾ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇടിവെട്ടുന്ന സമയത്ത് അവർ ചേർന്ന് നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഒക്കെ ഉണ്ടാകും. ആ ഗ്യാസുകൾ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നാൽ നൈട്രസ് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ വരും. അതുകൊണ്ട് ഇടിവെട്ട് തണ്ടർസ്റ്റോം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തിൽ അല്പം നൈട്രിക് ആസിഡും നൈട്രസ് ആസിഡും ഒക്കെ അലിഞ്ഞിരിക്കും. അതുകൊണ്ട് വാട്ടർ വിൽ ബി സ്ലൈറ്റ്ലി അസിഡിക്. അപ്പോൾ അസിഡിക് ആകുമ്പോൾ pH കുറയും. Therefore, answer is option 1. Slightly less than that of river water without thunderstorm. Rainwater without thunderstorm, we are expecting a value of pH is equal to 7. Thunderstorm ഉണ്ടായാൽ വാട്ടറിൻ്റെ pH 7നേക്കാൾ കുറയും. കാരണം ആ വെള്ളം അസിഡിക്കാണ്. അസിഡിക് മീൻസ് pH is less than 7, slightly less than that of rainwater. Next question. An ionic compound AB, molar mass 240 having coordination number of anion equal to 6, has a closest anion distance of 4 into √2 Armstrong unit. Determine the density of the compound AB in gram per centimeter cube.
Density is given by the equation Z into molar mass by A cube into Avogadro number. A cube is the volume of the cube. A is the edge length. പക്ഷേ ഇവിടെ പറഞ്ഞു അയോണിക് കോമ്പൗണ്ട് എ ബി ആണ്. അതിൽ കോർഡിനേഷൻ നമ്പർ ഓഫ് ദി ആനയോൺ 6 ആണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 വരുന്ന അയോണിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറാണ് സോഡിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ. സോഡിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കാം. സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചറിൽ കോർണറുകളിലെല്ലാം ഇരിക്കുന്നത് ആരാണ്? ക്ലോറൈഡ് അയോൺ. അപ്പോൾ നടുക്കിരിക്കുന്നത് ആരാണ്? സോഡിയം. ഇനി കോർണറുകൾ കൂടാതെ തന്നെ ഫേസിൻ്റെ സെൻറ്ററിലും ക്ലോറൈഡാണ്. ഇവിടെ എല്ലാം സോഡിയം അയോൺ ആയിരിക്കും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് സോഡിയം അയോൺ, ഈ കാണിച്ചിരിക്കുന്നത് Cl-. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 എന്ന് പറയുകയും അയോണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞത് സോഡിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചറാണിത്. അതിലെ ക്ലോസസ്റ്റ് ആനയോൺ ഡിസ്റ്റൻസ് ആണ് 4 × √2. ഇത് ആനയോണാണ്, ഇത് ആനയോണാണ്, ഇത് ആനയോണാണ്, ഇതും ആനയോണാണ്. ഇത് ഈ ദൂരത്തിനേക്കാൾ കുറവാണ് ഈ ദൂരം. അപ്പോൾ ഈ ദൂരമാണ് ക്ലോസസ്റ്റ് ആനയോൺ ഡിസ്റ്റൻസ്. അത് ഫേസ് ഡയഗണലിൻ്റെ പകുതിയാണ്. വാട്ട് ഈസ് ഫേസ് ഡയഗണൽ? √2a. അതിൻ്റെ പകുതി എത്ര? /2. ഇതിൻ്റെ ആൻസറാണ് 4 × √2. അപ്പം ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആനയോൺ ഫേസ് ഡയഗണലിൻ്റെ പകുതിയാണ്. √2a/2 ആണ് 4 × √2. Therefore √2 cancels. A is 8 Armstrong unit. ഇനി നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത് g/cm3 അതുകൊണ്ട് ഇതിനെ സെൻറ്റിമീറ്റർ ആക്കണം. 8 × 10⁻⁻8 സെൻറ്റിമീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. Therefore density is equal to Z. സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? 4 എണ്ണം. Z is 4. മോളാർ മാസ് തന്നിട്ടുണ്ട് 240. Avogadro number is 6.02 × 10⁻23. A cube 8 cube into 10⁻⁻24. 10⁻⁻2 the whole cube is 10⁻⁻24. ഇവിടെ 8 ക്യൂബ് വരുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും ആൻസർ 3.12. Therefore density is 3.12. Option 2 is the answer. Next, അടുത്ത question. The freezing point of a 0.01 molar aqueous solution of a cobalt-3 chloride ammonia complex which behave as a strong electrolyte is 0.0558 degrees Celsius. Then the number of chloride ion in the coordination sphere of the complex is Kf is given. Depression in the freezing point is given by delta Tf is equal to Kf into molality. പക്ഷേ തന്നിരിക്കുന്നതൊരു കൊബാൾട്ടിൻ്റെ കോംപ്ലക്സ് ആണ്. ഇറ്റ് ബിഹേവ് ആസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ആ കോംപ്ലക്സിന് അയോണൈസേഷൻ സംഭവിക്കും. അതുകൊണ്ട് ഈ ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് എന്ത് ചേർക്കണം? വാൻ ഡി ഹൂഫ് ഫാക്ടർ ചേർക്കണം. ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉടൻ നമുക്ക് വാൻ ഡി ഹൂഫ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ ടി എഫ് ഈസ് 0.0558.
Depression in the freezing point is this one, equal to I into Kf 1.86 into molality 0.01. Therefore, ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് I കാണാൻ കഴിയും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിൽ നിന്ന് I കണ്ടുപിടിക്കുമ്പോൾ ആൻസർ 3 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 ഇരട്ടിയാണിത് ഏകദേശം. അപ്പോൾ I is equal to 3 എന്ന് വരും. അതിൻ്റെ അർത്ഥം പറയൂ. I 3 ആകണമെങ്കിൽ തന്നിരിക്കുന്ന കോംപ്ലക്സ് 3 കഷ്ണങ്ങളാകണം. 2 കാറ്റയോണും 1 ആനയോണും, അല്ലെങ്കിൽ 1 കാറ്റയോണും 2 ആനയോണും ആകണം. തന്നിരിക്കുന്ന കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്ന് പറഞ്ഞു, അമോണിയ കോംപ്ലക്സുമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. +3 ആണ്. അമോണിയ ഉണ്ട്. എത്ര അമോണിയ ഉണ്ടെന്ന് നമുക്കറിയില്ല, അത് X ആണെന്നിരിക്കട്ടെ. ഇനി ക്ലോറിനുണ്ട്. എത്ര ക്ലോറിൻ അകത്തും പുറത്തും വരണമെന്നാണ് അറിയേണ്ടത്. I 3 ആകണം. I 3 ആകണമെങ്കിൽ പുറത്ത് 2 ക്ലോറൈഡ് വരണം. അകത്തൊരു ക്ലോറിനും പുറത്ത് 2 ക്ലോറിനും. നോക്കിക്കേ, അമോണിയയ്ക്ക് ചാർജില്ല, ക്ലോറിൻ്റെ ചാർജ് -2, കൊബാൾട്ടിൻ്റെ ചാർജ് +3. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ +2. അപ്പോൾ 2 ക്ലോറിൻ പുറത്തു വരണം. അപ്പോൾ ഫോർമുല ഓഫ് ദ കോംപ്ലക്സ് ഈസ് CONH3X. X എന്തുമാവട്ടെ, ഒരു Cl അകത്തും 2 Cl പുറത്തും വന്നാൽ മാത്രമേ I is equal to 3 ആകുകയുള്ളൂ. ഇപ്പോൾ 2 ആനയോണും 1 കാറ്റയോണും തരും. അപ്പോൾ ക്വസ്റ്റ്യൻ, കോർഡിനേഷൻ സ്ഫിയറിൽ എത്ര ക്ലോറിൻ കാണും? 1 ക്ലോറിനേ ഉണ്ടാവൂ. Therefore, ആൻസർ ഈസ്, വേഗം പറയൂ, ഓപ്ഷൻ 3. കോർഡിനേഷൻ സ്ഫിയറിനകത്ത് 1 ക്ലോറിനും കോർഡിനേഷൻ സ്ഫിയറിൻ്റെ പുറത്ത് 2 ക്ലോറിനും. Therefore, ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ, a sample of radioactive substance is found to be 90% of its initial amount after 1 day. What percentage of the original sample can be found after 3 days? ഏതോ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ 100% എടുത്തു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ 90% ബാക്കി അവശേഷിച്ചു. 90% ബാക്കിയുണ്ട് ആഫ്റ്റർ 1 ഡേ. ആ ടൈമിന് പറയുന്ന പേരാ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 10% ഈസ് 1 ഡേ. 10% പോയി. 10% പോകാൻ വേണ്ടി എടുത്ത സമയമാണ് 1 ദിവസം. എങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ എത്ര % ബാക്കി കാണുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇത് ഫസ്റ്റ് ഓർഡറാണ്, കാരണം റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷനാണ്. നമുക്കൊരു ദിവസം കൂടെ കഴിയാം. T10% 1 ഡേ. വീണ്ടും 10% പോകുന്നു. 90ൻ്റെ 10% 9. 90ൽ നിന്ന് 9 പോയാൽ ബാക്കി 81% ഉണ്ട്. ഇതും 1 ഡേ, ഇതും 1 ഡേ. അതിന് കാരണം ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ മാത്രമേ അങ്ങനെ വരൂ. 1 ഡേ 1 ഡേ. വീണ്ടും 1 ദിവസം കൂടി കഴിഞ്ഞു. T10% ഈസ് 1 ഡേ. 81ൻ്റെ 10% 8.1. 81ൻ്റെ 10% 8.1 പോയി. ഇവിടെ നിന്ന് 8.1 പോയാൽ ബാക്കി 72.9 ഉണ്ട്. അതായത് 81 -
8.1 will give you answer that is 72.9. Therefore, after 3 days, the amount of the substance remaining will be 72.9, option 2. Next question. For the reduction of NO3 minus 1 ion in aqueous solution, E0 is plus 0.96 volt. Values of E0 for some metal ions are given below. അപ്പോൾ ഇവിടെ നൈട്രേറ്റ് അയോൺ ഉണ്ട്, അതിൻ്റെ E0 തന്നിട്ടുണ്ട്. E0 ഈസ് പ്ലസ് 0.96, വനേഡിയം മൈനസ് 1.19, അയൺ 0.04, മെർക്കുറി 0.86. ഇതിലേറ്റവും കൂടിയ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാ? NO3 മൈനസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ വേഗം റിഡക്ഷൻ സംഭവിക്കും. ഇത് ശക്തി കൂടിയ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ തന്ന 4 കേസുകളിൽ ഏറ്റവും കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നൈട്രേറ്റ് അയോണിനാണ്. നൈട്രേറ്റ് അയോണിന് വളരെ വേഗം റിഡക്ഷൻ സംഭവിക്കും. നൈട്രേറ്റ് അയോൺ ശക്തി കൂടിയ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഈ 3 പേരെക്കാളും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണിതിന്. അതുകൊണ്ട് ഈ 4 കേസുകളിലെ ഏറ്റവും ശക്തനായ ഓക്സിഡൈസിങ് ഏജൻ്റ് ആരാ? നൈട്രേറ്റ്. നൈട്രേറ്റിന് ഇതിനെയും ഓക്സിഡൈസ് ചെയ്യാൻ കഴിയും. എന്നാൽ നോക്കിക്കേ, വനേഡിയമാണ് ഇതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവ്. വനേഡിയത്തിന് വളരെ വേഗം ഓക്സിഡേഷൻ സംഭവിക്കും. വനേഡിയം ഒരു ശക്തി കൂടിയ റെഡ്യൂസിങ് ഏജൻ്റാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ, ഈ നൈട്രേറ്റ് അയോൺ ആണ് ഏറ്റവും ശക്തനായ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഈ 3 പേരെക്കാളും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ് 0.96. അതിൻ്റെ അർത്ഥം നൈട്രേറ്റ് അയോണിന് ഇതിനെയും ഓക്സിഡൈസ് ചെയ്യാം, ഇതിനെയും ഓക്സിഡൈസ് ചെയ്യാം. വനേഡിയം ആൻഡ് മെർക്കുറി, അയൺ ആൻഡ് മെർക്കുറി, വനേഡിയം ആൻഡ് അയൺ. Therefore, answer is all pairs. എല്ലാ പെയേഴ്സിനെയും ഓക്സിഡൈസ് ചെയ്യാൻ കഴിയും. അതിന് കാരണം എന്താ? ഈ 3 പേരെക്കാളും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലാണ് നൈട്രേറ്റ് അയോൺ. അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെരി ഹൈ. ഇറ്റ് അണ്ടർഗോ ഈസിയസ്റ്റ് റിഡക്ഷൻ. വളരെ വേഗം റിഡക്ഷൻ സംഭവിക്കുന്നവർ ശക്തി കൂടിയ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. Therefore, answer is all pairs. Next question. Colloids, fog. പറയൂ, ഫോഗ് എന്ന് പറയുന്നതിലെ DP ആര്? വാട്ടർ വേപ്പർ വിച്ച് ഇസ് എ ലിക്വിഡ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വിച്ച് ഇസ് എ ലിക്വിഡ്. DM എയർ, അതിൻ്റെ പേരാ എയ്റോസോൾ. അതുകൊണ്ട് ഫോഗ് ഒരു എയ്റോസോളാണ്, എസ് ആണ്. മിൽക്കിലെ DPയും DMഉം ലിക്വിഡാണ്. Therefore, it is called an emulsion. It is R. Cheese is a gel. Therefore, it is P. സോപ്പ് പത, അത് ഫോമാണ്. Therefore, it is Q. Therefore, answer is SRPQ. Answer option 1 is the answer. Next one. Among the oxides of nitrogen N2O3, N2O4 and N2O5, the molecules having nitrogen bond is. NN ബോണ്ട് ഉള്ളത് ഈ 3 പേരുടെയും സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെക്കണം. N2O3യുടെ സ്ട്രക്ചർ ഇതാ. ഇത് ഡബിൾ ബോണ്ട്, ഇത് കോർഡിനേറ്റ് ബോണ്ട്, ഇത് ഡബിൾ ബോണ്ട്. ഇതാണ് N2O3.
N2O4 കൂടി ഒന്ന് എഴുതാം. N ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ, ഇതാണ് N2O4. ഇനി ഈ സ്ട്രക്ചറെല്ലാം NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി N2O5 കിട്ടണമെങ്കിൽ ഇതിൻ്റെ നടുക്കൊരു ഓക്സിജൻ കൊടുത്താൽ മതി. N ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ. ദിസ് ഈസ് N2O5. Here there is NN bond. Here also there is NN bond. പക്ഷേ ഇവിടെ NN ബോണ്ട് ഇല്ല, NO ബോണ്ട് മാത്രമേ ഉള്ളൂ. Therefore ഏത് പെയറിലാണ് നൈട്രജൻ ബോണ്ട് ഉള്ളത്? ഇറ്റ് ഈസ് N2O4 and N2O3. ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, CrO4-1 changes to Cr2O7-2 orange in pH is equal to X and vice versa in pH is equal to Y. Hence, X and Y are. Chromate ion is CrO4-1. അതിനെ ഡൈക്രോമേറ്റ് ആക്കണമെങ്കിൽ ഒരു ആസിഡ് ചേർക്കണം. ഒരു ആസിഡ് ചേർത്താൽ അത് ഡൈക്രോമേറ്റായി മാറും. ആ ഡയഗ്രാമൊക്കെ NCERT ടെക്സ്റ്റ് വരച്ചിട്ടിട്ടുണ്ട്. ഇത് തിരിച്ചു വരണമെങ്കിൽ, ഇത് ഡൈക്രോമേറ്റ് ആകാൻ ആസിഡ് വേണമെങ്കിൽ ഡൈക്രോമേറ്റ് ക്രോമേറ്റ് ആകുവാൻ ബേസ് വേണം, OH- വേണം. അപ്പം ഫോർവേഡ് നടക്കണമെങ്കിൽ അസിഡിക് ആകണം, pH 7 കുറയണം. ബാക്ക്വേഡ് നടക്കണമെങ്കിൽ ബേസിക് ആവണം, ബേസിക് ആകണമെങ്കിൽ pH 7 കൂടണം. അപ്പോൾ pH 7 കുറഞ്ഞതും pH 7 കൂടിയതുമായ ഒരു ആൻസറാണ് ആൻസർ ഈസ് 6-8. pH 6 അസിഡിക്, pH 8 ബേസിക്. Therefore, answer is option 1. Next, sulfide ore on roasting gives a gas X. X reacts with chlorine in presence of charcoal to give Y. Who is Y? All sulfide ores, for example, zinc blend on roasting, which gas is coming out? Sulfur dioxide. That sulfur dioxide will react with chlorine in presence of charcoal, forming SO2Cl2. So the product is sulfuryl chloride, SO2Cl2. Answer option 3. That combined only in presence of charcoal to give you sulfuryl chloride, SO2Cl2. Next, calculate the total number of possible isomers, structural and stereo, of the ion. ഇതിൽ സ്ട്രക്ചറലും സ്റ്റീരിയോയുമായ മൊത്തം എത്ര ഐസോമേഴ്സ് കിട്ടും? ഇത് ഏത് ടൈപ്പാണ്? ദിസ് ഈസ് ഓഫ് ദി ഫോം MAA twice BC. AA is a bidentate ligand like ethylene diamine. B and C are NH3 and NO2 monovalent, or it is a monodentate ligand. നമ്മൾ ഇതിന് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് പഠിച്ചിട്ടുണ്ട്, സിസും ട്രാൻസും. അതൊന്ന് വരച്ച് കാണിക്കുന്നു. M is the metal and this is AA. Ethylene diamine, this is AA, and this is B and this is C. B NH3, C NO2. ഇവിടെ ഒരേ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുന്നു. ഇതിൻ്റെ പേരാ ട്രാൻസൈസോമർ.
അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് വന്നു. അതുകൊണ്ട് ട്രാൻസ് ഐസോമർ. ഒന്ന് ബി ആണ്, ഒന്ന് സി ആണ്. സി ആരാ? NO2. NO2-ൻ്റെ പ്രത്യേകത അറിയാം. N ഡബിൾ ബോണ്ടോ O- ആയി നിൽക്കാം, അല്ല കോർഡിനേറ്റ് ബോണ്ടോ ആയി നിൽക്കാം, അല്ലെങ്കിൽ ON ഡബിൾ ബോണ്ടോ ആയി നിൽക്കാം. ഇതിൻ്റെ പേരാ നൈട്രിറ്റോ N, ഇതിൻ്റെ പേരാ നൈട്രിറ്റോ O. ലിങ്കേജ് ഐസോമറിസം. അപ്പോൾ NO2-ന് ലിങ്കേജ് ഐസോമറിസം ഉണ്ട്. അപ്പോൾ ട്രാൻസ് തന്നെ രണ്ടെണ്ണം കിട്ടും. ഒന്ന് നൈട്രിറ്റോ N കിട്ടും, നൈട്രിറ്റോ N. മറ്റൊന്ന് നൈട്രിറ്റോ Oയും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ് ഐസോമർ രണ്ടെണ്ണം വാങ്ങാൻ കിട്ടും. നൈട്രിറ്റോ N ഉള്ള ട്രാൻസും, അല്ലെങ്കിൽ ട്രാൻസായ ഐസോമർ രണ്ടെണ്ണം വാങ്ങാൻ കിട്ടും. നൈട്രിറ്റോ N ആയ ട്രാൻസും നൈട്രിറ്റോ O ആയ ട്രാൻസും കിട്ടും. ഇനി ഇതിന് സിസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ സിസ് ഐസോമർ M. ഈ ബിയും സിയിലും, ബി ഇവിടെ എഴുതുന്നു, സി ഇവിടെ നിന്ന് മാറി എവിടെയെങ്കിലും വരച്ചാൽ മതി, സി. അപ്പോൾ ഇവിടെയാണ് AA, ഇവിടെയാണ് BB. സോറി, AA. ദാറ്റ് ഇസ് എതിരീൻ ഡയമീൻ. AA. ഇത് സിസ് ഐസോമറാണ്, ഇത് ട്രാൻസ് ഐസോമറാണ്. ഈ സിസ് ഐസോമറിൽ പ്ലെയിനോസിമെട്രി ഇല്ല, ഇവിടെ പ്ലെയിനോസിമെട്രി ഉണ്ട്. ഇതുവഴി മുറിച്ചാൽ രണ്ട് ഈക്വൽ പീസ് കിട്ടും. പ്ലെയിനോസിമെട്രി ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. ബട്ട് ദിസ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇതിൻ്റെ രണ്ടെണ്ണം കിട്ടും. ഏതൊക്കെ? ഡെക്സ്ട്രോയും ലീവോയും. അപ്പോൾ ഇതിൻ്റെ ഡെക്സ്ട്രോയും കിട്ടും, ലീവോയും കിട്ടും. ബട്ട് ഇവിടുത്തെ NO2 ഗ്രൂപ്പ് രണ്ട് രീതിയിൽ നിൽക്കാം, നൈട്രിറ്റോ O, നൈട്രിറ്റോ N. അപ്പോൾ ഡെക്സ്ട്രോ തന്നെ രണ്ടെണ്ണം വാങ്ങാൻ കിട്ടും, നൈട്രിറ്റോ N, നൈട്രിറ്റോ O, നൈട്രിറ്റോ O. അതുപോലെ ലീവോയും കിട്ടും രണ്ടെണ്ണം. ചുരുക്കത്തിൽ ഇതിന് 6 ഐസോമേഴ്സ് പോസിബിളാണ്. അപ്പം ഞാൻ ഈ കോമ്പൗണ്ടിൻ്റെ 50 ഗ്രാം വേണമെന്നും പറഞ്ഞൊരു കടയിൽ ചെന്നാൽ എന്നോട് ചോദിക്കും, ട്രാൻസിൻ്റെ നൈട്രിറ്റോ N വേണോ, ട്രാൻസിൻ്റെ നൈട്രിറ്റോ O വേണോ, സിസിൻ്റെ ഡെസ്ട്രോയുടെ നൈട്രിറ്റോ N വേണോ, സിസിൻ്റെ ഡെസ്ട്രോയുടെ നൈട്രിറ്റോ O വേണോ, സിസിൻ്റെ ലീവോയുടെ നൈട്രിറ്റോ N വേണോ, സിസിൻ്റെ ലീവോയുടെ നൈട്രിറ്റോ O വേണോ? ഇതിന് മൊത്തം ഐസോമേഴ്സ് 6 എണ്ണം ഉണ്ടാകും. Therefore, total number of isomers will be 6. ഒരു ട്രാൻസും ഒരു സിസും. ട്രാൻസിൽ തന്നെ 2 എണ്ണം ലിങ്കേജ് ഐസോമേഴ്സ്, സിസിന് തന്നെ 4 എണ്ണം, സിസിൻ്റെ ഡിയിൽ 2 എണ്ണം, സിസിൻ്റെ എല്ലിൽ 2 എണ്ണം. അപ്പോൾ ലിങ്കേജ് ഐസോമേഴ്സ്, സ്ട്രക്ചറിലും സ്റ്റീരിയോ ഐസോമേഴ്സും ടോട്ടൽ number 6 is possible. Next one, correct order of the reactivity of the halides of SN1 reaction. SN1 reaction വളരെ വേഗം നടക്കണമെങ്കിൽ സ്റ്റേബിളസ്റ്റായ കാർബോണിയം അയോൺ ഉണ്ടാകണം. ദാ ഈ തന്നിരിക്കുന്നവരുടെ സ്റ്റേബിളസ്റ്റായ കാർബോണിയം അയോണിൻ്റെ ഓർഡർ ഞാനൊന്ന് എഴുതാൻ പോവുകയാണ്. C6H5CH2+ is highly stable. അത് കഴിഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2+, അലയിൽ കാർബോണിയം അയോൺ. അത് കഴിഞ്ഞാൽ CH3 ട്വൈസ് CH+, അത് കഴിഞ്ഞാൽ പ്രൈമറി CH3CH2+. അപ്പം മറക്കരുത്, ബെൻസൈൽ കാർബോണിയം അയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ അലയിൽ കാർബോണിയം അയോൺ. ഇത് രണ്ടും ഈ 2 എണ്ണത്തിനേക്കാളും സ്റ്റേബിളാണ്. ഇത് സെക്കൻഡറി കാർബോണിയം അയോൺ, ഇത് പ്രൈമറി കാർബോണിയം അയോൺ. അപ്പോൾ ഇതിനാണ് ഏറ്റവും വേഗത്തിൽ SN1
അത് കഴിഞ്ഞാൽ ഇത് ഈ ഓർഡറിലാണ്. ഈ ഓർഡറിലുള്ള ഹാലൈഡ് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 1. അപ്പോൾ ഓപ്ഷൻ 1ലുള്ള ഹാലൈഡുകളാണ് SN1ൻ്റെ ഓർഡർ. ദിസ് കാർബോണിയം അയോൺ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ. അത് കഴിഞ്ഞാൽ അലൈൽ കാർബോണിയം അയോൺ. അലൈൽ കാർബോണിയം അയോണിലെ പോസിറ്റീവ് ചാർജുകൾ ഓടിച്ചാടി കളിക്കും. ഈ ഓട്ടത്തിൻ്റെ പേരാ റെസൊണൻസ്. അത് കഴിഞ്ഞ് സെക്കൻഡറി കാർബോണിയം അയോൺ, അത് കഴിഞ്ഞ് പ്രൈമറി കാർബോണിയം അയോൺ. ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് വൺ, an organic compound containing bromine X on treatment with alcoholic KOH gave 2 isomeric product with molecular formula C4H8. On ozonolysis, one of these gives only one product CH3CHO, while the other on ozonolysis gave 2 different products. The compound X is. നമുക്കത് ഓപ്ഷൻ വെച്ചങ്ങ് ചെയ്താൽ എളുപ്പത്തിൽ പറയാം. 2-bromobutane ആദ്യം എടുക്കാം. 2-bromobutane ഇതാണ് 2-bromobutane. CH3 CH CH2 CH3. This compound is treated with alcoholic potash. Alcoholic potash is a very good dehydrohalogenating agent. അപ്പോൾ ഇവിടെ നിന്നൊരു BR പോകാം, ഇവിടെ നിന്നൊരു H പോകാം, ഇനി ഇവിടെ നിന്നും ഒരു H പോകാം. 2 സാധ്യതകളുണ്ട്. അതുകൊണ്ട് -HBr dehydrohalogenation, we can have 2 products. ഒന്ന് CH2 double bond CH CH2 CH3. അതായത് ഈ എച്ചും ഈ BR കൂടെ പോയപ്പോൾ കിട്ടിയ ആൽക്കീൻ. വേറൊരു സാധ്യതയുണ്ട്. ഈ BRും ഈ എച്ചും കൂടെ ചേരുമ്പോൾ ബാക്കി CH3 CH ഡബിൾ ബോണ്ട് CH CH3. ഈ ആൽക്കീനായിരിക്കും മേജർ പ്രോഡക്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു സെയ്റ്റ്സഫ് റൂൾ. അപ്പോൾ സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ച് മോസ്റ്റ് സ്റ്റേബിൾ ആൽക്കീൻ ഇതാണ്. ഇത് രണ്ടും സാധ്യതയുണ്ട്. ഇതൊരു 10%, ഇതൊരു 90% കിട്ടും. ഈ 2 പേരെയും ഓസോണോളിസിസ് ഒന്ന് നടത്താം. ഓസോണോളിസിസ് നടക്കുമ്പോൾ നിങ്ങളാകെ അറിയേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഓസോണോളിസിസ് നടക്കുമ്പോൾ ഡബിൾ ബോണ്ടുള്ള കാർബൺ ആറ്റം മുറിഞ്ഞ് ഇരുവശവും ഓരോ ഓക്സിജൻ വരും. ഇവിടെയും ഇത് മുറിഞ്ഞ് ഓക്സിജൻ. ഇതിൻ്റെ ഓസോണോളിസിസ് നടന്നാൽ CH2O CH3 CH2 CHO. ഇതിൻ്റെ ഓസോണോളിസിസ് നടന്നാൽ CH3 CHO CH3 CHO. ഈ 2 ആൽഡിഹൈഡും സെയിമാ. അതാണ് പറഞ്ഞത് ഓൺ ഓസോണോളിസിസ് one of this gave only one product CH3CHO. CH3CHO മാത്രമേ കിട്ടിയുള്ളൂ ഒരു പ്രോഡക്റ്റിൽ. മറ്റേ പ്രോഡക്റ്റിലോ 2 different products. ഏതൊക്കെയാ പ്രോഡക്റ്റ്? CH2O called formaldehyde HCHO, then propanol CH3CH2CHO. Therefore answer is option 1. ആ ഒന്നാമത്തെ കോമ്പൗണ്ടിൽ നിന്ന് മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റുകൾ കിട്ടുകയുള്ളൂ. Therefore answer option 1. Next question. Identify A in the following sequence of reactions. A ammonia 1 mole, B chloroform alcoholic potash, C reduction gives this compound. The chloroform and alcoholic potash വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൈമറി അമീനാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഈ പറഞ്ഞ ഹാലൈഡുകളിൽ ഞാൻ ഈ ഹാലൈഡ് എടുത്തുകൊണ്ട് ആ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നു. ശ്രദ്ധയോട് കേൾക്കണം. CH3 CH Cl CH3
ഇതിൻ്റെ പേര് ഐസോപ്രോപ്പൈൽ ഹാലൈഡ്. ഇത് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്തും വരാം. ദിസ് കോമ്പൗണ്ട് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് അമോണിയ എന്തു മാറും? HCl മാറി NH2 വരുന്നു. പ്രോഡക്റ്റ് ഈസ് CH3CH NH2CH3. That compound is treated with chloroform and alcoholic potash. Chloroform and alcoholic potash, Hoffman's. എന്ത് സംഭവിക്കും? അവിടെ നടക്കുന്ന റിയാക്ഷൻ ഈ പ്രൈമറി അമീൻ ഐസോസയനൈഡായി മാറും. അപ്പോൾ ദ പ്രോഡക്റ്റ് ഈസ് CH3CH NCCH3. പ്രോഡക്റ്റ് ഈസ് ഐസോസയനൈഡ്. ഈ റിയാക്ഷൻ്റെ പേര് ഹോഫ്മാൻസ് കാർബൈൽ അമീൻ റിയാക്ഷൻ, ഐസോസയനൈഡ്. ഇതിനെ ഒന്ന് റിഡക്ഷൻ നടത്താം. NCA റെഡ്യൂസ് ചെയ്താൽ എപ്പോഴും കിട്ടുന്ന പ്രോഡക്റ്റാ NHCH3 സെക്കൻഡറി അമീൻ. Therefore, this on reduction product is CH3CH3. NC becomes NHCH3. അതാണ് ഈ കോമ്പൗണ്ട്. നോക്കിക്കേ, ആ കോമ്പൗണ്ട് CH3 twice NHCH3. അപ്പോൾ അവിടെ എടുക്കേണ്ട ഹാലൈഡ് ഐസോപ്രോപ്പൈൽ ഹാലൈഡ് ആയിരിക്കണം. ആൻസർ ഓപ്ഷൻ 4. Now the next compound. Which of the following is most acidic? One is phenol, benzyl alcohol, metachlorophenol, cyclohexanol. ഇത് മൂന്നും ബെൻസീൻ റിംഗ് ആണ്, അത് സൈക്ലോഹെക്സേൻ റിംഗ് ആണ്. സൈക്ലോഹെക്സനോൾ OH. ഇത് ആൽക്കഹോളാണ്, ഇത് ഫീനോളാണ്. ഫീനോൾസ് ആർ മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. അപ്പോൾ ഇതിനേക്കാൾ അസിഡിക്കാണിത്. ഈ ഫീനോളിൻ്റെ മെറ്റാപ്പൊസിഷനിൽ ക്ലോറിൻ ഉണ്ട്. മെറ്റാപ്പൊസിഷൻ ഇരിക്കുന്ന ക്ലോറിന് എന്ത് എഫക്റ്റ് ഉണ്ട്? -I. -R +R ക്ലോറിൻ്റെ പൊസിഷൻ മെറ്റാപ്പൊസിഷന് വന്നാൽ അതിന് -I എഫക്റ്റ് മാത്രമേ കാണിക്കാൻ കഴിയൂ. -I എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പിടിച്ചു വലിക്കും. ആ -I എഫക്റ്റ് കൊണ്ട് വളരെ വേഗം ഇവിടെ നിന്ന് H+ പുറത്തിറങ്ങും. ഇതാണ് മോസ്റ്റ് അസിഡിക്. Therefore, most acidic is metachlorophenol due to the -I effect of the chlorine in the meta position. Answer option 3. Next, ആ കോമ്പൗണ്ടിൻ്റെ ഓസണോളിസിസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓസണോളിസിസ് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് തല്ലിപ്പൊട്ടിച്ച് ഇരുവശവും ഓരോ ഓക്സിജൻ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഓസണോളിസിസ് എന്ന് എഴുതാം. CH3 CH2 CH ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് CH CH3. ഈ കോമ്പൗണ്ടിൻ്റെ ഓസണോളിസിസ് നടന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഇത് തല്ലിപ്പൊട്ടിക്കണം, ഇത് തല്ലിപ്പൊട്ടിക്കണം. ഇവിടൊരോ ഇവിടെയും ഒരു. ഇതാണ് ഓസണോളിസിസ് കിട്ടുന്ന പ്രോഡക്റ്റ്. Ozone plus water plus zinc, that is called ozonolysis, reductive ozonolysis. So the products are CH3 CH2 CHO, and this is CH3 CHO, പിന്നെ ഇതോ CO2 കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇതാണ് X, ഇതാണ് Y, ഇതാണ് Z,
ഇസഡിൻ്റെ അവിടെ എഴുതി ഗ്യാസ് എന്ന്. അപ്പോൾ ഇത് ഗ്യാസാണ്, പുറത്തേക്ക് പോയി. ക്വസ്റ്റ്യൻ: ഇവരെ രണ്ടു പേരെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുവാൻ എന്തുപയോഗിക്കാം? ശ്രദ്ധയോട് കേൾക്കണം. CH3CO ഗ്രൂപ്പുള്ള എല്ലാ ആൽഡിഹൈഡുകളും, എല്ലാ കീറ്റോണുകളും, എല്ലാ പ്രൈമറി ആൽക്കഹോളും, എല്ലാ സെക്കൻഡറി ആൽക്കഹോളും തരുന്ന റിയാക്ഷനാ ഹാലോഫോം റിയാക്ഷൻ. ഇതൊരാൾഡിഹൈഡാണ്. ഇവിടെ CH3CO ഉണ്ട്, ഇവിടെ CH3CO ഇല്ല. അതുകൊണ്ട് ഇത് ഹാലോഫോം തരില്ല, ഇത് ഹാലോഫോം തരും. ഹാലോഫോം റിയാക്ഷന് വേണ്ടി എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യണം? അയോഡിനും ഒരാൽക്കലിയും. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാലും മതി, സോഡിയം ഹൈപ്പോ അയോഡൈഡ്. അപ്പം അയോഡിൻ പ്ലസ് ആൽക്കലി അയോഡോഫോം, അല്ലെ ക്ലോറിൻ പ്ലസ് NaOH ക്ലോറോഫോം കിട്ടും, ഹാലോഫോം കിട്ടും. ഹാലജൻ പ്ലസ് NaOH പകരം NaOX എന്ന് എഴുതിയാലും മതി. കാരണം ഇവരുടെ രണ്ടുപേരുടെയും റിയാക്ഷൻ കൊണ്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് സോഡിയം ഹൈപ്പോ ഹാലൈറ്റ്. അതുകൊണ്ട് ആൻസർ NaOI. അത് കണ്ടാൽ ഉടൻ പറയണം, ഹാലോഫോം റിയാക്ഷൻ്റെ റിയേജൻ്റ് ആണത്, NaOI. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് റിയാക്ഷൻ: which of the following reactions will not give a primary amine? നമുക്കറിയാം NC group bond reduction gives only NHCH3 which is a secondary amine. അപ്പോൾ ആൻസർ അതായത് ഇതിനെ റെഡ്യൂസ് ചെയ്താൽ ഒരിക്കലും പ്രൈമറി അമീൻ കിട്ടില്ല, സെക്കൻഡറി അമീനെ കിട്ടൂ. എന്നാൽ ബാക്കി 3 കേസിലും പ്രോഡക്റ്റ് വിൽ ബി എ പ്രൈമറി അമീൻ. Therefore 3 is the answer. Next one: number of amino acids and number of peptide bonds in a linear tetrapeptide made of different amino acids are respectively. ടെട്രാപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ ടെട്രാപെപ്റ്റൈഡിൽ 4 അമിനോ ആസിഡുകൾ ചേരണം. 4 അമിനോ ആസിഡുകൾ ചേരുമ്പോൾ ഇവിടെയാണ് C ഡബിൾ ബോണ്ടോ, ഇവിടെ NH ഗ്രൂപ്പാണ്, NH. ഇതാണ് പെപ്റ്റൈഡ് ലിങ്കേജ്. ഒരു അമിനോ ആസിഡിൻ്റെ ആസിഡ് ഗ്രൂപ്പും മറ്റൊരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പും കൂടെ ചേരുമ്പോഴാണ് പെപ്റ്റൈഡ് ലിങ്കേജ്. ഇവിടെയുമുണ്ട് പെപ്റ്റൈഡ് ലിങ്കേജ്, ഇവിടെയുമുണ്ട് പെപ്റ്റൈഡ് ലിങ്കേജ്. അപ്പം നോക്കിക്കേ, ടെട്രാപെപ്റ്റൈഡ് ഉണ്ടാകണമെങ്കിൽ 4 അമിനോ ആസിഡ് ചേരണം. 1, 2, 3, 4. അവർക്കിടയിലുള്ള പെപ്റ്റൈഡ് ലിങ്കേജ് 1, 2, 3. പെപ്റ്റൈഡ് ലിങ്കേജ് 3. എത്ര അമിനോ ആസിഡ് ചേരണമെന്ന് ചോദിച്ചാൽ 4 എണ്ണം. Therefore answer is 4 and 3. എന്താണ് 4? 4 അമിനോ ആസിഡ് ചേരണം, 3 പെപ്റ്റൈഡ് ലിങ്കേജ് ഉണ്ടാകും. Therefore number of amino acid is 4, number of peptide bond is 3. Answer option 4. Next one: polymer containing 5 methylene group in the repeating unit is nylon 6-ലെ repeating unit ഇതാ CH2 NH and CO. ഇതിൻ്റെ അനേകായിരം യൂണിറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ പേരാ നൈലോൺ 6. Therefore അത് ആ കോമ്പൗണ്ട് നൈലോൺ 6 ഉണ്ടായത് ഈ പോളിമറാണ് നൈലോൺ 6. അതുകൊണ്ട് 5 മെഥിലിൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന CH2 5 ടൈംസ് ഉള്ള കേസ് ഇതിനകത്ത് ഒരെണ്ണമേ ഉള്ളൂ. ഇറ്റ് ഈസ് നൈലോൺ 6. നെക്സ്റ്റ്: which of the following will not enhance nutritional value of the food? Answer is
ആർട്ടിഫിഷ്യൽ സ്വീറ്റനേഴ്സ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റനേഴ്സ് which will not enhance nutritional value of the food. Next, the compound of molecular formula C5H10O react with the tolerance reagent to give silver mirror test. ടോളൻസ് റിയേജൻറ്റുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ സിൽവർ മിറർ ടെസ്റ്റ് തരണമെങ്കിൽ അതാരായിരിക്കണം? ഒരു ആൽഡിഹൈഡ് ആയിരിക്കണം, കീറ്റോൺ ആവാൻ പറ്റില്ല. അപ്പോൾ ആൽഡിഹൈഡാണ്. ബട്ട് വിൽ നോട്ട് അണ്ടർഗോ ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ ഉണ്ടാകണമെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന ആ കാർബണിൻ്റെ കയ്യിൽ ഒരു ഹൈഡ്രജൻ വേണം. അതിൻ്റെ പേരാ ആൽഫ ഹൈഡ്രജൻ. അതില്ലാത്ത കേസാണ്. അപ്പം ബട്ട് ഡസ് നോട്ട് അണ്ടർഗോ ആൽഡോൾ കണ്ടൻസേഷൻ, അതായത് ഇങ്ങനൊരു ഹൈഡ്രജൻ ഇല്ല. അപ്പം കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആയിരിക്കണം. ആ ആൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാകാനും പാടില്ല. അതാരെന്നാണ്? ഇതൊന്ന് വരച്ച് നോക്കാം. 2,2-dimethyl propanol. This compound is called propanol. 2,2-dimethyl propanol ഈ കോമ്പൗണ്ട് ആണ്. ഇതൊരു ആൽഡിഹൈഡ് ആണ്. ടോളൻസ് റിയേജൻറ്റിന് റിയാക്ഷൻ തരും. ആൽഫ കാർബണിൽ ഒരു ഹൈഡ്രജൻ പോലുമില്ല. അതുകൊണ്ട് ആൽഡോൾ കണ്ടൻസേഷൻ തരാത്ത ഒരു ആൽഡിഹൈഡാണിത്. therefore ആൻസർ ഓപ്ഷൻ 2. Next, for a given reaction, a given product, rate of the reaction is 1 × 10⁻⁻⁴ molar per second when A is equal to 0.01 m, and the rate is found to be 1.414 × 10⁻⁴ molar per second when A is equal to 0.02 m. Hence, the rate law is rate is equal to rate constant into concentration of A raised to x. നമുക്ക് x കാണണം. ഈ പ്രോബ്ലത്തിൽ പറഞ്ഞു എയുടെ കോൺസെൻട്രേഷൻ 0.01 ആയിരുന്നപ്പോൾ റേറ്റ് 1 × 10⁻⁻⁴ ആയിരുന്നു. ഇനി എയുടെ കോൺസെൻട്രേഷൻ 0.02 ആക്കിയപ്പോൾ റേറ്റ് 1.414 × 10⁻⁻⁴ ആയി മാറി. ഇത് ഡബിളാ. എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു. അപ്പോൾ റേറ്റ് ഇതായി. അതായത് എയുടെ കോൺസെൻട്രേഷൻ ഡബിളായപ്പോൾ റേറ്റ് ഇതായി. നിങ്ങൾക്കറിയാം √2 പേരാ 1.414. അപ്പോൾ ഇവിടെ നിന്ന് വ്യക്തമാണ് 2⁻x is 1.414. therefore x is half. നോക്കിക്കേ, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയപ്പോൾ റേറ്റ് √2 ടൈംസ് ആയി. അപ്പോൾ റേറ്റ് √2 ടൈംസ് ആകണമെങ്കിൽ 2⁻x is 2⁻½ ആകണം. അതുകൊണ്ട് x എത്ര? ഹാഫ്. therefore ഇക്വേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു k × A⁻². അപ്പോൾ ഒന്ന് പറഞ്ഞേ, റേറ്റ് ഈസ് ഈക്വൽ ടു k × A⁻². എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ റേറ്റ് 2⁻½ ആകും. 2⁻½ പേരാ 1.414. ഇതിൻ്റെ 1.414 ടൈംസ് ആയി. അപ്പോൾ 2⁻². therefore order of the reaction with respect to A is half. option 4. Next one, pure phosphine is not combustible. When impure phosphine is combustible, this combustibility is due to the presence of NCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നൊരു സെൻറ്റൻസാണിത്. പ്യുവർ ഫോസ്ഫീൻ കമ്പസ്റ്റിബിൾ അല്ല,
പക്ഷേ അത് പെട്ടെന്ന് തീപിടിക്കാൻ കാരണക്കാർ 2 പേരാണ്, P2H4ഉം P4ഉം. അപ്പം ഫോസ്ഫീൻ്റെ കൂടെ P2H4ഉം P4ഉം കാണുന്നത് കൊണ്ടാണ് ഫോസ്ഫീൻ കമ്പസ്റ്റിബിളായി മാറുന്നതെന്ന് NCERT ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. Therefore, answer is both 1 and 3. Next one, identify Y in the following sequence of reactions. Nitrobenzene C6H5NO2 SnHCl. ഒരു മെറ്റലും ആസിഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് ശക്തനായ ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. NO2 on reduction gives C6H5NS2 called aniline. Aniline is treated with benzoyl chloride ClCO C6H5. ഒരു എച്ചും ഒരു Clഉം ചേർന്ന് HCl ആകും. The remaining product is C6H5NHCO C6H5. ഈ കോമ്പൗണ്ടിൻ്റെ പേര് ബെൻസാനിലൈഡ്. ദിസ് കോമ്പൗണ്ട് ഇസ് കോൾഡ് ബെൻസാനിലൈഡ്. ഇവിടെ മീഥൈൽ ഗ്രൂപ്പാണോ വരുന്നതെങ്കിൽ അസിറ്റാനിലൈഡ്. ബെൻസിൻ റിങ് വന്നതുകൊണ്ട് ബെൻസാനിലൈഡ്. Therefore, answer option 2, bensanilide. Next, correct order of the wavelength of the absorption in the visible region for the following complexes is. ഒരേ മെറ്റലാണ്, പക്ഷേ ലിഗാൻഡുകൾ വ്യത്യാസമാണ്. ആ ലിഗാൻഡുകളെ നമുക്കൊന്ന് ശക്തി അനുസരിച്ചൊന്ന് അടുക്കി നോക്കാം. ഏറ്റവും ശക്തനായ ലിഗാൻഡ് NO2-1 ആണ്. അത് കഴിഞ്ഞാൽ അമോണിയ, അത് കഴിഞ്ഞാൽ വാട്ടർ, അത് കഴിഞ്ഞാൽ ഫ്ലോറിൻ. ദിസ് ഈസ് ദി ഓർഡർ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ്സ്. ലിഗാൻഡിൻ്റെ സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് അടുക്കുമ്പോൾ NO2-1, അമോണിയ, വാട്ടർ ആൻഡ് ഫ്ലോറിൻ. ഫ്ലോറിൻ F-1. അപ്പോൾ ഇതാണ് ലിഗാൻഡിൻ്റെ പവർ. ലിഗാൻഡിൻ്റെ ശക്തി കൂടുന്തോറും ഇതെല്ലാം ഒക്ടാഹിഡ്രൽ കോംപ്ലക്സാണ്. ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൽ T2G ഉണ്ട്, EG ഉണ്ട്. T2G ആൻഡ് EG. സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ് കൂടുന്തോറും ഈ ഗ്യാപ്പ് കൂടും, ഗ്യാപ്പിൻ്റെ ഹൈറ്റ് കൂടും. എനർജി ഈസ് ഈക്വൽ ടു hν ഈസ് ഈക്വൽ ടു hc/λ. എനർജിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഹൈ എനർജി എന്ന് കേട്ടാൽ ലോ വേവ് ലെങ്ത്, ഹൈ വേവ് ലെങ്ത് ലോ എനർജി. ക്വസ്റ്റ്യൻ, കറക്റ്റ് ഓർഡർ ഓഫ് ദ വേവ് ലെങ്ത് അറിയേണ്ടത്. വേവ് ലെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ എനർജി കുറയുകയാണ്. ഏറ്റവും ശക്തനായ ലിഗാൻഡ് ഇതാ. ഇത് വരുമ്പോൾ ഗ്യാപ്പ് കൂടും, എനർജി കൂടും, വേവ് ലെങ്ത് കുറയും. ഇതാണ് വീക്കസ്റ്റ് ലിഗാൻഡ്. വീക്കസ്റ്റ് ലിഗാൻഡ് വരുമ്പോൾ ഈ ഗ്യാപ്പ് കുറയും, എനർജി ഡിഫറൻസ് കുറയും, വേവ് ലെങ്ത് കൂടും. ഏറ്റവും കൂടിയ വേവ് ലെങ്ത്, ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത്. അപ്പോൾ അതിൽ നിന്ന് വേഗം ആൻസർ പറയൂ. ആൻസർ ഈസ് ഓപ്ഷൻ, വേഗം പറയൂ, ഏതായിരിക്കും? ഏറ്റവും കൂടിയ വേവ് ലെങ്ത് ഇതിനാ 4 കഴിഞ്ഞാൽ ഏതായിരിക്കും? 3. അത് കഴിഞ്ഞ് 2. Therefore, answer is option 1. Therefore, answer is option 1. ഇനി കറക്റ്റ് ഓർഡർ ഓഫ് ദ വേവ് ലെങ്ത് ചോദിച്ചപ്പോഴാണിത്. കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫ്രീക്വൻസി ചോദിച്ചാലോ തിരിച്ചു വരും. കറക്റ്റ് ഓർഡർ ഓഫ് ദി എനർജി ചോദിച്ചാലും തിരിച്ചു വരും. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following reagent can be used to convert but1 into butanone? ഇതാണ് but1.
അതിനെ നമുക്ക് ബ്യൂട്ടനോൺ ആക്കി മാറ്റണം. ഇത് CH3 CH2 CH2 CO CH3 ആക്കണം. ആക്കാൻ when any alkyne is treated with dilute H2SO4 plus mercuric sulfate, എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്? Addition of one molecule of water in accordance with Markovnikov's rule, negative part will go to the carbon having least number of hydrogen. അപ്പോൾ OH ഇവിടെ വരും, H ഇവിടെ വരും. Product is CH3 CH2 COH double bond CH2. ഇതിന് ടോട്ടോമറൈസേഷൻ നടക്കും. ഇവിടുന്ന് H മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങ് വരും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണിത്. അതുകൊണ്ട് ബ്യൂട്ട് 1നെ ബ്യൂട്ടനോൺ ആക്കുവാൻ ഇതിനകത്ത് ആവശ്യമായ റിയേജൻ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് മെർക്കുറിക് സൾഫേറ്റ്. ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് വൺ. Which of the following does not give a precipitate with alcoholic silver nitrate? തന്നിരിക്കുന്നതെല്ലാം ക്ലോറൈഡുകളാണ്. അപ്പോൾ ക്ലോറിനും സിൽവർ നൈട്രേറ്റുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡ് എന്ന പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാകാത്തത് ഏതെന്നാണ് ചോദ്യം. ഈ ക്ലോറിൻ മുറിഞ്ഞു പോകാത്തത് എവിടെ? ആൻസർ ക്ലോറോബെൻസീൻ. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. ക്ലോറിൻ്റെ ലോൺ പെയറും ബെൻസീൻ റിങ്ങുമായി എന്തുണ്ട്? റെസൊണൻസ്. അതുകൊണ്ട് ഇവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറുണ്ട്. അതുകൊണ്ട് ഇത് മുറിച്ചു കളയാൻ പ്രയാസമാണ്. aromatic halide will not undergo nucleophilic substitution reaction. അതുകൊണ്ട് ക്ലോറോബെൻസീനിലെ ക്ലോറിൻ മുറിഞ്ഞു പോകില്ല. ക്ലോറിനും ബെൻസീൻ റിങ്ങുമായി റെസൊണൻസ് ഉള്ളതുകൊണ്ട്, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ക്ലോറിൻ മുറിഞ്ഞു പോകില്ല. therefore nucleophilic substitution is impossible. അതുകൊണ്ട് precipitate തരാത്തതാര്? ആൻസർ ഈസ് ക്ലോറോബെൻസീൻ. Aromatic halide will not undergo nucleophilic substitution reaction. Next. Which of the following pairs of compounds can be distinguished by iodoform test? വേഗം ആൻസർ പറയണം. iodoform ടെസ്റ്റുമായി which of the following compound can be distinguished? നമ്മൾ പറഞ്ഞു ഹാലോഫോം റിയാക്ഷൻ തരണമെങ്കിൽ CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡാകാം, കീറ്റോണാകാം, പ്രൈമറി ആൽക്കഹോളാകാം, സെക്കൻഡറി ആൽക്കഹോളാകാം, ടെർഷറി ആൽക്കഹോൾ ആവില്ല. അപ്പോൾ നോക്കിയാൽ മതി. ഈ മോളിക്യൂളിൽ CH3 CH2 CH2OH, അതിനകത്ത് CH3CO ഇല്ല. അതുകൊണ്ട് ഹാലോഫോം ടെസ്റ്റ് ഐഡോഫോം ടെസ്റ്റ് തരില്ല. എന്നാൽ ഇത് നോക്കിക്കേ, CH3CO ഉണ്ട്. ഇത് ഐഡോഫോം ടെസ്റ്റ് തരില്ല. ഇത് ഐഡോഫോം ടെസ്റ്റ് തരും. അതുകൊണ്ട് ഇതിനെ വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് വിത്ത് ഐഡോഫോം ടെസ്റ്റ്. ദാ CH3OH തരില്ല, ഇതും തരില്ല. അതുപോലെ CH3 CH2OH ആൻഡ് CH3 CHOH CH3 ഇത് രണ്ടും തരും. കാരണം CH3CO CH3CO. അതുപോലെ ഇത് ബെൻസീൻ റിംഗ തരില്ല, ഇത് രണ്ടും തരില്ല. therefore there is only one correct option, option 3. അടുത്ത ക്വസ്റ്റ്യൻ. which of the following will have a മീസോ ഐസോമർ? ഒരു മീസോ ഐസോമർ ഉണ്ടാകുന്ന ആൾ ആരായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ദാ ശ്രദ്ധിച്ച് കേൾക്കണം. മീസോ ഐസോമർ ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തു വേണം? there must be a plane of symmetry. അപ്പം മീസോ ഐസോമർ ഉണ്ടാകണമെങ്കിൽ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകണം. ഒന്ന് നോക്കിക്കേ. 2,3 ഡൈക്ലോറോബ്യൂട്ടൈൻ ഒന്ന് എഴുതാം.
2,3-dichlorobutane. ഇവിടെ ക്ലോറിനുണ്ട്, ഇവിടെയും ക്ലോറിനുണ്ട്. CH3, CH, CH, CH3. There is a plainosymmetry. അതുകൊണ്ട് ആ പ്ലെയിനോസിമെട്രി ഉള്ളതുകൊണ്ട് ഇതിന് ഒരു മീസോ ഐസോമർ ഉണ്ടാക്കാൻ കഴിയും. ദിസ് കാർബൺ ഈസ് കൈറൽ, ദിസ് കാർബൺ ഈസ് ഓൾസോ കൈറൽ. അതുകൊണ്ട് അതിന് ഒരു മീസോ ഐസോമർ പോസിബിൾ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് വൺ, the dispersed phase in colloidal iron 3 hydroxide and colloidal gold is positively and negatively charged respectively. Which of the following statement is not correct? ഒരു കൊളോയിഡിൽ DP പോസിറ്റീവാ, എന്നാൽ മറ്റൊരു കൊളോയിഡിൽ DP നെഗറ്റീവാണ്. DP പ്ലസും DP മൈനസുമുള്ള രണ്ട് കൊളോയിഡ് മിക്സ് ചെയ്താൽ പെട്ടെന്ന് അവരുടെ ചാർജുകൾ ക്യാൻസലേഷൻ വരും, രണ്ടു പേരും precipitation നടക്കും. Therefore, mixing up of two colloids having opposite charges on DP on mixing, what will happen? They undergo mutual coagulation. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാ, which statement is not correct? Mixing of the two salt has no effect. തെറ്റ്. മിക്സ് ചെയ്താൽ അവർക്ക് മ്യൂച്വൽ കൊയാഗുലേഷൻ നടക്കും. അതുകൊണ്ട് ഇവിടെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ഓഫ് എ ഡൈവലന്റ് മെറ്റൽ എ ആൻഡ് എ മോണോവലന്റ് മെറ്റൽ ബി ആർ. അപ്പം ഡൈവലൻ്റ് മെറ്റലാണ് എ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് A2+ വരും. ബിയോ മോണോവലൻ്റാ, അപ്പോൾ B+1 നിന്ന് ബി ഉണ്ടാകും. ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. E0 0.5, എയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0.5, ബിയുടേത് 0.8. 0.5ഉം 0.8. ഇതിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ്. ഇതിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. ഇതിന് വളരെ വേഗം ഓക്സിഡേഷൻ സംഭവിക്കും, ഇതിന് റിഡക്ഷൻ സംഭവിക്കും. അപ്പോൾ എയ്ക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, എയ്ക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് എയ്ക്ക് പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കും, ബിക്ക് പെട്ടെന്ന് റിഡക്ഷൻ സംഭവിക്കും. അത് സംഭവിക്കുന്നത് ഇത് മാത്രമാണ്. നോക്കിക്കേ, എയ്ക്ക് വേഗം ഓക്സിഡേഷൻ സംഭവിക്കും, ബിയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്, ബിക്ക് വേഗം റിഡക്ഷൻ സംഭവിക്കും. B+1 ബി ആകും, A+2 ആകും. കാരണം ഡൈവലൻ്റ് ആയതുകൊണ്ടാണ് A+2 ആയത്. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ്, in which of the following pairs the two species are not isostructural? ഐസോസ്ട്രക്ചറൽ അല്ലാത്തതാരല്ല? നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം. PF5 half into valence electron of phosphorus 5 plus monovalent atoms 5. Therefore, this is 5 hybridization is sp3d. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. ആൻഡ് 5 ബോണ്ട് പെയറുമുണ്ട്. ദ ഷേപ്പ് ഈസ് that is sp3d ആകുമ്പോൾ ട്രയഗണൽ ബൈ പിരമിഡൽ. BrF5 എന്ന് നോക്കാം. ഹാഫ് ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സെൻട്രൽ ആറ്റം ബ്രോമിൻ ഈസ് 7, 5 hydrogen, 5 fluorine. Therefore, this is 6 sp3d2. അപ്പോൾ ഇവിടെ 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും മാത്രമേ ഉള്ളൂ. സ്ക്വയർ പിരമിഡലാ, അതുകൊണ്ട്
ഇതിന് രണ്ടിനും രണ്ട് ഹൈബ്രിഡൈസേഷനാണ്, രണ്ട് ഷേപ്പാണ്. ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ്, 1 gram of an organic liquid X, molar mass 78, liberates 160 joule of heat on solidification. Delta H fusion is. ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. നമ്മളോട് ചോദിച്ചത് ഡെൽറ്റ എച്ച് ഫ്യൂഷനാ. ലിക്വിഡ് സോളിഡ് ആകുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് സോളിഡ് ലിക്വിഡ് ആകുന്ന ഫ്യൂഷൻ. ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, നെഗറ്റീവാ. എന്നാൽ ഫ്യൂഷൻ നടക്കുമ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, പോസിറ്റീവാ. അപ്പോൾ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ പോസിറ്റീവാ. പോസിറ്റീവായ 2 ആൻസറേ ഉള്ളൂ. ഈ 2 ഏതെങ്കിലും ഒരു ആൻസർ. ഇനി അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സിൻ്റെ ഓപ്പോസിറ്റ് നടക്കണം. ആൻസർ നോക്കിക്കേ, എല്ലാ ആൻസറും പെർ മോളാർ. അപ്പോൾ 1 gram സോളിഡ് ലിക്വിഡ് ആകണമെങ്കിൽ, അപ്പോൾ നോക്കിക്കേ, 1 gram സോളിഡ് ലിക്വിഡ് ആകണമെങ്കിൽ 160 ജൂള് വേണം. 1 gram സോളിഡ് ലിക്വിഡ് ആകണമെങ്കിൽ 160 ജൂളിനെ അബ്സോർബ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവിടെ നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്, ലിബറേറ്റ്സ് എന്നാണ് പറഞ്ഞത്. കാരണം ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ ലിബറേഷനാണ്, സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ അബ്സോർപ്ഷനാണ്. എന്നാൽ 1 ഗ്രാമിൻ്റെ സ്ഥലത്ത് അതിൻ്റെ മോളാർ മാസ് 78 ഗ്രാമാണ്. 78 ഗ്രാം സോളിഡ്, അതാണ് 1 മോൾ സോളിഡ്. 78 ഗ്രാം സോളിഡ് ലിക്വിഡ് ആകുവാൻ എത്ര ജൂള് വേണം? 160 × 78 ജൂള് വേണം. ഇതിൻ്റെ പേരാ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അത് പക്ഷേ ആൻസർ കിലോ ജൂളാ. അപ്പോൾ അതിനെ കിലോ ജൂളാക്കണം, അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആൻസർ പ്ലസ് ആണ്. 160 × 78 divided by 100 will give you the answer. Answer is 12.48 kilojoule is the answer. ആൻസർ പ്ലസ് ആണ്. കാരണം സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ ഫ്യൂഷൻ നടക്കുമ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. ഇത് 1 ഗ്രാമിനുള്ള ഹീറ്റാ, 1 മോളിനുള്ളത് വേണം. 1 മോളെന്ന് പറയുന്നത് മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 78 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത് ജൂളിൽ കിട്ടും. അതിനെ 1000 കൊണ്ട്, 100 അല്ല 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് വിൽ ഗിവ് യു കിലോ ജൂൾ, 12.48 കിലോ ജൂൾ പെർ മോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how much water must be added to 300 ml of a 0.2 molar solution of acetic acid for the degree of dissociation of the acid to double? Ka of the acetic acid is given. It is an important question. 0.2 molar solution of acetic acid എടുത്തു, അതിൻ്റെ 300 ml എടുത്തു. വെള്ളമൊഴിക്കണം. വെള്ളമൊഴിക്കുമ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഡബിൾ ആകാൻ എത്ര വെള്ളമൊഴിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. അസറ്റിക് ആസിഡ് ഈസ് എ വീക്ക് ആസിഡ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഫോർ എ വീക്ക് ആസിഡ് ദർ ഈസ് ഓസ്റ്റുവാൾഡ്സ് ഡൈല്യൂഷൻ ലോ. Ka is equal to C alpha square. ഡൈല്യൂഷൻ നടക്കുമ്പോൾ സി കുറയും, ആൽഫ കൂടും. പക്ഷെ കെ എ മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കെ എ ഒരു കോൺസ്റ്റൻ്റാ. കെ എ 10⁻⁵. ആ 10⁻⁵ തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കേസിൽ കോൺസെൻട്രേഷൻ C1, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ 1. രണ്ടാമത്തെ കേസിൽ കോൺസെൻട്രേഷൻ C2, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ 2. ഇത് രണ്ടും ഈക്വലാ. കാരണം സിയും മാറും ആൽഫയും മാറും, കെ എ മാറില്ല. C1 alpha 1 square is C2 alpha 2 square. C1 alpha 1 square is C2 alpha 2 square. But alpha 2 is 2 alpha 1 എന്ന് പറഞ്ഞിരിക്കുന്നു.
Therefore, C1 alpha 1 square is equal to C2 into alpha 2 square ന് പകരം 4 alpha 1 square. Alpha 1 square and alpha 1 square cancels. C1 0.2. C2 കണ്ടുപിടിക്കാം into 4. Therefore, C2 is 0.2 by 4, which is 0.05. അപ്പോൾ കിട്ടി 0.2 മോളാർ അസറ്റിക് ആസിഡിൽ 300 ml എടുത്തു, അത് 0.05 മോളാർ ആക്കുന്നു. അതിനു വേണ്ടി എത്ര വെള്ളം ഒഴിക്കണം? For dilution, V1M1 is equal to V2M2. V1 300, molarity 0.2. V2 കണ്ടുപിടിക്കാം, ഇൻറ്റു molarity 0.05. അതിൽ നിന്ന് V2 കണ്ടുപിടിക്കാം. V2 is 300 into 0.2 by 0.05. ഇതിൻ്റെ ആൻസർ 1200 ml എന്ന് വരും. അതായത് 300 ml വെള്ളമൊഴിച്ചപ്പോൾ 1200 ml ആകാൻ എത്ര വെള്ളമൊഴിക്കണം? Therefore, 1200 minus 300, answer is 900 ml. 300 ml 0.2 മോളാർ ആയിരുന്നു, അത് 1200 ml ആയി മാറി. 300 ml 1200 ml ആയി മാറാൻ എത്ര വെള്ളം കോരി ഒഴിക്കണമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. Therefore, answer is option 1, 900 ml is the answer. Next, what is the total pressure exerted by 7 gram nitrogen, 2 gram hydrogen, 8 gram SO2 gases in a vessel of 6 liter capacity that has been kept at 27 degrees Celsius? PV is equal to nRT. N is the number of moles of the gas. പക്ഷേ ഇവിടെ മിക്സ്ചർ ഓഫ് ഗ്യാസസ് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എടുത്താൽ മതി. 7 gram നൈട്രജൻ 7/28 മോൾ നൈട്രജൻ ആണ്. 2 gram ഹൈഡ്രജൻ 2/2 മോൾ ഹൈഡ്രജൻ ആണ്. 8 gram സൾഫർ ഡയോക്സൈഡ് 8/64 മോൾ സൾഫർ ഡയോക്സൈഡ് ആണ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 7/28 is 1/4 plus 1 plus 1/8. ഇതാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇതാണ് n. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കേസിൽ നമ്മൾ പ്രഷർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ, ടോട്ടൽ പ്രഷർ. അപ്പോൾ പ്രഷർ ഇൻറ്റു വോളിയം 6 ലിറ്റർ കപ്പാസിറ്റി എന്നാണ് പറഞ്ഞത്. Therefore, volume is 6 liters. Number of mole 1/4 plus 1 plus 1/8. ഇതാണ് n. R 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ ഇൻറ്റു ടെമ്പറേച്ചർ 300. ഈ യൂണിറ്റ് നോക്കിക്കേ, ലിറ്റർ അറ്റ്മോസ്ഫിയർ. ആ 0.0821 എടുക്കാനുള്ള കാരണം വോളിയം ലിറ്റർ ആയിരിക്കണം, പ്രഷർ അറ്റ്മോസ്ഫിയറുമായിരിക്കണം. വോളിയം ലിറ്ററാണ്, പ്രഷർ അറ്റ്മോസ്ഫിയർ ആകണം. ഇതിൽ നിന്ന് പി കാണാം. ആൻസർ ബിക്കംസ് 5.6 atmosphere is the answer. Next, match list 1 and list 2 with and correct the correct options. A in CCP and B is equally distributed in octahedral and tetrahedral void. Void തരുന്ന പ്രോബ്ലങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. If one atom in lattice, there will be 2 tetrahedral void and 1 octahedral void. ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ലാറ്റിസിൽ ഒരു ആറ്റം ഉണ്ടെങ്കിൽ 2 ടെട്രാഹെഡ്രൽ വോയിഡും 1 ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ടായിരിക്കും. അപ്പോൾ തുടങ്ങാം.
എ ഇൻ സി സി പി എന്ന് പറഞ്ഞാൽ എ ഇൻ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, എ ലാറ്റിസിലാണ്. ബി ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ വോയിഡ്. അപ്പോൾ ഒരു എ ലാറ്റിസിലുണ്ട്, രണ്ട് ടെട്രാഹെഡ്രൽ വോയിഡും ഒരു ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ട്. ബി ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ബിറ്റ്വീൻ ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ വോയിഡ്. ഒരു ബി ഇവിടെയുമുണ്ട്, ഒരു ബി ഇവിടെയുമുണ്ട്. Therefore, formula A1 B2 AB2. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി AB2. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ബി ഇൻ എച്ച് സി പി, ലാറ്റിസിൽ ബി ആണ്. അപ്പോൾ ഒരു ബി ലാറ്റിസിലുണ്ട്. എ occupies 2/3 of the octahedral void. ഇവിടെ രണ്ട് ടെട്രാഹെഡ്രൽ വോയിഡും ഒരു ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ട്. ഇതിൻ്റെ 2/3 കയറി എ ഇരുന്നു. 2/3 into 1, 2/3 into 1 എ ഇരുന്നു. ഫോർമുല എ 2/3 B1. ആൻസർ ഈസ് A2 B3. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ A2 B3. Next, A at the corners and face centers and B at edges centers and body center. A കോർണറുകളിലും ഇരുന്നു, ഫേസ് സെൻറ്ററിലും ഇരുന്നു. കോർണർ കോൺട്രിബ്യൂഷൻ ഈസ് 1/8 into 8A പ്ലസ് ഫേസ് സെൻറ്റർ കോൺട്രിബ്യൂഷൻ ഈസ് 1/2 into 6A. ഇനി ബി എവിടെ ഇരുന്നു? എഡ്ജ് സെൻറ്ററിലും ബോഡി സെൻറ്ററിലും. അപ്പോൾ എഡ്ജ് സെൻറ്റർ കോൺട്രിബ്യൂഷൻ ഈസ് 1/4 into 12 എഡ്ജസ് ബി ഉണ്ട്. പിന്നെ ബോഡി സെൻറ്ററിൽ ഒരു ബിയുമുണ്ട്. ദിസ് ഈസ് 1, ദിസ് ഈസ് 3. അപ്പോൾ മൊത്തം 4A ഉണ്ടായിരുന്നു. ദിസ് ഈസ് 3B plus 1B plus B4. Answer is A4 B4, which is same as AB. Therefore, molecular formula of this compound is AB. ഇനി ഒരെണ്ണം കൂടി. B in CCP and A occupies all the octahedral and tetrahedral void. ലാറ്റിസിൽ B ഇരുന്നു, ഒരു B ലാറ്റിസിൽ ഇരുന്നു. രണ്ട് ടെട്രാഹെഡ്രൽ വോയിഡും ഒരു ഒക്ടാഹെഡ്രൽ വോയിഡും. A occupies all the octahedral void and all the tetrahedral void. അപ്പോൾ രണ്ട് ടെട്രാഹെഡ്രൽ വോയിഡിലും ഒരു ഒക്ടാഹെഡ്രൽ വോയിഡിലും എ ഇരുന്നു. Therefore, A3B is the answer. Therefore, its answer A3B. Therefore, ഏതാണ് കറക്റ്റ് ആൻസർ എന്നൊന്ന് വേഗം കണ്ടുപിടിക്കൂ. ആൻസർ ഈസ് ഓപ്ഷൻ 1, SPRQ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ റിയാക്ഷൻ M plus X plus MnO4 minus giving MO3 minus plus Mn2 plus half O2. If 1 mole of MnO4 minus 1 oxidizes 2.5 moles of M plus X to MO3 minus, then the value of X is M plus X plus MnO4 minus 1 giving MO3 minus plus Mn plus 2 plus half O2. ഇവിടുത്തെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് വേഗം കണ്ടുപിടിക്കാം. Mn plus 7, Mn plus 2. ഈ ചേഞ്ചാണ് 5. MnO4 minus 1 ൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് 7 നിന്ന് പ്ലസ് 2 ആയി കുറഞ്ഞു. ചേഞ്ച് ഈസ് 5. MO3 മൈനസ് ഒന്ന് നോക്കാം. X minus 6 is equal to minus 1. X is equal to plus 5. ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് 5. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടും. അപ്പോൾ
ഇവിടുത്തെ ചേഞ്ച് എന്തെന്ന് ചോദിച്ചാൽ എക്സ് കുറവാണ് 5 കൂടുതലാണ്. ചേഞ്ച് ഈസ് 5 മൈനസ് എക്സ്. ഇവിടുത്തെ ചേഞ്ച് 5 ആണ്, ഇവിടുത്തെ ചേഞ്ച് 5 മൈനസ് എക്സ് ആണ്. ഇനി ഓക്സിഡേഷൻ നമ്പറിൻ്റെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിനെ 5 കൊണ്ടും ഇതിനെ 5 മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore 5m plus x plus 5 minus x in mn of 4 minus 1. അതിൻ്റെ അർത്ഥം 5 മൈനസ് എക്സ് മോൾ mn of 4-ന് 5 മോൾ m വേണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞു 1 മോൾ mn of 4-ന് 2.5 വേണമെന്ന്. 5 മൈനസ് എക്സിന് 5 വേണമെങ്കിൽ 1-ന് എത്ര വേണം? 5/5 മൈനസ് എക്സ് വേണം. 5 മൈനസ് എക്സിന് 5 വേണമെങ്കിൽ 1-ന് 5/5 മൈനസ് എക്സ് വേണം. അതിൻ്റെ ആൻസറാണ് 2.5. അതിൻ്റെ ആൻസർ അവിടെ തന്നത് 2.5. അപ്പം ഇതിൽ നിന്ന് വേഗം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. x becomes 3. Therefore, answer is option 2. Option 2 is the answer. Next question. If urea is added to the sugar solution, then how many of the following statements are correct? Sugar solution ആയിരുന്നു, അതിലേക്ക് യൂറിയ ആഡ് ചെയ്യുകയാണ്. Colligative property is a property which depends only on the number of particles of the solute and not on the nature of the solute. പാർട്ടിക്കിളിൻ്റെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുന്തോറും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. ഏതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഒന്ന്, ലോവറിങ് ഓഫ് ദ വേപ്പർ പ്രഷർ. പാർട്ടിക്കിൾ കൂടുമ്പോൾ വേപ്പർ പ്രഷർ അങ്ങ് കുറഞ്ഞു പോകും. എലിവേഷൻ ഇൻ ദ ബോയിലിംഗ് പോയിൻറ്റ്. പാർട്ടിക്കിൾ കൂടുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് കൂടി ഡിപ്രഷൻ ഇൻ ദ ഫ്രീസിംഗ് പോയിൻറ്റ്. ഫ്രീസിംഗ് പോയിൻ്റ് താണു പോവും. അപ്പോൾ ക്വസ്റ്റ്യൻ 1, വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഡിക്രീസസ്. കറക്റ്റ്. യൂറിയ ആഡ് ചെയ്യുമ്പോൾ ഈ സൊല്യൂഷനിൽ പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടും, വേപ്പർ പ്രഷർ താണു പോകും. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, ഇറ്റ് ഈസ് കറക്റ്റ്. Second one, relative lowering of vapor pressure of the solution increases. Solute add ചെയ്യുന്തോറും വേപ്പർ പ്രഷർ താണു പോകും. Relative lowering of vapor pressure is P0 minus P/P0. ഇത് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ, ഇത് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെൻറ്റ്, ഇത് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഇതിൻ്റെ വേപ്പർ പ്രഷർ താണു പോകുമ്പോൾ ഇത് കൂടും, P0 മൈനസ് Pm കൂടും. അതായത് പി എന്ന് പറയുന്നത് അങ്ങ് താണു പോകും. അപ്പോൾ P0 മൈനസ് പി കൂടും. ലോവറിങ് ഓഫ് ദ വേപ്പർ പ്രഷർ കൂടും. റിലേറ്റീവ് ലോവറിങ് ഓഫ് ദ വേപ്പർ പ്രഷർ കൂടും. ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത്, ഫ്രീസിംഗ് പോയിൻ്റ് ഡിക്രീസസ്. യൂറിയ ആഡ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ കൂടി, ഫ്രീസിംഗ് പോയിൻ്റ് വളരെ താണു പോകും. ഇറ്റ് ഈസ് കറക്റ്റ്. അടുത്തത്, ഡിപ്രഷൻ ഇൻ ദ ഫ്രീസിംഗ് പോയിൻ്റ് ഇൻക്രീസസ്. കറക്റ്റ്. ഇപ്പോൾ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. യൂറിയ ആഡ് ചെയ്യുന്നതോറും -2, -3, -5 അങ്ങ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. 0.6. ഈ വ്യത്യാസമാണ് ഡിപ്രഷൻ ഇൻ ദ ഫ്രീസിംഗ് പോയിൻ്റ്. അതങ്ങ് കൂടും. അപ്പോൾ ഫ്രീസിംഗ് പോയിൻ്റ് താഴും, ഡിപ്രഷൻ ഇൻ ദ ഫ്രീസിംഗ് പോയിൻ്റ് ഉയരും. Therefore, it is correct. പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുന്തോറും ഫ്രീസിംഗ് പോയിൻ്റ് കുറഞ്ഞു പോകും. പക്ഷേ ഡിപ്രഷൻ ഇൻ ദ ഫ്രീസിംഗ് പോയിൻ്റ് കൂടുകയാണ്. അടുത്തത്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് ആസ് വെൽ ആസ് ബോയിലിംഗ് പോയിൻ്റ് സൊല്യൂഷൻ ഇൻക്രീസസ്. കറക്റ്റ്. ബോയിലിംഗ് പോയിൻ്റ് കൂടി പോകും, എലിവേഷനും കൂടും, ബോയിലിംഗ് പോയിൻറ്റും കൂടും. 5 ഈസ് കറക്റ്റ്. അടുത്തത്, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൊല്യൂഷൻ ഡിക്രീസസ്. തെറ്റ്. Osmotic pressure is a colligative property depending on the number of particles.
യൂറിയ ആഡ് ചെയ്യുമ്പോൾ പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൂടും. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ എത്രണ്ണമുണ്ട്? 5 സ്റ്റേറ്റ്മെൻറ്റുകൾ. Therefore, answer is option 2. അടുത്ത ക്വസ്റ്റ്യൻ, 6 gram NaOH and 6.4 gram SO2 are allowed to react in a closed vessel to form Na2SO3 or NaHSO3 or both. Which of the following is the correct statement regarding the reaction? ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് എഴുതാം. NaOH react with sulfur dioxide forming Na2SO3 plus water. ഒന്ന് ബാലൻസ് ചെയ്യണം. 2NaOH. അപ്പോൾ സോഡിയം സൾഫേറ്റ് മാത്രം കിട്ടിയാൽ ഇതാണ് റിയാക്ഷൻ. ഇനി സോഡിയം ബൈസൾഫൈറ്റും കിട്ടാം. NaOH plus SO2 gives NaHSO3. ഇത് ബാലൻസ്ഡ് ആണ്, ഒന്നും ചെയ്യണ്ട. ഇനി ഇത് രണ്ടും കിട്ടാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് രണ്ടും, അതായത് NaOHും SO2ഉം കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ Na2SO3 കിട്ടാം, NaHSO3 കിട്ടാം, പിന്നെ വാട്ടറും കിട്ടാം. അതും ബാലൻസ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ ഭാരം 2NaOH എന്ന് പറഞ്ഞാൽ 2NaOHൻ്റെ ഭാരം എന്ന് പറയുന്നത് 2 മോളാർ മാസ് എന്ന് പറയുമ്പോൾ 80 ഗ്രാമാണ്. ദിസ് ഇസ് 80 ഗ്രാം. ഇതിൻ്റെ മോളാർ മാസ് 64 ഗ്രാമാണ്. ഇത് 1 മോളാണ്, അതിൻ്റെ ഭാരം 40 ഗ്രാമാണ്. ഇതിൻ്റെ ഭാരം 64 ഗ്രാമാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞു SO2വിൻ്റെ ഭാരം 6.4 ആണ്. NaOH എടുത്തിരിക്കുന്നത് 6 ഗ്രാമാണ്. വേഗം നോക്കിക്കേ, 64ന് 8 വേണമെങ്കിൽ 6.4ന് 8 വേണം. പക്ഷേ 6 എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞേ, SO2വിൻ്റെ 6.4 ഗ്രാമിന് NaOHൻ്റെ 8 വേണം. 8 ഇല്ല, 6 ഉള്ളൂ. അതുകൊണ്ട് ഇനി രണ്ടാമത്തെ കേസുകൂടെ നോക്കാം. 64ന് 40 വേണം, 6.4ന് 4 വേണം. പക്ഷേ 6 എടുത്തിട്ടുണ്ട്. 6 ഉണ്ട്, 4 മതി. ഇവിടെ NaOH കുറച്ചധികമുണ്ട്, എക്സസ് റിയേജൻറ്റ്. ഇവിടെ 8 വേണം, ഇല്ല, 6 ഉള്ളൂ. അപ്പോൾ ഇതങ്ങ് തീർന്നു പോകും. ഇത് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആണ്. ഒന്ന്, NaOH is the limiting reactant if there is no formation of NaHSO3 എന്ന് പറഞ്ഞാൽ ഇത് അത് NaOH ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് കറക്റ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്തത്, if there is no formation of Na2SO3 എന്ന് പറഞ്ഞാൽ NaHSO3 ഉണ്ടാകുന്നു. അവിടെ NaOH is the limiting reactant if there is no formation of Na2SO3 എന്ന് പറഞ്ഞാൽ 6.4 എടുത്ത് 4 മതി. പക്ഷേ 6 എടുത്തിരുന്നു. അപ്പോൾ അത് എക്സസാ. അതുകൊണ്ട് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് എഴുതിയത് തെറ്റ്. 3, total mass of the reaction mixture will be 12.4. കറക്റ്റാ. In a reaction, total mass of the reactant will be equal to the total mass of the product. 6.4ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 12.4. അത് റിയാക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും അവിടെ 12.4 ഉണ്ടാകും. Therefore, total mass of the reaction after the reaction is 12.4 is correct. Therefore, answer is both 1 and 3 are correct. Option 4. Next question. A species having only 1 electron has ionization energy of 11810 kilojoule per mole. Number of protons in the nucleus will be, number of protons in the nucleus is called atomic number. What is ionization energy of an atom, 1 electron system? Is ഇവിടെ കിലോ ജൂളിലാണ് തന്നിരിക്കുന്നത്.
1312 into Z square into 1/n1 square. ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ അയോണൈസേഷൻ എനർജിയുടെ ബോറിൻ്റെ ഇക്വേഷനാണിത്. കിലോ ജൂൾ പെർ മോൾ ആയതുകൊണ്ടാണ് 1312 ഇട്ടത്. പിന്നെ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഫസ്റ്റ് ഷെല്ലിലാണ്. അപ്പോൾ N1 ഈസ് 1. Therefore, ionization energy is 11810 is equal to 1312 into Z square. N1 1 ആണ്. Therefore, Z square is 9. Z is 3. അതുകൊണ്ട് അതിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസിൽ 3 പ്രോട്ടോണുകൾ ഉണ്ടായിരുന്നു. Z is equal to 3. ആൻസർ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റിയ ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് എല്ലാ പ്രോബ്ലവും പ്രത്യേകിച്ച് ഒന്നുകൂടെ ചെയ്തു നോക്കണം. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് അവർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഹോൾ ടോപ്പിക് ZEOT എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. എനിക്ക് തോന്നുന്നു ഇത് സെക്കൻഡ് ഹോൾ ടോപ്പിക്കാണെന്ന് തോന്നുന്നു. സെക്കൻഡ് അല്ല, തേർഡ്, സോറി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഫസ്റ്റ് സെക്ഷൻ 1 to 35 എല്ലാ ക്വസ്റ്റ്യനും കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യേണ്ടത്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. RNA polymerase associate transiently with the sigma factor for elongation of transcription in prokaryotes. അപ്പോൾ RNA polymerase transiently associates with the sigma factor. RNA polymerase associates transiently with the sigma factor for elongation. Elongation ആണോ ഇനിഷ്യേഷൻ ആണോ? അപ്പോൾ RNA polymerase itself, RNA polymerase alone is capable of elongation phase only, but it transiently associate with both the sigma factor and the rho factor. So the transient association with the sigma factor helps in initiation. The transient association of a sigma factor that helps in initiation, and the transient association of a rho factor, അല്ലേ, റോ RHO, റോ ഫാക്ടറുമായിട്ടുള്ള ട്രാൻസിയൻ്റ് അസോസിയേഷൻ അല്ലെ സിമ്പിൾ. ഇത് എന്ത് സഹായിക്കും? ടെർമിനേഷൻ ഓഫ് ദ പോളിപെപ്റ്റൈഡ് സിന്തസിസ്. അപ്പോൾ ഇവിടെ ഫാൾസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. ബിക്കോസ് എന്താണ്? ഇലോങ്ങേഷൻ ആണ്. RNA പോളിമറേസിന് സിഗ്മ ഫാക്ടറുമായി ട്രാൻസിയൻ്റ് അസോസിയേഷൻ, ടെമ്പററി അസോസിയേഷൻ ആവശ്യമില്ല. ഇറ്റ് ഈസ് അല്ലേ കേപ്പബിൾ ഓഫ് ഇലോങ്ങേഷൻ ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് HNRNA. അപ്പോൾ ഇത് ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് വൺ ആൻസർ ആയി. HNRNA ടൈലിംഗ് ഈസ് എ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്. അതായത് ഡ്യൂറിങ് ഓർ ജസ്റ്റ് ബിഫോർ സ്പ്ലൈസിങ് the HNRNA or heterogeneous nuclear RNA undergo 2 additional processes. One is capping and other is tailing. In capping, an unusual nucleotide called methyl guanosine triphosphate is attached to 5' end of the HNRNA. That is called capping. Then in tailing, polyadenylate residue, many adenylic acid, many adenylate residues are attached to the 3' end of that HNRNA in a template. Adenylate means adenylic acid. Many adenylate residues are attached to the 3' end of the HNRNA in a template independent process. This is called a tailing. So that is correct option. Then after this capping and tailing, the process of splicing proceeds. So the removal of introns and joining of adjacent successive exons takes place. ആ ഇൻട്രോണുകളെ ഫ്ലാങ്ക് ചെയ്യുന്ന എക്സോണുകൾ ജോയിൻ ചെയ്യുകയും ഇൻട്രോണുകളെ മുറിച്ച് മാറ്റുകയും ചെയ്യും. അതിന് സഹായിക്കുന്ന ഒരു RNA ആണ് snRNA, സ്മോൾ ന്യൂക്ലിയർ RNA ദാറ്റ് ഇൻവോൾവ് ഇൻ സ്പ്ലൈസിങ്. സോ സ്പ്ലൈസിങ് ഈസ് ആൻ RNA dependent and RNA initiated process. Anyway,
Second and third options are correct. So correct statement ആയിരുന്നെങ്കിൽ second and third ഇവിടെ wrong statement ആണ്. So the answer is option 1. Next question number 2. Choose the correct match. Golgi apparatus, lysosome, contractile vacuoles and ribosome. 4 cell organelles തന്നിട്ടുണ്ട്. Golgi mainly involved in packaging and storage of secretory materials and delivered it to intracellular targets or extracellular spaces. പ്രോപ്പറായിട്ട് മെറ്റീരിയലുകളെ പാക്ക് ചെയ്ത് അതിനെ ഡെലിവർ ചെയ്യുക അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ല റിക്വേർഡ് ആയിട്ടുള്ള പൊസിഷൻ, വെദർ ഇറ്റ് ഈസ് ഇൻട്രാസെല്ലുലാർ ടാർഗറ്റ്സ് ഓർ എക്സ്ട്രാസെല്ലുലാർ സ്പേസസ്. ആൻഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ് ദി മെറ്റീരിയൽ സിന്തസൈസ്ഡ് ഫ്രം in the form of vesicle fuse with the cis phase. ട്രാൻസ് ഫേസും സിസ് ഫേസ് എന്നും പറയുന്ന രണ്ട് ഫങ്ഷണലി ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലേ റീജിയൻസ് ഗോൾഗി കോംപ്ലക്സിനുണ്ട്. അതിൽ ട്രാൻസ് ഫേസ് അല്ലെങ്കിൽ മെച്ചുറേഷൻ എൻഡിലാണ് secretory material from in the form of vesicle fuse, and then it moved towards the trans phase. During this movement, the maturation or modification of the material synthesized by takes place. So another function is post-translational modification of protein. Translation കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ നടത്തുന്നത് റൈബോസോം ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ ഉമായിട്ട് അസോസിയേറ്റ് ചെയ്ത റൈബോസോം സെക്രീറ്റ് ചെയ്ത സെക്രീറ്ററി പ്രോഡക്റ്റുകളെ അല്ലേ ഫങ്ഷണൽ പ്രോട്ടീനുകളായി മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സ് എവിടെ വെച്ച് നടക്കാം? വൺ ഓഫ് ദ സൈറ്റ് ഈസ് ഗോൾഗി അപ്പാരറ്റസ്. സോ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. ദെൻ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നു? ഫങ്ഷണലായിട്ടുള്ള ഗ്ലൈക്കോ പ്രോട്ടീനുകളും ഗ്ലൈക്കോ ലിപ്പിഡുകളും. സോ സൈറ്റ് ഓഫ് ഗ്ലൈക്കോസിലേഷൻ. സോ ഹിയർ ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. Golgi apparatus is the site of a synthesis of a formation of glycoprotein and glycolipids. So 1C. First option മാത്രമേ അത്. Now lysosome. Lysosomes are the single membrane bound vesicle that formed from the trans phase of Golgi apparatus. Sorry, cis phase of cis അല്ല trans phase. Maturation ഉണ്ട്. Cis phaseലാണ് ജോയിൻ ചെയ്യുന്ന മൂവ് ടുവേഴ്സ് trans phase. അപ്പോൾ എന്നുള്ള സാധനം വെസിക്കിളിൻ്റെ ഫോമിൽ സിസ് ഫേസിൽ ഫ്യൂസ് ചെയ്യുന്നു, ദെൻ മൂവ് ടുവേഴ്സ് ട്രാൻസ് ഫേസ് ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ദ ട്രാൻസ് ഫേസ് ഇൻ ദ ഫോം ഓഫ് എ വെസിക്കിൾ. സോ ആ വെസിക്കിളിൽ ഇഫ് എ വെസിക്കിൾ ദാറ്റ് റിലീസ്ഡ് ഫ്രം ദ ട്രാൻസ് ഫേസ് കണ്ടെയ്ൻ സ്ട്രോങ് ഹൈഡ്രോളിറ്റിക് എൻസൈം, ആ ഹൈഡ്രോളിറ്റിക് എൻസൈംസിനെ ക്യാരി ചെയ്യുന്ന ഓർഗനലുകൾ. സോ 2 ഈസ് ഡി ഹൈഡ്രോളിറ്റിക് എൻസൈം. ലൈസോസോംസ് ആർ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലാർ സ്ട്രക്ചർ formed from the trans phase of Golgi apparatus by the process of packaging. It contain strong hydrolytic enzymes like proteases, lipases, carbohydrases, nucleases, etc., which are optimally active at acidic pH. Then contractile vacuole. Vacuoles are also single membrane bound spaces which contain water, sap, waste materials and other substances which are not useful to the cell. And in some protistants, contractile vacuole present that helps in osmoregulation and excretion. Similarly, in some other protistants, food vacuole present that help in the engulfing of a food particle. So here the contractile vacuole, osmoregulation and excretion, option B. So third is option B. Fourth one, ribosome, synthesis of protein. Ribosomes are the cellular factory for protein synthesis or translation or peptide synthesis. So the correct answer is option 1, 1C, 2D, 3B and 4A. Option 1 is the correct answer. Next question. Question number 3. The contribution of Alfred Sturtevant, A. Sturtevant, discovered chromatin. False ആണ്. Chromosome theory of inheritance. Sutton and Boveri. Chromatin, അതായത് the colored thread-like structures present inside the interface nucleus, that was first observed under microscope. The term was given by Fleming. അപ്പോൾ അത് കളേർഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയ ഇൻ്റർഫേസിൽ കാണപ്പെടുന്ന ബേസിക് ഡൈസ് ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോൾ കാണുന്ന സ്ട്രക്ചേഴ്സ്. ദെൻ ഡിസ്കവേർഡ് എക്സ് ബോഡി ഹെൻകിങ്, ദെൻ ക്രോമസോം മാപ്പിംഗ് അല്ലേ. അക്കോർഡിംഗ് ടു TH Morgan, the recombination frequency of crosses between genes on a chromosome depends upon the distance between linked gene.
If the distance between linked genes are lesser, recombination frequency is also lesser. And the distance between linked genes are greater, the recombination frequency is also greater. So the recombination frequency of gene pairs on a chromosome can be used to determine the distance between the linked gene, and thus linkage maps can be constructed. This was given by Alfred Sturtevant. Recombination frequency in a cross is used to determine the distance between the linked gene, because recombination frequency and distance between linked genes are directly proportional. So recombination frequency can be used to determine the distance between the linked gene, and thus linkage maps can be, or chromosome map or genetic maps can be constructed. So he first constructed, Alfred Sturtevant first construct a chromosome map in 1913 of Drosophila. Drosophilയുടെ chromosome map ആണ് A.H. Sturtevant 1913 അത് ചെയ്തത്. Option 4 is the answer. Next question. Question number 4. Sclerenchymatous hypodermis is present in. Hypodermis means it is the region which present just below the epidermis. എപ്പിഡെർമൽ ലെയേഴ്സിന് തൊട്ട് താഴെയായി കാണുന്ന ലെയേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോഡെർമിസ്. സോ ദ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ദ പ്ലാന്റ് ബോഡി ഈസ് എപ്പിഡെർമിസ്, ആൻഡ് ബിലോ ദാറ്റ് കോളൻകൈമാറ്റസ് എപ്പിഡെർമിസ് ഈസ് ഫൗണ്ട് ഇൻ ഡൈക്കോട്ട്. Dicot plant possesses collenchymatous, while sclerenchymatous epidermis, that is the characteristic feature of a monocots. So the question here is sclerenchymatous epidermis. Sclerenchymatous epidermis is the characteristic feature of a monocot plants, monocot stem, and collenchymatous hypodermis is the characteristic feature of a dicot stem. Here dicot leafിനകത്ത് മീസോഫിൽ എന്ന ടിഷ്യൂ ആണ് അവിടുത്തെ ഗ്രൗണ്ട് ടിഷ്യൂ. ക്ലിയർ? നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. Question number 5. Match the organism with its use in biotechnology. ഇതും കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Bacillus thuringiensis. Bacillus thuringiensis is a soil bacterium, and at a certain stage of its life cycle it produces an insecticidal protein called cry protein or crystal protein, and which is toxic to a variety of insects like Lepidoptera, Coleoptera and Diptera. So the cry protein producing gene, crystal protein producing gene, that is in bacteria this protein produced in inactive form called protoxin, but when it enters the gut of insects, due to the alkaline pH, it becomes soluble and it disintegrates the midgut epithelium and destroys the epithelial cell and elementary canal, thus the insect die. So it is used to control, this protein can be used to control the insects, and this gene is introduced to host plant, target plant, using Agrobacterium tumefaciens. So Bacillus thuringiensis produce which protein? Cry protein. So option A4, A related to 4. Thermus aquaticus. Thermus aquaticus is a thermophilic organism. It live in hot springs, and it possesses a thermostable DNA polymerase enzyme called Taq polymerase, and Taq polymerase is a thermostable DNA polymerase enzyme used in polymerase chain reaction. High temperature stable ആയിട്ടുള്ള DNA polymerase ആണ് Taq polymerase. Taq polymerase is a thermostable DNA polymerase. Taq polymerase. Thermus aquaticus. Taq polymerase is a thermostable DNA polymerase enzyme extracted from Thermus aquaticus. Clear? അപ്പോൾ Thermus aquaticus എന്നുള്ള ഒരു DNA polymerase ആണ്. So the option B relates to 3. Then Agrobacterium tumefaciens. So Agrobacterium tumefaciens is a soil pathogenic bacteria which infect the root of some certain dicot plants and cause tumor or root knot disease. Because it's plasmid, it contains a plasmid called
TI plasmid, tumor inducing plasmid, and the region of that plasmid, the gene or region of a plasmid called TDNA, അതിലൊരു peculiar portion on TDNA that naturally possesses an ability to integrate with the host genome and cause tumor. But in genetic engineering, this TDNA plasmid the TDNA is disarmed. Disarmed means pathogenicity illadaki by the removal of disease inducing sequence, tumor inducing sequence. So in genetic engineering, the TDNA of the plasmid is disarmed and it is, the foreign gene is recombined with it, inserted with it, and allowed to infect a host cell. So this TDNA broken and integrated to the host genome, thus the foreign gene is inserted into the host genome. So it is a cloning vector used for plants to deliver foreign genes. In order to deliver foreign genes into host plants, a cloning vector called a TDNA plasmid or TDNA of TI plasmid of a bacterium called a Agrobacterium tumefaciens is used. So Agrobacterium tumefaciens, cloning vector for plants, option 1. Then next Salmonella typhimurium. Salmonella typhimuriയത്തിൻ്റെ നേറ്റീവ് പ്ലാസ്മിഡിലേക്കാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീൻ ലിഗേറ്റ് ചെയ്ത് ആദ്യത്തെ RDNA പ്രൊഡ്യൂസ് ചെയ്ത്. ദ ഫസ്റ്റ് RDNA വാസ് കൺസ്ട്രക്റ്റഡ് ബൈ Herbert Boyer and Stanley Cohen. The first RDNA was constructed by Herbert Boyer and Stanley Cohen in 1972. They isolated antibiotic resistant gene from a bacteria and it is introduced to the plasmid of native plasmid of Salmonella typhimurium. And the plasmid of Salmonella and E. coli possess some similar features. So this recombined or recombinant plasmid is introduced to a plasmid free bacteria. So first RDNA creation Salmonella typhimuriയത്തിൻ്റെ നേറ്റീവ് പ്ലാസ്മിഡിലേക്കാണ് ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് RDN. So D2. So the correct option is 1, A4, B3, C1 and D2. Option 1 is the correct answer. Next question number 6. Which of the following statement is wrong? Uracil is a pyrimidine. നമുക്കറിയാം നൈട്രജൻ ബേസുകളിൽ പ്യൂരീൻസ് 2 റിംഗ് ഉള്ള പ്യൂരീൻസ് ആർ നൈട്രജൻ ബേസസ് വിത്ത് 2 റിംഗ്. ദേ ഇൻക്ലൂഡ് അഡിനിൻ, ഗ്വാനിൻ. Pyrimidines are nitrogen bases having single ring, thymine, cytosine, uracil. So uracil is a pyrimidine that is correct. Single ring ulla ribonucleic acid il kaanapadunna oru nitrogen base aanu. Glycosidic bond is formed by dehydration. Glycosidic bond ennu paranjal in a polysaccharide. The adjacent monosaccharides are linked by glycosidic bond and the glycosidic bond is formed by the elimination of a water moiety, hence it is dehydration synthesis. So option 2 is also correct. Then cysteine is a sulfur containing amino acid. നമ്മൾ പഠിക്കും sulfur containing amino acids. Cysteine as well as methionine are examples for cysteine and methionine are example for sulfur containing amino acid. Then insulin is a homopolymer. Insulin is a protein. It's a hormone and it is protein. Being a protein, it is made up of different types of amino acid. A polypeptide, B polypeptide chains under. A polypeptide contain 21 amino acid and B contain 30 amino acid. So total 51 amino acid and different types of amino acid since present in insulin. Insulin is not a homopolymer but it is a heteropolymer. So option 4 is wrong. About 6th question answer option 4. Next question number 7. The final acceptor of electron in ETS, electron transport system,
electron transport system consists of various electron carriers which are arranged within the inner mitochondrial membrane. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ധാരാളം ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട് ETSൽ. ആൻഡ് ദീസ് ഇലക്ട്രോൺ കാരിയേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. സോ വാട്ട് ആർ ദ കമ്പോണൻസ് അല്ലെങ്കിൽ മോഡേൺ വ്യൂ അനുസരിച്ച് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇലക്ട്രോൺ കാരിയേഴ്സ് ആർ അറേഞ്ച്ഡ് ആസ് 4 കോംപ്ലക്സസ്. ഫസ്റ്റ് കോംപ്ലക്സ് 1 ഈസ് കോൾഡ് NADH dehydrogenase complex. Complex 1 consists of NADH dehydrogenase complex and it consists of FMN and FES protein. And that is, that functions as the transfer of electron, the complex which transfer electron from NADH to ubiquinone. Next, complex 2, that is FADH2 complex, consists of FAD, flavin flavin adenine dinucleotide ആണ് component, and which is involved in the transfer of FAD as well as FES is there, iron sulfur protein is there, that is involved in the transfer of electron from FADH2 to succinic acid to or succinate to ubiquinone. Then from ubiquinone the electrons are carried to cytochrome C, another carrier, that is by complex 3. Complex 3 called cytochrome BC1 complex, and BC1 complex carry electron from ubiquinone to cytochrome C. Cytochrome C is a mobile carrier between complex 3 and complex 4. Complex 4 is AA3 complex. Cytochrome AA3 ആണ് complex 4. ആ complex 3ൽ നിന്ന് complex 4ലേക്ക് ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്ന ഒരു മൊബൈൽ കാരിയർ ആണ് cytochrome C, that is located towards outer side of the inner membrane. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ്റെ ഔട്ടർ സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ് cytochrome C. And cytochrome C transfers electron to A and A3, and through A3 the electrons are finally carried to oxygen. So the final electron acceptor in electron transport system is oxygen. The final electron acceptor. Okay, finally it is carried to oxygen, where it react with this electron and along with the 2 proton to form water. That is called terminal oxidation. So the answer is oxygen. Next, name the enzyme that facilitate opening of the DNA helix during transcription. This is also question in 2021 question ആണ്. 2021 Neet examination question ആണ്. The name the enzyme that facilitate opening in DNA, opening of a DNA helix during transcription. Opening of DNA helix എന്ന് കേട്ടാൽ നമുക്കറിയാം ഹെലിക്കേസസ് ആണ്. പക്ഷേ ഹിയർ ട്രാൻസ്ക്രിപ്ഷനിലല്ല റെപ്ലിക്കേഷനിലല്ല, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ ഹെലിക്സ് ഓപ്പൺ ചെയ്യുന്നത് ആരാണ്? RNA പോളിമറേസ് ബൈൻഡ് വിത്ത് ദ പ്രൊമോട്ടർ റീജിയൻ, ഇനിഷ്യേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ, ദെൻ ദ ഹെലിക്സ് ഈസ് ഓപ്പൺ ഫ്രം ദാറ്റ് പോയിന്റ്. പ്രൊമോട്ടർ കഴിഞ്ഞ് സ്റ്റാർട്ട് പോയിന്റ് മുതൽ ഹെലിക്സിനെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ജോലി ചെയ്യുന്നത് RNA പോളിമറേസ് ആണ്. അതേസമയം റെപ്ലിക്കേഷനിലാണെങ്കിൽ, ഡ്യൂറിങ് റെപ്ലിക്കേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഹെലിക്കേസസ് ആണ് ആൻസർ. സോ ഡ്യൂറിങ് റെപ്ലിക്കേഷൻ ദ ഓപ്പണിംഗ് ഓഫ് ദ ഹെലിക്സ് ഈസ് കാറ്റലൈസ്ഡ് ബൈ DNA helicase, while in transcription it is carried out by RNA polymerase, option ഏതാണ് 3. Then DNA polymerization of nucleotide in replication. ഇനി RNA polymerase also perform polymerization of nucleotide in transcription. Then DNA ligase, that joining the DNA fragments. Next question. Question number 9. Outcrossing is employed for. Outcrossing എന്ന് പറയുന്നത് എന്താണ്? അതായത് അനിമൽ ബ്രീഡിങ്ങിൽ നമ്മൾ പഠിക്കുന്ന 3 ടേമുകളാണ്. മെയിനായിട്ട് ആദ്യത്തെ 2 ഇൻബ്രീഡിങ് ആൻഡ് ഔട്ട് ബ്രീഡിങ്. അതിൽ കേൾക്കുന്ന മറ്റൊരു ടേമാണ് ഔട്ട് ക്രോസിങ്. അതായത് ആദ്യം ഇൻബ്രീഡിങ് എന്ന് പറഞ്ഞാൽ മേറ്റിംഗ് ഓഫ് അനിമൽസ് വിത്തിൻ ദ സെയിം ബ്രീഡ്, മോർ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ സെയിം ബ്രീഡ്. ദാറ്റ് ഈസ് ദ കറക്റ്റ്. ദ മേറ്റിംഗ് ഓഫ് more closely related individuals within the same breed for about 4 to 6 generation. Inbreeding, continuous inbreeding leads to endana
inbreeding depression. Inbreeding leads to inbreeding depression, that is loss of quality and vigor due to continuous inbreeding is called inbreeding depression. And outbreeding is the mating of animals, mating of unrelated animals, അതാണ് outbreeding. അത് തന്നെ mating of animals within the same breed but they have no common ancestors for about 4 to 6 generation. സെയിം ബ്രീഡാണ്, പക്ഷേ ഒരു 4 to 6 ജനറേഷൻ ബാക്കിലേക്ക് ട്രേസ് ചെയ്താലും കോമൺ ആൻസിസ്റ്റർ ഇല്ല എങ്കിൽ സെയിം ബ്രീഡ് ബട്ട് അൺറിലേറ്റഡ്, സെയിം ബ്രീഡിലെ തന്നെ അൺറിലേറ്റഡ് മെമ്പേഴ്സിനെ ക്രോസ് ചെയ്യുന്നതാണ് ഔട്ട് ക്രോസിങ്. ഔട്ട് ക്രോസിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ബ്രീഡിങ് ഇൻ ആനിമൽസ് ഹാവിങ് ബിലോ ആവറേജ് പ്രൊഡക്ടിവിറ്റി. സിമിലർലി a single outcrosser is helped to overcome inbreeding depression. If inbreeding depression is found to be a problem, the animals are mated with their wild, അതായത് unrelated എന്നാൽ members of the same breed. Unrelated ആയിരിക്കണം, പക്ഷേ ഒരു 4 to 6 ജനറേഷൻ വരെ കോമൺ ആൻസിസ്റ്റർ പാടില്ല. അങ്ങനെയുള്ള സെയിം ബ്രീഡിൽ എന്നാൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സുമായി ക്രോസ് ചെയ്യുക, അതിനെയാണ് എന്ത് വിളിക്കുക, ഔട്ട് ക്രോസിങ്. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബിലോ ആവറേജ് പ്രൊഡക്ടിവിറ്റി ഉള്ള ആനിമൽസിൽ സ്യൂട്ടബിൾ മെത്തേഡാണ്. രണ്ട്, ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം ഇൻബ്രീഡിങ് ഡിപ്രഷൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഹോമോസൈഗോസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് നടത്തണം? ഇൻബ്രീഡിങ്. ഹാംഫുൾ റെസസീവ് അലീലുകളെ എക്സ്പോസ് ചെയ്യാനും ഇൻബ്രീഡിങ് വഴി കഴിയുന്നു. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10. Which one of the following is most abundant protein in the whole biosphere? ഹോൾ ബയോസ്ഫിയറിലാണെങ്കിൽ റുബിസ്കോ, റിബുലോസ്, ബിസ്ഫോസ്ഫേറ്റ്, കാർബോക്സിലേസ് ഓക്സിജനേസ് is the most abundant protein in the whole biosphere, while the most abundant protein in the animal world is collagen. ലെക്റ്റിൻ ഈസ് എ സെക്കൻഡറി മെറ്റബോളൈറ്റ് അല്ലേ? അതിന് എക്സാമ്പിളായി നിങ്ങൾ കോൺകേന വാലിൻ എ പഠിക്കുന്നു. ഹീമോഗ്ലോബിൻ ഒരു ക്വാട്ടേർണറി സ്ട്രക്ചറുള്ളൊരു പ്രോട്ടീൻ എക്സാമ്പിളാണ്, ഒരു കോൺജുഗേറ്റഡ് പ്രോട്ടീനാണ്. കാരണം അത് 4 പോളിപെപ്റ്റൈഡ് ചെയിനുകളുണ്ട്. അതിൽ 2R ആൽഫ ഗ്ലോബിൻ ചെയിൻ, 2R ബീറ്റ ഗ്ലോബിൻ ചെയിൻ. അതുകൊണ്ട് അതൊരു ക്വാട്ടേർണറി സ്ട്രക്ചറുണ്ട്. കൂടാതെ അതൊരു കോൺജുഗേറ്റഡ് പ്രോട്ടീനും കൂടെ എക്സാമ്പിളാണ്. Next question 11. How many types of genotypes possible for dihybrid F2 generation? Dihybrid F2 ജനറേഷനിലെ പോസിബിൾ ജീനോടൈപ്സ്, അതായത് ഡൈഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ ഒരു റൗണ്ട് യെല്ലോയെയും റിങ്കിൾഡ് ഗ്രീനെ നമ്മൾ ക്രോസ് ചെയ്തു. ഫസ്റ്റ് ജനറേഷൻ റൗണ്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ഐ സ്മോൾ ഐ എന്ന റൗണ്ട് യെല്ലോ. ആ റൗണ്ട് യെല്ലോയെ സെൽഫ് ചെയ്ത് F2 പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അല്ലേ 16 കോളമുള്ള ചെക്കർ ബോർഡ് നമ്മൾ വരച്ചു. അതിൽ കിട്ടിയ പ്രോജനികളുടെ കോൺഫിഗറേഷൻ ഇങ്ങനെയായിരുന്നു. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഐ ജീനോടൈപ്പുള്ള പ്രോജനിയുണ്ട്. അടുത്ത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ഐ. അടുത്തേതാ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. നെക്സ്റ്റ് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ഐ സ്മോൾ ഐ. small r capital I. Next small r capital Y small I. Capital R small y small y. Small r small y small y. So these are the 9 genotypic categories obtained in അതായത് 1:2, 2:2, 2:1:4:1:2, 1:2:2:1 എന്ന റേഷ്യോ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം 1:2:1:2, 4:4:2, 2:1:2:1. ഈ 2 റേഷ്യോയിൽ ഏതെഴുതിയാലും ജീനോട്ടിപ്പിക് റേഷ്യോ കിട്ടിയതാണ് 16 എണ്ണത്തിൽ. ഓക്കെ, അപ്പോൾ 9 ഫീനോട്ടിപ്പിക് ക്ലാസ്സസ് 1, 2, 3, 4, 5, 6, 7, 8, 9. ജീനോടൈപ്പ് ആണെങ്കിൽ 9 കാറ്റഗറി. ഫീനോട്ടിപ്പിക് അല്ല, സോറി, ജീനോടൈപ്പ്. ഫീനോട്ടിപ്പിക് കാറ്റഗറി ആണെങ്കിൽ റൗണ്ട് യെല്ലോ 9, റൗണ്ട് ഗ്രീൻ 9, റിങ്കിൾഡ് യെല്ലോ 9 അല്ല 3 ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ 1.
9:3:3:1. That is the phenotypic ratio. So how many phenotypic classes are there? 4 phenotypic classes and 9 genotypic classes are in F2 population. So here the question is, how many possible genotypes are possible in dihybrid F2 generation? Answer is 9. Next question. The pollen tube enters the ovule mainly through ഓവ്യൂളിലേക്ക് അല്ലേ പോളൻ ട്യൂബിനെ ഓവറിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഓവറിയിലേക്ക് പോളൻ ട്യൂബിനെ ഡയറക്റ്റ് ചെയ്യുന്നത് തന്നെ അല്ലേ എഗ് അപ്പാരറ്റസിലെ സിനജറ്റ്സിൽ കാണപ്പെടുന്ന ചില സെല്ലുലാർ തിക്കനിങ് ആയ ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ആ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഗൈഡിങ് ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ് ടുവേഴ്സ് ദി സിനജറ്റ്സ്. അങ്ങനെ ഓവറിയിലെത്തിയാൽ after entering the ovary, reaches the ovary, the pollen tube enters the ovule generally through micropyle. Then, generally through micropyle, but it also enters through integuments or chalasa. എന്നാൽ എവിടെ കൂടെ വന്നാലും finally it reaches one of the synagids and discharges the male gamete into the cytoplasm of synagids. So after entering the ovary, it enters the embryo sac through one of the synagid. എംബ്രിയോ സാക്കിലേക്ക് കയറുന്നത് ഒരു സിനജിഡിലൂടെയാണ്. അതേസമയം ഓവ്യൂളിലേക്ക് ജനറലി എൻറ്റേഴ്സ് ത്രൂ മൈക്രോപൈൽ. സോ ദ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ബാക്കി ഓപ്ഷൻ ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ഓവ്യൂൾ എങ്ങായിരിക്കുമ്പോൾ അതിൻ്റെ സെൻട്രൽ പാർട്ടിൽ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഹോമോജീനസ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്. ദെൻ ആൻറ്റിപോഡൽ എംബ്രിയോ സാക്കിൻ്റെ ചലാസൽ പോളിലായി കാണപ്പെടുന്ന 3 ഈക്വൽ സൈസുള്ള സെല്ലുകളാണ് ആൻറ്റിപോഡൽ. ഹൈലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റീജിയൻ വെയർ ദ ബോഡി ഓഫ് ദ ഓവ്യൂൾ ഈസ് ഫ്യൂസ്ഡ് വിത്ത് സ്റ്റോക്ക് ഫ്യൂണിക്കിൾ. ഓവ്യൂളിൻ്റെ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ആ ഫ്യൂണിക്കിളും ബോഡി ഓഫ് ദ ഓവ്യൂളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ജംഗ്ഷനെയാണ് ഹൈലം എന്ന് വിളിക്കുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെപ്ലിക്കേഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. നമുക്കറിയാം ഇത് റെപ്ലിക്കേഷൻ ഫോർക്കെങ്കിൽ this is the replication fork with the polarity, strand with the polarity 3-5-. എങ്കിൽ 3-5- polarity ഉള്ള സ്റ്റാൻഡിൽ ന്യൂ സ്ട്രാൻഡ് സിന്തസിസ് occurs continuously towards 5-3- direction. അതേസമയം ഇൻ ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി 5-3- പൊളാരിറ്റി ഉള്ള ടെംപ്ലേറ്റിലാണെങ്കിൽ ദ ന്യൂ സ്ട്രാൻഡ് സിന്തസിസ് occurs as small segments of DNA. 5-3- പൊളാരിറ്റി ഉള്ള കുഞ്ഞു കുഞ്ഞു സെഗ്മെൻറ്റുകളുടെ ഫോമിലാണ് ഏതിൽ അതർ സ്റ്റാൻഡിൽ. അപ്പോൾ ഇൻ ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി, ദിസ് ഈസ് ദ ടെംപ്ലേറ്റ് ഹാവിങ്, ഞാൻ ഈ സൈഡിൽ എഴുതുന്നു, ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി എന്താണ് 3-5. 3-5- പൊളാരിറ്റി ഉള്ള ടെംപ്ലേറ്റിൽ the new strand synthesis takes place continuously, while template അപ്പോൾ ഇത് continuously synthesized. അതേസമയം ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി 5-3- ആണെങ്കിൽ the new strand synthesis occurs discontinuously. So the answer is replication is discontinuous in template with polarity 5-3-. ഡിസ്കണ്ടിന്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് സ്റ്റാൻഡിനെ വിളിക്കുന്ന പേര് ലീഡിങ് സ്റ്റാൻഡ് എന്നും ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് സ്റ്റാൻഡിനെ വിളിക്കുന്ന പേര് ലാഗിങ് സ്റ്റാൻഡ് എന്നും പറയുന്നു. ലാഗിങ് സ്റ്റാൻഡിൽ കാണപ്പെടുന്ന ഈ ഫ്രാഗ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ലേറ്റർ ദീസ് Okazaki fragments are joined by ligases. Next question. So the option 1 is the correct answer, which is a correct statement regarding viruses. Viruses contain both DNA and RNA. Viruses contain either DNA. The genetic material in virus is either DNA or RNA. It does not contain both DNA and RNA. ഒരേ സമയം DNA യും RNA യും കാണില്ല. It contain either DNA or RNA. Clear? So that is the correct of false. Under two kingdom classification, they were included in kingdom Monera. Two kingdom classification,
അല്ലേ? അക്കോർഡിംഗ് ടു 2 kingdom classification, viruses were not included in any kingdom. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. They are active outside the host cell. Viruses are inactive. അതായത് they are intracellular obligate parasite. Outside the host, they have an inert crystalline structure. But when they enter a host cell, they take over the control of the host machinery and replicate inside the host cell. So they are called intracellular obligate parasite. So they are active in the cell, not outside the host cell. So that is also false. The correct statement is they are intracellular obligate parasite. Option 4 is the correct answer. Next question, the number of substrate level phosphorylation takes place during the conversion of 1,3-PGAl to pyruvic acid. So number of substrate level phosphorylation നോക്കാം. എന്താണ്? ഒരു 3-PGAl, അതായത് 3-phosphoglyceraldehyde ആദ്യം എന്തായിട്ട് മാറും? 1,3-diphosphoglyceric acid ആകുമ്പോൾ NADH ഉണ്ടാവും. അടുത്ത് 1,3-diPGA 3-PGA ആകുമ്പോൾ ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. അവിടെ ഒരു ATP ഉണ്ടാവും. അടുത്ത 3-PGA നെക്സ്റ്റ് 2-PGA ആകുന്നു. 2-PGA 2-phosphor ഈനോൾ പൈറുവേറ്റ് ആകുന്നു. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡായി മാറുമ്പോൾ വീണ്ടും ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കും. ഇവിടെയും ഒരു ATP ഉണ്ടാവും. അങ്ങനെ ഒരു PGAl പൈറുവിക് ആസിഡായി കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ATP. നമുക്കറിയാം ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 2 PGAl ഉണ്ടാവും. അപ്പോൾ ഇൻറ്റു 2 ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ 4. ഇവിടെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ അനുസരിച്ച് the number of substrate level phosphorylation takes place in glycolysis during the conversion of 1 PGAl to pyruvic acid. ഒരു PGAl pyruvic acid ആയി മാറുമ്പോൾ the answer is option 2, 2 ATP. So the answer is 2. Next question. How many ATP are required for reduction of N2 by nitrogenase enzyme? അല്ലേ? അതായത് അമോണിയ ഫോം ചെയ്യുമ്പോൾ N2 പ്ലസ് എത്രയാണ്? 8 പ്രോട്ടോൺ പ്ലസ് 8 ഇലക്ട്രോൺ പ്ലസ് എത്രയാണ്? 16 ATP gives 2 NH3 പ്ലസ് സോ ഓൺ. അപ്പോൾ ഇവിടെ ഒരു നൈട്രജനെ റെഡ്യൂസ് ചെയ്യാനെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ 2 നൈട്രജൻ ആകുമ്പോൾ 2 NH3 മോളിക്യൂൾ ഫോം ചെയ്യും. ഒരു അമോണിയ ഫോം ചെയ്യാനാണെങ്കിൽ 8 ATPയും 2 അമോണിയ, അതായത് ഒരു മോളിക്യൂൾ നൈട്രജനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എനർജി 16 ATP ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. എത്രയാണ്? ഹൗ മെനി ATP ആർ റിക്വയർഡ് ഫോർ റിഡക്ഷൻ ഓഫ് N2 ബൈ നൈട്രോജിനേസ് എൻസൈം? 16 ATP for 1 molecule of nitrogen. So how many ammonia are formed? 2 ammonia. അപ്പോൾ question 1 ammonia formation, how many ATP are required? 8. ഇവിടെ 1 N2 gives rise to 2 NH3. So the answer is 16 ATP, option 1. Question number 17. The correct combination that can form a nucleotide of RNA. ജനറലായിട്ട് നമുക്ക് എഴുതാം, ഒരു RNAയിൽ ഒരു ന്യൂക്ലിയോറ്റൈഡ് ഫോം ചെയ്യണമെങ്കിൽ, ന്യൂക്ലിയോറ്റൈഡ് എന്ന് പറയുന്നത് എന്തൊക്കെ കൊണ്ടുണ്ടാകുന്ന? ഒന്ന്, ഒരു പെൻഡോ ഷുഗർ, മോണോസാക്കറൈഡ്. ഇവിടുത്തെ പെൻഡോ ഷുഗർ എല്ലാവർക്കും അറിയാം, റൈബോസ് പ്ലസ് അല്ലേ നൈട്രജൻ ബേസ്. RNAയിലുള്ളത് നിങ്ങൾക്കറിയാം 4 എണ്ണം: അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് ഫോസ്ഫേറ്റ്. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇനി ഓപ്ഷൻ നോക്കുക. റൈബോസ് പ്ലസ് 1 ഓഫ് ദ നൈട്രജൻ ബേസ്, അത് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇതിലേതെങ്കിലും 1 നൈട്രജൻ ബേസ്. അപ്പോൾ ഒരു പെൻഡോ ഷുഗർ, 1 നൈട്രജൻ ബേസ്, എനി 1 ഓഫ് ദീസ് ആൻഡ് 1 ഫോസ്ഫേറ്റ്. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, അഡിനിൻ പ്ലസ് ഡീവോക്സി റൈബോസ്. ഫസ്റ്റ് ഓപ്ഷൻ ഡീവോക്സി റൈബോസ്, അത് DNA-ലാണ്. സോ ഫോൾസ്. തൈമിൻ ഒരിക്കലും RNA-യിലില്ല. തൈമിന് വേറെ യുറാസിലാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഫോൾസ്.
യുറാസിൽ പ്ലസ് ഡിയോക്സിറൈബോസ്, വീണ്ടും ഡിയോക്സിറൈബോസ് വന്നു, ഫോൾസ്. യുറാസിൽ പ്ലസ് റൈബോസ് പ്ലസ് ഫോസ്ഫേറ്റ്. നോക്കൂ, റൈബോസ് യുറാസിൽ ഫോസ്ഫേറ്റ് കറക്റ്റ് ഓപ്ഷൻ അല്ലേ, ഫോർത്ത് വൺ. സോ ദ കറക്റ്റ് combination that can form a nucleotide in RNA is uracil plus ribose plus phosphate ആവാം, adenine plus ribose plus phosphate ആവാം, guanine plus ribose plus phosphate ആവാം, cytosine plus ribose plus phosphate ആവാം. ഇതിൽ 4 ഏത് വന്നാലും കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ടെർമിനലൈസേഷൻ ഓഫ് കയസ്മാറ്റ. കഴിഞ്ഞ വർഷം 4 സ്റ്റേജുകൾ, അതിലെ മെയിൻ ഇവൻ്റ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ടെർമിനലൈസേഷൻ മാത്രം. നമുക്കറിയാം ഓരോ ഇവൻറ്റും ലെപ്റ്റോട്ടീൻ ആകുമ്പോഴേക്കും 5 സബ് സ്റ്റേജുകൾ, അതായത് നമ്മൾ പ്രൊഫേസ് 1ൻ്റെ 5 സബ് സ്റ്റേജസ് ആണ് ഞാൻ പറയുന്നത്. പ്രൊഫേസ് 1 എന്ന് പറയുന്നത് മിയോസിസിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഫേസ് ആണ്, അത് മിയോസിസ് 1ലാണ്. അതിലെ 5 സബ് സ്റ്റേജുകൾ ഇവയൊക്കെയാണ്: ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ലെപ്റ്റോട്ടീൻ ആകുമ്പോഴേക്കും ഓരോന്നിലുള്ള ഇവൻറ്റുകൾ ഞാനൊന്ന് ഓടിച്ച് പറയുന്നു. ഡ്യൂറിങ് ലെപ്റ്റോട്ടീൻ ദ ക്രോമസോം സ്റ്റാർട്ട്സ് ടു വിസിബിൾ. കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ ക്രോമസോം സ്റ്റാർട്ട്സ് ടു വിസിബിൾ. അടുത്ത ഡ്യൂറിങ് സൈഗോട്ടീൻ ദ ഹോമലോഗസ് ക്രോമസോം അണ്ടർഗോ പെയറിംഗ് ആൻഡ് പെയറിംഗ് പ്രോസസ് ഈ സിനാപ്സിസ്. അപ്പോൾ സിനാപ്സിസ് നടക്കുന്നത് സൈഗോട്ടീനിലാണ്. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് അവിടെ കാണപ്പെടും. മനസ്സിലായല്ലോ? ഇനി അങ്ങനെയുള്ള പെയർഡ് ഹോമലോഗസ് ക്രോമസോമുകളെ നമ്മൾ സിനാപ്സിസിൻ്റെ ഫലമായുണ്ടാകുന്ന കോംപ്ലക്സ് അല്ലേ, അതിനെ ബൈവാലൻ്റ് എന്ന് വിളിക്കും. A complex formed by the pairing of homologous chromosome is called bivalent. അപ്പോൾ സിനാപ്സിസ് ബൈവലൻ്റ് അപ്പിയർ ചെയ്യുന്നത് ഇതെല്ലാം സൈഗോട്ടീനിലാണ്. ഇനി ബൈവലൻ്റ് ഈസ് ആക്ച്വലി ടെട്രാഡ്, ബട്ട് ദാറ്റ് ടെട്രാഡ് ക്ലിയർലി വിസിബിൾ ഡ്യൂറിങ് പാക്കറ്റീൻ. പാക്കറ്റീനിൽ റീകോമ്പിനേഷൻ നോഡ്യൂൾസിൻ്റെ അപ്പിയറൻസ്, അതുപോലെ ക്രോസിംഗ് ഓവർ. അപ്പോൾ 3 പോയിന്റുകൾ ഓർമ്മിച്ച് വെച്ചാൽ പാക്കറ്റീൻ കഴിഞ്ഞു. ടെട്രാഡ് ക്ലിയർലി വിസിബിൾ ഡ്യൂറിങ് പാക്കറ്റീൻ, appearance of recombination nodule occur, then crossing over takes place. ഈ ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലങ്ങളായ കയസ്മാറ്റ വിസിബിൾ ആകുന്നത് ഈ അല്ലേ, കയസ്മാറ്റ എന്ന് പറയുന്നത് എക്സ് ഷേപ്ഡ് കണക്ഷനാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഡിപ്ലോട്ടീൻ സ്റ്റേജ് ആകുമ്പോഴേക്കും ദ ഡിസൊല്യൂഷൻ ഓഫ് ദ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. അപ്പോൾ ഡിപ്ലോട്ടീനിൽ 2 പോയിന്റുകൾ: ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ആൻഡ് അപ്പിയറൻസ് ഓഫ് എക്സ് ഷേപ്ഡ് കണക്ഷൻ കോൾഡ് കയസ്മാറ്റ. In diakinesis, the terminalization of the chiasmata occurs. അല്ലേ, അതായത് chiasma displaced towards the terminal ends of a fully condensed chromosome. That is the terminalization of chiasmata that occurs during which stage? Diakinesis. So the answer option 3, terminalization of chiasmata. പിന്നെ പ്രൊഫേസിൻ്റെ എന്താണ്? സോ ന്യൂക്ലിയർ മെംബ്രെയിൻ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ, ന്യൂക്ലിയോലസ് ഡിസപ്പിയർ, ഗോൾഗി ER ഇതെല്ലാം ഡിസപ്പിയർ ചെയ്യുന്നു, സ്പിൻഡിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം അല്ലേ, അതായത് മെറ്റാഫേസിന് മുമ്പുള്ള സ്റ്റേജ് ആയതുകൊണ്ട് ഡയാകൈനസിസിൽ നടക്കുന്ന ഇവൻറ്റുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following plants taproot store food and get swollen? In some plants, taproots are modified for the storage of food, so they become swollen, fleshy structures. അല്ലേ, swollen, fleshy and variously shaped structures. അത്തരം ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ ഫുഡ് സ്റ്റോറേജിന് എക്സാമ്പിളായി നമ്മൾ പഠിച്ചത് ടാപ്പ് റൂട്ട് സ്റ്റോറിങ് ഫുഡ് ഏതൊക്കെയാ? ക്യാരറ്റ്, റാഡിഷ്, ബീറ്റ്റൂട്ട്, അതുപോലെ തന്നെ ടെർണിപ്പ് തുടങ്ങിയ പ്ലാന്റുകൾ. ഈ ക്യാരറ്റ് ബിലോങ്സ് ടു എ കാറ്റഗറി കോൾഡ് കോണിക്കൽ ടൈപ്പ് റൂട്ട് ട്യൂബർ. ഇതെല്ലാം ട്യൂബേഴ്സാണ്. റാഡിഷ് ബിലോങ്സ് ടു എ ടൈപ്പ് കോൾഡ് ഫ്യൂസിഫോം ടൈപ്പ് റൂട്ട് ട്യൂബർ. ആൻഡ് ബീറ്റ്റൂട്ട് ആൻഡ് ടെർണിപ്പ് ബിലോങ്സ് ടു നാപ്പിഫോം. All are different shaped root tubers.
സോ ദ ആൻസർ ഈസ് ഏതൊക്കെയാണ് ഇവിടെ? ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ വരുന്നത് ടർണിപ്പും റാഡിഷും. സ്വീറ്റ് പൊട്ടറ്റോയിൽ കാണുന്നത് അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫൈഡ് ഫോർ ഫുഡ് സ്റ്റോറേജ്. So the adventitious root modification for food storage is found in sweet potato, asparagus, tapioca, etc. So here the answer is both the 2 and 3, turnip and radish. Option 4 is the correct answer. Next question. In gel electrophoresis, the separated DNA fragments can be visualized with the help of. അതായത് gel electrophoresis is a technique used for the separation of DNA. And here the DNA fragments are forced to move through a gel medium under electric field, and the gel provides a sieving effect so that the DNA fragments are separated according to their size due to the sieving effect provided by the agarose gel coated on gel plate. And the separated DNA fragments are visualized by staining with the ethidium bromide and exposure to UV light. So the DNA fragments appear as orange colored bands. So the answer is എന്താണ്? ethidium bromide in UV radiation. That is the correct answer for visualizing the separated DNA fragments. Option 1. Question number 21. Find out the wrong match. Iron, ചില മിനറൽസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻസുമാണ്, യൂസസുമാണ്. അയൺ ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് സൈറ്റോക്രോം. അയൺ അല്ലേ, ചില എൻസൈമിൻ്റെ പെറോക്സിഡൈസ്, കാറ്റലൈസ് തുടങ്ങിയ എൻസൈമിൻ്റെ ആക്ടിവേറ്ററാണ്. അയൺ ക്ലോറോഫിൽ സിന്തസിസിന് നെസസറിയാണ്. ദെൻ ഇറ്റ് ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിംഗ് എൻസൈംസ് ലൈക്ക് സൈറ്റോക്രോംസ്, ഫെറിഡോക്സിൻ. സൈറ്റോക്രോം, ഫെറിഡോക്സിൻ തുടങ്ങിയ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിംഗ് എൻസൈംസിൻ്റെ കമ്പോണൻ്റാണ് അയൺ. സോ ദ കറക്റ്റ് ഓപ്ഷനാണത്. ബോറോൺ, പോളൻ ജെർമിനേഷൻ. ബോറോൺ ബോറേറ്റ് അയോൺസ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു. ബോറോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഏതാണ്? പോളൻ ജെർമിനേഷൻ. കോപ്പർ ഈസ് ഇൻവോൾവ് ഇൻ കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്ലൊക്കേഷൻ. അത് ഫോൾസ് ഓപ്ഷനാണ്. കോപ്പർ ഈസ് എസെൻഷ്യൽ ഫോർ എന്താണ്? ഓവറാൾ മെറ്റബോളിസം. ഓവറാൾ പ്ലാന്റ് മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന എലമെൻ്റാണ് കോപ്പർ. കൂടാതെ കോപ്പർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ അല്ലേ, ദ റിവേഴ്സലി ഓക്സിഡൈസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിംഗ് എൻസൈംസിൻ്റെ കമ്പോണൻ്റാണ്. ദേ ആർ ഓൾസോ ദ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിംഗ് എൻസൈംസ് ലൈക്ക് സൈറ്റോക്രോം A3 അതിലൊക്കെ ഉണ്ട്. കാൽഷ്യം ഈസ് ഇൻവോൾവ് ഇൻ പ്ലാന്റ് സെൽ വാൾ ഫോർമേഷൻ. സോ കോപ്പർ കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്ലൊക്കേഷൻ ഫോൾസ് ആണ്. കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്ലൊക്കേഷനിൽ അല്ലേ കാൽഷ്യമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്ലൊക്കേഷൻ. ഓക്കെ, സോ ദ ഓപ്ഷൻ 3 ഈസ് എ ഫോൾസ് റിഗാർഡിംഗ് ദ ഫങ്ഷൻസ് ഓഫ് മിനറൽ. Next question. The plant variety that was developed by the introduction of a Cry2AB gene of Bacillus thuringiensis is. Cry2AB gene, അതായത് there are different types of a Cry protein producing gene. അതിൽ Cry1AC and Cry2BA are the genes introduced from isolated from Bacillus thuringiensis and introduced to cotton bollworms. So it ഗെറ്റ് റെസിസ്റ്റൻസ് അല്ലേ. കോട്ടൺ പ്ലാന്റ് വെറൈറ്റികൾക്ക് എന്തിനോട്? ബോൾവേംസിനോട് റെസിസ്റ്റൻസ് കൊടുത്ത ജീനാണ് Cry2AB, Cry1AC. അതുപോലെ Cry1AB ഈസ് റെസിസ്റ്റൻറ്റ് ടു കോൺ ബോറേഴ്സ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, ബോൾവേംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെല്ലോ മൊസൈക് വൈറസ് റെസിസ്റ്റൻറ്റ് ബിൻഡി വാസ് ഡെവലപ്ഡ് ബൈ ഇൻ ഒക്ര. അതായത് മെനി വൈൽഡ് വെറൈറ്റീസ് ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ് പൊസസ് സം ഡിസീസ് റെസിസ്റ്റൻ്റ് ജീൻ. നമ്മൾ നിലവിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പല പ്ലാന്റുകളുടെയും വൈൽഡ് വെറൈറ്റീസിന് ചില ഡിസീസ് റെസിസ്റ്റൻ്റ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. അത്തരം ഡിസീസ് റെസിസ്റ്റൻ്റ് ജീനുകളുണ്ടായിരിക്കും. ബട്ട് ബിക്കോസ് ഓഫ് ദെയർ പുവർ ഈൽഡ് വി കനോട്ട് കൾട്ടിവേറ്റ് ദം. ഈൽഡ് വളരെ കുറവാണ്. സോ there is a chance of transferring such a resistant gene to the cultivating variety. So also cultivated varieties also get resistance against various diseases. So in bindi or in okra, Abelmoschus esculentus ആണ് എൻ്റെ ബൊട്ടാണിക്കൽ നെയിം. Abelmoschus esculentus, ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ ഓക്ര അല്ലെങ്കിൽ ഭിണ്ടി. ഇൻ ഭിണ്ടി ദ റെസിസ്റ്റൻസ് ടു യെല്ലോ മൊസൈക് വൈറസ് ആൻഡ് പൗഡറി മിൽഡ്യൂ
പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഡിസീസാണ്. ആ പൗഡറി മിൽഡ്യൂവിനോടും യെല്ലോ മൊസൈക്ക് വൈറസിനോടും ബിൻഡിയിൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയത് ബൈ ട്രാൻസ്ഫറിങ് ജീൻ ഫ്രം ഇറ്റ്സ് വൈൽഡ് വെറൈറ്റി. Thus a new variety of bindi was developed that is called Parbhani Kranti. So Parbhani Kranti is a yellow mosaic virus resistant variety of bindi that is produced by gene transferring from its wild variety. So it is a variety of Parbhani Kranti is a variety of Abelmoschus esculentus or bindi which is produced by hybridization technique by gene transfer. Okay. Next question. 24. Choose the flower that can be divided into two similar halves only in one particular vertical plane. A flower can be divided into two equal halves through any vertical plane passing through the central axis. That is called actinomorphic or radial symmetry. Actinomorphic അല്ലെങ്കിൽ radial symmetryക്ക് എക്സാമ്പിൾ ആയിട്ട് മസ്റ്റാർഡ്, ഡറ്റ്യൂറ, ചില്ലി, ഹിബിസ്കസ് തുടങ്ങിയവ എക്സാമ്പിളാണ്. അപ്പോൾ ഡറ്റ്യൂറ എന്തിന് എക്സാമ്പിളാണ്? ആക്ടിനോമോർഫിക്കാണ് അഥവാ റേഡിയൽ സിമട്രി. ഗ്ലോറിയോസ ആക്ടിനോമോർഫിക്കാണ് അല്ലേ. കലോട്രോപ്പിസും ആക്ടിനോമോർഫിക്കാണ്. അതേസമയം എന്താണ്? ഇൻ പി സൈഗമോർഫിക്കാണ്, ബൈലാറ്ററൽ സിമട്രി. A flower can be divided into only one vertical plane passing through the central axis. അപ്പോൾ ഫാബേസിയെ ഫാമിലിപ്പെട്ട പ്ലാന്റുകളെല്ലാം തന്നെ പീ, ബീൻ, ഗുൽമോഹർ, കാഷ്യ ഇതെല്ലാം സൈഗമോർഫിക്കാണ്. സോ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഏതാണ്? പി. ഫാബേസിയ ഫാമിലിയുടെ മെമ്പേഴ്സ്, അതുപോലെ ഗുൽമോഹർ, കാഷ്യ ഇതെല്ലാം സൈഗമോർഫിക്കിന് എക്സാമ്പിളാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോളിക്കുലാർ സിസേഴ്സ് വിച്ച് കട്ട് ദ DNA at specific site are അല്ലേ. മോളിക്കുലാർ സിസേഴ്സ് ആർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലെ. വിച്ച് കട്ട് DNA at specific point? They cut the palindromic sequence on DNA. DNA എവിടെയാണോ പാലൻഡ്രോമിക് സീക്വൻസ് ഉള്ളത് ആ പോയിന്റിൽ വെച്ച് DNA കട്ട് ചെയ്ത് ഫ്രാഗ്മെൻ്റ് ആക്കും. DNA ലിഗേസ് ആണെങ്കിൽ ജോയിനിങ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. സെല്ലുലേസ് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. ടാക് പോളിമറേസ് ഈസ് ദ എൻസൈം അല്ലേ വിച്ച് യൂസ്ഡ് ഇൻ PCR that is extracted from Thermus aquaticus and it is a thermostable DNA polymerase. So here the option 1 is the correct answer. Next question 26. The final acceptor of electrons during non-cyclic electron pathway. Non-cyclic electron pathway അല്ലേ ഫസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നത് PS2. അതിൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ നിന്ന് ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ് അതിൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഒരു പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് മൂവ് ചെയ്യും. From the primary electron system it passes into an electron transporting system consisting of a cytochrome B6F തുടങ്ങിയവയുള്ള ഒരു ETSിലേക്ക്. ആൻഡ് ETSിലൂടെ നേരെ എവിടെ പോവും? ദ ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ് ഓഫ് PS1 എക്സൈറ്റഡ് ആയി അതിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. അതിൽ നിന്ന് അനദർ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആൻഡ് ഫ്രം ദാറ്റ് ഇറ്റ് ഗോസ് ടു NADP where it reduces this NADP plus to NADPH. ക്ലിയർ? അങ്ങനെ NADP പ്ലസിനെ റെഡ്യൂസ് ചെയ്ത് ആ ഇലക്ട്രോൺ NADPH ആക്കും. അതിനുവേണ്ടി ഇലക്ട്രോൺ മാത്രം പോരാ, പ്രോട്ടോൺസും വേണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ത്രൂ. ദ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഓഫ് എ നോൺ സൈക്ലിക് ഇലക്ട്രോൺ പാത്വേ ഇൻ ഫോട്ടോസിന്തസിസ് ഈസ് NADP plus. While in cyclic electron transport, the emitted electron is returned back to its reaction center. Clear? Next question 27. Asexual spores which are exogenous on hyphae. Asexual reproduction ഫംഗസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂസ്പോസ്, എപ്ലാനോസ്പോസ്, കൊണീഡിയ എങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ഫോർമേഷൻ വഴിയാണ്. അതേസമയം സെക്ഷൽ സ്പോറുകളാണ് ആസ്കോസ്പോർ, ബസിഡിയോസ്പോർ. ഇതെല്ലാം സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന സെക്ഷൽ സ്പോർസാണ്. എന്നാൽ സൂസ്പോസും കൊണീഡിയോസ്പോറും അസെക്ഷൽ സ്പോർ. സൂസ്പോറുകളുടെ പ്രത്യേകത എൻഡോജീനസ് സ്പോറാണ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ സ്പൊറാഞ്ചിയ. വൈൽ എന്താണ് അസെക്ഷൽ സ്പോർസ് വിച്ച് ആർ എക്സോജീനസ് ഓൺ ഹൈഫേ. ഹൈഫേയിൽ എക്സോജീനസ് ആയിട്ടുള്ളത് കൊണീഡിയയാണ്. കൊണീഡിയ ആർ ദ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർസ് പ്രസൻറ്റ് ഇൻ ആസ്കോമൈസേറ്റ്സ് ആൻഡ്
ഡ്യൂറ്റീറോമൈസെറ്റ്സ് അഥവാ ഫഞ്ചൈ ഇംപെർഫെക്റ്റ്. അപ്പോൾ ഇതിൽ രണ്ടിലും കൊണീഡിയ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് എക്സോജീനസ് സ്പോർസ് ആണ്. ആൻഡ് ദീസ് ആർ എക്സോജീനസ് സ്പോർസ് പ്രൊഡ്യൂസ്ഡ് ഓൺ സ്പെഷ്യൽ ഹൈഫേ കോൾഡ് കൊണീഡിയോഫോഴ്സ്. സോ എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് സ്പോർസ് ആണ് കൊണീഡിയോസ്പോർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആൻസർ കൊണിഡിയോസ്പോർസ് എന്നാണ് തന്നിരിക്കുന്നത്. കൊണീഡിയ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് കൊണിഡിയോസ്പോർസ്. ക്ലിയർ? ദേ ആർ ഡെവലപ്ഡ് ഓൺ സ്പെഷ്യൽ ബ്രാഞ്ച് കോൾഡ് കൊണിഡിയോഫോർ, PHORE, കൊണിഡിയോഫോർ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം, ഡിസൊല്യൂഷൻ ഓഫ് ദ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് മാർക്ക് വിച്ച് സ്റ്റേജ്. അതായത് സൈഗോട്ടിനാകുമ്പോഴേക്കും പെയറിങ് നടന്നു, പാക്കറ്റീനിൽ ക്രോസിംഗ് ഓവറൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഡിസൊല്യൂഷൻ ഓഫ് ദ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ഡിപ്ലോട്ടീൻ സ്റ്റേജ്. അതുകൊണ്ടാണ് ഡയാകൈനസിസ് വരുമ്പോൾ കയസ്മാറ്റ ഡിസ്പ്ലേസ്ഡ് ടുവേഴ്സ് ടെർമിനൽ എൻഡ്, ദാറ്റ് ഈസ് ടെർമിനലൈസേഷൻ ഓഫ് കയസ്മാറ്റ. So dissolution of the synaptonemal complex marks diplotin stage of meiosis, prophase 1 of meiosis. Next, in light reaction, പ്ലാസ്റ്റോക്വിനോൺ ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. രണ്ട് രീതിയിൽ നമുക്ക് പ്ലാസ്റ്റോക്വിനോണും ഉണ്ട്, പ്ലാസ്റ്റോസയാനിനും ഉണ്ട്. ലൈറ്റ് റിയാക്ഷനിൽ നമുക്കറിയാം ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ് ഓഫ് ദ PS1 PS2ലാണ് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ആദ്യം ഇലക്ട്രോൺ ഒരു പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് പോയതിനു ശേഷം which passes into an electron transporting system, ETSിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ETSിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ത്രൂ ഏതിലൂടെയാണ്? PQ, പ്ലാസ്റ്റോക്വിനോണിലൂടെയാണ്. ആ ETSിലുള്ളത് സൈറ്റോക്രോം B6ഉം Fഉമാണ്. ETSിൽ നിന്ന് ഇത് PC, പ്ലാസ്റ്റോസയാനിലൂടെ അത് ഏതാ? LHCO4. ഇങ്ങനെയാണ് മൂവ്മെൻറ്റ്. അപ്പോൾ ഓർമ്മിക്കുക ഈ രണ്ട്. ETSന് മുന്നേ ഉള്ളതാണ് പ്ലാസ്റ്റോക്വിനോൺ, ETSന് ശേഷമുള്ളതാണ് PQ, പ്ലാസ്റ്റോക്വിനോൺ. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണിത്. പ്ലാസ്റ്റോസയാനിനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ വർഷം ചോദിക്കുന്നു വെച്ചോളൂ. എന്താണ്? ഇൻ ലൈറ്റ് റിയാക്ഷൻ PC ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം. ഈ ETSിൽ സൈറ്റോക്രോം B6ഉം F ഉണ്ട്. അപ്പോൾ ദാറ്റ് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം സൈറ്റോക്രോം B6 ആൻഡ് F to PS1. B6 ആൻഡ് F to PS1 ആണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. B6 കോംപ്ലക്സ് ടു PS1 ആണെങ്കിൽ അത് പ്ലാസ്റ്റോസയാനിനും അല്ലേ. അതേസമയം ഏതിൽ നിന്ന്? PS2ൽ നിന്ന് വന്ന ഇലക്ട്രോണിനെ ETSിലേക്ക്, PS2ൽ നിന്നുള്ള ഇലക്ട്രോണിനെ അതിലേക്ക് സൈറ്റോക്രോം B6 അടങ്ങിയ ETSിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് പ്ലാസ്റ്റോക്വിനോണും. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ പ്ലാസ്റ്റോക്വിനോൺ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30. ഫൈൻഡ് ദ റോങ് മാച്ച്. സിക്കിൾ സെൽ അനീമിയ ക്രോമസോം 11, ഫിനൈൽകീറ്റോനൂറിയ ക്രോമസോം 12, തലാസിമിയ ബീറ്റ ക്രോമസോം 16, ക്ലൈൻഫിൽട്ടർ സിൻഡ്രം ട്രൈസോമി. നോക്കൂ. Sickle cell anemia is an autosomal disorder caused by a recessive gene on chromosome 11. Correct option. Phenylketonuria is a autosomal disorder caused by a recessive gene on chromosome 12. Thalassemia beta. Thalassemia alpha ഉണ്ട്, തലാസിമിയ ബീറ്റ. ആൽഫ 16ഉം ബീറ്റ ഏതുമാണ്? 11ഉമാണ്. സോ തലാസിമിയ ആൽഫയാണ് 16th ക്രോമസോമിൽ റെസസീവ് ജീൻ, ഓട്ടോസോമൽ ഡിസോർഡറാണ്. വൈൽ ബീറ്റ ഈസ് 11. ക്ലൈൻഫിൽട്ടർ സിൻഡ്രം ഈസ് ഡ്യൂ ടു ട്രൈസോമി. കറക്റ്റ് ആണ്. സോ ഹിയർ ദ ഫാൾസ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോങ് സ്റ്റേറ്റ്മെൻറ്റ്. കൺസിഡർ ദ ഫോളോയിങ് ആൻഡ് അല്ലേ, ഹൗ മെനി ഓഫ് ദം ആർ കറക്റ്റ് ഓർ റോങ് നോക്കാം. Neutral solutes pass through the cell membrane by simple diffusion. One of the most important function of plasma membrane is the movement of molecules across it. Neutral solutes move across the membrane by simple diffusion. Polar molecules cannot move through the non-polar lipid bilayer
their movement is to be facilitated, has to be facilitated. So the movement of polar molecule is facilitated by some carrier protein present in the membrane, that is called a facilitated diffusion. And the water move across the membrane by osmosis through the cell membrane. Diffusion through a cell membrane is called osmosis. So neutral solutes move across the membrane by simple diffusion. Cell membrane contain cholesterol in animal cell. That cell membrane is composed of a phospholipid bilayer, and within it intrinsic and extrinsic proteins are arranged, and sugars are found attached to proteins or lipids. If they found attached to protein, they are called a glycoprotein, and if they found attached to lipids, that is called glycolipids. In animal cell and mycoplasma, in addition to these, some cholesterol also present. Animal cell membrane contain cholesterol also. So that is correct option. Non-polar tails are towards the inner part of the membrane. എപ്പോഴും പോളാർ ഹെഡാണ് മെംബ്രെയിൻ്റെ ഔട്ടർ സൈഡുകൾ. ഇങ്ങനെ ഇത്തരം അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഔട്ടർ സൈഡ്സിനെ ഫേസ് ചെയ്യുന്നത് പോളാർ ഹെഡും ഇന്നർ സൈഡ് ടെയിൽ റീജിയനും ആയിരിക്കും. സോ ദ ടെയിൽ റീജിയൻ ഈസ് ടുവേഴ്സ് ദ ഇന്നർ പാർട്ട് ഓഫ് ദി മെംബ്രെയിൻ. കറക്റ്റ് ഓപ്ഷൻ. Then phospholipid bilayer protect saturated hydrocarbons from, അതായത് ടെയിൽ റീജിയൻ ടെയിലിൻ്റെ പ്രത്യേകത അത് ഹൈഡ്രോഫോബിക്കാണ്. അപ്പം നോൺ പോളാർ ടെയിൽ റീജിയനിൽ കാണപ്പെടുന്ന സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണുകളെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാരണം, ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കാരണം അക്വസ് എൻവയോൺമെൻറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സോ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ പ്രൊട്ടക്ട് ദ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ പ്രസൻറ്റ് ഇൻ ദ എന്തിൽ നിന്ന് tail region from aqueous environment. So that is also correct. So all options are correct. Option 4 is the answer. 1, 2, 3, 4 wrong. Correct. Then question number 32. Radial conduction of water. അതായത് നമ്മൾ സൈലം പഠിച്ചപ്പോൾ സൈലം കൺസിസ്റ്റ് ഓഫ് tracheids, vessels, xylem fibers and xylem parenchyma. Radially elongated parenchyma cell present in the xylem is ray parenchyma. അതുപോലെ ഫ്ലോയം റേയും ഉണ്ട്. സോ റേഡിയൽ കണ്ടക്ഷൻ ഈസ് carried out by xylem ray and phloem ray. Xylem ray perform radial conduction of water and minerals, and phloem ray perform the radial conduction of prepared food material. So ray parenchyma are concerned with the radial conduction. Sieve tube element companion cellum vertically food material, prepared food material conduction from synthesis of region of synthesis leaves to various parts. Tracheids റൂട്ടിൽ നിന്ന് ഏരിയൽ പാർട്ടിലേക്ക് വാട്ടറിനെ കണ്ടക്ട് ചെയ്യുന്നു. അത് വെർട്ടിക്കൽ കണ്ടക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 33. The suitable vector for gene therapy. Gene therapy is the treatment of a hereditary disease by introducing a functional gene instead of a affected gene. അപ്പോൾ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴി ഒരു ജനറ്റിക് ഡിസോർഡറിനെ ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ജീൻ തെറാപ്പി. ആൻഡ് ഫസ്റ്റ് സക്സസ്ഫുൾ ജീൻ തെറാപ്പി ഈസ് ഡൺ ഇൻ എ 4-year-old ഗേൾ ചൈൽഡ് who suffered from ADA deficiency, adenosine deaminase deficiency. ADA is the enzyme required for the maturation of T lymphocytes. T cells in T lymphocytes in the maturation വേണ്ട എന്താണ് എൻസൈമാണ് ADA. അതാണ് സെക്കൻഡ് ഓപ്ഷനിൽ കിടക്കുന്നത്, അഡിനോസിൻ ഡിഅമിനേസ്. ആൻഡ് ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ മെച്ചുറേഷൻ ഓഫ് T lymphocytes. Thus it is crucial for our immune system functioning. So person having non-functional T lymphocytes and possess immune deficiency. So severe combined immune deficiency is there. അതാണ് SCID, severe combined ADA deficiency leads to a disorder called severe combined immunodeficiency. മനസ്സിലായോ? So usual treatment is എന്താണ് enzyme replacement therapy or bone marrow transplantation, but both are not curative. In gene therapy, lymphocytes from the patient's blood is grown in a medium, culture medium outside the body. Diseased പേഴ്സൻ്റെ ലിംഫോസൈറ്റ് നമ്മളെടുത്ത് ഒരു കൾച്ചർ മീഡിയത്തിൽ കൾച്ചർ ചെയ്യും. ആൻഡ് ഫങ്ഷണൽ ADA ജീൻ, ADA പ്രൊഡക്ഷന് കാരണമായ ജീൻ നമ്മൾ കോംപ്ലിമെൻ്ററി റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴി ഉണ്ടാക്കുന്നു. അതിനെയാണ് കോംപ്ലിമെൻ്ററി DNA, cDNA എന്ന് വിളിക്കുന്നത്. ADAയുടെ mRNAയിൽ നിന്ന് DNA ഉണ്ടാക്കുന്നു. അങ്ങനെ ഫങ്ഷണൽ ADA ജീൻ that is introduced to the lymphocytes, T cells of a patient's blood, എങ്ങനെയാണ്
by using retroviral vector. അപ്പോൾ അവിടെ വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത് ആനിമൽസിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ വെക്ടർ റിട്രോവൈറസ് ആണ്. എന്നിട്ട് തിരിച്ച് പേഷ്യൻ്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇൻട്രൊഡ്യൂസ്. പക്ഷേ അവിടെയും ദാറ്റ് ഈസ് നോട്ട് എ പെർമനൻറ്റ് ക്യൂറേറ്റീവ് മെത്തേഡ്. പെർമനൻറ്റ് ക്യൂർ കുഡ് ബി അച്ചീവ്ഡ് ഇഫ് ദ functional gene is introduced to the bone marrow cells during functional gene taken from the bone marrow is introduced to early embryonic stage. Early embryonic stage ആണ് ട്രാൻസ്ഫർ ചെയ്യണം ആ embryonic cellsലേക്ക്. So anyway, the vector used is retrovirus. Option 4 is the answer. Next question. In angiosperms, the embryo sac represent. Embryo sac is the female gametophyte of angiosperm, while pollen grains are the male gametophyte. In angiosperms and gymnosperms, the male and the female gametophytic generation is highly reduced, and it is represented by one or a few celled structure, and that remain within the sporophytic tissue. So they have no independent free living existence as in the case of bryophytes or pteridophytes. They are dependent on sporophyte, and they are found within the sporophyte, and they are represented by one or a few celled structure. So the embryo sac in angiosperm is the female gametophyte, and pollen grains are the male gametophyte. Okay, so option 3 is the correct answer. Next question. A plant cell attains turgidity due to. When a plant cell becomes turgid, when a cell is placed in a hypotonic solution. Hypotonic solution means less concentrated solution. So when a plant cell is placed in a hypotonic solution, water enters the cell and it enlarges. So the turgidity of the cell increases due to a process called endosmosis, the movement of water into a cell because of its lesser osmotic pressure. Endosmosis is the movement of water into a cell because of its lesser osmotic pressure, and as a result cell becomes turgid. And endosmosis takes place when the plant cell is placed in a hypotonic solution, while if it is placed in a hypertonic solution, water moves out of the cell by exosmosis. And exosmosis leads to the shrinkage of protoplasm called plasmolysis. Okay, so the answer is option 4. Next section B ile 15 questions, അതിൽ നിന്ന് 10 questions നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 36. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രെസ് ഹോർമോൺ? ആബ്സിസിക് ആസിഡ് അല്ലേ? ആബ്സിസിക് ആസിഡ് ഈസ് നോൺ എ സ്ട്രെസ് ഹോർമോൺ വിച്ച് ഹെൽപ്പ് ദ പ്ലാന്റ് ടു എന്താണ് react with various stress and strain of environmental forces. സൈറ്റോകിനിൻ എന്ന് പറയുന്ന സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ്. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ഈസ് ആൻ ഓക്സിൻ അല്ലേ? ഗിബർലിക് ആസിഡുകൾ വീക്ക് അസിഡിക് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോണുകളാണ്. സോ സ്ട്രെസ് ഹോർമോൺ അത് സൈറ്റോകിനിൻ ആയാലും ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ആയാലും ഗിബർലിക് ആസിഡുകളായാലും ദേ ആർ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ്. ബട്ട് ദ നാച്ചുറൽ ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ് ആബ്സിസിക് ആസിഡ്, naturally occurring ആയിട്ടുള്ള plant growth inhibitor, and it is also known as അല്ലേ it is a stress hormone അല്ലേ? ഇത് സ്റ്റൊമാറ്റൽ ക്ലോസറിങ്ങിന് കാരണമോ അങ്ങനെ പ്ലാന്റിനെ വേരിയസ് സ്ട്രെസ്സസിനെയും സ്ട്രെയിൻസിനെയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ അതിനെ എന്ത് ചെയ്യുക റെസിസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. സോ ആബ്സിസിക് ആസിഡ് ഈസ് സ്ട്രെസ് ഹോർമോൺ. ABA is its short form. Then in ferns, the sex organs are produced in ferns or pteridophytes, the female gametophytic and male gametophytic generation is represented by a multicellular green autotrophic heart-shaped structure called prothallus. And prothallus consists of sex organs towards its ventral side, antheridia and archegonia. So the antheridia and archegonia in ferns produced in prothallus, that is the gametophytic generation. Prothallus represent the gametophytic generation in ferns. Sporophyll, spore producing leafുകളാണ്. ആ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് സ്പെഷ്യൽ സ്പോർ പ്രൊഡ്യൂസിങ് ലീഫുകളെല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പാക്റ്റ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കോൺസ് അല്ലെങ്കിൽ സ്ട്രബൈലൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഓപ്ഷൻ 4, ദ gametophytic male and female gametophytic generation in ferns is prothallus. Next question 38. Which is common to bryophytes and pteridophytes? ബ്രയോഫൈറ്റിനും ടെറിഡോഫൈറ്റിനും കോമൺ ആയിട്ടുള്ളത് ഇൻ ഓൾ ലൈഫ് സൈക്കിൾ ഈസ് ഹാപ്ലോണ്ടിക്. ഫോൾസ് ആണ്. രണ്ടിലും ലൈഫ് സൈക്കിൾ ഹാപ്ലോണ്ടിക് അല്ല, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് ബ്രയോഫൈറ്റിൽ. അതിൽ തന്നെ ബ്രയോഫൈറ്റിൽ ഡോമിനൻ്റ് ഫേസ് ഗാമറ്റോഫൈറ്റിക് ആണ്, ഹാപ്ലോ ഡിപ്ലോണ്ടിക്.
ടെറിഡോഫൈറ്റിൽ ഡിപ്ലോയിഡ് ഫേസ് ആണ് ഡിപ്ലോ ഹാപ്ലോണ്ടിക്. രണ്ടും ജനറലി നമ്മൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന് പറയുമെങ്കിലും ഓരോന്നിലും ഡോമിനൻ്റ് സ്റ്റേജ് ബ്രയോഫൈറ്റിൻ്റെ കേസിൽ ഹാപ്ലോയിഡ് ഫേസായ ഗാമറ്റോഫൈറ്റിക് ഫേസും ടെറിഡോഫൈറ്റിൻ്റെ കേസിൽ ഡിപ്ലോയിഡ് ഫേസായ സ്പോറോഫൈറ്റിക് ഫേസുമാണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത്. പ്രസൻസ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ ഫോൾസ് ആണ്. കാരണം വാസ്കുലാർ ടിഷ്യൂ ഏതിലേ ഉള്ളൂ? ടെറിഡോഫൈറ്റ്സിലേ ഉള്ളൂ. ടെറിഡോഫൈറ്റ്സ് മുതലാണ് എന്താണ് വാസ്കുലാർ ടിഷ്യൂസ് കാണുന്നത്. സോ ടെറിഡോഫൈറ്റ്സ് belong to tracheophytes containing vascular tissue, while in bryophytes there is no vascular tissue. In all the plant is diploid. രണ്ടിലും പ്ലാന്റ് ഡിപ്ലോയിഡ് ആണോ? ഹാപ്ലോയിഡ് സ്റ്റേജും ഉണ്ട് ഡിപ്ലോയിഡ് സ്റ്റേജും ഉണ്ട് അല്ലേ? ഗാമറ്റോഫൈറ്റിക് സ്റ്റേജാണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത് ടെറിഡോഫൈറ്റിൽ, ബ്രയോഫൈറ്റിൽ. സോ ഹാപ്ലോയിഡ് ആണ്. അതിൽ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഡോമിനൻ്റ് സ്റ്റേജ് ഡിപ്ലോയിഡ് ആയിട്ടുള്ളത് ടെറിഡോഫൈറ്റിലാണ്, എന്നാൽ അതിലും പ്രോതാലസ് എന്ന ഹാപ്ലോയിഡ് സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നു, ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ്. സോ ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. The sex organs are multicellular. That is only the correct option. In both cases, the sex organs are called antheridia and archegonia, and the sex organs are multicellular and are known as antheridia and archegonia in both bryophytes and pteridophytes. So the option which is common to both bryophytes and pteridophytes is sex organs are multicellular, option 4. Next question number 39. Polyadelphous stamens are present in. Adelphous condition means when the filaments of the stamens are fused and anthers free. When the filaments of the stamens fused and anthers free, that condition is called adelphous. And when the filaments of the stamen fused to form a single bundle, as in the case of hibiscus. ഹിബിസ്കസിൽ നോക്കൂ അല്ലേ, ഫിലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റേമൻ, അതായത് ഏറ്റവും സെൻട്രലായി ഗൈനീഷ്യം ഇങ്ങനെ കാണുന്നു. അതിൽ 5 കാർപ്പലുകൾ ചേർന്ന് ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. നോക്കുക, 5 കാർപ്പലിനും ചുറ്റും ഒരു സ്റ്റാമിനൽ ട്യൂബ് ഇങ്ങനെ വരുന്നു. അത് ഗൈനീഷ്യത്തിനെ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് ടിപ്പിലേക്ക് ഇങ്ങനെ ആന്തേഴ്സ് ഫോം ചെയ്യുന്നു. സോ ഹിയർ കിഡ്നി ഷേപ്പിലുള്ള ആന്തറുകൾ. അപ്പോൾ ഹിയർ ദ ഫിലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റേമൻ ഫ്യൂസ്ഡ് ടു ഫോം എ സിംഗിൾ ബണ്ടിൽ. ദാറ്റ് ഈസ് കോൾഡ് മോണഡൽഫസ് കണ്ടീഷൻ. സോ മോണഡൽഫസ് കണ്ടീഷൻ പ്രസൻറ്റ് ഇൻ ഹിബിസ്കസ്. വൈൽ ഇൻ പീ പ്ലാന്റ് അല്ലേ, ഗൈനീഷ്യം ഈസ് single carpel, gynecium composed of single carpel, and around that carpel there is a staminal tuberous which divides into 10 at its tip. 10 stamens bear ചെയ്യുന്നു. അതിൽ 9 ആന്തറുകളും സെപ്പറേറ്റ്ലി ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കാണപ്പെടും, ഒരു ബണ്ടിലായിട്ടിരിക്കും. 1 മാത്രം ഫ്രീ. അങ്ങനെ 9+1 കണ്ടീഷൻ, ഡയഡൽഫസ് കണ്ടീഷൻ. വയലിൻ സിട്രസ് ആൻഡ് ബൊംബാക്സ്. സിട്രസ് നാരകത്തിലും അതുപോലെ ബൊംബാക്സ് സിൽക്കോട്ടൺ എന്ന പ്ലാന്റിൽ, സിൽക്ക് ആൻഡ് പിന്നെ ഏതാ സിൽക്ക് കോട്ടൺ, മറ്റൊന്ന് അതിൻ്റെ മറ്റൊരു പേരാണ് ബൊംബാക്സ്, ഇലവ് എന്ന പ്ലാന്റ്. ദെൻ ഏതില സിട്രസ് നാരകത്തിൽ പോളിഅഡൽഫസ് കണ്ടീഷൻ, മോർ ദാൻ 2 ബണ്ടിൽസ് ആയിട്ട് സ്റ്റേമൻസ്. So adelphous condition means when the filaments of the stamens are fused and anthers are free. If the filaments of the stamen fused to form single bundle, as in hibiscus, it is called a monadelphous. Then if the filaments of the stamens fused to form 2 bundles, as in the family Fabaceae, ഇവിടെ സസ്പാനിയ ഉണ്ട്, ട്രൈഫോളിയം, പി ഇങ്ങനെയുള്ള പ്ലാന്റുകൾ, അവിടെ ഡയഡൽഫസ്. And if the filaments of the stamens fused to form more than 2 bundles, that is called polyadelphous. So that is found in citrus. ഒണിയനിൽ കാണുന്നത് എപ്പിഫില്ലസ് കണ്ടീഷൻ. ദാറ്റ് ഈസ് എപ്പിഫില്ലസ് മീൻസ് stamens attached to tepals or perianth. When stamens attached to tepals or perianth, it is called epiphillus or epitepalus. Example onion, garlic, അല്ലെ, ലിലീസിയ, ലിലി ഇങ്ങനെയുള്ള പ്ലാന്റുകൾ, ഗ്ലോറിയോസ എക്സെട്ര. സോ ഹിയർ ദ ആൻസർ ഏതാണ്? Citrus is polyadelphous. Next 40, question number 40. Identify the aromatic amino acid from the following. What do you mean by aromatic amino acid? If a benzene ring is attached to an amino acid is a substituted methane, it contains an amino group, hydrogen and carboxyl group. This is common. So an alpha carbon which possesses an amino group, carboxyl group and hydrogen. And
If a benzene ring is found in R group or side chain, such an amino acid is called aromatic amino acid. Aromatic amino acid in example ആണ് tyrosine, മറ്റൊന്ന് tryptophan, വേറൊന്ന് phenyl alanine. ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഫിനൈൽ അലാനിൻ എന്നിവ ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ്. ദെൻ അസിഡിക് അമിനോ ആസിഡും ബേസിക് അമിനോ ആസിഡും ഉണ്ട്. അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ് തുടങ്ങിയവ അസിഡിക് ആണ്. അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്. ദെൻ വാലൈൻ, ലൈസീൻ എന്നിവ ന്യൂട്രൽ അമിനോ ആസിഡുകളാണ്. ഓക്കെ, അതുപോലെ ബേസിക് അമിനോ ആസിഡുകളാണ് ഏതൊക്കെയാണ്? വാലൈൻ ന്യൂട്രൽ അമിനോ ആസിഡാണ്. ലൈസീൻ, ആർജിനിൻ, ഹിസ്റ്റഡീൻ എന്നിവ എന്തിനാ? ബേസിക് അമിനോ ആസിഡ്. ലൈസീൻ, ആർജിനിൻ ആൻഡ് ഹിസ്റ്റഡീൻ ബേസിക് അമിനോ ആസിഡ്. സോ ഹിയർ ആരോമാറ്റിക് അമിനോ ആസിഡ് 3 പഠിക്കാനുണ്ട്. ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഫിനൈൽ അലാനിൻ. അതിൽ ഓപ്ഷൻ 2 ടൈറോസിൻ ആൻസർ. Question number 41. Choose the incorrect match. Inhibitor of catalytic activity. Malonate is a competitive inhibitor. എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസുകളുണ്ട്. വെൻ സം കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ്ററാക്ടിങ് വിത്ത് ദാറ്റ് ഓഫ് ദ എൻസൈം ഇൻഹിബിറ്റ് ദ catalytic activity, the process is called the inhibition of enzyme action, and such chemicals are called inhibitors. And when the inhibitor has close resemblance with that of the substrate in its molecular structure, ഒരു എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുമ്പോഴാണ് കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുക. എന്നാൽ ചിലപ്പോൾ ഇൻഹിബിറ്ററിന് സബ്സ്ട്രേറ്റിനോട് മോളിക്കുലാർ സ്ട്രക്ചറിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ there arise a competition between inhibitor and substrate for binding with the substrate binding site of the enzyme. So when inhibitor bind to the active site, the enzyme activity is stopped. So the rate of the enzymatic reaction is reduced. അതാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുക. അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ക്രബ് സൈക്കിളിലെ ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററാണ് മാലോണേറ്റ്. മാലോണേറ്റ് ഈസ് ആൻ ഇൻഹിബിറ്റർ ഓഫ് ദ എൻസൈം സക്സിനേറ്റ് അല്ലെങ്കിൽ സക്സിനിക് ഡീഹൈഡ്രോജിനേസ്. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററാണ് മാലോണേറ്റ്. അടുത്ത സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. ദെൻ possess peptide bond. Collagen. Collagen is the most abundant protein in the animal world. It's a protein. So adjacent amino acids are linked by peptide bond. So possess peptide bond is correct option. Cell wall material in fungi is chitin. In fungi and fungi, the cell wall is made up of a complex polysaccharide called chitin, and chitin is a polymer of N-acetyl glucosamine. N-acetyl glucosamine എന്ന ഷുഗറിൻ്റെ പോളിമറാണ് chitin, and it is a homopolymer of N-acetyl glucosamine. Here the cell wall of fungi and exoskeleton of arthropods are composed of chitin. So the correct option. Secondary metabolite glycerol. Glycerol is a simple lipid and it is trihydroxypropane. Glycerol is a lipid and it is a primary metabolite. അല്ലേ, ഫാറ്റ്സിലും ഓയിൽസിലൊക്കെ കാണപ്പെടുന്ന പല അല്ലേ കമ്പോണൻ്റ് ആണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. അതൊരു പ്രൈമറി മെറ്റബോളൈറ്റ് ആണ്, നോട്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്. സോ ഹിയർ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓപ്ഷൻ 4 സെക്കൻഡറി മെറ്റബോളൈറ്റ് ഗ്ലിസറോൾ. സെക്കൻഡറി മെറ്റബോളൈറ്റിന് നമ്മൾ ഇഷ്ടംപോലെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. കളേർഡ് പിഗ്മെൻറ്റ്സ് ഉണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, അല്ലെ സ്പൈസസ് ഉണ്ട്, ഗംസ് ഉണ്ട്, എസൻഷ്യൽ ഓയിൽസ് ഉണ്ട്, ലാറ്റക്സ് അല്ലെങ്കിൽ റബ്ബർ, ഇതൊക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. അതുപോലെ നിങ്ങൾ ടോക്സിൻസ് പഠിച്ചു, ആൽക്കലോയിഡ്സ് പഠിച്ചു, ഡ്രഗ്സ് പഠിച്ചു, ഇങ്ങനെ ഓരോന്നിനും എക്സാമ്പിൾ. നെക്സ്റ്റ് question number 42. Choose the event not the characteristic feature of telophase. ടീലോഫേസിൽ സംഭവിക്കുന്ന കാര്യം, ടീലോഫേസ് 1 എന്നോ 2 എന്നോ എഴുതിയിട്ടില്ല. സോ മൈറ്റോട്ടിക് ടീലോഫേസ് ആണ്. ടീലോഫേസിലാണ് നമുക്കറിയാം ദ ക്രോമസോം റീച്ച്ഡ് ദി ഓപ്പോസിറ്റ് പോൾ. സ്പിൻഡിൽ കോൺട്രാക്ഷൻ കാരണം അല്ലെങ്കിൽ സ്പിൻഡിലിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഓപ്പോസിറ്റ് പോളിലേക്ക് ക്രോമസോം എത്തിച്ചേരുന്നു. 1. ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ അസംബിൾഡ് അറൗണ്ട് ഈച്ച് ക്രോമസോം ക്ലസ്റ്റർ. ഓപ്പോസിറ്റ് പോളുകളിലെത്തിയ ഓരോ ക്രോമസോം ക്ലസ്റ്റേഴ്സിനും ചുറ്റുമായി ന്യൂക്ലിയർ മെംബ്രെയിൻ അസംബിൾ ചെയ്യും. ദെൻ ന്യൂക്ലിയോലസ്, ഗോൾഗി, ER എക്സെട്ര റീഅപ്പിയർ. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ക്രോമസോമും ഈ ലെവലിൽ നിന്ന് മാറി പഴയതുപോലെ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എന്ന ലെവലിലേക്ക് മാറും. സോ
chromosomes undergo decondensation to form chromatin fibers, and network of chromatin fiber is called a chromatin reticulum. So they again in a dispersed manner, അതായത് എന്ത് ചെയ്യും, ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ നടന്നിട്ടാണ് ക്രോമോസോം ആകുന്നത്. എന്നാൽ ഇവിടെ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്ത് ക്രോമോസോം ഉണ്ടായത് ടീലോഫേസിൽ വീണ്ടും ഡീകണ്ടൻസേഷൻ നടന്ന ക്രൊമാറ്റിൻ ഫൈബേഴ്സായിട്ട് മാറും. അങ്ങനെ അത് ഡിസ്പേഴ്സ്ഡ് മാനറിലേക്ക് മാറുന്നു, അതായത് ടാങ്കിൾഡ് അല്ല എല്ലാം കൂടെ കുരുങ്ങി കിടക്കുന്ന ഒരു മാനറിലേക്ക് മാറും. ഇനി രണ്ട് ഡോട്ടർ ന്യൂക്ലിയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ടീലോഫേസ് ഫോംഡ് വിത്തിൻ ദ ടു ഡോട്ടർ ന്യൂക്ലിയർ ഫോംഡ് വിത്തിൻ ദ പാരന്റ് സെൽ. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, ക്രോമസോം മെറ്റീരിയൽ കണ്ടൻസസ് ടു ഫോം ഡോട്ടർ ന്യൂക്ലിയർ ഫോൾസ് ആണ്. ക്രോമസോം മെറ്റീരിയൽ ആണ് ക്രൊമാറ്റിൻ. ഹിയർ chromosome material undergo condensation during prophase. Here the chromosome undergo decondensation to form the chromatin material. Chromosome material അതായത് ക്രൊമാറ്റിൻ. ക്രോമസോം ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയലാണ് ക്രൊമാറ്റിൻ. ആ ക്രൊമാറ്റിൻ്റെ കണ്ടൻസേഷൻ നടക്കുന്നത് പ്രൊഫേസിലാണ്. ഇവിടെ ക്രോമസോമിൻ്റെ ഡീകണ്ടൻസേഷൻ നടന്നിട്ട് പഴയതുപോലെ ക്രൊമാറ്റിൻ ഉണ്ടാകും. അപ്പോൾ ഫോൾസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. ന്യൂക്ലിയോളസ് ഗോൾഗി കോംപ്ലക്സ് ആൻഡ് ER reform, that is the correct option. Nuclear envelope assembled around the chromosome clusters. So opposite പോളുകളിലെത്തിയ ക്രോമസോം ക്ലസ്റ്റേഴ്സിന് ചുറ്റും ന്യൂക്ലിയർ എൻവലപ്പ് അസംബിൾ ചെയ്യും. Then chromosome cluster at opposite spindle poles and their identity as discrete element loss. ക്രോമസോം എന്നത് ഒരു ഡിസ്ക്രീറ്റ് എലമെൻ്റ് ആണ്. ഇതിൻ്റെ ഐഡൻറ്റിറ്റി ലോസ് ചെയ്താണ് ഇത് വീണ്ടും പഴയതുപോലെ നെറ്റ്വർക്ക് ഓഫ് എന്തായിട്ട് മാറുന്നത്. ഓരോ ക്രോമസോമും ഡീകണ്ടൻസേഷൻ നടന്ന് ക്രൊമാറ്റിൻ ആയി മാറുമ്പോൾ chromosomes lost their identity as discrete elements. അല്ലേ? സോ അതും കറക്റ്റ് ഓപ്ഷനാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഓൺലി ഫോൾസ്. സോ ദ ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. ഇതിൽ റോങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ടീലോഫേസിൻ്റെ ഇവൻ്റ് അല്ലാത്തത് ഓപ്ഷൻ 1 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. നെയിം ദ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ യൂസ്ഡ് ടു ഇൻഡ്യൂസ് ഫോർമേഷൻ ഓഫ് എ റൂട്ട് ഫ്രം സ്റ്റെം കട്ടിങ്സ്. അതായത് ഓക്സിൻ അതൊരു റൂട്ടിംഗ് ഹോർമോണാണ് അല്ലേ? ഓക്സിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ സ്റ്റെം കട്ടിങ്സിൽ നിന്ന് റൂട്ട് ജനറേറ്റ് ചെയ്യും. ആൻഡ് ദിസ് ഈസ് വൈഡ്ലി യൂസ്ഡ് ബൈ ആരാണ്? ഹോർട്ടിക്കൾച്ചറിസ്റ്റ് തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്യുന്നു? ഫാമേഴ്സ് യൂസ് ചെയ്യുന്നു ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് പ്ലാന്റ്. ഓർണമെൻ്റൽ പ്ലാന്റുകളും അല്ലാത്ത ക്രോപ്പ് പ്ലാന്റുകളൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഏതാണ്? ഓക്സിൻ ട്രീറ്റ്മെൻറ്റ് വഴി റൂട്ട് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ? ഓക്സിൻ ഇനിഷ്യേറ്റ് റൂട്ട്. ഗിബർലിൻ എന്താണ്? ഷുഗർ കെയിനിൽ അത് ഇൻ്റർനോഡൽ ഇലോങ്ങേഷൻ കോസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഷുഗർ കെയിൻ ഫീൽഡിൽ ഗിബർലിൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഗിബർലിൻ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈൽഡ് വളരെയധികം ഇൻക്രീസ് ചെയ്യാം. ബ്രൂവറിയിൽ യൂസ് ചെയ്യും. ബ്രൂവിങ് അല്ല ഇൻഡസ്ട്രിയിൽ ഗിബർലിൻ മാൾട്ടിങ് പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. എത്തിലിൻ ആണെങ്കിലോ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ റെസ്പിറേറ്ററി റേറ്റ് എത്തിലിൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ റൂട്ട് ഗ്രോത്തിനെ എത്തിലിൻ പ്രൊമോട്ട് ചെയ്യും. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? സ്റ്റെം കട്ടിങ്സ് റൂട്ട് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എത്തിലിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷേ സ്റ്റെം കട്ടിങ്സിൽ നിന്ന് റൂട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഏതിന്? ഓക്സിനാണ്. സൈറ്റോകൈനിൻ സൈറ്റോകൈനസിസ് പ്രൊമോട്ടിംഗ് ഹോർമോണാണ്. നെക്സ്റ്റ്, എ കളർ ബ്ലൈൻഡ് ഡോട്ടർ മേ ബി ബോൺ വെൻ. കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഡോട്ടർ അല്ലേ, ഫിമെയിൽസിൽ സാധാരണ കളർ ബ്ലൈൻഡസിൻ്റെ പ്രോബബിലിറ്റി വളരെ കുറവാണ്. അതായത് 8% മെയിൽ പോപ്പുലേഷനിലും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ ഫിമെയിൽ പോപ്പുലേഷൻ വരുമ്പോൾ 0.4% ഉള്ളൂ. ദ പ്രോബബിലിറ്റി ഓഫ് കളർ ബ്ലൈൻഡ്നെസ് ഇൻ ഫിമെയിൽ ഈസ് വെരി ലോ. ബിക്കോസ് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു ഫിമെയിൽ ജനിക്കണമെങ്കിൽ ഫാദർ മസ്റ്റ് ബി കളർ ബ്ലൈൻഡ് ഫാദർ ആയിരിക്കും. ആൻഡ് മദർ അറ്റ്ലീസ്റ്റ് കാരിയർ എങ്കിലും ആയാലേ. അപ്പോൾ ഒരു കാരിയർ ഫിമെയിലും കളർ ബ്ലൈൻഡ് മെയിലും മാരി ചെയ്താലാണ് ഒന്നുകിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു ഫിമെയിൽ ചൈൽഡ് ജനിക്കുക, അല്ലെങ്കിൽ ഒരു കളർ ബ്ലൈൻഡ് ഫിമെയിലും ആരും ഉണ്ടാവണം, കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള മെയിലും. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലേ ഒരു കളർ ബ്ലൈൻഡ് ഫീമെയിൽ ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കുക. ഫാദർ ഈസ് കളർ ബ്ലൈൻഡ്, മദർ നോർമൽ ഒരിക്കലും ഉണ്ടാവില്ല. മദർ നോർമൽ ആയാൽ മദറിൽ നിന്ന് ഒരു X ക്രോമസോം നോർമൽ കിട്ടും. അതുകൊണ്ട് ഫീമെയിലിന് കളർ ബ്ലൈൻഡ്നെസ് വരില്ല. മദർ കാരിയർ ആൻഡ് ഫാദർ കളർ ബ്ലൈൻഡ് കറക്റ്റാണ്. മദർ ഈസ് കാരിയർ, ഫാദർ ഈസ് നോർമൽ.
അത് ഓപ്ഷൻ ഫോൾസ് ആണ്. മദർ കാരിയർ ആയാൽ മെയിൽ ചൈൽഡിലേക്ക് ഒരു പക്ഷേ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള മെയിൽ ചൈൽഡ് ഉണ്ടാവുക. കാരിയർ ഫിമെയിലിൽ നിന്നാണ് മെയിലിന് കിട്ടുക. ഫാദർ ഈസ് നോർമൽ ആൻഡ് മദർ ഈസ് കളർ ബ്ലൈൻഡ്. മദർ കളർ ബ്ലൈൻഡും ഫാദർ നോർമലുമാണ്. ഫാദർ നോർമലായാലും ഫാദറിൻ്റെ ഒരു എക്സ് ക്രോമസോം ആരിൽ കിട്ടും? ഫിമെയിലിൽ കിട്ടും. അപ്പോഴും കാരിയർ ആയിരിക്കും. അവർ നോർമലായിരിക്കും, ബട്ട് കാരിയർ ഫോർ ദ ഡിസോർഡർ. അപ്പോൾ കളർ ബ്ലൈൻഡ് ഡോട്ടർ ജനിക്കണമെങ്കിൽ ഫാദർ ഈസ് കളർ ബ്ലൈൻഡ് ആൻഡ് മദർ നോർമൽ, മദർ ഈസ് കാരിയർ ആൻഡ് ഫാദർ ഈസ് കളർ ബ്ലൈൻഡ്. ദാറ്റ് ഈസ് ദ ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാലിൻഡ്രോം. അതായത് എ റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നൈസസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് DNA and it binds to that region and cut each of the 2 strands of the double helix in between 2 particular bases. And this restriction recognition site is always a palindromic sequence on DNA. ഒരു റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നൈസ് ചെയ്യുന്ന സൈറ്റ്, ഇറ്റ് ഈസ് ഓൾവേസ് എ പാലിൻഡ്രോമിക് സീക്വൻസ് ഓൺ DNA. So what do you mean by palindrome sequence? Palindrome sequence is the sequence of DNA that reads same on both strands towards 5-3' direction. നമ്മളൊരു DNA 5-3' ഡിറക്ഷനിൽ റീഡ് ചെയ്യുമ്പോൾ 2 സ്റ്റാൻഡുകളിലും ഒരുപോലെ റീഡ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഈക്കോ ആർ1ൻ്റെ റെക്കഗ്നിഷൻ സൈറ്റാണ് GAATTC, CTTAAG ആണ് കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ്. സോ ഹിയർ in 5-3' direction we can read it as GAATTC. But here also, in second strand also, when we read in 5-3' direction, it is read as GAATTC. So the palindrome sequence is the sequence of DNA that reads same on both strands towards 5-3' direction. So option 3 is the correct answer. Next, females are heterogametic in, നമുക്കറിയാം XX XO ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസത്തിലും, ഇനി ഏതാണ് XX XY ടൈപ്പിലും മെയിൽ ഹെറ്ററോഗാമറ്റിയാണ്. അതായത് XX XO ടൈപ്പിന് എക്സാമ്പിളാണ് certain insects like cockroach, grasshopper, etc., and roundworms like ascaris. Then XX XY majority insects like Drosophila, and also ഏതില മാമൽസ് ഇൻക്ലൂഡിങ് മാൻ, മനുഷ്യൻ ഉൾപ്പെടെയുള്ള XX XY. അപ്പോൾ അവിടെയെല്ലാം മെയിൽ ഹെറ്ററോഗാമറ്റിക് ആണ്. എന്നാൽ ചില ബേർഡ്സിലും അതുപോലെ തന്നെ ചില റെപ്റ്റൈൽസിൽ, ഫിഷസിൽ ഒക്കെ, സം റെപ്റ്റൈൽസ് ആൻഡ് ഇൻ സം ഫിഷസ് എന്ത് കാണാം? ZW മെക്കാനിസം. അവിടെ ZW ആണ് ഫീമെയിൽ. സോ ഫീമെയിൽ ഹെറ്ററോഗാമറ്റി ഈസ് ഫൗണ്ട് ഇൻ ZW മെക്കാനിസം. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോൾസ് അല്ലെങ്കിൽ ബേർഡ്സ്, ഓപ്ഷൻ 1 അല്ലേ, ഫീമെയിൽ ഹെറ്ററോഗാമറ്റി. അതേസമയം കോക്രോച്ച്, ഹ്യൂമൻ എന്നിവയിൽ കോക്രോച്ചിലാണെങ്കിൽ XX XOയും XX XY ഹ്യൂമനിലും. ഓക്കെ, രണ്ടിലും മെയിൽ ഹെറ്ററോഗാമറ്റിയാണ്. ബട്ട് ഫീമെയിൽസ് ആർ ഹെറ്ററോഗാമറ്റിക് ഇൻ ഫോൾസ് അല്ലെങ്കിൽ ബേർഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47. വിച്ച് എമംഗ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഫൈക്കോമൈസീഡ്സ്? ഫംഗസിൻ്റെ 4 ക്ലാസ്സുകളുടെ ഫസ്റ്റ് ക്ലാസ്സാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ദ ഫോർമേഷൻ ഓഫ് എക്സോജീനസ് സൂസ്പോസ് ഓർ കൊണീഡിയോസ്പോസ്. ഫോൾസ് ആണ്. എക്സോജീനസ് ആയിട്ടുള്ളതല്ല സൂസ്പോർ, സൂസ്പോർ എൻഡോജീനസ് ആണ്. കൊണിഡിയോസ്പോർ വരുന്നത് ആസ്കോമൈസീഡ്സിൽ. സോ കറക്റ്റ് ഓപ്ഷൻ വരണമെങ്കിൽ asexual reproduction in phycomycetes is by the formation of endogenous zoospores or ascospores. എന്താണ് endogenous zoospores or എക്കൈനേറ്റോ അല്ലെ എപ്ലാനോസ്പോറോ അല്ലെങ്കിൽ സൂസ്പോറോ, അതൊക്കെ എൻഡോജീനസ് സ്പോറാണ്. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ഡൈകാരിയോട്ടൈസേഷൻ. ഫോൾസ് ആണ്. ഡൈകാരിയോട്ടൈസേഷൻ ഈസ് ഫൗണ്ട് ഇൻ ആസ്കോമൈസീഡ്സ് ആൻഡ് ബെസിഡിയോമൈസീഡ്സ്, നോട്ട് ഇൻ ഫൈക്കോമൈസീഡ്. ഡൈകാരിയോട്ടൈസേഷൻ വരുന്ന ആസ്കോമൈസീഡ്സിലും അതുപോലെ തന്നെ ബസിഡിയോമൈസീഡ്സിലുമാണ്. അപ്പോൾ അതും ഫോൾസ് ആണ്. ദെൻ മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ്. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന ക്ലാസ്സുകളിൽ ഒരേ ഒരു ക്ലാസ്സിൽ മാത്രമേ മൈസീലിയം അസെപ്റ്റേറ്റും സീനോസൈറ്റിക്കുമായിട്ടുള്ളൂ. അത് ഏതിലാണ്? ഫൈക്കോമൈസീഡ്സിലാണ് ഓപ്ഷൻ. ബാക്കി എല്ലാത്തിലും ഇൻ അതർ ക്ലാസ്സസ്, അതായത് ഇൻ ആസ്കോമൈസീഡ്സ്, basidiomycetes and imperfect fungi or deuteromycetes, mycelium is branched and septate. So the option 3 is correct regarding phycomycetes. Okay, the answer is option 3. Last 1 and 3 and 2 ആണ്. അത് false ആണ്.
Next, a man with B blood group marries a woman with O blood group. B blood group ഉള്ള ഒരു മെയിൽ നോക്കാം. ബ്ലഡ് ഗ്രൂപ്പ് ബി, മെയിൽ, അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി ഗ്രൂപ്പാണ്. ഫീമെയിൽ ബ്ലഡ് ഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ്. മാരി ചെയ്യാം. സോ ബി ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്കറിയാം രണ്ട് പ്രോബബിലിറ്റി ഉണ്ട്. ക്യാപിറ്റൽ ഐ ബി ആൻഡ് ക്യാപിറ്റൽ ഐ ബി സ്മോൾ ഐ. ഒ ഗ്രൂപ്പ് ആകുമ്പോൾ ഒരേ ഒരു പ്രോബബിലിറ്റി ഉള്ളൂ, ജീനോ ടൈപ്പ് സ്മോൾ ഐ. ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ പ്രോജനീസ് 50% വെയർ ബി ഗ്രൂപ്പ് ആൻഡ് 50% ഒ ഗ്രൂപ്പ്. ബി ഗ്രൂപ്പും എ ഗ്രൂപ്പും ഉള്ള പാരൻറ്റിൽ നിന്ന് ഒ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബി ഗ്രൂപ്പും ഒ ഗ്രൂപ്പും ഈക്വൽ പ്രപ്പോർഷനിൽ ഫോം ചെയ്യണമെങ്കിൽ നോക്കുക, രണ്ടും ഹോമോസൈഗസ് ബി ആണെങ്കിൽ എന്ത് പറ്റും? ഇതിൽ നിന്ന് ക്യാപിറ്റൽ ഐ ബി മാത്രമേ ഉണ്ടാവൂ, ഇതിൽ നിന്ന് സ്മോൾ ഐ. പ്രോജനികളെല്ലാം ബി ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രോജനീസ് ഒബ്ടൈൻഡ് വിച്ച് ഷോ 50% ബി ഗ്രൂപ്പ് ആൻഡ് പ്രോബബിലിറ്റി എന്താണ്? 50% ബി ഗ്രൂപ്പും 50% ഒ ഗ്രൂപ്പുമാണ്. അപ്പം മെയിൽ പാരൻറ്റിൽ ഒരു ഐ കാണണമല്ലോ. അപ്പം മെയിൽ ഹെറ്ററോസൈഗസ് ആണ്. എന്നാൽ മാത്രമേ ഇതിൽ നിന്ന് രണ്ട് ടൈപ്പ് ഗ്യാമേറ്റ്, ക്യാപിറ്റൽ ഐ ബി സ്മോൾ ഐ, ഇതിൽ നിന്നൊരു ടൈപ്പ് ഗ്യാമേറ്റ് 50% പ്രോജനി ഏതായിരിക്കും? ക്യാപിറ്റൽ ഐ ബി സ്മോൾ ഐ, ബി ഗ്രൂപ്പും വരും. 50% പ്രോജനി സ്മോൾ ഐ ഏതും വരും? ഒ ഗ്രൂപ്പും വരും. സോ ഒ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ഈക്വൽ പ്രപ്പോർഷനിൽ ഫോം ചെയ്യണമെങ്കിൽ മെയിൽ പാരൻ്റ് ഹെറ്ററോസൈഗസ് ആയിരിക്കണം. ഹീ ഈസ് ഹെറ്ററോസൈഗസ് ഫോർ ബി ഗ്രൂപ്പ്. സോ ദ ജീനോടൈപ്പ് ഈസ് ക്യാപിറ്റൽ ഐ ബി സ്മോൾ ഐ ആൻഡ് സ്മോൾ ഐ. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. So next question 49. കോറലോയ്ഡ് റൂട്ട്സ് ആർ ഫൗണ്ട് ഇൻ, അതായത് നമ്മൾ ജിംനോസ്പേംസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇൻ സം ജിംനോസ്പേംസ് കോറലോയ്ഡ് റൂട്ട്സ് ആർ പ്രസൻറ്റ്. കോറലോയ്ഡ് റൂട്ട്സ് ആർ അല്ലേ ഏരിയൽ റൂട്ട്സ് വിച്ച് കണ്ടൈൻ നൈട്രജൻ ഫിക്സിങ് സയനോബാക്ടീരിയ. അതേസമയം ചില നമ്മുടെ ചില ജിംനോസ്പേമുകളുടെ റൂട്ടുകളുമായി ഫംഗസുകൾ സിംബയോട്ടിക് അസോസിയേഷനിൽ കാണപ്പെടുന്നു. അത്തരം അസോസിയേഷനെ മൈക്കോറൈസ എന്ന് പറയും. അപ്പോൾ റൂട്ടിൻ്റെ കേസിൽ ടിപ്പിക്കൽ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് ജിംനോസ്പേമിൽ വരിക. ആൻഡ് ഇൻ സം പ്ലാന്റ്സ് ഏരിയൽ റൂട്ട്സ് വിച്ച് കണ്ടെയ്ൻ നൈട്രജൻ ഫിക്സിങ് സയനോബാക്ടീരിയ, ദാറ്റ് ഈസ് കോൾഡ് കോറലോയ്ഡ് റൂട്ട്. ഫോർ എക്സാമ്പിൾ സൈക്കസ്. വൈൽ ഇൻ പ്ലാന്റ്സ് ലൈക്ക് പൈനസ് the roots are seen in symbiotic association with the fungi. Such an association is called mycorrhiza. Mycorrhizal association is found in Pinus. Pinus il mycorrhizal association Cycas il coraloid roots. So coraloid roots are option 3 Cycas. Next question. In lac operon. Operon is a group of gene that involved in a metabolism. Lac operon is the set of genes that involved in lactose catabolism in Escherichia coli, and it consists of two types of genes, control genes and structural gene. Structural gene എന്താണ്? ZYA ഓർഡർ ഇതാണ്. ZYAയിലേക്ക് ഓർഡർ ചെയ്യുന്ന Z ബീറ്റാ ഗാലക്ടോസിഡേസ്, Y ജീൻ കോഡ് ഫോർ പെർമിയേസ് ആൻഡ് A ജീൻ കോഡ് ഫോർ ട്രാൻസ് അസറ്റിലേസ്. അതേസമയം കൺട്രോൾ ജീൻസ് എന്ന് പറയുന്നത് IPO. ഐ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഹിബിറ്റർ ആക്ഷനുള്ള ഒരു ഇൻഹിബിറ്ററി ആയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ജീനാണ്. റെഗുലേറ്ററി ജീൻ ഐ, അത് കോഡ് ചെയ്യുന്നത് റിപ്രസറിനെ കോഡ് ചെയ്യുന്നതാണ് ഐ. പ്രൊമോട്ടർ പ്രൊമോട്ടർ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ഓപ്പറേറ്റർ ഇൻ്ററാക്ട് വിത്ത് റിപ്രസർ ടു ഓൺ ഓർ ഓഫ് ഓഫ് ദി ഓപ്പറോൺ. സോ ദി ഓപ്ഷൻസ് ആർ repressor mRNA is constitutive. I gene produce a repressor protein. The gene I code for a repressor protein, and the gene I always code for a repressor protein. So the gene producing repressor protein is a constitutive gene. അപ്പോൾ mRNA repressor mRNA constitutive ആണ്. അടുത്ത സെക്കൻഡ് ഓപ്ഷൻ നോക്കുക. ഇനാക്റ്റീവ് റിപ്രസർ സ്വിച്ച് ഓഫ് ദ ഓപ്പറോൺ. റിപ്രസറിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനാക്റ്റീവ് റിപ്രസർ അണേബിൾ ടു ബൈൻഡ് വിത്ത് ഓപ്പറേറ്റർ. ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസറിന് ഒരിക്കലും ആരിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല?
ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, ഓപ്പറോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. സോ ഇനാക്റ്റീവ് റിപ്രസർ സ്വിച്ച് എന്താണ്, ഓഫ് ഓഫ് ദി ഓപ്പറോൺ എന്നാണ്. ഇവിടെ ഓപ്ഷൻ എന്താണ്, സ്വിച്ച് ഓൺ ഓഫ് ദി ഓപ്പറോൺ. ഇനാക്റ്റീവ് റിപ്രസർ സ്വിച്ച് ഓൺ ദി ഓപ്പറോൺ എന്നാണ്. അടുത്ത സ്ട്രക്ചറൽ ജീൻ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് YZA, അതും ഫാൾസ് ആണ്. സ്ട്രക്ചറൽ ജീൻ ഏതാണ്, ZYA എന്നാണ് സ്ട്രക്ചറൽ ജീൻ. സോ ഇൻ ലാക്ക് ഓപ്പറോൺ റിപ്രസർ mRNA കോൺസ്റ്റിറ്റ്യൂട്ടീവ് എന്നുള്ളതും, റിപ്രസർ mRNA കോൺസ്റ്റിറ്റ്യൂട്ടീവ് എന്നുള്ള ഓപ്ഷനും. ദ സെക്കൻഡ് ഓപ്ഷൻ നോക്കുക, ഇനാക്റ്റീവ് റിപ്രസർ സ്വിച്ച് ഓഫ് ദ ഓപ്പറോൺ. ഇനാക്റ്റീവ് റിപ്രസർ അണേബിൾ ടു ബൈൻഡ് വിത്ത് ദി ഏതാണ് ഓപ്പറേറ്റർ. സോ ദി inactive repressor unable to bind with operator, so it not switch off but switch on. So ഈ 3 ഓപ്ഷൻസും 2ഉം 3ഉം ഫാൾസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ റിപ്രസറിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്, ലാക്ടോസ് മീഡിയത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാക്ടോസ് ഇൻ്ററാക്ട് വിത്ത് റിപ്രസർ പ്രോട്ടീൻ ആൻഡ് ഇനാക്ടിവേറ്റ് ഇറ്റ്. ഇനാക്റ്റീവ് റിപ്രസർ അണേബിൾ ടു ബൈൻഡ് വിത്ത് ദി ഓപ്പറേറ്റർ, സോ ദ ഓപ്പറോൺ ഈസ് സ്വിച്ച് ഓൺ, നോട്ട് ടു സ്വിച്ച് ഓഫ്. സോ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ലാക്ക് ഓപ്പറോൺ ഈസ് ഓപ്ഷൻ 1. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ZEOTS-ലെ ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഗുഡ് ഡേ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് അടുത്ത റിവിഷൻ ടെസ്റ്റ്, അടുത്ത ZEOTS-ൻ്റെ ഡിസ്കഷൻ നോക്കാം. അപ്പോൾ അതിൽ സെക്ഷൻ എ ആണ്. സെക്ഷൻ എയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫീമെയിൽ ആക്സസറി ഗ്ലാൻഡ് ഓഫ് പെരിപ്ലാനറ്റ. പെരിപ്ലാനറ്റ എന്താണെന്നറിയാലോ, കോക്രോച്ച് ഫീമെയിൽ കോക്രോച്ചിൻ്റെ ആക്സസറി ഗ്ലാൻഡാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം ആൻസർ, കൊളാറ്റീരിയൽ ഗ്ലാൻഡ്സ്. കൊളാറ്റീരിയൽ ഗ്ലാൻഡാണ് ഫീമെയിൽ കോക്രോച്ചിൻ്റെ ആക്സസറി ഗ്ലാൻഡ്. ദെൻ ബാക്കി ഓപ്ഷൻസ് നോക്കാം. ആൻറ്റനറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ക്രസ്റ്റേഷ്യ, ആർത്രോപോഡയിൽ ക്ലാസ് ക്രസ്റ്റേഷ്യ, പ്രോൺസ്, ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ് ഇതൊക്കെ വരുന്ന ഗ്രൂപ്പ് ക്ലാസ് ആണ് ക്രസ്റ്റേഷ്യ. ക്രസ്റ്റേഷ്യൻസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് ആൻറ്റനറി ഗ്ലാൻഡ്, എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ക്രസ്റ്റേഷ്യൻസ്. ഇനി അടുത്തത് മഷ്റൂം ഗ്ലാൻഡ് എന്ന് പറയുന്നത് മെയിൽ കോക്രോച്ചിൻ്റെ ആക്സസറി ഗ്ലാൻഡാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആക്സസറി ഗ്ലാൻഡാണ് മഷ്റൂം ഗ്ലാൻഡ്. ദെൻ ഫാലിക് ഗ്ലാൻഡും മെയിൽ കോക്രോച്ചിൻ്റെ ആക്സസറി ഗ്ലാൻഡാണ്. അടുത്തത് പോപ്പുലേഷൻസ് എക്സിബിറ്റ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് വെൻ. അപ്പോൾ പോപ്പുലേഷൻസ് എക്സ്പൊണൻഷ്യൽ പാറ്റേണിൽ വളരണമെങ്കിൽ, എക്സ്പൊണൻഷ്യൽ എന്ന് പറയുമ്പം ഗ്രോത്ത് കർവ് ഏത് ഷേപ്പാണ്, ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവ്. ജെ ഷേപ്ഡ് പാറ്റേണിൽ വളരണമെങ്കിൽ റിസോഴ്സസ് ഷുഡ് ബി അൺലിമിറ്റഡ്. അതാണ് ആൻസർ, റിസോഴ്സസ് ഷുഡ് ബി അൺലിമിറ്റഡ്. 2. ഇപ്പോൾ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ ആ പോപ്പുലേഷനിൽ ഓരോ മെമ്പറും, അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല കാരണം റിസോഴ്സസ് ധാരാളം ഉണ്ട്. പോപ്പുലേഷനിൽ ഓരോ മെമ്പറും മാക്സിമം റിസോഴ്സ് യൂട്ടിലൈസേഷൻ നടത്തും, മാക്സിമം റീപ്രൊഡക്ഷൻ നടത്തും. പോപ്പുലേഷൻ്റെ സൈസ് അത് കാരണം ജോമെട്രിക് പാറ്റേണിൽ ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല വളരെ ചെറിയ സമയം കൊണ്ട് പോപ്പുലേഷൻ ഇനോർമസ് സൈസ് ഗെയിൻ ചെയ്യും. അപ്പം പോപ്പുലേഷൻസ് എക്സിബിറ്റ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് വെൻ റിസോഴ്സസ് ആർ അൺലിമിറ്റഡ്. അതാണ് അൺലിമിറ്റഡ്, ധാരാളം റിസോഴ്സുകളുള്ള അവസ്ഥയിലാണ് പോപ്പുലേഷൻസ് എക്സ്പൊണൻഷ്യൽ പാറ്റേണിൽ വളരുന്നത്. ബാക്കി ഓപ്ഷൻസ്, ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ. ഇപ്പം ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ സ്പീഷീസിനകത്ത്, അതായത് ഒരു പോപ്പുലേഷൻ്റെ മെമ്പേഴ്സ് തമ്മിൽ മത്സരിക്കണമെങ്കിൽ അവിടെ റിസോഴ്സുകൾ ലിമിറ്റഡ് ആയിരിക്കണം. ലിമിറ്റഡ് റിസോഴ്സുകളുള്ള അവസ്ഥയിലാണ് മത്സരം. മാത്രമല്ല ലിമിറ്റഡ് റിസോഴ്സ് ഉണ്ട്, ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷനും ഉണ്ടെങ്കിൽ പോപ്പുലേഷൻ എസ് ഷേപ്ഡ്, അതായത് ലോജിസ്റ്റിക് പാറ്റേണിലായിരിക്കും വളരുന്നത്, എക്സ്പൊണൻഷ്യൽ പാറ്റേണിൽ വളരില്ല. ദെൻ പോപ്പുലേഷൻ ഈസ് അറ്റ് അസിംപ്റ്റോട്ട്. അപ്പോൾ അസിംപ്റ്റോട്ട് എന്ന് പറയുമ്പോൾ ലോജിസ്റ്റിക് പാറ്റേണിൽ വളരുന്ന പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കർവ് സിഗ്മോയിഡ് കർവിൻ്റെ സ്റ്റേഷനറി ഫേസ് ആണ് അസിംപ്റ്റോട്ട്. അപ്പം ഈ അസിംപ്റ്റോട്ട് എന്ന അവസ്ഥയിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി n വിൽ ബി ഈക്വൽ ടു k, n/k വിൽ ബി ഈക്വൽ ടു 1.
അപ്പോൾ ഇത് ലോജിസ്റ്റിക് ഗ്രോത്തിലാണ് അസിംപ്റ്റോട്ട് എന്ന അവസ്ഥയിൽ പോപ്പുലേഷൻ എത്തുന്നത്. പോപ്പുലേഷൻ റീച്ചസ് ക്യാരിയിങ് കപ്പാസിറ്റി ലെവൽ. അപ്പോൾ ഇവിടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുന്ന പോപ്പുലേഷൻ്റെ അവസ്ഥ എന്താ? എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണെങ്കിൽ പോപ്പുലേഷൻ ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദി ക്യാരിയിങ് കപ്പാസിറ്റി കെ. അപ്പം ഇത് എൻ, ഡെൻസിറ്റി എൻ വിൽ എക്സീഡ് കെ. ഡെൻസിറ്റി എൻ എക്സീഡ്സ് കെ വെൻ പോപ്പുലേഷൻ ഈസ് എക്സിബിറ്റിംഗ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സലമാൻഡർ പീജിയൻ. സലമാൻഡർ എന്ന് പറയുന്നത് ആംഫീബിയൻ ആണ്. പീജിയൻ ബേർഡ് ആർ സിമിലർ ടു ബാറ്റ്. ബാറ്റ് ഈസ് എ മാമൽ. ആൻഡ് ഷാർക്ക്. ഷാർക്ക് എന്ന് പറയുന്നത് കോൺട്രിക്തിയസ്, ക്ലാസ് കോൺട്രിക്തിയസിൻ്റെ കീഴിൽ വരുന്ന ഫിഷാണ്, കാർട്ടിലാജിനസ് ഫിഷ്. ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്. അതായത് 4 പേർക്കും കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ അവിടെ കണ്ടുപിടിക്കുക. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. പൊസസ് സ്കിൻ വിത്ത് എയ്തർ സ്കെയിൽസ് ഓർ ഫെദേഴ്സ്. അപ്പം 4 പേർക്കും ആ അവസ്ഥ ഇല്ല. സലമാൻഡേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആംഫീബിയൻ ആണ്. സ്കിൻ ഈസ് സ്കെയിൽലെസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. അടുത്ത ലേ എഗ്സ് ആൻഡ് ഗോഡ് ദം ടിൽ ദേ ഹാച്ച്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 4 പേര് സലമാൻഡർ, പീജിയൻ, ബാറ്റ്, ഷാർക്ക്, എല്ലാവരും ദേ ലേ എഗ്സ് ആൻഡ് ഗോഡ് ദം ടിൽ ദേ ഹാച്ച് എന്ന് പറയുമ്പം തെറ്റ്. ബാറ്റ് വിവി പാരസ് ആണ്, ഷാർക്കും വിവി പാരസ് ആണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അടുത്തത് പൊസസ് ബോണി സ്കെലറ്റൺ. അപ്പം സലമാൻഡർ എന്ന് പറയുമ്പം ബോൺസും കാർട്ടിലേജസും ഉണ്ട്. പീജിയനും അത് തന്നെ, ബാറ്റിനും അത് തന്നെ. ഷാർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കാർട്ടിലാജിനസ് എൻഡോസ്കെൽറ്റൺ. അത് എടുക്കാൻ പറ്റില്ല. ഇനി 4 പൊസസ് വെൻട്രൽ ഹാർട്ട്. അപ്പം 4 പേർക്കും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. പൊസസ് എ വെൻട്രൽ ഹാർട്ട്. അടുത്തത് ഓഫ് ദി ഫോളോയിങ് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് നെഫ്രോൺ. അപ്പം നെഫ്രോണുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി 2 ഇൻകറക്റ്റ് വൺസ്. അപ്പം 2 എണ്ണം തെറ്റാണ്, അത് കണ്ടുപിടിക്കണം. ഞാനിവിടെ നെഫ്രോൺ വരയ്ക്കാം. ഓക്കെ. അപ്പം യൂറിൻ ബിക്കംസ് ഹൈപ്പർടോണിക് ആസിഡ് പാസസ് ത്രൂ ദി ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അതാണ് പറയുന്നത്. അതായത് ഇവിടെ വരുമ്പോൾ, ഇവിടെ എത്തുമ്പോൾ യൂറിൻ ഐസോട്ടോണിക് ആണ്. അപ്പം ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിന് ഫ്രീലി പെർമിയബിൾ ആണ്, അതേസമയം സോൾട്ടിന് ഓൾമോസ്റ്റ് ഇംപെർമിയബിൾ. അപ്പം ഫിൽട്രേറ്റ് ഡിസെൻഡിങ് ലിംബ് വഴി താഴോട്ടൊഴുകുമ്പോൾ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വാട്ടർ ഇൻ്റർസ്റ്റീഷ്യത്തിലോട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, സോൾട്സ് നഷ്ടപ്പെടുന്നില്ല. അപ്പം അത് കാരണം ഫിൽട്രേറ്റിന് ഓസ്മോളാരിറ്റി കൂടി വരും. ഇവിടെ വരുമ്പോൾ 400 ആവും, ഇവിടെ 600, 800, 1000, ഇവിടെ എത്തുമ്പോൾ 1200. അപ്പോൾ ഫിൽട്രേറ്റ് ഏത് അവസ്ഥയിലാണ് ആവുന്നത്? ഹൈപ്പർടോണിക് ആയിക്കൊണ്ടിരിക്കും. യൂറിൻ ബിക്കംസ് ഹൈപ്പർടോണിക് ആസിഡ് പാസസ് ത്രൂ ദി ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. അത് കറക്റ്റാണ്. ഹൈപ്പർടോണിക് ആവുന്നു. കറക്റ്റ്. നമുക്ക് ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ട്യൂബുലാർ സെക്രീഷൻ ഹെൽപ്സ് ടു അബ്സോർബ് കാറ്റയോൺസ് ഫ്രം ഫിൽട്രേറ്റ്. ട്യൂബുലാർ സെക്രീഷൻ കാറ്റയോൺസിനെ സെക്രീറ്റ് ചെയ്യും, അബ്സോർബ് ചെയ്യില്ല. സെക്രീഷനാണ്. ട്യൂബുലാർ സെക്രീഷൻ ഹെൽപ്പ് ഇൻ സെക്രീറ്റിംഗ്. സെക്രീറ്റിംഗ് ആണ്, അബ്സോർപ്ഷൻ അല്ല. K+H+ ഇതിൻ്റെയൊക്കെ സെക്രീഷനാണ് നടക്കുന്നത് ഫിൽട്രേറ്റിലോട്ട്. ദെൻ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ഇംപെർമിയബിൾ ടു സോൾട്സ്. അത് തെറ്റാണ്. അപ്പോൾ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീലി പെർമിയബിൾ ടു സോൾട്സ്. അതായത് NaCl-നെ ആക്റ്റീവായിട്ടും പാസീവായിട്ടും ഇൻ്റർസ്റ്റീഷ്യത്തിലോട്ട് പമ്പ് ഔട്ട് ചെയ്യാൻ കഴിവുള്ള ലൂപ്പ് ഓഫ് ഹെൻലിയുടെ സെഗ്മെൻ്റാണ് അസെൻഡിങ് ലിംബ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ഇംപെർമിയബിൾ എന്ന് പറയുമ്പോൾ തെറ്റാണ്. ദെൻ വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് ഈസ് കണ്ടീഷണൽ. അത് കറക്റ്റാണ്. അതായത് DCTയിൽ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടത്തും. അതായത് Na+നും വാട്ടറിനും കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടക്കുന്ന സൈറ്റാണ് DCT. വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം ഡിസ്റ്റൽ ട്യൂബ്യൂൾ ഈസ് കണ്ടീഷണൽ. അപ്പോൾ ഇവിടെ റോങ് എന്ന് പറയുമ്പോൾ 2ഉം 3, 2 and 3. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓപ്ഷൻ 3 is the answer. Next, intrinsic factor of gastric juice facilitates intestinal absorption of.
അതായത് ഇൻട്രൻസിക് ഫാക്ടർ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള ഒരു ഗ്ലൈക്കോപ്രോട്ടീനാണ് ഇൻട്രൻസിക് ഫാക്ടർ. അപ്പോൾ ഇൻട്രൻസിക് ഫാക്ടറുമായിട്ട് കമ്പൈൻഡ് സ്റ്റേറ്റിൽ മാത്രമേ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ നടത്താൻ പറ്റൂ. വൈറ്റമിൻ B12. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഇൻട്രൻസിക് ഫാക്ടർ ഇല്ലെങ്കിൽ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ നടക്കില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസാണ് പെർനീഷ്യസ് അനീമിയ. സോ ഡെഫിഷ്യൻസി ഓഫ് ഇൻട്രൻസിക് ഫാക്ടർ ഇൻ ദി ഗ്യാസ്ട്രിക് ജ്യൂസ് ലീഡ് ടു പെർനീഷ്യസ് അനീമിയ. കാരണം വൈറ്റമിൻ B12 ഈസ് റിക്വയർഡ് ഫോർ RBC മെച്ചുറേഷൻ ഇൻ ദി റെഡ് മാരോസ് ഓഫ് ബോൺസ്. അപ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ RBC മെച്ചുറേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. തുടർന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസാണ് പെർനീഷ്യസ് അനീമിയ. അതിന് കാരണം ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഇൻട്രൻസിക് ഫാക്ടറിൻ്റെ ആബ്സെൻസ് ആണ്. In a child of 15 years age, plasma calcium level is diagnosed below optimum level. Which organ is malfunctioning? അതായത് ഒരു 15 വയസ്സ് പ്രായമുള്ള കുട്ടി, അപ്പോൾ അതിൻ്റെ ബ്ലഡ് പ്ലാസ്മയിൽ കാൽഷ്യത്തിൻ്റെ അളവ് നോർമൽ ലെവലിന് താഴെയാണ് നിൽക്കുന്നത്. അത് ഉയരുന്നില്ല, താഴെ നിൽക്കുന്നു. അപ്പോൾ ഏത് ഓർഗനാണ് പ്രവർത്തിക്കാത്തത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ അതിനെ ഉയർത്തി നോർമൽ ലെവലിലെത്തിക്കുന്ന ഗ്ലാൻഡാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് PTH, പാരാതൈറോയിഡ് ഹോർമോൺ. അതിൻ്റെ ഹൈപ്പോ സെക്രീഷൻ കൊണ്ടാണ് ബ്ലഡ് കാൽഷ്യം ലെവൽ ഉയർത്തി നോർമൽ ലെവലിൽ എത്താൻ സാധിക്കാത്തത്. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത പാരാതൈറോയിഡ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഹൈപ്പോ സെക്രീഷൻ ഉണ്ടെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു പോകും. പിന്നെ ലിവർ എന്ന് പറയുമ്പം ബൈൽ പ്രൊഡക്ഷൻ കുറയും, ലിവറിൻ്റെ ഹൈപ്പോ സെക്രീഷൻ. പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ ന്യൂറോ ഹൈപ്പോഫൈസിസ്. അവിടെയാണ് ഹൈപ്പോതലാമസിൻ്റെ 2 ഹോർമോണുകളുടെ സ്റ്റോറേജ്, അതായത് വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഹൈപ്പോതലാമസ് സിന്തസൈസ് ചെയ്യുന്ന വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ, they are stored in the posterior pituitary and released through posterior pituitary. അടുത്തത്, which among the following 2 organisms breathe only through their moist skin? അതായത് വേറൊരു റെസ്പിറേറ്ററി ഓർഗനും ഉപയോഗിക്കുന്നില്ല, മോയിസ്റ്റ് സ്കിൻ മാത്രം ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെ? ലീച്ച് ആൻഡ് എർത്ത്വർമാണ് ആൻസർ. ലീച്ച് ആൻഡ് എർത്ത്വർം. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഫ്രോഗിന് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ഉണ്ട്, മോയിസ്റ്റ് സ്കിൻ ഉപയോഗിച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്, പക്ഷേ അത് ലങ്സും ഉപയോഗിക്കും. ലങ്സ് പൾമണറി റെസ്പിറേഷൻ ഉണ്ട്, പിന്നെ ബക്കൽ ചേംബർ ഉപയോഗിച്ച് റെസ്പയർ ചെയ്യാൻ പറ്റും. ബക്കൽ റെസ്പിറേഷൻ, പൾമണറി റെസ്പിറേഷൻ, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, ഇത് 3ഉം ഫ്രോഗിനുണ്ട്. എർത്ത് വേമിന് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ മാത്രം. അപ്പം നമുക്ക് ആ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. ഇനി ഫിഷ് ആൻഡ് ഫ്രോഗ്. ഫിഷ് എന്ന് പറയുമ്പോൾ ഗിൽസ് ആണ് ഉപയോഗിക്കുന്നത്, മോയിസ്റ്റ് സ്കിൻ അല്ല ഉപയോഗിക്കുന്ന, ഗിൽസ്. ഫ്രോഗിന് 3 മെത്തേഡ്സ് ഉണ്ട്, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. ഇതില്ല. ഫിഷ് ആൻഡ് എർത്ത് വേം, ഫിഷിന് സ്കിൻ അല്ല, ഗിൽസ് ആണ്. അപ്പോൾ ആൻസർ 4 ആണ്. ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. Then oxygen readily dissociates from hemoglobin when there is a decrease in. അപ്പോൾ ഏത് ഫാക്ടർ കുറയുമ്പോഴാണ് HbO2 ഡിസോസിയേറ്റ് ചെയ്യുന്നത്? എന്ത് കുറയുമ്പോഴാണ് HbO2 ഡിസോസിയേറ്റ് ചെയ്യുന്നത്? ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന H+ അയോൺ കോൺസെൻട്രേഷൻ. H+ അയോൺസിൻ്റെ അളവ് ബ്ലഡിൽ കുറയുന്നു എന്ന് പറയുമ്പോൾ ബ്ലഡിന് pH ഉയരുന്നു, pH ഇസ് ഇൻക്രീസിങ്. pH ഉയരുന്നു എന്ന് പറയുമ്പോൾ അവിടെ HbO2 ഉണ്ടാവുന്നു, ഡിസോസിയേറ്റ് ചെയ്യില്ല. ഇറ്റ് ഈസ് ഫേവറിങ് ഫോർമേഷൻ ഓഫ് HbO2. ഇനി അടുത്തത് CO2 കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. CO2 കോൺസെൻട്രേഷൻ കുറയുന്നു. CO2 കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഫേവറബിൾ ഫാക്ടറാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുമ്പോൾ HbO2 ഫോർമേഷൻ കൂടും. HbO2 ഫോർമേഷൻ കൂടും. അപ്പോൾ ഇതെടുക്കാൻ പറ്റില്ല. അടുത്ത ടെമ്പറേച്ചർ കുറയുമ്പോൾ HbO2 ഫോർമേഷൻ കൂടും. ലോ ടെമ്പറേച്ചർ ഈസ് എ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദി ഫോർമേഷൻ ഓഫ് HbO2. ഇവിടെ HbO2 ഡിസോസിയേറ്റ് ചെയ്യുന്നത് ഏത് കണ്ടീഷൻ കുറയുന്നത് കൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. പി എച്ച് കുറയുക എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് അസിഡിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലഡിൽ H+ അയോൺസിൻ്റെ അളവ് കൂടുന്നു, ബ്ലഡ് അസിഡിക് സൈഡിലോട്ട് മാറുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ HbO2 ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനെ റിലീസ് ചെയ്യും. അപ്പോൾ ആൻസർ 4 ആണ്. ഓക്കെ, അടുത്തതിന് സ്റ്റാൻഡേർഡ് ECG ഓഫ് എ നോർമൽ പേഴ്സൺ, ദി റിട്ടേൺ ഓഫ് വെൻട്രിക്കിൾസ് ഫ്രം എക്സൈറ്റഡ് ടു നോർമൽ സ്റ്റേറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീപോളറൈസേഷൻ. ഞാനിവിടെ വരയ്ക്കാം. ഓക്കെ, ഡീപോളറൈസേഷൻ, സ്റ്റിമുലേറ്റഡ് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ആണ്. ഡീപോളറൈസേഷൻ സൂചിപ്പിക്കുന്ന കർവാണ് QRS കോംപ്ലക്സ്. QRS കോംപ്ലക്സ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. ഡീപോളറൈസേഷൻ കഴിഞ്ഞ് നോർമൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരുമ്പോൾ ഏത് കർവാണ് കിട്ടുന്നത്? ഏത് ഗ്രാഫ്? അതായത് T വേവ്. T വേവ് റെപ്രസെൻറ്റ്സ് റീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ കഴിഞ്ഞ് വെൻട്രിക്കിൾ നോർമൽ സ്റ്റേറ്റിലോട്ട് വരുമ്പോഴാണ് T വേവ് കിട്ടുന്നത്. T വേവ് ആണ്. ദെൻ PR ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ഫോർ ദി ഇമ്പൾസ് ജനറേറ്റഡ് ഇൻ ദി SA നോഡ് ടു റീച്ച് ദി വെൻട്രിക്കുലാർ വാൾസ്. അപ്പോൾ SA നോഡിൽ ജനറേറ്റ് ചെയ്ത ഇമ്പൾസിന് കണ്ടക്റ്റിംഗ് സിസ്റ്റം വഴി വെൻട്രിക്കുലാർ വാൾസിലോട്ട് കടന്നു വരാൻ എടുക്കുന്ന സമയമാണ് PR ഇൻ്റർവെൽ. അപ്പോൾ ഇത് നടക്കുന്ന സൈമൾട്ടേനിയസ്ലി ഈ സമയത്ത് ഏട്രിയ ഈസ് ഇൻ സിസ്റ്റോൾ, ഏട്രിയൽ സിസ്റ്റോൾ നടക്കുന്നു. PR ഇൻ്റർവെൽ ഈസ് കോയിൻസൈഡിങ് വിത്ത് ഏട്രിയൽ സിസ്റ്റോൾ. ദെൻ ST സെഗ്മെൻറ്റ്. ST സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ST സെഗ്മെൻറ്റ്, ഈ പാർട്ട്. അതായത് ST സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിളിലെ ഡീപോളറൈസേഷൻ കഴിഞ്ഞ് റീപോളറൈസേഷൻ തുടങ്ങുന്നതിനിടയ്ക്കുള്ള ഒരു ടൈം ഗ്യാപ്പാണ് ST segment. It is the time gap between the end of ventricular depolarization and beginning of ventricular repolarization. Then QRS complex is indicating ventricular depolarization. Depolarization. Then all of the following are true coelomates except. അപ്പോൾ ഇതിനകത്ത് ട്രൂ സീലോമേറ്റ് അല്ലാത്തത് ഏത്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. മൊളസ്ക ട്രൂ സീലോമേറ്റ് ആണ്. എക്കനോഡെർമേറ്റ ഈസ് എ ട്രൂ സീലോമേറ്റ്. ഹെമികോഡേറ്റ ട്രൂ സീലോമേറ്റ്. അപ്പോൾ ആൻസർ ആഷെൽമിന്തസ് ആണ്. ആഷെൽമിന്തസ് ഈസ് സ്യൂഡോ സീലോമേറ്റ്. സ്യൂഡോ സീലോമേറ്റ്. ഓക്കെ, ആൻസർ 4. ഓക്കെ, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദി ഫോളോയിങ്. ഇതിൽ കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം അനിമൽ, റെസ്പിറേറ്ററി ഓർഗൻ, എക്സ്ക്രീറ്ററി ഓർഗൻ, മൂന്നും കറക്റ്റായിരിക്കണം. അതിൽ ആദ്യം സ്റ്റാർ ഫിഷ്. റെസ്പിറേറ്ററി ഓർഗൻ കൊടുത്തിരിക്കുന്ന ട്രക്കിയ എന്നാണ്. ട്രക്കിയ ഇൻസെക്റ്റുകളുടെ, അതായത് ഇൻസെക്റ്റുകളുടെ റെസ്പിറേറ്ററി ഓർഗനാണ് ട്രക്കിയ. സ്റ്റാർ ഫിഷിന് സ്കിൻ ഗിൽസ് ആണ്. സ്കിൻ ഗിൽസ്. എക്സ്ക്രീറ്ററി ഓർഗൻ, അതായത് എക്കനോഡേംസിന് ഡെഫിനിറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ ഇല്ല. എ ഡെഫിനിറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ ഈസ് ആബ്സെൻറ്റ്. അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ വഴിയാണ് നൈട്രജനസ് വേസ്റ്റുകൾ ഡിഫ്യൂസ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആർ ദി എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ആർത്രോപോഡ. അപ്പം ഒന്നെടുക്കാൻ പറ്റില്ല. ദെൻ 2 പ്രോൺ, ആർത്രോപോഡാണ്. റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ് കറക്റ്റാണ്. എക്സ്ക്രീറ്ററി ഓർഗൻ ആൻറ്റനൽ ഗ്ലാൻഡ്, അത് കറക്റ്റാണ്. ഗ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആൻറ്റനൽ ഗ്ലാൻഡ് ക്രസ്റ്റേഷ്യൻസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ. അപ്പം 2 ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ. ദെൻ നീറിസ് അനലിഡാണ്. അതിന് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ്. റെസ്പിറേറ്ററി ഓർഗൻ പാരാപോഡിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോക്കമോട്ടറി ഓർഗനാണ് പാരാപോഡിയ. എക്സ്ക്രീറ്ററി ഓർഗൻ ഫ്ലെയിം സെൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം സെൽസ് എക്സ്ക്രീഷന് വേണ്ടി ഉപയോഗിക്കുന്നത് പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. അനലിഡ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രീഡിയ. നെഫ്രീഡിയ ഇസ് ദി എക്സ്ക്രീറ്ററി ഓർഗൻ. നീറിസിന് സ്കിന്നാണ് റെസ്പിറേറ്ററി ഓർഗൻ. ഇവിടെ നെഫ്രീഡിയയാണ്, റെസ്പിറേറ്ററി ഓർഗൻ ഈസ് സ്കിൻ, നെഫ്രീഡിയ ഇസ് ദി എക്സ്ക്രീറ്ററി ഓർഗൻ.
ഇനി ബെലാനോഗ്ലോസസ് എന്ന് പറയുന്നത് ഒരു ഹെമി കോർഡേറ്റ് ആണ്. ഫൈലം ഹെമി കോർഡേറ്റയിൽ വരും. റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ് ആണ്. ഗിൽസ്. എക്സ്ക്രീറ്ററി ഓർഗൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി ബുക്ക് ലങ്സ് ഉപയോഗിക്കുന്നത് ആരാണ്? ആർത്രോപോഡയിൽ സ്പൈഡേഴ്സ്, പിന്നെ സ്കോർപ്പിയൻസ് ആൻഡ് സ്കോർപ്പിയൻസ് ആണ് ബുക്ക് ലങ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ആൻസർ 2 ആണ്. അടുത്തത് മാച്ച് ദി ഐറ്റംസ് ഗിവൺ ഇൻ ദി 2 columns. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാച്ച് ചെയ്തെടുക്കണം. മിട്രൽ വാൽവ്, അതായത് ഇപ്പോൾ ഒരു ഹാർട്ട് ഇങ്ങനെ വരച്ചിട്ട് മിട്രൽ വാൽവ് ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. അതായത് ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക്. ഓക്കെ, നമുക്ക് മാച്ചിങ് നോക്കാം. പ്രിവെൻസ് റിവേഴ്സ് ഫ്ലോ ടു ലെഫ്റ്റ് ഏട്രിയം, അതെടുക്കാം. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടുള്ള റിവേഴ്സ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം 3 3. അടുത്തത് SA നോഡ്. SA നോഡിൻ്റെ പൊസിഷനാണ് ഇവിടെ മാച്ച് ചെയ്യേണ്ടത്. SA നോഡിൻ്റെ പൊസിഷൻ റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ പാർട്ടിൽ റൈറ്റ് കോർണറിലാണ്. റൈറ്റ് അപ്പർ കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം. അപ്പം 4. ദെൻ സെമി ലൂനാർ വാൽവ്സ്. എന്തിനാണെന്നറിയാലോ? പൾമണറി ആർട്ടറിക്കകത്ത് പൾമണറി സെമി ലൂനാർ വാൽവ് ഉണ്ട്. അയോട്ടയ്ക്കകത്ത് അയോട്ടിക് സെമി ലൂനാർ വാൽവ്. അപ്പോൾ പൾമണറി ആർട്ടറി അയോട്ട, ഇതിനകത്തോട്ട് പമ്പ് ചെയ്ത ബ്ലഡ് തിരിച്ച് റിവേഴ്സ് ഫ്ലോ നടത്തരുത്. അതിനാണ് സെമി ലൂനാർ വാൽവ്സ്. അപ്പം പ്രിവെൻസ് റിവേഴ്സ് ഫ്ലോ ഓഫ് ബ്ലഡ് ടു വെൻട്രിക്കിൾസ് 2 എടുക്കാം. അടുത്തത് AV നോഡ്. AV നോഡിൻ്റെ പൊസിഷനാണ് റൈറ്റ് ഏട്രിയത്തിൻ്റെ ലോവർ പാർട്ടിൽ ലെഫ്റ്റ് കോർണറിൽ, ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഏതാണ്? ലെഫ്റ്റ് ലോവർ കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം. അപ്പോൾ 1. അപ്പം 3, 4, 2, 1. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തത് വാട്ട് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് റെപ്റ്റൈൽസ്. ഇപ്പോൾ റെപ്റ്റീലിയൻ ക്യാരക്ടേഴ്സ് അല്ലാത്ത ഓപ്ഷൻ കണ്ടുപിടിക്കുക. 3 ചേമ്പേർഡ് ഹാർട്ട് കറക്റ്റാണ്. ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിങ്സ് കറക്റ്റാണ്. അവർക്ക് ടിംബാനമാണ്, കണ്ണിന് പിന്നിലായിട്ട് ടിംബാനം വിസിബിൾ ആണ്, ഡയറക്റ്റായിട്ട് സൗണ്ട് വേവ്സ് റിസീവ് ചെയ്യും. എക്സ്റ്റേണൽ ഇയർ ഓപ്പണിങ്സ് ഇല്ല. പ്രസൻസ് ഓഫ് എപ്പിഡേർമൽ സ്കെയിൽസ് അതുണ്ട്. സ്കിൻ ഈസ് കവേർഡ് ബൈ എപ്പിഡേർമൽ സ്കെയിൽസ്. ഹോമിയോതെർമസ് അത് തെറ്റാണ്. 4 ആണ് റെപ്റ്റൈൽസിന് ആപ്ലിക്കബിൾ അല്ലാത്ത. അപ്പോൾ ആൻസർ ഈസ് 4. ഓപ്ഷൻ 4 ആണ് ആൻസർ. റെപ്റ്റൈൽസ് എന്താണ്? പോയിക്കിലോതെർമിയാണ്. പോയിക്കിലോതെർമസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. മാച്ച് ദി ഐറ്റംസ് ഇൻ കോളം 1 വിത്ത് ദോസ് ഇൻ കോളം 2. കോളം 1 കോളം 2. അപ്പോൾ ക്യാരക്ടേഴ്സ് നോക്കാം. സൈക്ലോസ്റ്റൊമാറ്റ അത് ആണ്. സർക്കുലാർ മൗത്ത് വിത്തൗട്ട് ജോസ്. കോൺട്രിക്തിയസ് എന്ന് പറയുമ്പോൾ കാർട്ടിലാജിനസ് ഫിഷ്. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് വിവിപാരിറ്റി നമുക്ക് എടുക്കാം. ഇപ്പം A എടുക്കാം. ദെൻ അടുത്തത് ആംഫിബിയയ്ക്ക് സ്കെയിൽലെസ് സ്കിൻ ആൻഡ് 2 pairs ഓഫ് ലിംസ് F. ദെൻ റെപ്റ്റീലിയ എപ്പിഡേർമൽ സ്കെയിൽസ് എടുക്കാം. B എടുക്കാം. എപ്പിഡേർമൽ സ്കെയിൽസ്. ഏവ്സിന് ന്യൂമാറ്റിക് ബോൺസ് C. അപ്പം EAFBC. EAFBC 3. ഓപ്ഷൻ 3 ആണ് ആൻസർ. EAFBC. ഓക്കെ, അടുത്തത് ഇൻ കൺട്രോളിംഗ് ദി സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ എന്താണെന്നറിയാമല്ലോ? അഡ്രീനൽ കോർട്ടെക്സിൻ്റെ മിനറലോ കോർട്ടിക്കോയിഡാണ് ആൽഡോസ്റ്റിറോൺ. ഇൻ കൺട്രോളിംഗ് ദി സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൽഡോസ്റ്റിറോൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അതായത് ആൽഡോസ്റ്റിറോണിൻ്റെ സിന്തസിസും സെക്രീഷനും നിയന്ത്രിക്കാത്ത ഫാക്ടർ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. 1 റെനിൻ വേണം. റെനിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ GFR കുറഞ്ഞു കഴിഞ്ഞാൽ JG സെൽസ്
JG cells will release renin. ഇപ്പോൾ റെനിൻ്റെ ഇൻഫ്ലുവൻസിൽ ബ്ലഡിൽ കാണുന്ന ഇനാക്റ്റീവ് പ്രോട്ടീൻ ആൻജിയോടെൻസിനോജൻ റെനിൻ്റെ ഇൻഫ്ലുവൻസിൽ ആൻജിയോടെൻസിൻ 1 ആവും. ആൻജിയോടെൻസിൻ 1 തുടർന്നത് ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ടഡ് ആവും. ആൻജിയോടെൻസിൻ 2. ഈ ആൻജിയോടെൻസിൻ 2ന് 2 ടാർഗറ്റുകളുണ്ട്. ഒന്ന് ഗ്ലോമറുലസ് ആണ്, ഗ്ലോമറുലസ്. രണ്ടാമത്തത് അഡ്രീനൽ കോർട്ടെക്സ്. അപ്പോൾ അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അൾഡോസ്റ്റിറോണിൻ്റെ റിലീസ് നടത്തിക്കും. അപ്പോൾ റെനിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. റെനിൻ ഈസ് ഇൻഫ്ലുവൻസിങ് ദി സെക്രീഷൻ ഓഫ് അൾഡോസ്റ്റിറോൺ. ആൻജിയോടെൻസിൻ 2 അതാണ് ഡയറക്റ്റായിട്ട് അഡ്രീനൽ കോർട്ടെക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അൾഡോസ്റ്റിറോൺ റിലീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് Na+ അതും ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് അൾഡോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ബ്ലഡിൽ Na+ കുറഞ്ഞു, വാട്ടർ കുറഞ്ഞു, ഈ അവസ്ഥയിലാണ് റിലീസ്. അൾഡോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ എന്താ? ഇറ്റ് ഇൻക്രീസസ് Na+ ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷൻ. റീനൽ ട്യൂബ്യൂൾസിൽ നിന്ന് Na+ൻ്റെയും വാട്ടറിൻ്റെയും റീഅബ്സോർപ്ഷൻ കൂട്ടുന്ന ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് പ്രൊമോട്ടിംഗ് ദി സെക്രീഷൻ ഓഫ് K+ ആൻഡ് ഫോസ്ഫേറ്റ് അയോൺസ്. ഓക്കെ. പിന്നെ അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, അതിന് ഇൻഫ്ലുവൻസ് ഇല്ല. അതായത് അൾഡോസ്റ്റിറോണിൻ്റെ റിലീസിൽ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോണാണ്. അപ്പോൾ ഇത് അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ റിലീസ് പ്രൊമോട്ട് ചെയ്യും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഇപ്പോൾ ACTH അൾഡോസ്റ്റിറോൺ അതായത് മിനറലോ കോർട്ടിക്കോയിഡിൻ്റെ റിലീസ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊമോട്ടിംഗ് ദി റിലീസ് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. കോർട്ടിസോളാണ് എക്സാമ്പിൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. ഓൺലി മയോസിൻ ഈസ് പ്രസൻറ്റ് ഇൻ. ഇപ്പം മയോസിൻ ഫോം ചെയ്യുന്നത് A ബാൻഡ് ആണല്ലോ. ഒരു സാർക്കോമിയർ എടുത്തു കഴിഞ്ഞാൽ സാർക്കോമിയറിൻ്റെ A ബാൻഡിലാണ് മയോസിൻ. അപ്പം ഇത് മയോസിൻ ഫിലമെൻറ്റ്. ഓക്കെ, മയോസിൻ. ഇത് ആക്റ്റിൻ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം A ബാൻഡ് എന്ന് പറയുമ്പോൾ മയോസിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് A ബാൻഡ്. A ബാൻഡിൻ്റെ 2 അറ്റങ്ങൾ എങ്ങനെയാണ്? ഡാർക്കായിരിക്കും. അവിടെ മയോസിൻ ഫിലമെൻറ്റുകൾ ആക്റ്റിൻ ഫിലമെൻറ്റുകൾ ഓവർലാപ്പ് ചെയ്യും. അതാണ് A ബാൻഡിൻ്റെ 2 അറ്റങ്ങൾ. അപ്പം മയോസിൻ മാത്രമുള്ള A ബാൻഡിൻ്റെ സെൻട്രൽ പാർട്ടാണ് H സോൺ. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ഓൺലി മയോസിൻ ഈസ് പ്രസൻറ്റ് ഇൻ. H സോൺ ആണ് ആൻസർ. H സോൺ. അപ്പം A ബാൻഡ് എന്ന് പറയുമ്പോൾ A ബാൻഡിൻ്റെ അറ്റങ്ങളിൽ ആക്റ്റിൻ ഫിലമെൻ്റ് ഉണ്ട്. I ബാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ആക്റ്റിൻ മാത്രം. I ബാൻഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആക്റ്റിൻ ഫിലമെൻറ്റ്. Z ലൈൻ എന്ന് പറയുന്നത് I ബാൻഡുകളെ ബൈസെക്റ്റ് ചെയ്യുന്ന ലൈനാണ് Z ലൈൻ. അപ്പോൾ ഇവിടെ ആൻസർ 3 ആണ്, ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 17 ആണ്. മാച്ച് ഐറ്റംസ് ഇൻ ദി 2 കോളംസ്. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഡോണേഴ്സ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ A ഗ്രൂപ്പുകാരന് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം? Bക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം? ABക്ക് ആർക്കൊക്കെ കൊടുക്കാം? Oക്ക് ആർക്കൊക്കെ കൊടുക്കാം? അപ്പം നമുക്ക് ആദ്യം എഴുതിയിട്ട് മാച്ച് ചെയ്യാം, അതാണ് നല്ലത്. ഇപ്പോൾ A ഗ്രൂപ്പ് ആണെങ്കിൽ A ഗ്രൂപ്പ് ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം A ആൻഡ് O. B ഗ്രൂപ്പ് ആണെങ്കിൽ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം B ആൻഡ് O. AB ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് അല്ലേ? A റിസീവ് ചെയ്യാം, B റിസീവ് ചെയ്യാം, AB റിസീവ് ചെയ്യാം, O റിസീവ് ചെയ്യാം. ഇനി O ഗ്രൂപ്പുകാരന് O മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റൂ. ശരി, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. A ഗ്രൂപ്പുകാരന് ഏതൊക്കെ റിസീവ് ചെയ്യാം? A ആൻഡ് O. അപ്പോൾ 4 ആണ്. ഇനി B ഗ്രൂപ്പുകാരന് റിസീവ് ചെയ്യാൻ പറ്റുന്നത് B ആൻഡ് O 3. AB ഗ്രൂപ്പുകാരന് AB റിസീവ് ചെയ്യാം, A, B ആൻഡ് O, ഓപ്ഷൻ 2. ഇനി O ഗ്രൂപ്പുകാരന് O മാത്രം 1.
അപ്പോൾ 4, 3, 2, 1 വരുന്ന ഓപ്ഷൻ 4, 3, 2, 1. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പം ഇങ്ങനെ എഴുതിയിട്ട് മാച്ചിങ് ആണ് ഇവിടെ നല്ലത് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ശരി, ഇപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പെപ്റ്റൈഡ് ഹോർമോൺ, അതാണ് ക്വസ്റ്റ്യൻ. അതിൽ ആൻസർ ADH ആണ്, ആൻറ്റി ഡയൂറട്ടിക് ഹോർമോൺ. വാസോപ്രസിൻ ഇത് ഒരു ഷോർട്ട് പെപ്റ്റൈഡാണ്. ഇറ്റ് ഈസ് എ ഷോർട്ട് പെപ്റ്റൈഡ് with 9 amino acids. നോന പെപ്റ്റൈഡ് എന്ന് പറയും. 9 അമിനോ ആസിഡുകളുള്ള പെപ്റ്റൈഡാണ് ADH. അപ്പം അഡ്രിനാലിൻ എന്ന് പറയുന്നത് കാറ്റക്കോൾ അമീനാണ്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്. തൈറോക്സിൻ T4 അയോഡിനേറ്റഡ് തൈറോണിൻ. കോർട്ടിസോൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡാണ്. ഇറ്റ് ഈസ് എ സ്റ്റിറോയിഡ്. കോർട്ടിസോൺ സ്റ്റിറോയിഡ്. Thyroxine is iodinated tyronin. Adrenaline is catecholamine. Histological features of duodenal wall includes mucosa lined with stratified cuboidal epithelium. തെറ്റാണ്. ഡിയോഡിനം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ മ്യൂക്കോസ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കുന്നത്? ബ്രഷ് ബോർഡേഡ് കോളുംനാർ എപ്പിത്തീലിയം. columnar epithelium plus goblet cells. ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഗ്ലാൻഡുകളാണ്. ഇനി ഡിയോഡിനത്തിൻ്റെ സബ്മ്യൂക്കോസ എന്ന് പറയുമ്പോൾ അവിടെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സബ്മ്യൂക്കോസ ഈസ് ഫോംഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. പിന്നെ ഡിയോഡിനത്തിൻ്റെ സബ്മ്യൂക്കോസയിൽ മാത്രം കാണുന്ന ഗ്ലാൻഡുകളാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. Brunner's glands release alkaline secretion which is rich in water, mucus and bicarbonates. So അതാണ് സബ്മ്യൂക്കോസൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ആണ്. ഡിയോഡിനത്തിൻ്റെ സബ്മ്യൂക്കോസയിൽ മാത്രമുള്ള ഗ്ലാൻഡ്. സബ്മ്യൂക്കോസൽ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ആൽക്കലൈൻ റിച്ച് മ്യൂക്കസ്. അത് കറക്റ്റാണ്. ദെൻ അടുത്തത് എ സിംഗിൾ ലെയർ ഓഫ് സ്കെലറ്റൽ മസിൽ ഇൻ ദി മസ്കുലാരിസ് ലെയർ. അപ്പം GI ട്രാക്റ്റിൻ്റെ മസ്കുലാരിസ് ലെയർ എന്ന് പറയുമ്പോൾ അവിടെ സ്മൂത്ത് മസിൽസ് ആണ്. മസ്കുലാരിസ് ഈസ് ഫോംഡ് ഓഫ് സ്മൂത്ത് മസിൽസ്. 2 ലെയേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്, ഇന്നർ സർക്കുലാർ മസിൽസ്. അപ്പോൾ അത് തെറ്റല്ലേ? സിംഗിൾ ലെയർ ഓഫ് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുമ്പോൾ തെറ്റ്. സ്മൂത്ത് മസിൽസ് അറേഞ്ച്ഡ് ആസ് 2 bundles. ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്, ഇന്നർ സർക്കുലാർ മസിൽസ്. ആൻഡ് ഔട്ടർ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ദി സിറോസ. തെറ്റാണ്. അപ്പം GI ട്രാക്റ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് സിറോസയാണ്. സിറോസ ഫോം ചെയ്യുന്ന സിറോസയിൽ 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ മീസോത്തീലിയം, ഇന്നർ ലെയർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പം സിറോസയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഔട്ടർ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ എന്നാണ്. ഔട്ടർ എന്താണ്? ഔട്ടർ മീസോത്തീലിയമാണ്. സിറോസ ഹാസ് ഔട്ടർ മീസോത്തീലിയം. അതിൻ്റെ അടിയിൽ കുറച്ച് കണക്റ്റീവ് ടിഷ്യൂവും കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 2 ആണ്. കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് സബ്മ്യൂക്കോസൽ ഗ്ലാൻഡ് ദാറ്റ് പ്രൊഡ്യൂസ് ആൽക്കലൈൻ റിച്ച് മ്യൂക്കസ്. ദെൻ കോൺട്രാസെപ്റ്റീവ് ദാറ്റ് കണ്ടെയ്ൻസ് സിന്തറ്റിക് പ്രൊജസ്റ്റജൻ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ സിന്തറ്റിക് പ്രൊജസ്റ്റജൻ അടങ്ങിയ കോൺട്രാസെപ്റ്റീവ് അത് പിൽസാണ്, ഓറൽ പിൽസ്. അതിലൊന്നുകിൽ പിൽസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പ്രൊജസ്റ്റജൻ മാത്രമുള്ള പിൽസ് ഉണ്ട്, പ്രൊജസ്റ്റജൻ ഓൺലി പിൽസ്. രണ്ടാമത്തെ പ്രൊജസ്റ്റജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻ. അപ്പം 2 ആണ് ആൻസർ. ബാക്കി ഓപ്ഷൻസ് നോക്കാം. മൾട്ടിലോഡ് 375 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോപ്പർ റിലീസിങ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, IUD, കോപ്പർ റിലീസിങ് IUD. കോപ്പർ ടീയും അത് തന്നെ, കോപ്പർ റിലീസിങ് IUD. പിന്നെ 4 സെർവിക്കൽ ക്യാപ്പ്, അത് ഫീമെയിൽ ബാരിയർ ആണ്. സെർവിക്കൽ ക്യാപ്പ് ഇസ് എ ഫീമെയിൽ ബാരിയർ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഓപ്ഷൻ 2 ആണ് ആൻസർ. അടുത്തത് ഇൻ കിഡ്നീസ് കോളംസ് ഓഫ് ബെർട്ടീനി ആർ എക്സ്റ്റൻഷൻസ് ഓഫ്. ഇപ്പോൾ കിഡ്നിയുടെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ
ഇത് റീനൽ പിരമിഡ്സ്. ഇപ്പം ഞാൻ വരയ്ക്കുന്ന റീനൽ പിരമിഡ്സ് അല്ലെങ്കിൽ മെഡുല്ലറി പിരമിഡ്സ്. ഓക്കെ, അപ്പോൾ കോളംസ് ഓഫ് ബെർട്ടീനി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ കോളംസ് ഓഫ് ബെർട്ടീനി, അതായത് മെഡുല്ലറി പിരമിഡുകളുടെ ഇടയ്ക്ക് കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതിനെയാണ് റീനൽ കോളംസ് അല്ലെങ്കിൽ കോളംസ് ഓഫ് ബെർട്ടീനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോളംസ് ഓഫ് ബെർട്ടീനി ആർ എക്സ്റ്റൻഷൻസ് ഓഫ് റീനൽ കോർട്ടെക്സ്. റീനൽ കാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ പാർട്ട് റീനൽ പെൽവിസ് ആണ്. റീനൽ പെൽവിസിൻ്റെ കപ്പ് ഷേപ്ഡ് പ്രൊജക്ഷൻസ് ഇതാണ് റീനൽ കാലിക്സ്. കപ്പ് ഷേപ്ഡ് പ്രൊജക്ഷൻസ് ഓഫ് റീനൽ പെൽവിസ്. ഓക്കെ, മെഡുല്ലറി പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ മെഡുല്ലറി ടിഷ്യൂസ് അറേഞ്ച്ഡ് ആസ് പിരമിഡൽ മാസസ്. ഓക്കെ, അടുത്തത് ദി റോൾ ഓഫ് Na+K+ പമ്പ് ഇൻ ദി നെർവസ് സിസ്റ്റം. എന്താണെന്നറിയാലോ, ന്യൂറൽ സിസ്റ്റത്തിൽ സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ റോൾ, ഇറ്റ് ഈസ് റെഗുലേറ്റിംഗ് പൊളാരിറ്റി ഡ്യൂറിങ് റെസ്റ്റിംഗ് സ്റ്റേറ്റ്. എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ECFലും ആക്സോപ്ലാസത്തിലും പോസിറ്റീവ് അയോൺസിൻ്റെ അളവ് കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്ത് നിർത്തി ന്യൂറോണിനെ പോളറൈസ്ഡ് സ്റ്റേറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന മെക്കാനിസമാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇറ്റ് ഈസ് ക്യാരിയിങ് ഔട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതിൻ്റെ പമ്പിംഗ് റേറ്റ് എന്ന് പറയുന്നത് വെൻ 3 Na+ അയോൺസ് ആർ പംപ്ഡ് ഔട്ട് ഫ്രം ദി ആക്സോപ്ലാസം ഇൻ ടു ദി ECF, 3 K+ വിൽ ബി പംപ്ഡ് ഇൻ ടു ദി ആക്സോപ്ലാസം. 3 അല്ല 2, 3 Na+നെ വെളിയിലോട്ട് കളഞ്ഞിട്ട് 2 K+നെ അകത്തോട്ടെടുക്കും. ആ റേറ്റിലാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് അയോൺസിനെ പമ്പ് ചെയ്യുന്നത്. അപ്പം നോക്കാം നമുക്ക്. ജനറേറ്റ് നെർവ് ഇമ്പൾസ് വെൻ ന്യൂറോൺ ഈസ് സ്റ്റിമുലേറ്റഡ്. തെറ്റാണ്. ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ Na+ അയോൺ ചാനലുകൾ തുറക്കും. Na+ അയോൺസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് ആക്സോപ്ലാസത്തിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് കയറുന്നതാണ് ന്യൂറോണിനെ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, മെയിൻറ്റെയിൻ പ്രോപ്പർ അയോണിക് ഗ്രേഡിയൻസ് എക്രോസ് ദിസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ. അതാണ് ആൻസർ. അതായത് റെസ്റ്റിംഗ് മെംബ്രെയിനിൻ്റെ ഔട്ട്സൈഡിലും ഇൻറ്റീരിയറിലും പോസിറ്റീവ് അയോൺസിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്ത് നിർത്തി ന്യൂറോണിനെ പോളറൈസ്ഡ് സ്റ്റേറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ട്രാൻസ്മിറ്റ് നെർവ് ഇമ്പൾസ് എക്രോസ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ബിറ്റ്വീൻ ന്യൂറോൺസ്. അതല്ല, അപ്പം സിനാപ്റ്റിക് ക്ലെഫ്റ്റിലൂടെ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. പ്രൊവൈഡ് എ സോഴ്സ് ഓഫ് Na+ ആൻഡ് K+ ബൈ സ്പ്ലിറ്റിംഗ് NaCl ആൻഡ് അതർ അപ്രോപ്രിയേറ്റ് മോളിക്യൂൾസ്. അതുമല്ല. അപ്പം ആൻസർ 2 ആണ്. ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. അടുത്തത് റീജിയൻ ഓഫ് റെറ്റിന വേർ ഓപ്റ്റിക് നെർവ് ലീവ് ദി ഐബോൾ ആൻഡ് റെറ്റിനൽ ബ്ലഡ് വെസൽസ് എൻ്റർ. ഏതാണ്? ഓപ്റ്റിക് നെർവ് റെറ്റിനയിൽ നിന്ന് കടന്നു പോകുന്നു, ബ്ലഡ് വെസൽസ് അതുവഴി റെറ്റിനയിലോട്ട് കടന്നു വരുന്നു. ഈ സ്പോട്ടിനെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നത്. ബ്ലൈൻഡ് സ്പോട്ട്. യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത് മാക്കുല ലൂട്ടിയ. യെല്ലോ സ്പോട്ട് ഈസ് മാക്കുല ലൂട്ടിയ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സീലിയറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഐബോൾ എടുക്കുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് കോറോയിഡ് ആണ്. ഔട്ടർ മോസ്റ്റ് ഇസ് സ്ക്ലീറ. ഔട്ടർ സ്ക്ലീറ, മിഡിൽ ലെയർ ഇസ് കോറോയിഡ്. ഈ കോറോയിഡ് ഇങ്ങനെ ഐബോളിൻ്റെ പോസ്റ്റീരിയർ പാർട്ട് മൊത്തം ലൈൻ ചെയ്ത് സ്ക്ലീറ കോർണിയ ജംഗ്ഷനിൽ വരുമ്പോൾ തിക്കാവും, തിക്ക് ആൻഡ് മസ്കുലാർ ആവും. അപ്പോൾ ഈ തിക്ക് ആൻഡ് മസ്കുലാർ പാർട്ട് ഓഫ് കോറോയിഡ് അതാണ് സീലിയറി ബോഡി. അപ്പോൾ ഇത് കോറോയിഡിൻ്റെ പാർട്ടാണ് സീലിയറി ബോഡി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. 23 കഴിഞ്ഞു. അടുത്ത സം ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ആർ ഗിവൺ ബിലോ. അറേഞ്ച് ഈവൻറ്റ്സ് ഇൻ എ പ്രോപ്പർ സീക്വൻസ്. അപ്പം ഞാൻ ആ സീക്വൻസ് പറയാം. ആദ്യം, അതായത് മെൻസ്ട്രുവൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സെക്രീഷൻ ഓഫ് FSH. അതാണൊന്ന്. FSHൻ്റെ സെക്രീഷൻ നടക്കും. അപ്പം FSHൻ്റെ ഇൻഫ്ലുവൻസിൽ ഫോളിക്കിൾ, ഗ്രോത്ത് ഓഫ് ഫോളിക്കിൾ ആൻഡ് ഊജനസിസ് C. തുടർന്ന് ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആയാൽ പെട്ടെന്ന് LH സർജ് ചെയ്ത് ഓവുലേഷൻ നടക്കും. അതാണ് അടുത്ത. സഡൻ ഇൻക്രീസ് ഇൻ ദി ലെവൽ ഓഫ് LH. അപ്പം തുടർന്ന് ഏത് ഇവൻ്റാണ്? അപ്പം തുടർന്ന് ഓവുലേഷനാണ്.
അതായത് ഇ കഴിഞ്ഞാൽ ഡി, ഓവുലേഷൻ. ദെൻ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. അതാണ് ബി. അതായത് ACEDB, ACEDB ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ആണ് വരുന്നത്. ശരി. അടുത്തത്, എ തിൻ ഫിലമെൻറ്റ് ഓഫ് എ മയോഫൈബ്രിൽ ഈസ് എ കോംപ്ലക്സ് ഓഫ് 3 ഡിഫറെൻറ്റ് പ്രോട്ടീൻസ്. അതായത് ഒരു തിൻ ഫിലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റിൻ ഫിലമെൻ്റ് ആണ്. അതൊരു പോളിമറൈസ്ഡ് പ്രോട്ടീനാണ്. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 3 തരത്തിലുള്ള പ്രോട്ടീൻസ്. 1 എഫ് ആക്റ്റിൻസ്, 2 ട്രോപ്പോമയോസിൻ, 3 ട്രോപ്പോണിൻസ്. എഫ് ആക്റ്റിൻസ്, ട്രോപ്പോമയോസിൻസ് ആൻഡ് ട്രോപ്പോണിൻസ്. ആക്റ്റിൻ, ട്രോപ്പോണിൻ, ട്രോപ്പോമയോസിൻ. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ഇൻക്ലൂഡ്സ്. അപ്പം നമുക്കറിയാമല്ലോ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ 2 സ്റ്റെപ്സ് ആണ്. ഒന്ന് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF. IVF ഇസ് ഫോളോഡ് ബൈ ET. ET ഈസ് എംബ്രിയോ ട്രാൻസ്ഫർ. എംബ്രിയോ ട്രാൻസ്ഫർ 2 സ്റ്റെപ്സ് ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് സ്വിഫ്റ്റ്, രണ്ടാമത്തത് IUT. സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, IUT ഈസ് ഇൻട്രാ യൂട്ടിറൈൻ ട്രാൻസ്ഫർ. അപ്പം ഇനി ഓപ്ഷൻ നോക്കണം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ഇൻക്ലൂഡ്സ് IVF ഫോളോഡ് ബൈ ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാമീറ്റ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. തെറ്റ്. അതായത് ഇപ്പം ഓവം പ്രൊഡക്ഷൻ ഇല്ലാത്ത ഫീമെയിൽസിന് ഗ്യാമീറ്റിനെ ഫെലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, ഓവത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതാണ് ഗിഫ്റ്റ്. അപ്പം അതെടുക്കാൻ പറ്റില്ല. IVF ഫോളോഡ് ബൈ സ്വിഫ്റ്റ്, അത് കറക്റ്റാണ്. അതൊരു മെത്തേഡാണ്. IVF കഴിഞ്ഞ് സ്വിഫ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ഓക്കെ. പിന്നെ IUT ഫോളോഡ് ബൈ സ്വിഫ്റ്റ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒന്നുകിൽ സ്വിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ IUT. IUT ഫോളോഡ് ബൈ സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഫോളോഡ് ബൈ MTP. MTP എന്ന് പറഞ്ഞാൽ എന്താ? അബോർഷനാണ്, ഇൻഡ്യൂസ്ഡ് അബോർഷൻ. അത് തെറ്റല്ലേ? ICSI ഫോളോഡ് ബൈ ET എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആക്കാം. ICSI ഫോളോഡ് ബൈ MTP എന്ന് പറയുമ്പോൾ തെറ്റാണ്. MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഇൻഡ്യൂസ്ഡ് അബോർഷൻ. അപ്പോൾ ഇവിടെ ആൻസർ 2. ദെൻ കാർഡിയാക് ഔട്ട്പുട്ട് ഈസ്, നമുക്കറിയാലോ കാർഡിയാക് ഔട്ട്പുട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്ട്രോക്ക് വോള്യൂം ഇൻറ്റു ഹാർട്ട് റേറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദി വോള്യൂം ഓഫ് ബ്ലഡ് പമ്പ്ഡ് പെർ ബീറ്റ് ബൈ ബോത്ത് വെൻട്രിക്കിൾസ്. ഇത് കാർഡിയാക് ഔട്ട്പുട്ട് അല്ല, ദിസ് ഇസ് സ്ട്രോക്ക് വോള്യൂം. വോള്യൂം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ ഈച്ച് ഓഫ് ദി വെൻട്രിക്കിൾസ് ഡ്യൂറിങ് 1 ബീറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോക്ക് വോള്യൂം. ദെൻ ദി വോള്യൂം ഓഫ് ബ്ലഡ് ഫ്ലോയിങ് ത്രൂ സിസ്റ്റമിക് സർക്കുലേഷൻ ഈച്ച് മിനിറ്റ്, അതാണ് ആൻസർ. 1 മിനിറ്റിൽ സിസ്റ്റമിക് സർക്കുലേഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ്, അതാണ് ആൻസർ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഹാർട്ട് റേറ്റ്, കറക്റ്റാണോ? ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, അങ്ങനെയാണോ റിലേഷൻ? ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ഇൻവേഴ്സ്ലി അല്ല, ഡയറക്റ്റ്ലി ആണ്. അപ്പം ഇത് തെറ്റ്. ദെൻ മെഷേർഡ് യൂസിങ് സ്പിഗ്മോ മാനോമീറ്റർ. അപ്പം സ്പിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്ത് എന്താണ് കണ്ടുപിടിക്കുന്നത്? ബ്ലഡ് പ്രഷറാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബ്ലഡ് പ്രഷർ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സ്പിഗ്മോ മാനോമീറ്റർ. അപ്പം ലെഫ്റ്റ് ആമിൻ്റെ ബ്രാക്കിയൽ ആർട്ടറിയിൽ നിന്നാണ് ബ്ലഡ് പ്രഷർ റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഫ്രം ദി ബ്രാക്കിയൽ ആർട്ടറി. ബ്രാക്കിയൽ ആർട്ടറി ഓഫ് ലെഫ്റ്റ് ആം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് ഓട്ടോലിത്ത് ഓർഗൻ ഇൻക്ലൂഡ്സ്, അതായത് നമ്മുടെ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ഇതിനെ 2 റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സെമി സർക്കുലാർ കെനാൽസ്, രണ്ടാമത്തത് ഓട്ടോലിത്ത് ഓർഗൻ. ഓക്കെ, ഓട്ടോലിത്ത് ഓർഗൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് യൂട്രിക്കുലസും സാക്യുലസുമാണ്. യൂട്രിക്കുലസ് ആൻഡ് സാക്യുലസ്. അപ്പോൾ ഈ 2 സാക്കുകളുടെ അകത്ത് യൂട്രിക്കുലസ് ആൻഡ് സാക്യുലസ് ഇതിനകത്ത്
സ്പോട്ട്, ഒരു സ്പോട്ടിൻ്റെ രൂപത്തിൽ ഓരോന്നിനകത്തും സെൻസ് ഓർഗൻ ഉണ്ട്. അതിൻ്റെ പേരാണ് മാക്യുല. Macula is the spot-like sense organ which is located inside the utriculus and sacculus. അപ്പോൾ ഈ മാക്കുല എന്ന് പറഞ്ഞാൽ മാക്കുല എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കുന്ന ഒരു കൂട്ടം സെൻസറി ഹെയർ സെൽസ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന സെല്ലുകളുടെ എപ്പിക്കൽ പാർട്ടിൽ സെൻസറി ഹെയേഴ്സ് ഉണ്ട്. ഈ രീതിയിലിരിക്കും. സെൻസറി ഹെയേഴ്സ് ആർ എംബഡഡ് ഇൻ എ ജെലാറ്റിനസ് മാട്രിക്സ്. ഈ ജെലാറ്റിനസ് മാട്രിക്സിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽസ് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ്. ഈ കാൽഷ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽസിനെയാണ് ഓട്ടോലിത്സ് എന്ന് വിളിക്കുന്നത്. ഓട്ടോലിത്സ് അല്ലെങ്കിൽ നമുക്ക് ഓട്ടോകോണിയ എന്ന് വിളിക്കാം. ഓട്ടോകോണിയ. ഓക്കെ. അപ്പോൾ ഈ മാക്കുല എന്ന് പറയുന്ന സെൻസ് ഓർഗനാണ് ഗ്രാവിറ്റേഷണൽ പുള്ളിനനുസരിച്ച് ശരീരത്തിൻ്റെ പൊസിഷനിൽ മാറ്റം വരുമ്പോൾ സെൻസ് ചെയ്ത് ബ്രെയിനിന് സിഗ്നൽസ് കൊടുക്കുന്നത്. അതായത് ലീനിയർ ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ നടക്കുമ്പോൾ ശരീരത്തിൻ്റെ ഈക്വിലിബ്രിയം പൊസിഷൻ അതായത് ഗ്രാവിറ്റേഷണൽ പുള്ളിനനുസരിച്ചുള്ള ഈക്വിലിബ്രിയം പൊസിഷൻ ചേഞ്ച് ചെയ്യും. അത് സെൻസ് ചെയ്ത് ബ്രെയിനിനെ ഇൻഫോം ചെയ്യുന്ന ഓർഗനാണ് മാക്കുല. അപ്പം മാക്കുല സ്പോട്ട് ലൈക്കാണ്. ഒരു സ്പോട്ട് യൂട്രിക്കുലസിനകത്ത് കാണും, മറ്റേ സ്പോട്ട് സാക്കുലസിനകത്ത്. ഓട്ടോലിത്ത് എന്ന് പറയുന്നത് ദേ ആർ ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. സോ ഓട്ടോലിത്ത് ഓർഗൻ ഇൻക്ലൂഡ് സെമി സർക്കുലാർ കെനാൽസ്. അല്ല, സെമി സർക്കുലാർ കെനാലുകളുടെ അകത്തിരിക്കുന്നത് എന്താണ്? ക്രിസ്റ്റേ ആംപുല്ലാരിസ്. സെൻസ് ഓർഗൻ്റെ പേര് ക്രിസ്റ്റേ ആംപുല്ലാരിസ്. ഓക്കെ. കോക്ലിയ ആൻഡ് ആംപുല്ല. കോക്ലിയ എന്ന് പറയുന്നത് എന്താ? ഹിയറിംഗ് ഓർഗൻ ഓഫ് കോർട്ടി ഇരിക്കുന്നത് കോക്ലിയക്കകത്ത്. ആംപുല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെമി സർക്കുലാർ കെനാൽ എടുത്താൽ അതിൻ്റെ ഒരറ്റം ഡയലേറ്റഡ് ആയിരിക്കും, അതാണ് ആംപുല്ല. ആംപുല്ലയ്ക്കകത്താണ് സെൻസ് ഓർഗൻ ക്രിസ്റ്റേ ആംപുല്ലാരിസ്. ഇപ്പോൾ ഓട്ടോലിത്ത് ഓർഗൻ ഇൻക്ലൂഡ് യൂട്രിക്കുലസ് ആൻഡ് സാക്യുലസ്. യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ. ടിംബാനമിസ് ഇയർ ഡ്രം. ഇയർ ഓസിക്കിൾസ് എന്ന് പറയുമ്പോൾ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്. ഓക്കെ. അടുത്തത് ഫൈൻഡ് ദി ഇൻകറക്റ്റ് മാച്ചിങ് ഓഫ് ഡിസീസ് ആൻഡ് കോസ്. അതിൽ കോഷിയോക്കർ, ഡിസീസും കോസും തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന കണ്ടുപിടിക്കണം. കോഷിയോക്കർ ഈസ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസ്. അത് കറക്റ്റാണ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസാണ് കോഷിയോക്കർ. അൾഷീമിയസ് ഈസ് എ ഡീജനറേറ്റീവ് ഡിസീസ്. കറക്റ്റാണ്. ന്യൂറോണുകളുടെ ഡീജനറേഷനാണ്. അപ്പോൾ അത് കറക്റ്റ്. അടുത്തത് ക്രെട്ടിനിസം ഈസ് ഡ്യൂ ടു ഹോർമോണൽ ഡെഫിഷ്യൻസി. അതും കറക്റ്റ് അല്ലേ? അതായത് ക്രെട്ടിനിസം എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ മദറിന് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ അത് ഫീറ്റൽ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പം തുടർന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ ക്രെട്ടിൻസ് എന്ന് വിളിക്കും. ആ കണ്ടീഷൻ്റെ പേരാണ് ക്രെട്ടിനിസം, ഡ്യൂ ടു ഹൈപ്പോ തൈറോയിഡിസം ഇൻ മദർ. അപ്പം അത് കാരണം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ക്രെട്ടിനിസം. ദെൻ എംഫൈസീമ ഈസ് ആൻ ഏജ് റിലേറ്റഡ് ഡിസീസ്. തെറ്റല്ലേ? എംഫൈസീമ, ഇതാണ് ആൻസർ. ഓപ്ഷൻ 4 ആണ് ആൻസർ. തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ 4 ആണ്. എംഫൈസീമ എന്ന് പറയുമ്പോൾ ലങ് ആൽവിയോളയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു സ്മോക്കിംഗ്. പുക വലിക്കുന്നവർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസാണ് എംഫൈസീമ. അതിൻ്റെ 2 ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ, ഒന്ന് ആൽവിയോളാർ വാൾസിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ആൽവിയോളാർ വാൾസിൻ്റെ ബ്രേക്ക് ഡൗൺ കാരണം ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയുള്ള സർഫസ് ഏരിയ കുറയുന്ന അവസ്ഥ. അതാണ് എംഫൈസീമ. അടുത്തത് an organ transplant is likely to be rejected if the recipient, അതായത് റിജക്റ്റ് ലെസ് ലൈക്ലി എന്നാണ്. an organ transplant is less likely to be rejected എന്ന് പറഞ്ഞാൽ റിജക്ഷൻ നടക്കില്ല. അതായത് താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഗ്രാഫ്റ്റ് റിജക്ഷൻ നടക്കില്ല. അപ്പോൾ അതേതാണെന്ന് കണ്ടുപിടിക്കണം. ഇഫ് ദി പേഷ്യൻ്റ് ഈസ് ഗിവൺ സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് അല്ലേ? അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആവും, ഗ്രാഫ്റ്റ് റിജക്ഷൻ ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ആൻസർ.
ഈസ് ഗിവൺ ഡെയിലി ഇഞ്ചക്ഷൻ ഓഫ് ആൽഫ ഇൻ്റർഫെറോൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽഫ ഇൻ്റർഫെറോൺ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇമ്മ്യൂണോ തെറാപ്പിയുടെ പാർട്ടായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ആൽഫ ഇൻ്റർഫെറോൺ യൂസ് ചെയ്യുന്നത്. ഡോണർ ബിലോങ്ങിങ് ടു ദി സെയിം ബ്ലഡ് ഗ്രൂപ്പ്. അപ്പം ഡോണർ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും ടിഷ്യൂ മാച്ചിങ് കറക്റ്റ് അല്ലെങ്കിൽ റിജക്ഷൻ സംഭവിക്കും. ഇപ്പം ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് മാത്രം പോരാ, ടിഷ്യൂ മാച്ചിങ് വേണം, എന്നാലേ ഗ്രാഫ്റ്റ് റിജക്ഷൻ നടക്കാതെ ഇരിക്കും. അപ്പം ഇതല്ല. ദെൻ ലാസ്റ്റ് ഈസ് ഗിവൺ ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനാണ് ആൻറ്റിബയോട്ടിക്സ്. ഇവിടെ ഗ്രാഫ്റ്റ് റിജക്ഷൻ പ്രിവെൻറ്റ് ചെയ്യണം. അതിന് കൊടുക്കേണ്ടത് ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ്, സൈക്ലോസ്പോറിൻ എ. അടുത്തത് ടു വിച്ച് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ഈസ് under innate immunity, barriers under innate immunity do saliva in mouth and tears from eyes belong. അതായത് ഇത് ബോഡി സെക്രീഷൻസ് അല്ലേ, സലൈവയും ടീയേഴ്സും. അപ്പോൾ ബോഡി സെക്രീഷൻസ് ഏത് ബാരിയറിൻ്റെ പാർട്ടാണ്? ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൻ്റെ പാർട്ടാണ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഓക്കെ, ഇപ്പോൾ സൈറ്റോകൈൻ ബാരിയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൈറ്റോകൈൻ ബാരിയേഴ്സിൻ്റെ പാർട്ടായിട്ട് ഇൻ്റർഫെറോൺ പഠിച്ചു. അപ്പോൾ ഇൻ്റർഫെറോൺ റിലീസ് ചെയ്യുന്നത് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബോഡി സെൽസ് ആണ്. ഈ ഇൻ്റർഫെറോൺസ് ചുറ്റും ഇരിക്കുന്ന നോൺ ഇൻഫെക്റ്റഡ് സെല്ലുകളെ വൈറൽ ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇൻ്റർഫെറോൺ ഒരു പ്രോട്ടീനാണ്. ദെൻ അപ്പോൾ അത് കഴിഞ്ഞു. സെല്ലുലാർ ബാരിയേഴ്സ് അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഫാഗോസൈറ്റിക് ബാരിയേഴ്സ് ഉണ്ട്, ഫാഗോസൈറ്റിക് സെൽസ്. ഏതൊക്കെയാണ്? അതായത് ബ്ലഡിൽ PMNL ഉണ്ട്, PMNL, പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്. ഇവരെ നമുക്ക് ന്യൂട്രോഫിൽസ് എന്ന് പറയാം, ന്യൂട്രോഫിൽസ്. പിന്നെ മോണോസൈറ്റ്സ് ഉണ്ട്. ബ്ലഡിലുള്ള ഫാഗോസൈറ്റിക് സെൽസാണ് ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും. പിന്നെ കണക്റ്റീവ് ടിഷ്യൂവിൽ മാക്രോഫേജുകളുണ്ട്, മാക്രോഫേജസ്. അപ്പോൾ ഇതൊക്കെ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന സെല്ലുകളാണ്. ഇതല്ലാതെ നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയാണ് NK സെൽസ്, നാച്ചുറൽ കില്ലേഴ്സ്. ഇത് ലിംഫോസൈറ്റുകളുടെ ഒരു ടൈപ്പാണ് NK സെൽസ്. ഇതെല്ലാം സെല്ലുലാർ ബാരിയേഴ്സിൻ്റെ കീഴിൽ വരും. ഓക്കെ, ഇനി ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിനകത്തോട്ട് പാത്തജൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്ന ചില മെംബ്രെയിൻസ് ആണ് ഫിസിക്കൽ ബാരിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സ്കിൻ വരും, മ്യൂക്കസ് മെംബ്രെയിൻ വരും, സ്കിൻ ആൻഡ് മ്യൂക്കോസ. Then the microbes that produce acids that coagulate and partially digest milk proteins during their growth. അപ്പോൾ അത് നമുക്കറിയാലോ, ലാബാണ്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അപ്പോൾ ലാബിൻ്റെ ആക്ഷനിൽ മിൽക്ക് പ്രോട്ടീൻ, മിൽക്ക് ഷുഗർ, ലാക്ടോസ്, മിൽക്ക് ഷുഗർ, ഇതിനെ ലാബ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ലാക്റ്റിക് ആസിഡ് പ്ലസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലാക്റ്റിക് ആസിഡ് പ്ലസ് എനർജി. സോ ലാക്റ്റിക് ആസിഡിൻ്റെ പ്രസൻസിൽ മിൽക്ക് പ്രോട്ടീൻ, കെസീൻ എന്ന് പറയുന്ന സോളിബിൾ മിൽക്ക് പ്രോട്ടീനാണ്, സോളിബിൾ മിൽക്ക് പ്രോട്ടീൻ. അപ്പം ഈ ആസിഡിൻ്റെ പ്രസൻസ് കാരണം ലാക്റ്റിക് ആസിഡിൻ്റെ പ്രസൻസിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇൻസോളിബിൾ പാരാകെസിനേറ്റ് ആവും, പാരാകെസിനേറ്റ്. അപ്പം ഈ ഇൻസോളിബിൾ പാരാകെസിനേറ്റ് ആയിക്കഴിഞ്ഞാൽ പാല് തൈരായിട്ട് മാറും, കേർഡ് ഉണ്ടാവും, കേർഡ്. അപ്പം ഈ ലാക്റ്റിക് ആസിഡാണ് സോളിബിൾ ഫോമിലുള്ള കെസീൻ മിൽക്ക് പ്രോട്ടീനെ ഇൻസോളിബിൾ പാരാകെസിനേറ്റ് ആയിട്ട് മാറ്റുന്നതും അതിൻ്റെ റിസൾട്ടായിട്ട് പാല് തൈരായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ മൈക്രോബ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാബ് കാറ്റഗറിയിലുള്ള മൈക്രോബുകളാണ്. ഇവിടെ എക്സാമ്പിൾ ലാക്ടോബേസിലസ്. ട്രൈക്കോഡെർമ ഫംഗസ് ആണ്. ഓക്കെ, പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി. പ്രൊപ്പിയോണി ബാക്ടീരിയം എന്ന് പറയുമ്പോൾ സ്വിസ് ചീസിൻ്റെ റൈപ്പണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം. പിന്നെ സക്കാറോമൈസിസ് എന്ന് പറയുന്നത് ഈസ്റ്റാണ്. ബേക്കേഴ്സ് ഈസ്റ്റ് എന്നും വിളിക്കാം, ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും വിളിക്കാം, സക്കാറോമൈസിസ്.
Then the parts of kidney that play a significant role in the production of concentrated urine. ഓക്കെ, കോൺസെൻട്രേറ്റഡ് യൂറിൻ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന കിഡ്നിയുടെ പാർട്സ് ഏതൊക്കെയാണ്? അതായത് ഒന്ന് ലൂപ്പ് ഓഫ് ഹെൻലി, അതിന് പാരലായിട്ട് കിടക്കുന്ന വാസ റെക്റ്റ. ലൂപ്പ് ഓഫ് ഹെൻലിയും വാസ റെക്റ്റയും തമ്മിലുള്ള കൗണ്ടർ കറണ്ട് ഇഫക്റ്റാണ് കിഡ്നിയുടെ ഇൻ്റർസ്റ്റീഷ്യത്തിൽ കൃത്യമായിട്ടുള്ള ഓസ്മോളാരിറ്റി ഗ്രേഡിയൻറ്റ് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓസ്മോളാരിറ്റി ഗ്രേഡിയൻ്റ് ഉള്ളത് കാരണം റീനൽ ട്യൂബ്യൂൾസിന് ചുറ്റും ഹൈപ്പർ ടോണിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം റീനൽ ട്യൂബ്യൂൾസിന് ചുറ്റും ഹൈപ്പർ ടോണിക് കണ്ടീഷൻ ഉള്ളത് കാരണം പരമാവധി വാട്ടർ ഓസ്മോസിസ് വഴി റീഅബ്സോർബ് ചെയ്ത് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ആൻസർ ഇതാണ് 3, വാസ റെക്റ്റ ആൻഡ് ലൂപ്പ് ഓഫ് ഹെൻലി. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദി ബെസ്റ്റ് ടേം ടു എക്സ്പ്ലെയിൻ ദി അസോസിയേഷൻ ബിറ്റ്വീൻ എൻഡമോഫിലസ് ഫ്ലവർ. എൻഡമോഫിലസ് എന്ന് പറയുമ്പോൾ ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവർ ആൻഡ് പോളിനേറ്റിംഗ് ഏജൻറ്റ്. അതായത് പ്ലാന്റ് പോളിനേറ്റർ ഇൻ്ററാക്ഷൻ, പ്ലാന്റും അതിനെ പോളിനേറ്റ് ചെയ്യുന്ന ഇൻസെക്റ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ഏതാണ്? മ്യൂച്വലിസം. അപ്പോൾ പ്ലാന്റിന് പോളിനേഷൻ കിട്ടും, പകരം ഇൻസെക്റ്റിന് നെക്ടർ കിട്ടും. നെക്ടറും പോളൻ ഗ്രെയിൻസും കിട്ടും. പ്ലസ് ഇൻ്ററാക്ഷൻ, മ്യൂച്വലിസം. പാരസിറ്റിസം എന്ന് പറയുന്ന പ്ലസ് മൈനസ് ഇൻ്ററാക്ഷൻ, പാരസൈറ്റും ഹോസ്റ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ. കമൺസാലിസം എന്ന് പറയുമ്പോൾ +0 ഇൻ്ററാക്ഷൻ. ഒരാൾ ബെനിഫിറ്റഡ് ആണ്, മറ്റേയാളിന് അഡ്വാൻറ്റേജും ഇല്ല ഡിസഡ്വാൻറ്റേജും ഇല്ല. ആ ഇൻ്ററാക്ഷൻ രണ്ടാമത്തെ ആളിന് ന്യൂട്രലാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ഇൻ്ററാക്ഷൻ. ഇവിടെ ആൻസർ 4. അടുത്ത 35, ദി പ്രൈമറി ഊസൈറ്റ് ആഫ്റ്റർ ഇറ്റ്സ് ഫസ്റ്റ് മിയോസിസ് ഗീവ് റൈസ് ടു. അപ്പം പ്രൈമറി ഊസൈറ്റ്, ഇത് പ്രൈമറി ഊസൈറ്റ് ഡിപ്ലോയിഡ് സെല്ലാണ്. അതിന് മിയോസിസ് 1 നടക്കുന്നു. മിയോസിസ് 1 എന്ന് പറയുന്നത് ഇവിടെ അൺഈക്വൽ ഡിവിഷനാണ്. ഊജനിസിസിൽ 2 ഡിസിമിലർ ഡോട്ടർ സെൽസ് കിട്ടി, ഒരു വലിപ്പം കൂടിയ സെല്ലും ഒരു ചെറിയ സെല്ലും. അപ്പോൾ വലിപ്പം കൂടിയത് സെക്കൻഡറി ഊസൈറ്റ്, ചെറുത് ഫസ്റ്റ് പോളാർ ബോഡി. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി. ഓക്കെ, സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാകുന്ന എങ്ങനെയാണ്? സെക്കൻഡറി ഊസൈറ്റിൻ്റെ മിയോസിസ് 2 നടക്കും. മിയോസിസ് 2 നടക്കുമ്പോൾ കിട്ടുന്നതൊന്ന് ഓവം അല്ലെങ്കിൽ ഊറ്റിഡ്. അതിൻ്റെ കൂടെ ചെറിയ സെൽ കിട്ടും, സെക്കൻഡ് പോളാർ ബോഡി. ഇപ്പോൾ ഊറ്റിഡ് മിയോസിസ് 2ൻ്റെ റിസൾട്ടായിട്ടുണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ. ദെൻ സെക്ഷൻ ബി, അർക്കാട്ട ഇൻ കാലിഫോർണിയ ഈസ് ഫേമസ് ഫോർ. അപ്പോൾ അത് അർക്കാട്ട മാർഷ് എന്താണെന്നറിയാലോ, ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്, ബയോളജിക്കൽ സിസ്റ്റം. ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അടുത്തത്, എ മേജർ ത്രെറ്റ് ടു സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ. അതായത് ഇത് നമ്മുടെ എർത്താണ്. എർത്തിനോട് ചേർന്ന് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അവിടെ ബാഡ് ഓസോൺ ഉണ്ട്. പ്ലാന്റ് ലൈഫിനെയും അനിമൽസിനെയും ഹാം ചെയ്യുന്ന ബാഡ് ഓസോൺ. സ്ട്രാറ്റോസ്ഫിയറിൽ നിൽക്കുന്നത് ഗുഡ് ഓസോണാണ്. അപ്പം നമ്മൾ അതായത് UV റേസിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഈ എയർ കണ്ടീഷണേഴ്സ്, റെഫ്രിജറേറ്റേഴ്സ് ഇതിൻ്റെയൊക്കെ ലാർജ് സ്കെയിൽ യൂസ് കാരണം CFC റിലീസ് ചെയ്യും. ഈ CFC UV റേസിൻ്റെ ആക്ഷനിൽ ക്ലോറിൻ ആറ്റംസിനെ റിലീസ് ചെയ്യും. ഈ ക്ലോറിൻ ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യും. ക്ലോറിൻ ഡിപ്ലീറ്റ്സ് ഓസോൺ. അപ്പം മേജർ ത്രെറ്റ് ടു സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ എന്ന് പറയുന്നത് ക്ലോറിനാണ്. കാരണം ഈ ക്ലോറിൻ ഇവിടെ കാറ്റലിസ്റ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് ആ റിയാക്ഷനിൽ കൺസ്യൂംഡ് ആവുന്നില്ല. മാത്രമല്ല CFC കൂടുതൽ റിലീസ് ചെയ്യുന്നതനുസരിച്ച്
സ്ട്രാറ്റോസ്ഫിയറിൽ ക്ലോറിൻ ആറ്റംസിൻ്റെ അളവ് കൂടി വരും, കൂടുതൽ ഓസോൺ ഡിപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ലീഡിങ് ടു തിന്നിങ് ഓഫ് ഓസോൺ ലെയർ ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. അടുത്തത്, വാട്ട് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഗിഫ്റ്റ്? ഇപ്പം ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആർക്കാണ് ചെയ്യുന്നത്? അതായത് ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഓവം പ്രൊഡക്ഷൻ ഇല്ലാത്ത ഫീമെയിലിന് ഡോണറിൽ നിന്ന് ഓവം റിസീവ് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ടെക്നിക്കാണ് ഗിഫ്റ്റ്, ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ആൻ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. കറക്റ്റ്. എ വുമൺ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 നോർമൽ ഫെലോപ്പിയൻ ട്യൂബ് ഇൻ ഓർഡർ ഫോർ ഗിഫ്റ്റ്. വേണമല്ലോ, ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ടെങ്കിലേ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദി ബോഡി. തെറ്റാണ്. ഇവിടെ ഫെലോപ്പിയൻ ട്യൂബിൽ തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വെളിയിൽ വെച്ച് ഫെർട്ടിലൈസ് ചെയ്തിട്ട് അകത്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ആൻസർ 3 ആണ്. 3. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി റിലേറ്റഡ്? ബാക്യുലോ വൈറസ് കറക്റ്റാണ്. ബയോ കൺട്രോൾ ഏജൻ്റ് ആണ്. അതായത് ബാക്യുലോ വൈറസുകളുടെ കീഴിൽ വരുന്ന ജനേറ ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. അത് ഇൻസെക്റ്റുകളെയും ചില ആർത്രോപോഡുകളെയും ഇൻഫെക്റ്റ് ചെയ്യുന്ന പാത്തോജൻ. ഒരു സ്പീഷീസ് സ്പെസിഫിക് നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡുകളായിട്ട് ഉപയോഗിക്കുന്നു. കറക്റ്റ്. ദെൻ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഓഫ് STP ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. തെറ്റാണ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്? സെഡിമെൻറ്റേഷൻ ടാങ്കിൽ കിട്ടുന്നത് പ്രൈമറി സ്ലഡ്ജാണ്. പ്രൈമറി സ്ലഡ്ജ്. ഇവിടെ പ്രൈമറി സ്ലഡ്ജ് കിട്ടും, ഇവിടെ എഫ്ലുവൻ്റ് കിട്ടും. ഇനി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ആദ്യം എഫ്ലുവൻറ്റിനെ എയറേഷൻ ടാങ്കിൽ ട്രീറ്റ് ചെയ്തിട്ട് എയറേഷൻ ടാങ്കിൽ ട്രീറ്റ് ചെയ്ത എഫ്ലുവൻറ്റിനെ സെറ്റ്ലിംഗ് ടാങ്കിലോട്ട് കടത്തിവിടും. സെറ്റ്ലിംഗ് ടാങ്ക്. അപ്പോൾ സെറ്റ്ലിംഗ് ടാങ്കിൽ സെഡിമെൻറ്റ് ചെയ്ത് കിടക്കുന്ന ഫ്ലോക്സ്, അതിൻ്റെ പേരാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, സെഡിമെൻറ്റഡ് ഫ്ലോക്സ്. ഓക്കെ, അത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടാണ്, പ്രൈമറി അല്ല. സ്വിസ് ചീസ്. സ്വിസ് ചീസിൻ്റെ റൈപ്പണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബാക്ടീരിയയാണ്. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി. അപ്പോൾ ഇത് തെറ്റ്. ഈസ്റ്റ് അല്ല, ബാക്ടീരിയ. സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത് ക്ലോട്ട് ബസ്റ്റർ അല്ല. സൈക്ലോസ്പോറിൻ ഈസ് ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്. ക്ലോട്ട് ബസ്റ്റർ എന്ന് പറയുന്ന ഏതാണ്? സ്ട്രെപ്റ്റോകൈനീസ് എൻസൈം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ആൻസർ 1 ആണ്. ഇനി ക്വസ്റ്റ്യൻ 40. ദി ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ഇറ്റ്സ് ഹെഡ് ആർ ഒബ്സർവ്ഡ് ഡ്യൂറിങ്. അത് നമുക്കറിയാം. ഡ്യൂറിങ് 5th month ആണ് ആൻസർ. ഡ്യൂറിങ് 5th month ഓഫ് പ്രഗ്നൻസി. അടുത്തത് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആർ ഹൈപ്പോഗ്ലൈസീമിക്. തെറ്റല്ലേ? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആർ ഹൈപ്പർ ഗ്ലൈസീമിക്. ബ്ലഡ് ഷുഗർ ലെവൽ ഉയർത്തും. ഗ്ലൂക്കോനിയോജനസിസ് വഴി ബ്ലഡ് ഷുഗർ ലെവൽ ഉയർത്തുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിക് അല്ല, ഹൈപ്പർ ഗ്ലൈസീമിക്. പീനിയൽ ഗ്ലാൻഡ് റെഗുലേറ്റ്സ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ. കറക്റ്റ്. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ആർ ആൻറ്റഗോണിസ്റ്റിക്. തെറ്റല്ലേ? അപ്പോൾ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ, അതായത് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ, രണ്ടിൻ്റെയും ടാർജറ്റുകൾ സെയിം ആണ്. ടാർജറ്റ് സൈറ്റിൽ ഇത് ഉണ്ടാക്കുന്ന ഇഫക്റ്റുകളും സെയിം ആണ്. അതായത് സെയിം ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്, ആൻറ്റഗോണിസ്റ്റിക് അല്ല. റിലാക്സിൻ ഇസ് എ സ്റ്റെറോയിഡ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഇറ്റ് ഇസ് എ പെപ്റ്റൈഡ് സെക്രീറ്റഡ് ഫ്രം ഓവറി. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1 ഉം 3, 1 and 3. എന്നിട്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, 1, 3 and 4. ഇത് ഇൻകറക്റ്റ് ആണ്, സോറി. 1, 3 and 4 ഓപ്ഷൻ 1 ആണ്. ശരി. ക്വസ്റ്റ്യൻ 42. ആസ് പെർ IUCN റെഡ് ഡേറ്റ ലിസ്റ്റ് which taxa contains maximum number of endangered and critically endangered species? അത് നമുക്കറിയാം, ആംഫിബിയൻസ് ആണ്. കാരണം ആംഫിബിയൻസിന് ഹാബിറ്ററ്റ് സ്പെസിഫിസിറ്റി ആവശ്യമുള്ള വെർട്ടബ്രേറ്റ് ഗ്രൂപ്പാണ് ആംഫിബിയൻസ്. അപ്പോൾ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് വെറ്റ്ലാൻഡുകളാണ്.
വെറ്റ്ലാൻഡുകൾ ലാർജ് സ്കെയിലിൽ നശിക്കുന്നതാണ് ആംഫിബിയൻസിന് ത്രെട്ടായിട്ട് മാറിയിരിക്കുന്നത്. അത് കാരണം അവർ എക്സ്റ്റിങ്ഷന് കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ദെൻ ജോയിൻറ്റ് ബിറ്റ്വീൻ ഹ്യൂമറസ്, റേഡിയസ് ആൻഡ് അൾന. ഇവിടെയാണ് ആ ജോയിൻറ്റ് വരുന്നത്. ഇവിടെ ഹ്യൂമറസ്, ഇവിടെ റേഡിയസ് ആൻഡ് അൾന. ആ ജോയിൻറ്റിനെ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയും. അപ്പം ജോയിൻ്റ് എന്ന് പറയുന്ന സൈനോവിയൽ ജോയിൻ്റ് ആണ്. അപ്പം ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്. ഇത് ഓപ്ഷൻ 3 ആണ് ആൻസർ. ഇമ്മൂവബിൾ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ അതിനെ ഫൈബ്രസ് ജോയിൻ്റ് എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ ക്രേനിയൽ സ്യൂച്ചസ്. സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ കാർട്ടിലാജിനസ് ജോയിൻറ്റ്സ്, അത് ജോയിൻറ്റ് ബിറ്റ്വീൻ വെർട്ടബ്രേ, പിന്നെ പ്യൂബിക് സിംഫൈസിസ്, ഇതൊക്കെ ആൻസർ. ഫൈബ്രസ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ജോയിൻറ്റ് തന്നെയാണ്. ആൻസർ 3. Then all the following facts are true about Neanderthal man except. അപ്പം നിയോണ്ടർത്താൽ മാനുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കണ്ടുപിടിക്കണം. ബ്രെയിൻ സൈസ് 1400 cc, കറക്റ്റ്. യൂസ്ഡ് ഹൈഡ്സ് ടു പ്രൊട്ടക്റ്റ് ദെയർ ബോഡി, കറക്റ്റ്. ദെയർ ഫോസിൽസ് വെയർ ഡിസ്കവേർഡ് ഫ്രം ജാവ ഇൻ 1981, തെറ്റ്. അപ്പം 1891 ജാവയിൽ നിന്ന് കിട്ടിയത് ആരുടെ ഫോസിലാണ്? ഹോമോ ഇറക്റ്റസിൻ്റെ ഫോസിലാണ്. ജാവ മാൻ്റെ ഫോസിലാണ് ജാവയിൽ നിന്ന് കിട്ടിയത്. അപ്പം നിയാണ്ടർത്താൽ മാൻ എന്ന് പറയുമ്പോൾ ഇവരുടെ ഫോസിൽ കിട്ടിയിരിക്കുന്നത് ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യൻ റീജിയൻസിൽ നിന്നാണ്. ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യൻ റീജിയൻസ്. ദെൻ ലീവ്ഡ് ഇൻ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ, ഇവിടെ തന്നെ ഉണ്ട്, ബിറ്റ്വീൻ 1 lakh to 40,000 years ago. അപ്പം ഇത് കറക്റ്റ്. ഓപ്ഷൻ 3 ആണ് തെറ്റ്. ഓപ്ഷൻ 3 is the answer. ഓക്കെ, അടുത്തത് ഹൂ പ്രപ്പോസ് ദാറ്റ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് കുഡ് ഹാവ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ്. അതായത് പ്രിമിറ്റീവ് ഓഷനിൽ നടന്ന ഒരു കൂട്ടം റിയാക്ഷൻസിൻ്റെ റിസൾട്ടായിട്ട് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് ആദ്യത്തെ ലൈഫ് ഫോം ഇവോൾവ് ചെയ്തു എന്ന് പറഞ്ഞത് ആരാണ്? ഒപ്പാരിൻ ഹാൽഡെയിൻസ് ഹൈപ്പോത്തിസിസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിന് തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ എന്നും പറയാം. ഇപ്പോൾ ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ. ഏർലി ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ പ്രപ്പോസ് ചെയ്തത്. ഡാർവിൻ ആൻഡ് വാലസ് രണ്ടുപേരും തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ്റെ ആൾക്കാരാണ്. ഹെറോൾഡ് യുറേ ആൻഡ് സ്റ്റാൻലി മില്ലർ ഇവർ എക്സ്പെരിമെൻ്റ് നടത്തി ഒപ്പാരിൻ ഹാൽഡെയിൻസ് ഹൈപ്പോത്തിസിസിൻ്റെ ആദ്യത്തെ പാർട്ട്, ദാറ്റ് ഈസ് ഇനോർഗാനിക് മോളിക്യൂൾസ് റിയാക്ട് ടു ഫോം മോണോമേഴ്സ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്, ഇത് കണ്ടുപിടിച്ചു. Then very small animals are rarely found in polar regions. Why? So എന്തുകൊണ്ട് വളരെ ചെറിയ അനിമൽസ് പോളാർ റീജിയൻസിൽ കാണുന്നില്ല? കാരണം അവർക്ക് they have a high surface area to volume ratio. Surface area to volume ratio. അത് കാരണം അവർ പോളാർ റീജിയനിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന്, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് തണുപ്പായതുകൊണ്ട് ശരീരത്തിന് സർഫസ് ഏരിയ ടു വോള്യൂം റേഷ്യോ കൂടുതലാണ്. അത് കാരണം ഒരുപാട് ഹീറ്റ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അപ്പം നഷ്ടപ്പെടുന്ന അത്രയും ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ ശരീരത്തിന് അവർക്ക് മെക്കാനിസംസ് ഇല്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് കൺഫേമേഴ്സായിട്ട് മാറേണ്ടി വരും. അപ്പം അതിന് എക്സാമ്പിൾസാണ് ഷ്രൂസും ഹമ്മിങ് ബേർഡ്സും. സ്മോൾ സൈസ്ഡ് മാമൽസ്, ഷ്രൂസ്, ഹമ്മിങ് ബേർഡ്സ്, ഇതൊക്കെ എക്സാമ്പിൾസാണ്. അവർ റെഗുലേറ്റേഴ്സ് ആണ്, പക്ഷേ തണുപ്പുള്ള ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ കൺഫേം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒഴിവാക്കാനാണ് അവർ കോൾഡർ റീജിയൻസിലോട്ട് പോവാത്തത്. അപ്പോൾ ദേ ഹാവ് ടു എക്സ്പെൻഡ് മച്ച് എനർജി ടു ജനറേറ്റ് ബോഡി ഹീറ്റ്, അത് കറക്റ്റാണ്. ബാക്കി ഓപ്ഷൻസ് നോക്കാം. ദേ ഹാവ് എ സ്മോളർ സർഫസ് ഏരിയ റിലേറ്റീവ് ടു ദെയർ വോള്യൂം എന്ന് പറയുമ്പോൾ തെറ്റ്. സ്മോൾ അല്ല, ഹയർ ആണ്. ഹൈ സർഫസ് ഏരിയ ടു വോള്യൂം റേഷ്യോ. ദെയർ ബേസൽ മെറ്റബോളിക് റേറ്റ് ഇസ് മിനിമം, അത് തെറ്റാണ്. ദേ ആർ തെർമോ കൺഫേമേഴ്സ് അല്ല, ദേ ആർ തെർമോ കൺഫേമേഴ്സ് അല്ല, ദേ ആർ തെർമോ റെഗുലേറ്റേഴ്സ് ആണ്. ഓക്കെ. ദെൻ വെൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് സിവേജ് ഇസ് ഡംപ്ഡ് ഇൻ ടു എ റിവർ ഇറ്റ്സ് BOD വിൽ ബി. ഇപ്പം നമുക്കൊരു റിവർ എടുക്കാം. ഇപ്പം റിവറിൽ നോർമലി ഡിസോൾഡ് ഓക്സിജൻ ഹൈ ആയിരിക്കും, ഡിസോൾഡ് ഓക്സിജൻ കൂടുതലായിരിക്കും, BOD കുറവായിരിക്കും നോർമൽ ലെവലിൽ. ഇപ്പം സ്യുവേജ്, നമ്മളിവിടെ സ്യുവേജ് ഡംപ് ചെയ്തു. സ്യുവേജ് എന്ന് പറയുമ്പോൾ അതിൽ ഓർഗാനിക് മാറ്റർ വളരെ കൂടുതലല്ലേ, ഓർഗാനിക് മാറ്റർ വളരെ ഹൈ ആണ്. അങ്ങനെയുള്ള സ്യുവേജ് നമ്മൾ ഡംപ് ചെയ്താൽ പെട്ടെന്ന് എന്ത് സംഭവിക്കും?
റിവറിന് ഡിസോൾഡ് ഓക്സിജൻ പെട്ടെന്ന് കുറഞ്ഞു പോകും. അതേസമയം BOD വാല്യൂ പെട്ടെന്ന് കൂടും. പിന്നെ മൈക്രോബിയൽ ആക്ഷൻ നടക്കുമ്പോൾ വീണ്ടും BOD കുറഞ്ഞ് നോർമൽ ലെവലിലോട്ട് വരും. ഡിസോൾഡ് ഓക്സിജൻ വീണ്ടും കൂടി നോർമൽ ലെവലിലോട്ട് വരും. ഇത് അപ്പം നമുക്ക് വായിക്കാം. വെൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് സിവേജ് ഇസ് ഡംപ്ഡ് ഇൻ ടു റിവർ ഇറ്റ്സ് BOD വിൽ എങ്ങനെയാ ഇൻക്രീസ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. BOD എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ഇറ്റ് ഇസ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ മൈക്രോബ്സ് ഫോർ ദി കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഓൾ ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ 1 liter ഓഫ് വാട്ടർ. അപ്പോൾ BOD വാല്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദി ഓക്സിജൻ യൂട്ടിലൈസ്ഡ് ബൈ മൈക്രോബ്സ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി ഇൻഡിക്കേറ്റിംഗ് ദി എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ വാട്ടർ. അപ്പോൾ ഹൈ BOD ആണെങ്കിൽ ഓർഗാനിക് മാറ്ററിൻ്റെ അളവ് ഹൈ ആണ്. BOD വാല്യൂ കുറവെന്ന് പറയുമ്പോൾ ഓർഗാനിക് മാറ്ററിൻ്റെ അളവ് കുറവ്. ഓക്കെ, ഇൻക്രീസ് പെട്ടെന്ന്, അതായത് BOD പെട്ടെന്ന് ഉയരും. പിന്നെ മൈക്രോബിയൽ ആക്ഷൻ കാരണം കുറഞ്ഞ് നോർമൽ ലെവലിലോട്ട് വരും. അടുത്തത് ഹൈഡ്രാർക്ക് സക്സഷൻ. അപ്പോൾ ഹൈഡ്രാർക്ക് സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ഹൈഡ്രിക് വെള്ളം ഒരുപാടുള്ള ഒരു ഹാബിറ്ററ്റിൽ നടക്കുന്ന സക്സഷനാണ് ഹൈഡ്രാർക്ക് സക്സഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഏരിയ വിച്ച് ഇസ് ടു വെറ്റ്. നോക്കാം, പ്രൈമറി സക്സഷൻ ഇൻ എ ന്യൂലി കൺസ്ട്രക്റ്റഡ് പോണ്ട്, അത് എക്സാമ്പിളാണ്, ഇത് നമുക്ക് എടുക്കാം. ബാക്കി നോക്കാം. പ്രൈമറി സക്സഷൻ ഓൺ എ ഡ്രൈ സോയിൽ, ഇത് സെറാർക്കാണ്, സെറാർക്ക് സക്സഷൻ. സെക്കൻഡറി സക്സഷൻ ഇൻ എ പോണ്ട്, അതല്ല. ഇവിടെ ഹൈഡ്രാർക്ക് എന്ന് പറയുമ്പോൾ അത് പ്രൈമറി സക്സഷനെയാണ് ആ സക്സഷൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി സക്സഷൻ ഇൻ എ ബെയർ റോക്ക്, അപ്പോൾ അതല്ല. ആൻസർ 1 ആണ്, ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 49 ആണ്. പ്ലാന്റ് ബയോമാസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റിലെ ഇലകളായിട്ടും പൂക്കളായിട്ടും ബ്രാഞ്ചസ് ആയിട്ടും ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബയോമാസ് അവൈലബിൾ ഫോർ കൺസംഷൻ ബൈ ഹെർബിവോർസിന് അവൈലബിൾ ആയിട്ടുള്ള ബയോമാസിനെ വിളിക്കുന്നത് NPP എന്നാണ്. NPP, നെറ്റ് പ്രൈമറി പ്രൊഡക്ഷൻ. NPP കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? GPP -R. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൊത്തം പ്ലാന്റ് ബോഡിയിൽ സ്റ്റോർ ചെയ്യില്ല. അതിൻ്റെ മേജർ പാർട്ടും സെല്ലുലാർ റെസ്പിറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു. സെല്ലുലാർ റെസ്പിറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്ത ഓർഗാനിക് മാറ്റർ പോയിട്ട് ബാക്കിയുള്ളതാണ് പ്ലാന്റ് ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ആൻസർ NPP ആണ്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ഷൻ പ്ലസ് റെസ്പിറേറ്ററി ലോസ് അല്ല, മൈനസ് റെസ്പിറേറ്ററി ലോസ്. സെക്കൻഡറി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് സിന്തസിസ് ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ്. ഓക്കെ, ഇവിടെ ആൻസർ 2 ആണ്. അടുത്തത് സ്പോറോസോയിഡ്സ് ആർ ദി ഇൻഫെക്ഷ്യസ് ഫോംസ് ഓഫ്, നമുക്കറിയാമല്ലോ പ്ലാസ്മോഡിയത്തിൻ്റെ മലേറിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയം, അതിൻ്റെ ഇൻഫെക്ഷ്യസ് സ്റ്റേജുകളെ വിളിക്കുന്ന പേരാണ് സ്പോറോസോയിഡ്സ്. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസിൻ്റെ സലൈവറി ഗ്ലാൻഡിലാണ് സ്പോറോസോയിറ്റുകളുടെ സ്റ്റോറേജ്. അപ്പോൾ ഇങ്ങനെയുള്ള അനോഫിലസ് ഹ്യൂമൻ ബ്ലഡ് സക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്പോറോസോയിറ്റുകൾ നമ്മുടെ ബ്ലഡിലോട്ട് എൻ്റർ ചെയ്യും. ഇൻഫെക്ഷ്യസ് ഫോംസ് ഓഫ് പ്ലാസ്മോഡിയം. അപ്പോൾ അനോഫിലസ്, ഫീമെയിൽ അനോഫിലസ് ഈസ് ദി വെക്റ്റർ ഓഫ് പ്ലാസ്മോഡിയം. എൻഡമീബ എന്ന് പറയുന്നത് പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. ഇറ്റ് കോസസ് അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി. ഉച്ചറേറിയ എന്ന് പറയുന്നത് ഒരു ഹെൽമിന്ത് വേമാണ്. ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫൻറ്റിയാസിസ് കോസ് ചെയ്യുന്ന വേം. അപ്പം അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച്.